കാണാവോ കേൾക്കാവോ? എക്സാം ഒക്കെ നന്നായി എഴുതി നീയായിരിക്കും. നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും പരീക്ഷയാണെന്ന് കഴിഞ്ഞത്. സോ ഈ എക്സാമോട് കൂടി 600 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് ഡിസ്കഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മക്കളെ, ഫിസിക്സിന്റെ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന വേർഷൻ കോഡ് 1 ആണെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഏതാ കോഡ് നിങ്ങൾ നോക്കുക. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. The displacement time graph of two particles A and B is given. Straight line making an angle 30 and 45. Displacement time graph ആണ് തന്നത്. Displacement time graphന്റെ സ്ലോപ്പ് കണ്ട you can find out the velocity of the body. അപ്പോൾ ഒന്നാമത്തെ ബോഡിയുടെ ഒന്നാമത്തെ മൂവിങ് ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. രണ്ടാമത്തതിന്റെ ആംഗിൾ മേക്ക് ചെയ്യുന്നത് 45 ഡിഗ്രിയാണ്. റൈറ്റ്? Then we want to find the velocity of A is VA and velocity of B is VB. We want to find the ratio of velocity. VA and VB ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. വെലോസിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് അല്ലടാ. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് വെലോസിറ്റി കിട്ടൂലേ? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു നത്തിങ് ബട്ട് ടാൻ തീറ്റ. സോ ആദ്യത്തെ ഗ്രാഫിന്റെ ആംഗിൾ 30 ആണ്. സോ ടാൻ 30. രണ്ടാമത്തെ വെലോസിറ്റി VB, that is equal to അതിന്റെ സ്ലോപ്പ് is tan 45. Tan 45 is 1. അങ്ങനെയാണ് VA by VB is equal to VA divided by VB is equal to tan 30 divided by tan 45. Tan 45 1 ആണ്. അപ്പോൾ tan 30 ന്റെ വാല്യൂ വരും. Tan 30 is equal to 1 by root 3. First question is very simple. 1 by root 3 is the answer. That is option 2. ക്ലിയർ അല്ലേ? ഇത് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ? സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത് പറയട്ടെ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ ഇസ് മൂവിങ് എലോങ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയ എന്തോ ബുദ്ധിമുട്ടുള്ള സാധനം തോന്നിയിട്ടുണ്ടാവും. കാരണം ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. ആക്സിലറേഷൻ 3x - 4. ആക്സിലറേഷൻ ഇസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ. Acceleration is given as a function of distance. Acceleration is equal to 3x - 4. Acceleration is given as a function. അപ്പോൾ നമുക്കറിയാം നമ്മൾ കാൽക്കുലസ് യൂസ് ചെയ്യേണ്ടി വരും, ഇന്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ യൂസ് ചെയ്യേണ്ടി വരും എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് ടഫ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കാണുന്ന അത്ര ബുദ്ധിമുട്ടില്ല അത് ചെയ്യാൻ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എ പാർട്ടിക്കിൾ ഇസ് മൂവിങ് എലോങ് x axis under the action of a variable force which is providing position varying acceleration described by the equation. ആക്സിലറേഷന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 3x - 4. ദാറ്റ് മീൻസ് ഇപ്പൊ കാർ നിൽക്കുന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ? ഇവിടുന്ന് കാർ മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് കാറിന്റെ ഡിസ്പ്ലേസ്മെന്റ് കൂടും. കാറിന്റെ ഡിസ്പ്ലേസ്മെന്റ് x ആണ്. അപ്പൊ കാർ മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് x ഇങ്ങനെ വാരി ചെയ്യും. കാർ ആദ്യം നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നീങ്ങുന്നതിനനുസരിച്ച് ആദ്യം നിൽക്കുന്ന സ്ഥലത്തു നിന്നുള്ള ഡിസ്റ്റൻസ് കൂടി വരുമല്ലോ. അപ്പൊ എക്സിനനുസരിച്ച് ആക്സിലറേഷൻ ഇൻക്രീസ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ആണ് ആക്സിലറേഷൻ ഇസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ്. അങ്ങനെയാണ് നമുക്ക് ആക്സിലറേഷൻ തന്നത്. അപ്പോൾ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. പിന്നെ അവരൊരു കാര്യം പറയുന്നുണ്ട്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അറ്റ് t is equal to 0, x is equal to 4/3 and v is equal to 0. t is equal to 0 എന്ന് പറഞ്ഞാൽ എന്താടാ? ഇനീഷ്യൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി, ദാറ്റ് മീൻസ് t is equal to 0. കാറിന്റെ പൊസിഷൻ എത്ര? 4/3 എന്ന് വെച്ചാൽ കാറ് ഒറിജിന് നമ്മളൊരു XY കോർഡിനേറ്റ് വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഒറിജിന് കുറച്ച് ഡിസ്റ്റൻസ് മുന്നിലായിട്ടാണ് കാർ നിൽക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. എത്ര ഡിസ്റ്റൻസ്? 4/3. നത്തിങ് ബട്ട് കാറിന്റെ ഇനീഷ്യൽ പൊസിഷൻ 4/3 മീറ്റർ ആണെന്ന് ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ആൻഡ് v is equal to 0. എപ്പോഴുള്ള വെലോസിറ്റിയാ 0? ടൈം 0 ആകുമ്പോഴുള്ള വെലോസിറ്റി 0. ടൈം 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി is equal to 0 എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി ലെറ്റ്സ് സേ ഇനീഷ്യൽ വെലോസിറ്റി u is equal to 0. ഇനി ഇനീഷ്യൽ ആക്സിലറേഷൻ എത്ര നോക്കുക. ഇനീഷ്യൽ ആക്സിലറേഷന്റെ ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ഇനീഷ്യൽ പൊസിഷൻ ക്വസ്റ്റ്യൻ ഇതാ. ഇനീഷ്യൽ പൊസിഷൻ ടൈം 0 ആകുമ്പോഴുള്ള പൊസിഷൻ ആണ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ തന്നിട്ടുണ്ട് 4/3. അപ്പോൾ ആക്സിലറേഷൻ എത്ര വരിക? 3 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 4/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -4. 3യും 3യും വെട്ടിപ്പോയി. അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 4 - 4. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0. അതിന്റെ മീനിങ് എന്താ മക്കളെ? ആക്സിലറേഷൻ 0 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? A body have zero acceleration. What do you mean by acceleration? Acceleration എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയിലുള്ള ഇൻക്രീസോ ഡിക്രീസോ. The rate of change of velocity is known as acceleration. വെലോസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴേ അതിന് ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആക്സിലറേഷൻ 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നാണ്. നോക്കൂ, ഇനീഷ്യലി ആക്സിലറേഷൻ എത്ര? 0. ഇനീഷ്യൽ വെലോസിറ്റി എത്ര? 0. ദാറ്റ് മീൻസ് വെലോസിറ്റിയും 0 ആണ്, ആക്സിലറേഷനും 0 ആണ്. വെലോസിറ്റി 0 എന്ന് പറഞ്ഞാൽ ബോഡി റെസ്റ്റിലാണ്.
ഇനി വെലോസിറ്റി കൂടുന്നില്ല കാരണം അതിന്റെ ആക്സലറേഷൻ 0 ആണ്. അപ്പോൾ വെലോസിറ്റിയും ആക്സലറേഷനും 0 ആണെങ്കിൽ യു ക്യാൻ കൺഫേം ദാറ്റ് ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ്. പാർട്ടിക്കിൾ അവിടെ നിന്ന് അനങ്ങുന്നില്ല. അനങ്ങണമെങ്കിൽ വെലോസിറ്റി വേണം. വെലോസിറ്റി 0 ആണ്. ഇനി വെലോസിറ്റി കൂടുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ആക്സലറേഷനും 0 ആണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ ഉണ്ടാവില്ലേ? അപ്പൊ ആക്സലറേഷൻ 0 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് വെലോസിറ്റി സ്റ്റിൽ 0 എന്ന് വെച്ചാൽ ആ പാർട്ടിക്കിൾ റെസ്റ്റിലാണ്. റെസ്റ്റിലായ ഒരാളുടെ ഫൈനൽ വെലോസിറ്റി എത്ര തന്നെ? 0. അയാൾ റെസ്റ്റിലാണ്. പിന്നെ അയാളെ വെലോസിറ്റി കൂടുമോ? ഇല്ല. Then final velocity and position. Find the velocity and position. Position എത്ര വരിക? പാർട്ടിക്കിൾ റെസ്റ്റിലാണ്. എവിടെ റെസ്റ്റിൽ? ഇനീഷ്യലി പാർട്ടിക്കിൾ എവിടെയാണോ ഉള്ളത്, ഇനീഷ്യലി കാർ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെയാണ് കാർ നിൽക്കുക. കാരണം കാർ അനങ്ങുന്നില്ല, കാർ റെസ്റ്റിലാണ്. അപ്പൊ ഇനീഷ്യലി കാറിന്റെ പൊസിഷൻ എത്രയായിരുന്നു? 4/3 മീറ്റർ. കാർ റെസ്റ്റിലാണെങ്കിൽ പിന്നെ എത്ര സമയം കഴിഞ്ഞാലും കാറിന്റെ സ്ഥലം തന്നെയല്ലേ? 4/3 മീറ്റർ തന്നെയല്ലേ? സോ വെലോസിറ്റി is 0 and position is 4/3. That is option 3 is the correct answer. കിട്ടിയോ മക്കളെ? കിട്ടിയോ മക്കളെ? വെലോസിറ്റി is constant. Yes. ഹിബ മുഹമ്മദ്, വെരി ഗുഡ്. ആദിൽ മുഹമ്മദ്, സിദ്ദീഖ്, NS. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവാം അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 3. The angle between two vectors, vector A is equal to 3i plus 4j plus 5k and vector B is equal to 3i plus 4j plus 5k. ഞാൻ എന്തെങ്കിലും എഴുതേണ്ട ആവശ്യമുണ്ടോ? 3i plus 4j plus 5k എന്ന് പറഞ്ഞൊരു വെക്ടർ. അടുത്ത വെക്ടർ നോക്ക്. വെക്ടർ എ തന്നത് 3i plus 4j plus 5k. വെക്ടർ ബി എന്താ? അതും 3i plus 4j plus 5k എന്ന് വെച്ചാൽ രണ്ടും ഒരേ വെക്ടർ അല്ലേ? അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷനിൽ ഒരേ മാഗ്നിറ്റ്യൂഡ് ഉള്ള രണ്ട് ഈക്വൽ വെക്ടേഴ്സ്. ഇതപ്പോൾ ഒന്നാമത്തെ വെക്ടർ ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഇതാണ് വെക്ടർ എ എങ്കിൽ വെക്ടർ ബിയും അങ്ങനെ തന്നെ ആയിരിക്കും. അതേ സ്ഥലത്തേക്ക് അതേ ഡയറക്ഷൻ അതേ മാഗ്നിറ്റ്യൂഡ്, ബിക്കോസ് രണ്ടും ഒരേ വെക്ടറാ. അതിന്റെ ഐയും ജെയും കെയും ഒക്കെ സെയിം ആണ്. അപ്പൊ ഇത് രണ്ടും ഒരേ വെക്ടേഴ്സ് ആണ്. രണ്ടും ഒരേ വെക്ടേഴ്സ് ആണ്. രണ്ടിന്റെ ഡയറക്ഷൻ സെയിം ആണ്, പാരലൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര വരിക? വാട്ട് ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ഈക്വൽ വെക്ടേഴ്സ്? ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടർ എത്ര വരിക? 0. കിട്ടിയാ? വെരി ഗുഡ്. 0 0 0. യെസ്, കിട്ടില്ല മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഓക്കെ, നെക്സ്റ്റ്. The magnitude of vector product of two vectors is √3 times of scalar product. മക്കളെ, വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് വെക്ടേഴ്സിന്റെ രണ്ട് ടൈപ്പ് രീതിയിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്ന് സ്കേലാർ പ്രൊഡക്റ്റും ഒന്ന് വെക്ടർ പ്രൊഡക്റ്റും. വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ പ്രൊഡക്റ്റ് ഇസ് നത്തിങ് ബട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വെക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് വിളിക്കുക. ഇനി സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. അതിനാണ് നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുക അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വിളിക്കുക. നമ്മുടെ ക്വസ്റ്റിൽ പറഞ്ഞത് എന്താ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടർ ഈസ് √3 ടൈംസ് ഓഫ് സ്കേലാർ പ്രൊഡക്റ്റ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എത്ര ടൈംസ് എടാ? √3 ടൈംസ് ഓഫ് സ്കേലാർ പ്രൊഡക്റ്റ്. സ്കേലാർ പ്രൊഡക്റ്റ് എന്താ? എ ബി കോസ് തീറ്റ. ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് ഞാനിപ്പം ബോർഡിൽ എഴുതി. ഇത് കറക്റ്റ് അല്ലേ? ഇതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. കാരണം എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു √3 ടൈംസ് ഓഫ് സ്കേലാർ പ്രൊഡക്റ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്തൂടെ? എ ബി ക്യാൻസൽ ചെയ്യാം. കാരണം അപ്പുറം എ ബി സെയിം അല്ല, ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്ക് എന്താ കിട്ടുക? സൈൻ ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു √3 ടൈംസ് ഓഫ് കോസ് തീറ്റ. സൈൻ തീറ്റ, കോസ് തീറ്റ ഇങ്ങോട്ട് വരട്ടെ. സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു √3. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ടാൻ തീറ്റ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു √3. ടാൻ എപ്പോഴാണ് √3 കിട്ടുക? ഓർ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് √3. അപ്പോൾ തീറ്റ എത്ര വരിക? തീറ്റ ഇസ് നത്തിങ് ബട്ട് 60 ഡിഗ്രി. കാരണം ടാൻ 60 ആണ് എന്ത്? √3. ടാൻ 30 1/√3. ക്ലിയർ അല്ലേ മക്കളെ? മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം എഴുതിയിട്ടില്ലേ? എക്സാം ചെയ്താണോ ഡിസ്കഷൻ കാണാൻ വരുന്നത്? 60 ഡിഗ്രി. ഫാത്തിമ കാലി 60 ഡിഗ്രി. യെസ്, വെരി ഗുഡ്. ഹിബ 60. വെരി ഗുഡ്. ആൻസർ പറയുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ 2. യെസ്, വെരി ഗുഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5 ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറെ ലെങ്ത് ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെങ്കിലും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കുറെ കൺസെപ്റ്റ് കിട്ടും. ദാറ്റ് മീൻസ് നമ്മൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എക്സാം ചെയ്യുന്ന എക്സ്പീരിയൻസ് മാത്രമല്ല, ആ എക്സാമിൽ ഓരോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓരോ കോൺസെപ്റ്റ് ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ നീറ്റ് എക്സാമിന് വന്നിട്ടില്ലെങ്കിലും ഈ കൺസെപ്റ്റ് വെച്ചിട്ട് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഇതിൽ കിട്ടും. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക. നല്ലൊരു കൺസെപ്റ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 5. A passenger is traveling in a train which is moving at a speed of 40 meter per second. 40 meter per second പോകുന്ന
ഒരു ട്രെയിൻ. ആ ട്രെയിനിൽ ഒരു പാസഞ്ചർ ഉണ്ട്, അയാളുടെ കയ്യിൽ ഒരു ഷൂട്ട് കേസും ഉണ്ട്, ഒരു ബാഗും ഉണ്ട്. ഈസ് കെപ്റ്റ് ഓൺ ദി ബെർത്ത്. അത് ട്രെയിനിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ട്രെയിനിൽ നിലത്ത് വെക്കുന്നതും ട്രെയിനിന്റെ ബെർത്തിൽ വെക്കുന്നതൊക്കെ ഒരേപോലെ. എല്ലാം എവിടെ വെച്ചാലും ആ സാധനം നിൽക്കുന്നത് ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമിലെ ട്രെയിനിന്റെ സർഫസിലായിരിക്കും. ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ ആ ബ്രീഫ് കേസ് മൂവ് ചെയ്യും. The driver of the train applies brake such that speed of the train decreases at a constant rate. Speed decrease ചെയ്യും with a retardation 20 meter per second in 4 seconds. Initially ട്രെയിൻ പോകുന്ന സ്പീഡ് എത്ര ആയിരുന്നു? 40 meter per second അല്ലേ? ആ ട്രെയിൻ പൊക്കോണ്ടിരിക്കുന്ന സ്പീഡ് എത്ര ആയിരുന്നു? കണ്ടപ്പോൾ തന്നെ കിളി പോയ ക്വസ്റ്റ്യൻ. പോയ കിളിയെല്ലാം പോട്ടെ. ട്രെയിൻ പോകുന്ന സ്പീഡ് എത്രയായിരുന്നു? 40 meter per second, റൈറ്റ്? ആ ട്രെയിനിന്റെ സ്പീഡ് എത്രയിലേക്ക് കുറഞ്ഞു? 40 meter per second നിന്ന് 20 meter per secondലേക്ക് കുറഞ്ഞു. ദാറ്റ് മീൻസ് വെലോസിറ്റി കുറഞ്ഞു. ഇപ്പൊ റിട്ടാർഡേഷൻ ആണ് ട്രെയിൻ ഉള്ളത്. എത്ര സെക്കൻഡിൽ? 4 സെക്കൻഡിൽ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ട്രെയിനിന്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ട്രെയിനിന്റെ റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാം. സോ റിട്ടാർഡേഷൻ ഓഫ് ദ ട്രെയിൻ ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി 40 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 20. ഫൈനൽ വെലോസിറ്റി 20. സ്പീഡ് കുറയല്ലേ ചെയ്ത്? 20 മൈനസ് 40 ഡിവൈഡഡ് ബൈ എത്ര സെക്കൻഡ് കൊണ്ടാണ് വെലോസിറ്റി കുറഞ്ഞത്? 4 സെക്കൻഡ് ഉണ്ട്. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 20 മൈനസ് 40, ദാറ്റ് ഇസ് മൈനസ് 20 ഡിവൈഡഡ് ബൈ 4. സോ ആക്സിലറേഷൻ ഇസ് മൈനസ് 5 meter per second square. മൈനസ് 5 meter per second square. ആ മൈനസ് വരാനുള്ള കാരണം എന്താ? വാട്ട് ഇസ് ദാറ്റ് മൈനസ് ഇൻഡിക്കേറ്റിംഗ്? ട്രെയിനിന്റെ ആക്സിലറേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ റിട്ടാർഡേഷൻ ആണ്, വെലോസിറ്റി കുറയാണെന്ന്. ശരിയല്ലേ? വെലോസിറ്റി കുറയാണെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ, ബസ്സിന്റെ വെലോസിറ്റി പെട്ടെന്ന് കുറയ്ക്കുകയാണെങ്കിൽ, ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്താ സംഭവിക്കുക? നമ്മൾ മുന്നോട്ടേക്ക് വീണൂലേ? നമ്മൾ ഇനർഷ്യ എന്ന് പറയില്ല, ഇനർഷ്യ ഓഫ് മോഷൻ. അതിന്റെ യഥാർത്ഥ കാരണം എന്താ വെച്ചാൽ നമുക്കൊരു സ്യൂഡോ ഫോഴ്സ് ഫീൽ ചെയ്യുന്നതാണ്. സ്യൂഡോ ഫോഴ്സ് ഒരു മൂവിങ് ഒബ്ജക്റ്റിന്റെ മുകളിൽ നമ്മൾ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ. ബസ്സിൽ നിൽക്കുന്ന സമയത്ത് ബസ് മൂവ് ചെയ്യാണ്, ബസ് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്യൂഡോ ഫോഴ്സ് ഉണ്ടാവും. ബസ് മുന്നോട്ടേക്ക് ആക്സിലറേറ്റ് ചെയ്താൽ നമുക്ക് സ്യൂഡോ ഫോഴ്സ് പുറകിലേക്കായിരിക്കും. ബസ് പുറകിലേക്ക് ആക്സിലറേറ്റ് ചെയ്താൽ നമുക്ക് സ്യൂഡോ ഫോഴ്സ് മുന്നോട്ടേക്കായിരിക്കും. നിങ്ങൾക്ക് അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മൂവ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾക്ക് സ്യൂഡോ ഫോഴ്സ് ഫീൽ ചെയ്യും. സ്യൂഡോ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ ആ ഫ്രെയിം ആക്സിലറേറ്റ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സ്യൂഡോ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. സോ സ്യൂഡോ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുക. ഇപ്പൊ ട്രെയിൻ ആക്സിലറേറ്റ് ചെയ്യുന്നത് ട്രെയിനിന്റെ റിട്ടാർഡേഷൻ മുന്നോട്ടേക്കാണ്. ദാറ്റ് മീൻസ് ട്രെയിനിന്റെ ആക്സിലറേഷൻ നെഗറ്റീവ് ആക്സിലറേഷൻ മുന്നോട്ടേക്കാണ്. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ പുറകിലേക്കാണ്. അപ്പോൾ സ്യൂഡോ ഫോഴ്സ് മുന്നോട്ടേക്കാണ് ഉണ്ടാവുക. ട്രെയിൻ ബ്രേക്ക് ചെയ്താൽ ബ്രീഫ് കേസ് മുന്നോട്ടേക്ക് സ്ലൈഡ് ചെയ്ത് വീഴാനല്ലേ നോക്കുക. എത്ര ഫോഴ്സിന്റെ വാല്യൂ എന്ന് വെച്ചാൽ മാസ് ഓഫ് ദ ബ്രീഫ് കേസ് ഇൻടു ആക്സിലറേഷൻ ഓഫ് ദ ട്രെയിൻ. സ്യൂഡോ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് മാസ് ഓഫ് ദ ബോഡി ഇൻടു ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം. ഇപ്പോൾ ബസ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്യൂഡോ ഫോഴ്സ് എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ മാസ് ഇൻടു ആക്സിലറേഷൻ ഓഫ് ദി ബസ്. നമ്മൾ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാറിന്റെ സ്പീഡ് കൂടുന്നത് കാരണം നമുക്ക് കിട്ടുന്ന സ്യൂഡോ ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മാസ് ഇൻടു കാറിന്റെ ആക്സിലറേഷൻ. സോ വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്യൂഡോ ഫോഴ്സ്? ആർക്കാണോ സ്യൂഡോ ഫോഴ്സ് കിട്ടുന്നത് അയാളുടെ മാസ് ഇൻടു ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം. ആ മൂവ് ചെയ്യുന്ന ആ ഫ്രെയിമിലാണ് ആ ഒബ്ജക്റ്റ് നിൽക്കുന്നത്. ഫ്രെയിം ബസ്സാവാം, കാറാവാം, ലോറി ആവാം, എന്തും ആവാം. സോ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സ്യൂഡോ ഫോഴ്സ് ഫ്രണ്ടിലേക്കായിരിക്കും. ബ്രീഫ് കേസ് മുന്നോട്ടേക്ക് സ്ലൈഡ് ചെയ്യും. ബ്രേക്ക് ഫേസ് മുന്നോട്ടേക്ക് സ്ലൈഡ് ചെയ്യും. അപ്പം മുന്നോട്ടേക്ക് സ്ലൈഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ് MA. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് അവസാനം ശ്രദ്ധിച്ച് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നു അതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത്. വാട്ട് ഷുഡ് ബി ദ മിനിമം കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഷൂട്ട് കേസ് ആൻഡ് ദ ബെർത്ത് ഇഫ് ദ ഷൂട്ട് കേസ് ഇസ് നോട്ട് സ്ലൈഡിങ് ഡ്യൂറിങ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ ട്രെയിൻ. എന്ന് വെച്ചാൽ ആ ബ്രീഫ് കേസ് ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വെച്ചാണല്ലോ. അപ്പൊ ട്രെയിൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ ബ്രീഫ് കേസ് മുന്നോട്ടേക്ക് സ്ലൈഡ് ചെയ്യാൻ മുന്നോട്ടേക്ക് സ്ലൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും വിത്ത് എ ഫോഴ്സ് MA. പക്ഷെ സ്ലൈഡ് ചെയ്യുന്നില്ല, സ്ലൈഡ് ചെയ്യാതെ അവിടെ തന്നെ നിൽക്കണം. ദാറ്റ് മീൻസ് ഇത് മുന്നോട്ടേക്ക് നീങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിനെ നീങ്ങാൻ സമ്മതിക്കാതെ അതിനെ ബാലൻസ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ ബ്രേക്ക് കേസിലുള്ള പ്ലാറ്റ്ഫോമിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സും സ്യൂഡോ ഫോഴ്സും ബാലൻസ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ആ ബ്രീഫ് കേസ് മുന്നോട്ടേക്ക് നീങ്ങാൻ ഇങ്ങനെ ടെൻഡ് ചെയ്യുന്ന ആ ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സ് ഇസ് ബാലൻസ്ഡ് ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. അയാൾ ആ ബ്രീഫ് കേസ് അനങ്ങാതെ അവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രീഫ് കേസിന്റെ മുകളിൽ ഫീൽ ചെയ്യുന്ന സ്യൂഡോ ഫോഴ്സ് ഇസ് ബാലൻസ്ഡ് ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. ഇവിടെ നോർമൽ റിയാക്ഷനും വെയിറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു mg. ഓക്കെ, അപ്പോൾ pseudo force MA is balanced by frictional force mu mg.
എം ക്യാൻസൽ ആവും. പിന്നെ നമുക്ക് വേണ്ടത് മ്യൂ ആണ്. സോ ആക്സിലറേഷൻ നമുക്ക് ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് 5. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി, -5 എടുക്കണ്ട. 5 is equal to മ്യൂ ഇൻറ്റു ഗ്രാവിറ്റി 10 എടുക്കുക. 10 എങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ 5 divided by 10 is equal to മ്യൂ. ദാറ്റ് is equal to 0.5. സോ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ is 0.5. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഒരു യൂണിറ്റ് ഇല്ലാത്ത ക്വാണ്ടിറ്റി ആണ് കേട്ടോ. 0.5, ദാറ്റ് is ഓപ്ഷൻ 2 is the right answer. കിട്ടിയോ? എക്സാം കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞോ? ഇറ്റ്സ് ഓഫ്ലൈൻ ടെസ്റ്റ്. ടുഡേ വാസ് ദ ഫൈനൽ ഡേ. നീറ്റ് 2022 അപ്ഡേറ്റ്സ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുന്നില്ലേ? ഓക്കെ, അടുത്ത് പറയട്ടെ. ഓപ്ഷൻ 2, ഓപ്ഷൻ 2. അരുൺ, യു ആർ കറക്റ്റ്. അക്ഷയ, യു ആർ കറക്റ്റ്. ടെസ്ല, കറക്റ്റ്. അടുത്ത പറയട്ടെ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? താഴെ കൊടുത്ത ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? നിങ്ങൾ വായിച്ചു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. ഹായ് ഷെറിൻ. ഹായ് ഷെറിൻ. ഹലോ ഷെറിൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ തെറ്റായ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ പറയാത്ത തെറ്റായ സ്റ്റേറ്റ്മെന്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ഇഫ് ദർ വർ നോ ഫ്രിക്ഷൻ, എ മൂവിംഗ് വെഹിക്കിൾ കുഡ് നോട്ട് ടു ബി സ്റ്റോപ്ഡ് ഈവൻ വർക്കിംഗ് വിത്ത് ബ്രേക്സ്. എന്ന് വെച്ചാൽ അതിന്റെ താഴോട്ടേക്കുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കുന്നില്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കറക്റ്റ്. താഴത്തേക്കുള്ള വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവൊക്കെ തെറ്റാണെന്നുള്ളത്. ഫ്രിക്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ വെഹിക്കിൾസ്, മൂവ് ചെയ്യുന്ന വെഹിക്കിൾസിനെ ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അത് ശരിയാണ്. ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ടയറിനെ ബ്രേക്കിന്റെ പാഡ് ഉപയോഗിച്ച്, ബ്രേക്കിന്റെ ആ ഒരു ലൈനർ ഉണ്ടാവുമല്ലോ, ആ ലൈനർ ഉപയോഗിച്ച് പ്രസ് ചെയ്യുമ്പോൾ ആ ടയർ നിൽക്കാനുള്ള കാരണം ആ ലൈനറും ടയറും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ്. ഇനി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ടയർ റോട്ടിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് മീൻസ് നിരങ്ങി നിൽക്കാനുള്ള കാരണം ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ്. ഇതൊന്നും ഇല്ല എങ്കിൽ ഈ ബ്രേക്കിംഗ് ഒന്നും പോസിബിൾ അല്ല. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി. നമ്മൾ കാറ് ഡ്രൈവ് ചെയ്യുന്നത് വളരെ തെന്നി മാറാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നാണെന്ന് വിചാരിച്ചു. അതായത് നല്ല ടൈൽസ് ഫ്ലോർ, നല്ല സ്മൂത്തായ ടൈലുള്ള ഒരു ഫ്ലോർ, അതിലാണെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു. ദാറ്റ് മീൻസ് അത്രയും ഫ്രിക്ഷൻ ഇല്ലാത്തൊരു സർഫസിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡ്രൈവിംഗ് നമുക്കത് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ തന്നെ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ ടയറും ആ ഫ്ലോറും തമ്മിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടൂല, ആ ഗ്രിപ്പ് കിട്ടൂല. അപ്പം ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് വാക്ക് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ ഫ്രിക്ഷൻ ഇസ് നെസസറി ഫോർ ദിസ്. അപ്പോൾ ഫ്രിക്ഷൻ ഇല്ലാതെ നമുക്കൊരു വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റില്ല. അത് ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ. അടുത്ത് പറയട്ടെ. നെക്സ്റ്റ്, വർക്ക് ഡൺ ഇൻ ടൈം t on a body of mass m which is accelerating from rest to a speed of v in t1 time as a function of t given by. നമുക്ക് വർക്കുകൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് സംഭവം സിമ്പിൾ സ്റ്റെപ്സ് ആണ്. ഇതിന് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് വളരെ കുറവാണ്. ഇതിന്റെ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലായാൽ നമുക്ക് ചെറിയ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പേ ഉള്ളൂ. ഞാൻ പറഞ്ഞ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. വർക്ക് ഡൺ ഇൻ time t on a body of mass m which is accelerating from rest to a speed of v. Accelerating from rest എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി എത്ര? ഇനീഷ്യൽ വെലോസിറ്റി 0. ഫൈനൽ വെലോസിറ്റി എത്ര? v. എത്ര സമയം കൊണ്ടാണ് ദ ബോഡി ആക്സിലറേറ്റ് ചെയ്യുന്നത്? t1 ടൈം ഉണ്ട്. ശരിയല്ലേ? t1 ടൈം ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ടത്. സോ വർക്ക് ഡൺ അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. കാരണം സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്, ഇനീഷ്യൽ വെലോസിറ്റി 0. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി KEF. ഫൈനൽ മൈനസ് ഇനീഷ്യൽ 0 ആണ്. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി ആണ് ഹാഫ് m ഫൈനൽ വെലോസിറ്റി സ്ക്വയർ. റൈറ്റ്? അപ്പോൾ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഫൈനൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു ടൈം. ഇനീഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഇൻറ്റു ടൈം. ആക്സലറേഷൻ ഇൻറ്റു ടൈം. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ആക്സലറേഷൻ ഇല്ല. പക്ഷേ നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഹിൻഡ് ഒരു തന്നിട്ടുണ്ട്. നോക്കൂ, ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ലേ?
ആ വെലോസിറ്റി എത്ര ആയിട്ട് ഇൻക്രീസ് ചെയ്തു? ഇനി വെലോസിറ്റി ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 0 to v എത്ര സമയം കൊണ്ട്? t1 ടൈം കൊണ്ട്. അങ്ങനെയെങ്കിൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി, ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി v മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 0 ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയം t1. അങ്ങനെയെങ്കിൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു v ഡിവൈഡഡ് ബൈ t1. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ ആക്സിലറേഷൻ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കാറിൻ്റെ ഫൈനൽ വെലോസിറ്റി ആഫ്റ്റർ t ടൈം ഈസ് ഈക്വൽ ടു v ഡിവൈഡഡ് ബൈ t1 ഇൻറ്റു t. സോ ദിസ് ഇസ് ദ ഫൈനൽ വെലോസിറ്റി. ഇത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ക്വാണ്ടിറ്റിയുടെ സ്ക്വയർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഹാഫ് എം ഫൈനൽ വെലോസിറ്റി സ്ക്വയർ. ഫൈനൽ വെലോസിറ്റി സ്ക്വയർ എന്ന് പറയുമ്പോൾ വി സ്ക്വയർ, ബാക്കി എന്താ ഉള്ളത്? ടി ഡിവൈഡഡ് ബൈ t1 ദി ഹോൾ സ്ക്വയർ. സോ ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ഹാഫ് എം വി സ്ക്വയർ ടി ബൈ t1 ദി ഹോൾ സ്ക്വയർ. സോ ഓപ്ഷൻ ഇസ് ഹാഫ് എം വി സ്ക്വയർ ടി ബൈ t1 ഹോൾ സ്ക്വയർ. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? താടി കൊള്ളാം, എന്തോ നാടേ. അടുത്ത ക്വസ്റ്റ്യൻ. A bomb of mass 6 kg explodes into 2 pieces of mass 3 kg and 6 kg. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു ബോംബ് കേട്ടോ, കേട്ടാ. ഈ ബോംബ് ഇനീഷ്യലി റെസ്റ്റിലാണ്. അപ്പൊ ഇതിന് ഇനീഷ്യൽ മൊമെന്റം ഇല്ല, മൊമെന്റം ഇസ് ഈക്വൽ ടു 0. അങ്ങനെ ഇത് എക്സ്പ്ലോയിറ്റ് ആയി എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നത് അതിന്റെ ഇന്റേണൽ ഫോഴ്സ് കാരണമാണ്. എക്സ്പ്ലോഷൻ നടക്കുന്ന ഇന്റേണൽ ഫോഴ്സ്, ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ ഇന്റേണൽ ഫോഴ്സ് കാരണം ഇത് എക്സ്പ്ലോയിറ്റ് ആയി കഴിഞ്ഞാൽ ഇനീഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റവും ഈക്വൽ ആയിരിക്കും. ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ദ ഇനീഷ്യൽ മൊമെന്റം വിൽ ബി ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അപ്പോൾ ഇനീഷ്യൽ മൊമെന്റം 0 ആണെങ്കിൽ ഫൈനൽ മൊമെന്റവും 0 ആവണം. ഫൈനൽ മൊമെന്റം 0 ആവണമെങ്കിൽ പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു ഫ്രാഗ്മെന്റ് മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണെങ്കിൽ ഇതിന്റെ മാസ്, മൊത്തം മാസ് 9 kg ആണ്. ചെറിയ കഷ്ണത്തിന്റെ മാസ് 3 kg. ഓക്കെ, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഓഫ് മാസ് 3 kg 1.6 മീറ്റർ പെർ സെക്കൻഡ്. ഇനി വലിയ കഷ്ണം മൂവ് ചെയ്യുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. വലിയ കഷ്ണത്തിൻ്റെ മാസ് 6 kg, അതിൻ്റെ വെലോസിറ്റി നമുക്ക് അറിഞ്ഞുകൂടാ, എന്തോ അവിടെ കട്ടെ. ഓക്കെ, ഇതിൻ്റെ ചെറിയ പീസിൻ്റെ മൊമെൻറ്റം, അതായത് ഈ ചെറിയ ഫ്രാഗ്മെൻറ്റിൻ്റെ മൊമെൻറ്റം ഞാൻ P1 എന്ന് വിളിച്ചു. വലിയ ഫ്രാഗ്മെൻറ്റിൻ്റെ മൊമെൻറ്റം P2 എന്ന് വിളിച്ചു. P2 ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. രണ്ട് ഡയറക്ഷനിലേക്ക് പൊട്ടിത്തെറിച്ച് പോകുന്ന ആൾക്കാരുടെ മൊമെന്റം ഈക്വൽ ആയിരിക്കും. കാരണം എന്താ അറിയോ? ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടണം. ഇത് P1 ആണെങ്കിൽ ഇത് മൈനസ് P1 ആയിരിക്കും. കാരണം ഇത് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇത് പോകുന്നത്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ട് ഒന്ന് 5 ആണ്, മറ്റേ -5. ഒന്ന് 10 ആണ്, മറ്റേ -10. ഒന്ന് 20 ആണ്, മറ്റേ -20. കാരണം ഇത് രണ്ടും ആഡ് ചെയ്താൽ 0 കിട്ടണം. കാരണം ഇനീഷ്യൽ മൊമെന്റം 0 ആയിരുന്നു, ബോംബ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഇത് രണ്ട് കഷ്ണമായിട്ട് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഫൈനൽ മൊമെന്റ് ഹാവ് ടു ബി 0. അപ്പോഴേ കൺസർവേഷൻ ഓഫ് മൊമെന്റം സാറ്റിസ്ഫൈ ആവുള്ളൂ. സാറ്റിസ്ഫൈഡ് ആണ്, ബിക്കോസ് ബോംബ് എക്സ്പ്ലോയിറ്റ് ആവുന്നത് ഇന്റേണൽ ഫോഴ്സ് കാരണമാണ്. ഇന്റേണൽ ഫോഴ്സ് കാരണം എക്സ്പ്ലോയിറ്റ് ആയ കൺസർവേഷൻ ഓഫ് മൊമെന്റം സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ രണ്ട് മൊമെന്റും ഈക്വൽ ആണെങ്കിൽ വലിയ 6 kgയുടെ മൊമെന്റം, 6 kg മാസിന്റെ മൊമെന്റം ലെറ്റ് P2 ഈസ് ഈക്വൽ ടു ഇയാളുടെ മൊമെന്റത്തിന് ഈക്വൽ ആണ്. ഈ രണ്ടുപേരുടെ മൊമെന്റും ഈക്വൽ ആണ്. അപ്പോൾ 6 kg മാസിന്റെ മൊമെന്റും 3 kg മാസിന്റെ മൊമെന്റും ഈക്വൽ ആണ്. അപ്പോൾ 3 kg മാസിന്റെ മൊമെന്റം നമുക്ക് കണ്ടുപിടിക്കുക. 3 × 1.6. ഇപ്പോൾ മൊമെന്റം കിട്ടി. ഇനി 6 kgയുടെ കൈനറ്റിക് എനർജി എത്ര കിട്ടുക? K2 ഈസ് ഈക്വൽ ടു മൊമെന്റ് അറിയെങ്കിൽ കൈനറ്റിക് എനർജി അറിയാം, P²/2a. വെരി സിമ്പിൾ. അപ്പോൾ മൊമെന്റം ഈസ് ഈക്വൽ ടു മൊമെന്റം 3 × 1.6. അതിനെ സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ 3 × 3, 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3. അത് ഞാൻ അങ്ങനെ ചെയ്താലുള്ള കാരണം നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. 1.6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1.6 × 1.6. അപ്പോൾ അത് P² ആയി. ഡിവൈഡഡ് ബൈ 2 ടൈംസ് ഓഫ് മാസ് ഓഫ് ദാറ്റ് ഫ്രാഗ്മെന്റ്. ഇതിന്റെ മാസ് എത്രടാ? ഇതിന്റെ മാസ് എത്ര? വലിയ പീസിന്റെ മാസ് എത്ര? 6. കൂടെ 6 ഉണ്ടാവും. നിങ്ങൾക്ക് 6ഉം 3ഉം കട്ട് ചെയ്യുക, താഴെ 2 വരും. ഈ 2ഉം 1.6ഉം കട്ട് ചെയ്യുക, 0.8 വരും. ഈ 2ഉം 1.6ഉം കട്ട് ചെയ്യുക, 0.8 വരും. സോ kinetic energy of second body is equal to 3 × 0.8 × 0.8. 1.6 കട്ട് ചെയ്ത 0.8 × 0.8. ഇപ്പോൾ 8 × 8 × 64. അപ്പോൾ 0.8 × 0.8 is equal to 0.64. 3 × 0.64 ചെയ്താൽ 3 × 0.6 ആണ് നമുക്ക് 1.8 കിട്ടും. 3 × 0.64 ചെയ്താൽ 1.8നേക്കാൾ അല്പം കൂടുതലായിരിക്കും. ദാറ്റ് ഇസ് 1.92 is the answer. കിട്ടിയോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഈസി ആയിരുന്നു അന്നത്തെ എക്സാം.
സാർ ഒന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് പൊട്ടുന്ന എപ്പോഴാ? 3 എണ്ണം. ഓക്കെ, ഇവിടെ ഒരാൾ അൺബോക്സിങ് സിനാസ്, ഇവിടെ ഒരാൾ ഒരു ഡൗട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ. 3 എണ്ണമായിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത് എങ്കിൽ ദാറ്റ് മീൻസ് ഇതൊരു ഷെല്ല് 3 എണ്ണമായിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത്. ഒരു ഫ്രാഗ്മെന്റ് ഇങ്ങോട്ടേക്ക് പോയി, ഒരു ഫ്രാഗ്മെന്റ് താഴേക്ക് പോയി എങ്കിൽ മൂന്നാമത്തെ ഫ്രാഗ്മെന്റ് എങ്ങോട്ടേക്കായിരിക്കും പോവാന്ന് വെച്ചാൽ ഈ 2 ഫ്രാഗ്മെന്റിന്റെ നെറ്റ് മൊമെന്റം ഈ ഡയറക്ഷനിലാണ് ഉണ്ടാവുക. പി നെറ്റ്, ദിസ് ഇസ് P1, ദിസ് ഇസ് P2, ഇത് P1ന്റെയും 2ന്റെയും നെറ്റ്, 1 2 നെറ്റ്. മൂന്നാമത്തെ ഫ്രാഗ്മെന്റ് പോവുക ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. മൂന്നാമത്തെ മൊമെന്റവും ഇത് രണ്ടിന്റെയും നെറ്റ് മൊമെന്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാഗ്മെന്റ് പൊട്ടിത്തെറിച്ച് പോയി കഴിഞ്ഞാൽ ഓരോന്നിന്റെ മൊമെന്റും എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് മൊമെന്റം 0 കിട്ടണം. കാരണം എന്താ? ഇനീഷ്യലി മൊമെന്റം 0 ആയിരുന്നു, ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് മൊമെന്റം 0 ആയിരുന്നു. പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാലും 0 കിട്ടണമെങ്കിൽ പൊട്ടിത്തെറിച്ച് പോകുന്ന ഫ്രാഗ്മെന്റ്സിന്റെ നെറ്റ് മൊമെന്റം 0 ആവണമെങ്കിൽ ആരെങ്കിലും ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. സോ ഒരാൾ ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഒരാൾ ഇങ്ങനെ പോവാ. ഇതിനെ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോമ്പണന്റ് ക്യാൻസൽ ആവും, ഈ കോമ്പണന്റ് ക്യാൻസൽ ആവും. അപ്പോൾ എപ്പോഴും നെറ്റ് മൊമെന്റ് ക്യാൻസൽ ആവുന്ന രൂപത്തിലാണ് പൊട്ടിത്തെറിച്ചതിന് ശേഷം അവരുടെ മോഷൻ ഉണ്ടാവുക. ക്ലിയർ ആണോ? ടഫ് ആയിരുന്നു എക്സാമിനെ കുറിച്ച് അല്ലേ? ഓക്കെ, ഈ പറഞ്ഞ ക്ലിയർ അല്ലേ? അടുത്ത പറയട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 9. ലിസൺ. Taking gravitational potential energy at a point infinity distance away as 0, then the gravitational potential at a point A is -5. അതായത് എ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു, കണ്ട? എ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഇൻഫിനിറ്റിയിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അങ്ങനെ ആകുമ്പോൾ എയിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി -5 ആണ്. അപ്പോൾ നോക്ക്, ഇൻഫിനിറ്റിയിൽ എത്ര? 0. ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 5 കുറഞ്ഞു. ഇൻഫിനിറ്റി നിങ്ങൾ നോക്കി, ഇൻഫിനിറ്റിയിലാണ് നമ്മൾ നിൽക്കണമെന്ന് വിചാരിച്ചോ. സപ്പോസ് യു ആർ അറ്റ് ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ എനർജി എത്ര? 0. നിങ്ങൾ ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയായി? -5 ആയി. അപ്പോൾ 0 നിന്ന് -5 ആകാന്ന് പറഞ്ഞാൽ 5 കുറയല്ലേ ചെയ്ത്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ 0, ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക് വരുമ്പോൾ എത്ര കുറയുന്നത്? 5 വെച്ചിട്ട് മാഗ്നിറ്റ്യൂഡ് കുറയുന്നു. അതുകൊണ്ട് എയിലെത്തുമ്പോൾ അത് -5 ആയി. അത് ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ അതേ സെനേറിയോ ഒന്നും കൂടെ ഇമാജിൻ ചെയ്യാം. ഓക്കെ, സെയിം പ്ലേസ്, ഒന്ന് ഇൻഫിനിറ്റി, മറ്റേത് എ. ഇൻഫിനിറ്റി നേലേക്ക് വരുമ്പോൾ 5 മാഗ്നിറ്റ്യൂഡ് കുറയേ പൊട്ടൻഷ്യൽ എനർജി. ഇൻഫിനിറ്റിയിൽ 0 ആയപ്പോൾ നേരത്തെ എയിൽ -5 ആയിരുന്നു. ദാറ്റ് മീൻസ് 5 കുറഞ്ഞുകൊണ്ടാണ് -5 ആയത്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക് വരുന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡ് 5 കുറയും പൊട്ടൻഷ്യൽ എനർജിന്റെ. ഇനി അടുത്ത കോൺസെപ്റ്റിൽ അവർ പറയണ നോക്കൂ, ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻഫിനിറ്റി ഡിസ്റ്റൻസസ് +10. ഇൻഫിനിറ്റിയിൽ +10 ആണ്. അങ്ങനെയെങ്കിൽ ഇൻഫിനിറ്റിയിൽ 0 ആയപ്പോൾ എയിൽ -5 ആണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ +10 ആയപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എ എത്ര ആണെന്ന്? ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക് വരുമ്പോൾ 5 അല്ലേ കുറയുന്നത്. അപ്പോൾ നേരത്തെ 0 അപ്പുറത്തിയപ്പോൾ -5 ആയി. അപ്പോൾ ഇൻഫിനിറ്റിയിൽ 10 ആണെങ്കിൽ എയിലേക്ക് എത്തുമ്പോൾ 5 കുറഞ്ഞൂലേ? 5 കുറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടുക? +5. സോ +5, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയ? +5 യൂണിറ്റ് ആണോ? +5 യൂണിറ്റ് ആണ്. വെരി ഗുഡ്. കാര്യം മനസ്സിലായോ? അടുത്ത പറയട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ എല്ലാവരും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ട്രിക്കി ക്വസ്റ്റ്യൻ, ഒന്നുമില്ല ഇതിൻ്റെ അത് ചെയ്യാൻ. എ കേബിൾ ദാറ്റ് ക്യാൻ സപ്പോർട്ട് എ ലോഡ് ഓഫ് 800 ന്യൂട്ടൺ. ഒരു വയറിൽ, ഇത് ആദ്യം ഇവിടെ തൂക്കിയിട്ട വയറുണ്ടോ? ഈ തൂങ്ങി നിൽക്കുന്ന മാസിനെ താങ്ങി നിർത്തുന്ന ഈ വയറാണ്. ഈ വയറ് L ലെങ്ത്തുള്ള വയറാണ്. L ലെങ്ത്തുള്ള ഈ റോപ്പ് 800 ന്യൂട്ടൺ ഫോഴ്സ് ബാലൻസ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ വയറിനെ കട്ട് ചെയ്ത് 2 കഷ്ണാക്കി. എന്നിട്ട് അതിലൊരു കഷ്ണം, അപ്പോൾ ഒന്നിൻ്റെ ലെങ്ത് എത്ര വരിക? L/2. മറ്റേതിൻ്റെ ലെങ്ത് L/2 ആണ്. മറ്റേ നമ്മൾ കളഞ്ഞു. 2 കഷ്ണാക്കിയിട്ട് അതിൽ ഒരെണ്ണം അങ്ങനെ തൂക്കിയിട്ട് അതിൻ്റെ താഴെ ഈ മാസ് എന്നല്ല, അതിൻ്റെ താഴെ നിങ്ങൾക്ക് പരമാവധി എത്ര വരെ ഹാങ് ചെയ്യാം. ഈ പരമാവധി ഹാങ് ചെയ്യാൻ എത്ര പറ്റുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ബ്രേക്കിംഗ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ എല്ലാ റോപ്പിനും ഒരു ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഉണ്ട്. ഈ ക്രെയിനൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ക്രെയിനൊക്കെ മാസ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്രെയിനിൻ്റെ റോപ്പിനൊരു കപ്പാസിറ്റി ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ബ്രേക്കിംഗ് സ്ട്രെങ്ത്. ആ കപ്പാസിറ്റിയിൽ ഉൾക്കൊള്ളുന്ന മാസുകളെ മാത്രമേ ആ ക്രെയിനോട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ലിഫ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ കയർ പൊട്ടിപ്പോകും. അപ്പോൾ ഈ കയർ പൊട്ടാതെ ഇതിൻ്റെ അകത്ത് 800 ന്യൂട്ടൺ വരെ തൂക്കാൻ പറ്റും. എങ്കിൽ ഈ കയറിൻ്റെ പകുതി ലെങ്ത് എടുത്താൽ അതിൽ എത്ര വരെ ഹാങ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുക നേരെ പകുതി എന്നാണ്.
പക്ഷെ അല്ല, അവിടെ നിങ്ങൾക്ക് എത്ര വരെ തൂക്കാൻ പറ്റും? 800 ന്യൂട്ടൺ വരെ തൂക്കാൻ പറ്റും. ബിക്കോസ് ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഇസ് ഇൻഡിപെൻഡ്സ് അപ്പോൺ ലെങ്ത്. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഇസ് ഇൻഡിപെൻഡ്സ് അപ്പോൺ ലെങ്ത്. ബ്രേക്കിംഗ് സ്ട്രെങ്ത് ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്യൂല. ലെങ്ത് കൂട്ടിയാലും കുറച്ചാലും നിങ്ങൾക്ക് ലോഡ് എത്ര വരെ മാക്സിമം തൂക്കാൻ പറ്റുമോ അത്ര തന്നെ പിന്നെയും തൂക്കാം. ബട്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുന്നതിനനുസരിച്ച് ബ്രേക്കിംഗ് സ്ട്രെങ്ത് കുറയും. അപ്പൊ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ ലെങ്ത്തിന് എന്ത് ചെയ്യൂല? ഡിപ്പെൻഡ് ചെയ്യൂല. അപ്പൊ ഇതിന്റെ ആൻസർ 800 തന്നെ വരിക. ദാറ്റ് ഇസ് ഓപ്ഷൻ 4 ഇസ് ദ കറക്റ്റ് ആൻസർ. നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ മെറ്റാലിക് റോഡ് ഓഫ് ലെങ്ത് L and cross section area A is made up of two material of Young's modulus Y. If the rod is elongated by an amount of Y, then the work done is proportional to. Work done is proportional to what എന്നാ ചോദിച്ചത്. ഒരു കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു elongated by an amount of Y എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഇലോങ്ങേഷൻ ആണ് Y. ദാറ്റ് മീൻസ് ഡെൽറ്റ L ആണ് എന്ത് Y എന്ന് പറയുന്നത്. യങ്സ് മോഡുലസ് ക്യാപിറ്റൽ Y ആണേ. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പലപ്പോഴായിട്ട്. ഈ ചാപ്റ്ററിൽ എപ്പോഴും നമ്മൾ കണ്ണിൽ പെടുന്ന ഒരു ഇക്വേഷൻ ആണ് എനർജി ഡെൻസിറ്റി. ഒരു റോപ്പിന്റെ എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ. എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ. അപ്പോൾ എനർജി ഡെൻസിറ്റി പറഞ്ഞാൽ എനർജി ഡിവൈഡഡ് ബൈ വോള്യൂം. That is equal to half into Young's modulus into strain square. Strain എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ L by L the whole square. അപ്പോൾ എനർജി is equal to half into Y into ഡെൽറ്റ L by L whole square into വോള്യൂം. വോള്യൂം എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ ഷേപ്പ് അല്ലേ? സിലിണ്ടറിന്റെ വോള്യൂം എന്താ? ഒരു റോഡ് എന്ന് പറയുന്നത് അല്ലെ റോപ്പ് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പാണ്. സിലിണ്ടറിന്റെ വോള്യൂം എന്താ? ഏരിയ ഇൻറ്റു ലെങ്ത്. അവിടെ വെച്ചിട്ട് ഈ ടേം അതാ ഡെൽറ്റ L by L ഹോൾ സ്ക്വയർ. അതിൻ്റെ അർത്ഥം താഴെയുള്ള എല്ലിനും സ്ക്വയർ ഉണ്ട്. ആ ഒരു സ്ക്വയർ ഉള്ള എല്ലും മുകളിലുള്ള എല്ലും ക്യാൻസൽ ആവും. പിന്നെ ബാക്കി പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് Y ഡെൽറ്റ L സ്ക്വയർ A. ആ എല്ല് ക്യാൻസൽ ആയല്ലോ. ഡെൽറ്റ L സ്ക്വയർ A. ഈ ഡെൽറ്റ L എന്ന് പറഞ്ഞാൽ എന്താ? Y ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു. ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ് ആണ്. ഹാഫ് കോൺസ്റ്റന്റ് ആണ്, യങ്സ് മോഡുലസ് കോൺസ്റ്റന്റ് ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ L സ്ക്വയർ. ഡെൽറ്റ L എന്ന് പറഞ്ഞാൽ Y ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു Y സ്ക്വയർ. വാട്ട് യു മീൻ ബൈ പൊട്ടൻഷ്യൽ എനർജി? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ഇറ്റ്. സ്ട്രിങ്ങിനെ ആ റോപ്പിനെ പിടിച്ചു വലിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നു. ആ വർക്കാണ് എന്തായിട്ട് കൺവേർട്ടഡ് ആയത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ആയത്. എനിവേ വർക്ക് ഡൺ ഇസ് എനർജി. അപ്പോൾ എനർജീൻ്റെ പ്രൊപ്പോർഷണാലിറ്റി ചോദിച്ചാൽ അത് വർക്ക് ഡണ്ണിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് സിമിലർ തന്നെയാണ്. ഇപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി ചോദിച്ചുകൊണ്ട് നമുക്ക് എനർജീൻ്റെ പ്രൊപ്പോർഷണാലിറ്റി ചെയ്താം. ദാറ്റ് മീൻസ് ഓപ്ഷൻ 4 ഇസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ അല്ലേ? ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ എന്നാണ്? കുട്ടി ആ പറഞ്ഞ ആളാരാ? ഷിനാന KEAM. നോക്കൂ, ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ എന്നാണ്. പക്ഷേങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, സ്ട്രെസ്സിന് പകരം സ്ട്രെസ് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. സോറി, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ്സിന് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് കൊടുക്കാം. അപ്പോൾ സ്ട്രെസ്സിന്റെ സ്ഥലത്ത് Y ഇൻറ്റു സ്ട്രെയിൻ എന്ന് കൊടുക്കാം. അപ്പോൾ Y ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു സ്ട്രെയിൻ. അപ്പോൾ Y ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ. കറക്റ്റ് അല്ലേ? കത്തിയോ? കിട്ടിയോ മക്കളെ? റിസൾട്ട് എപ്പോഴാണ് അറിയാം? റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യും. 2 ദിവസം കൊണ്ട് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യും. അതൊക്കെ നിങ്ങൾ അറിയിക്കും. അടുത്ത പറയട്ടെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഫ്ലൂയിഡ്സിന്റെ കൺസെപ്റ്റ് ആണത്. ഞാൻ അതിന്റെ ഇക്വേഷനും പറഞ്ഞുതരാം, കൺസെപ്റ്റും പറഞ്ഞുതരാം. പെട്ടെന്ന് പറഞ്ഞുതരാം, നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരുന്നു. ഇതിൽ ചോദിച്ചു എത്രേ ഉള്ളൂ. എ ബ്ലോക്ക് ഓഫ് അലൂമിനിയം ഓഫ് മാസ് 1 kg ആൻഡ് വോളിയം 3.6 into 10⁻⁻⁴ meter cube is suspended from the string and string. അപ്പോൾ ഇത് സ്ട്രിങ്ങിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മാസ് ഉണ്ടല്ലോ, ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എം ജി ബാലൻസ് ചെയ്യുന്ന ആരായിരിക്കും? ഈ റോപ്പിൻ്റെ ടെൻഷൻ. കാരണം ഇത് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് ഇസ് ബാലൻസ്ഡ് ബൈ ടോട്ടൽ അപ്വേർഡ് ഫോഴ്സ്. താഴേക്ക് ഏതാ ഫോഴ്സ്? അതിൻ്റെ വെയിറ്റ് mg. മുകളിലേക്ക് ഏതാ ഫോഴ്സ്? ആ കയറ് ആ mgനെ പിടിച്ച് മുകളിലേക്ക് ഇങ്ങനെ താങ്ങി നിർത്തുന്നുണ്ട്. സോ ടെൻഷൻ ഇസ് ഈക്വൽ ടു mg. റൈറ്റ്? ഇനി ഇത് ആഫ്റ്റർ സം ടൈം ഇത് വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്തു. എന്താ സംഭവിക്കുക വെച്ചാൽ വാട്ടർ ഇതിൻ്റെ മുകളിൽ ഒരു ബോയിൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് മാറും. ഇതിൻ്റെ വെയിറ്റ് മാറിയിട്ട് mg ഡാഷ് ആവും. ഈ mg ഡാഷ് എന്ന് പറഞ്ഞാൽ mg ഡാഷിൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. mg ഡാഷ് ഇസ് ഈക്വൽ ടു mg ഇൻറ്റു 1 - ρ ബൈ സിഗ്മ. mg ഇൻറ്റു 1 - ρ ബൈ സിഗ്മ. ഇതിൽ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ ആണ്.
ദാറ്റ് ഈസ് ഇവിടെ മെറ്റീരിയൽ അലൂമിനിയം അല്ലേ. അപ്പോൾ വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയാണ് റോ, മെറ്റീരിയൽ ആ ഇമ്മേഴ്സ് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റി സിഗ്മ. അത് ചില ബുക്കിൽ തിരിച്ചും കൊടുക്കാറുണ്ട്. എനിവേ അത് ഡിനോട്ടേഷൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഞാനിപ്പോൾ ഇത് എടുത്തത് റോ എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റിയും വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയും, സിഗ്മ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഡെൻസിറ്റിയുമാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് അപ്പാരൻറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാം. അത് അതിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ഇനി ഞാൻ ഒന്നും കൂടി അത് പറയുകയാണ്. ആ സാധനം വെറുതെ ഇങ്ങനെ ഹാങ് ചെയ്ത സമയത്ത്, ചുമ്മാ അങ്ങനെ തൂക്കിയിട്ട സമയത്ത് അതിൻ്റെ ടെൻഷൻ ഈസ് ബാലൻസ്ഡ് ബൈ mg. ടെൻഷൻ ഈസ് ഈക്വൽ ടു mg. ഇനി വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ mg താഴേക്ക് ഉണ്ടാവും. ആ mg താഴേക്കുള്ളതിനോടൊപ്പം തന്നെ വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ബോയിൻ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വാട്ടർ അതിനെ ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് താങ്ങി നിർത്തും. ദാറ്റ് മീൻസ് അതിൻ്റെ മുകളിൽ ഒരു ബോയിൻ ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ പുതിയ ടെൻഷൻ ടി ഡാഷ് ഇസ് ഈക്വൽ എത്ര വരികയെന്നറിയോ? mg മൈനസ് ബോയിൻ ഫോഴ്സ്. mg താഴത്തേക്ക് ബോയിൻ ഫോഴ്സ് മുകളിലേക്ക്. അപ്പം നെറ്റ് ടെൻഷൻ ഉണ്ടാവുക mg താഴേക്ക് ബോയിൻ ഫോഴ്സ് മുകളിലേക്ക്. അപ്പോൾ ടെൻഷൻ ബാലൻസ് ചെയ്യുന്നത് mgനെ ബോയിൻ ഫോഴ്സ് സബ്ട്രാക്ട് ചെയ്ത വാല്യൂ. ക്ലിയർ അല്ലേ? ആ പറഞ്ഞ് മനസ്സിലായോ? ആ പറഞ്ഞ മനസ്സിലായോ മക്കളെ? ഇവിടെ താഴെ ഒരു എല്ലുണ്ട് നിങ്ങൾ പറയുന്നത് കമൻറ്റിൽ. ഓക്കെ. ഇവിടെ L2 താഴെ L2 അകത്തുള്ള ഒരു എല്ല് ക്യാൻസൽ ആയി. അപ്പോൾ താഴെ ഒരു എല്ല് ഉണ്ടാവും. യെസ്, താഴെ ഒരു എല്ല് ഉണ്ടാവും. എനിവേ നമ്മൾ ആൻസറിനെ ബാധിക്കൊന്നുമില്ല. ആൻസർ പ്രൊപ്പോർഷണാലിറ്റി മാത്രമല്ലേ നമ്മൾ നോക്കുന്നുള്ളൂ. അത് ആൻസറിനെ ബാധിക്കൊന്നുമില്ല. ഇവിടെ നോക്കൂ, ഇത് കറക്റ്റ് അല്ലേ? ഇത്രയും മനസ്സിലായോ? നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ അറിയോ? ലാസ്റ്റ് ദ ഡിക്രീസ് ഇൻ ദി ടെൻഷൻ ഓഫ് ദ സ്ട്രിങ് എന്നാണ് പറഞ്ഞത്. ടെൻഷനിൽ എത്ര കുറവ് ഉണ്ടാവും എന്നുള്ളതാണ്. ടെൻഷനിൽ എത്ര ഡിക്രീസ് ഉണ്ടാവും. അപ്പോൾ ഇനീഷ്യൽ ടെൻഷൻ 100 ആണെന്ന് വിചാരിച്ചു. ടെൻഷൻ വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്തപ്പോൾ ടെൻഷൻ 100 ഉള്ളത് 80 ആയി. അപ്പോൾ ടെൻഷൻ എത്ര കുറഞ്ഞു? 20 കുറഞ്ഞു. ശരിയല്ലേ? അപ്പോൾ ഡിക്രീസ് ഇൻ ടെൻഷൻ എന്ന് വെച്ചാൽ ടെൻഷൻ എത്ര കുറയും. ടെൻഷൻ എത്ര കുറയും എന്ന് വെച്ചാൽ ഇനീഷ്യൽ ടെൻഷൻ മൈനസ് ഫൈനൽ ടെൻഷൻ. ഇനീഷ്യൽ ടെൻഷൻ mg മൈനസ് ഫൈനൽ ടെൻഷൻ ng മൈനസ് ബോയിൻ ഫോഴ്സ്. അപ്പോൾ mg മൈനസ് mg പ്ലസ് ബോയിൻ ഫോഴ്സ്. mg കട്ടാവും. അപ്പോൾ ഡിക്രീസ് ഇൻ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബോയിൻ ഫോഴ്സ് ആണ്. ബോയിൻ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ബോയിൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ. ബോയിൻ ഫോഴ്സിന്റെ കൺസെപ്റ്റ് അറിയില്ലേ? നമ്മൾ ഒരു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, നമ്മളൊരു വാട്ടറിലേക്കോ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിലേക്കോ ഒരു ഒബ്ജക്റ്റ് ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഇമ്മേഴ്സ് ചെയ്തത് കാരണം കുറച്ച് ഫ്ലൂയിഡ് അതിൻ്റെ അകത്ത് ഡിസ്പ്ലേസ്ഡ് ആവും. ഇപ്പോൾ വെള്ളത്തിലേക്ക് ഒരു കല്ല് എടുത്തിട്ട് കഴിഞ്ഞാൽ ആ കല്ല് വെള്ളത്തിലേക്ക് ഇട്ടത് കാരണം കല്ല് നിൽക്കാനുള്ള അത്രയും സ്പേസ് കല്ല് വെള്ളത്തിനെ പുറത്തേക്ക് തള്ളിക്കളയും. അപ്പോൾ വെള്ളം പുറത്തേക്ക് ഡിസ്പ്ലേസ്ഡ് ആവും. പുറത്തേക്ക് ഡിസ്പ്ലേസ്ഡ് ആയ വാട്ടറിന്റെ വെയിറ്റ് ആയിരിക്കും ആ കല്ലിന്റെ മുകളിൽ ഫീൽ ചെയ്യുന്ന ബോയിൻ ഫോഴ്സ്. എങ്ങനെ പാർഷ്യലി ഓർ ഫുള്ളി ഇമ്മേഴ്സ്ഡ് ഒബ്ജക്റ്റിന്റെ മുകളിൽ ഫീൽ ചെയ്യുന്ന ബോയിൻ ഫോഴ്സ്. ദ ബോയിൻ ഫോഴ്സ് ആക്ടിങ് ഓൺ പാർഷ്യലി ഓർ ഫുള്ളി ഇമ്മേഴ്സ്ഡ് ഒബ്ജക്ട് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ. ആ ഒബ്ജക്റ്റ് ഇമ്മേഴ്സ് ചെയ്തത് കാരണം എത്രത്തോളം വെള്ളം പുറത്തേക്ക് ഡിസ്പ്ലേസ്ഡ് ആയോ ആ ഡിസ്പ്ലേസ്ഡ് വാട്ടറിന്റെ വെയിറ്റ് ആയിരിക്കും അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ബോയിൻ ഫോഴ്സ്. അപ്പോൾ ബോയിൻ ഫോഴ്സ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ. വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ ഇൻറ്റു ഗ്രാവിറ്റി. മാസിനെ എങ്ങനെ ചെയ്താൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ആ ഇമ്മേഴ്സ്ഡ് ഒബ്ജക്റ്റിന്റെ വോളിയം എത്രയാണോ അത്ര തന്നെയാണ് ഡിസ്പ്ലേസ്ഡ് വാട്ടറിന്റെ വോളിയം ഉണ്ടാവുക ഇൻറ്റു ഗ്രാവിറ്റി. റൈറ്റ്? അപ്പോൾ ഡെൻസിറ്റി 10⁻³ വെള്ളത്തിന്റെ ഡെൻസിറ്റി 10⁻³. അത് ക്വസ്റ്റ്യനിൽ തരൂല. വാട്ടറിന്റെ ഡെൻസിറ്റി 100,000 ആണ്. എപ്പോഴും ഓർത്ത് വെക്കുക. വാട്ടറിന്റെ ഡെൻസിറ്റി 10⁻³. വോളിയം ഓഫ് ദി ഇമ്മേഴ്സ്ഡ് ഒബ്ജക്റ്റ് 3.6 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു ഗ്രാവിറ്റി 10. അപ്പോൾ നോക്കൂ, 10⁻³ 10 കൂടെ എന്താവും? 10⁻4 ആവും. ഞാൻ ഇവിടെ ഇരുന്നുണ്ട്. അത് 10⁻4 ഇൻറ്റു 3.6 ഇൻറ്റു 10⁻⁻4 10⁻⁻4 പ്ലസ് 4 ക്യാൻസൽ ആവും. അപ്പോൾ ബോയിൻ ഫോഴ്സിന്റെ വാല്യൂ എത്ര വരും? 3.6 ന്യൂട്ടൺ. ബോയിൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എത്രയാണോ ടെൻഷൻ ഡിക്രീസ് ആയത് അതാണ് ബോയിൻ ഫോഴ്സ്. സോ ബോയിൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 3.6. ദാറ്റ് ഇസ് ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ബോയിൻ ഫോഴ്സ് അല്ല നമ്മളോട് ചോദിച്ചത് എത്ര ടെൻഷനിൽ ഡിക്രീസ് ഉണ്ടാവുമെന്നാണ് ചോദിച്ചത്. ടെൻഷനിൽ എത്ര ഡിക്രീസ് ഉണ്ടാവും എന്ന് വെച്ചാൽ ഇനീഷ്യൽ ടെൻഷൻ മൈനസ് ഫൈനൽ ടെൻഷൻ. ഇനീഷ്യൽ ടെൻഷൻ എന്തായിരുന്നു? mg. ഫൈനൽ ടെൻഷൻ എന്തായിരുന്നു? mg മൈനസ് ബോയിൻ ഫോഴ്സ്. അപ്പോൾ mg മൈനസ് ബോയിൻ ഫോഴ്സ് ആകുമ്പോൾ mg ക്യാൻസൽ ആവും. ബോയിൻ ഫോഴ്സിന്റെ വാല്യൂ കണ്ടാൽ നമുക്ക് ഡിക്രീസ് ഇൻ ടെൻഷൻ കിട്ടും. ക്ലിയർ ആണോ മക്കളെ? ഓപ്ഷൻ 2 ആണോ? ആണ്. മൊത്തം വെള്ളം പുറത്തേക്ക് പോയോന്ന്? അങ്ങനെയല്ല മക്കളെ, അങ്ങനെയല്ല. അതായത് ഞാനിപ്പോൾ ഒരു 2 m³ വോള്യമുള്ള ഒരു കല്ലെടുത്തിട്ട് വെള്ളത്തിലേക്ക് മുക്കി വിചാരിച്ചോ. ആ കല്ല് മുഴുവനായിട്ട് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് എങ്കിൽ മുക്കിയ കല്ലിന്റെ വോള്യം എത്ര?
2 മീറ്റർ ക്യൂബ്. അത് ഫുള്ളായിട്ട് വെള്ളത്തിലേക്ക് മുങ്ങുന്നുണ്ട് എങ്കിൽ അത് മുങ്ങിയത് കാരണം പുറത്തേക്ക് ഡിസ്പ്ലേസ്ഡ് ആയ വെള്ളത്തിന്റെ വോള്യൂം എത്ര തന്നെ ആയിരിക്കും? 2 മീറ്റർ ക്യൂബ്. മനസ്സിലായോ? കിട്ടിയോ? 5 മീറ്റർ ക്യൂബ് ഉള്ള ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിലേക്ക് മുക്കിയിട്ട് മുങ്ങുന്നുണ്ട് എങ്കിൽ അത് കാരണം ഡിസ്പ്ലേസ്ഡ് ആയ വെള്ളത്തിന്റെ വോള്യൂം എത്ര തന്നെ ആയിരിക്കും? 5 മീറ്റർ ക്യൂബ്. ഇനി പകുതിയെ ഇൻവേഴ്സ്ഡ് ആവുന്നുള്ളൂ എങ്കിൽ 10 മീറ്റർ ക്യൂബ് വോള്യൂം ഉള്ള ഒരു സാധനം ഞാൻ വെള്ളത്തിൽ മുക്കിയപ്പോൾ പകുതി അത് മുങ്ങുന്നുണ്ട്, ബാക്കി പകുതി വെള്ളത്തിന്റെ പുറത്താണ്, ഫ്ലോട്ട് ചെയ്യാണ്, പകുതി വെള്ളത്തിൽ മുങ്ങുന്നുണ്ട്. അപ്പൊ 10 മീറ്റർ ക്യൂബ് ആണല്ലോ അതിന്റെ വോള്യൂം. അത് വെള്ളത്തിലേക്ക് വെക്കുമ്പോൾ പകുതിയെ മുങ്ങുന്നുള്ളൂ എങ്കിൽ മുങ്ങുന്ന സാധനത്തിന്റെ വോള്യൂം എത്ര? മുങ്ങുന്ന അത്രയും ഭാഗത്തിന്റെ വോള്യൂം എത്ര? 10 മീറ്റർ ക്യൂബ് ആണ് വോള്യൂം. അത് വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ പകുതിയെ മുങ്ങുന്നുള്ളൂ, അപ്പൊ പാർഷ്യലി ഇൻവേഴ്സ്ഡ് ആണ്. പകുതി മുങ്ങുന്നുണ്ടെങ്കിൽ ആ പകുതി മുങ്ങി കിടക്കുന്ന ഭാഗത്തിന്റെ വോള്യൂം എത്ര വരിക? 10 ആണ് ടോട്ടൽ. അപ്പൊ പകുതി മുങ്ങി കഴിഞ്ഞാൽ 5 മീറ്റർ ക്യൂബ് ആയിരിക്കും മുങ്ങിയ ഭാഗത്തിന്റെ വോള്യൂം വരിക, പാർഷ്യലി ഇൻവേഴ്സ്ഡ്. അപ്പൊ പുറത്തേക്ക് ഡിസ്പ്ലേസ്ഡ് ആയ വാട്ടറിന്റെ വോള്യൂം എത്ര തന്നെ ആയിരിക്കും? 5 മീറ്റർ ക്യൂബ്. അപ്പൊ എത്ര ഭാഗം മുങ്ങുന്നുണ്ടോ ആ മുങ്ങിയ ഭാഗത്തിന്റെ വോള്യൂം ആണ് ഡിസ്പ്ലേസ്ഡ് ആയ വാട്ടറിന്റെ വോള്യൂം. രണ്ട് ഈക്വൽ ആയിരിക്കും. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. We have more cheap sex content. എന്തോ നടയത്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾക്ക് ആൻസർ എന്താ വന്ന്? ആൻസർ 3.6 ന്യൂട്ടൺ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. An ideal fluid flows through a pipe of a circular cross section made up of two section with the diameter 2.5 and 3.75. Then the ratio of velocities in the two pipes is. നോക്കടാ, ഇവിടെ കണ്ടോ പൈപ്പ്. ഈ പൈപ്പിന്റെ ഇവിടെ വോള്യൂം കൂടുതലാണ്, വോള്യൂം അല്ല, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലാണ്. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവാണ്. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലുള്ളിടത്തുള്ള വെലോസിറ്റി V1, അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1. കുറവുള്ള സ്ഥലത്തുള്ള വെലോസിറ്റി V2, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2. അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ഫ്ലൂയിഡ്സിലെ ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി V1 A1 ഈസ് ഈക്വൽ ടു V2 A2. നിങ്ങൾക്ക് അറിവ് ഞാൻ വിചാരിക്കും, നമ്മൾ +1 വളരെ കാര്യമായിട്ട് ഫ്ലൂയിഡ്സിൽ പഠിക്കുന്ന ഒരു സാധനമാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ. A1 V1 is equal to A2 V2. AV is a constant. So V1 A1 is equal to V2 A2. അപ്പോൾ V1 by V2 എന്താ വരിക? A2 by A1. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? പൈ ആർ സ്ക്വയർ. സോ പൈ R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ R1 സ്ക്വയർ. സോ V1 by V2 എന്ന് പറയുന്നത് ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു R2 by R1 ദി ഹോൾ സ്ക്വയർ. റെഡി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസിന്റെ റേഷ്യോ എത്രയാണോ അതന്നെയാണ് ഡയമീറ്ററിന്റെ റേഷ്യോ വരിക. റേഡിയസും ഡയമീറ്ററും പ്രൊപ്പോർഷണൽ ആണ്. സോ റേഡിയസിന്റെ റേഷ്യോ തന്നെയാണ് ഡയമീറ്ററിന്റെ റേഷ്യോ വരിക. ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ തന്നുകൊണ്ട് നമുക്ക് ഡയമീറ്ററിന്റെ റേഷ്യോ അങ്ങനെ എഴുതാം. V1 by V2 is equal to D2 divided by D1 whole square. So V1 divided by V2 is equal to D2 divided by D1 whole square. D2 എത്രടാ? D2 3.75 divided by 2.5 whole square. 3.75ഉം 2.5 ഒക്കെ 5 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സ് ആണ്. അതായത് മുകളിൽ നിങ്ങൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 375 ആവും, താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 250 ആവും. അത് രണ്ടും 5 വെച്ച് കട്ട് ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പറാണ്. നിങ്ങൾക്ക് ഈസിലി ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പറാണ്. നിങ്ങൾക്ക് ചെയ്താൽ കറക്റ്റ് എത്ര കിട്ടുക വെച്ചാൽ 3/2 കിട്ടുക. 3/2 whole square. So V1 by V2 is equal to 3/2 whole square. 3 square 9, 2 square 4. അപ്പോൾ 9:4 is the right answer. കിട്ടിയോ? 9:4, that is option 2. Option 2. 9:4 ആണോ? യെസ്, 9:4 ആണ്. വെരി ഗുഡ്. 9:4, വെരി ഗുഡ്. Okay, next question. At room temperature, the RMS speed of a molecule of a certain diatomic gas is found to be 1930 meter per second. The gases. RMS speed തന്നിട്ട് ഗ്യാസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. മോളാർ മാസ് കണ്ടെത്തിയാൽ നമുക്ക് ഗ്യാസ് ഏതാണെന്ന് മനസ്സിലാവും. കാരണം ഇതിൻ്റെ ഒക്കെ മോളാർ മാസ് നമുക്ക് അറിയാം. H2ൻ്റെ അറിയാം, O2ൻ്റെ അറിയാം, Fe2ൻ്റെ അറിയാം, Cl2ൻ്റെ അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? RMS വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ചെയ്താൽ RMS വെലോസിറ്റി ഈസ് ഈക്വൽ ടു √3RT/m. ഒരു റൂം ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞത്. റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ 32 ഡിഗ്രി സെൽഷ്യസ് ആണ് എടുക്കേണ്ടത്. പക്ഷേ കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി ഞാൻ ടെമ്പറേച്ചറിനെ 27 ഡിഗ്രി സെൽഷ്യസ് എടുക്കാം. അപ്പോൾ അതിനെ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 273 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു 300 കെൽവിൻ കിട്ടും. ഇനി ഈ 1930നെ കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി സുമാർ കട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2000 എഴുതി. 2000
പക്ഷേ നമുക്ക് ഇങ്ങനെ അപ്രോക്സിമേറ്റ്ലി കട്ട് ചെയ്ത് പോകാൻ പറ്റും. കാരണം നമ്മുടെ ഓപ്ഷൻസിൻ്റെ ഇടയിൽ വലിയ വ്യത്യാസമുണ്ട്. ഹൈഡ്രജൻ്റെ മോളിക്കുലർ മാസ് മോളാർ മാസ് എന്ന് പറയുന്നത് 2ഉം ഓക്സിജൻ്റെ ചിലപ്പോൾ 28 ഒക്കെ വരും. അപ്പോൾ അത്രയും വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ എളുപ്പം ആണ്. അതുകൊണ്ട് ഞാൻ 1930നെ 2000 എടുത്തു. സോ 2000 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 ആറിന് 8.3ന് ഞാൻ 8 എടുത്ത് ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ മാസ്. മാസ് ഇസ് ഈക്വൽ ടു രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. മാസ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 8 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ 2000 ഇൻറ്റു 2000നെ 2 ഇൻറ്റു 10⁻³ എന്ന് ചെയ്താൽ 2000ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2000 ഇൻറ്റു 2000 ആണ്. 2000 ഇൻറ്റു 2000നെ 2000 ഇൻറ്റു 2 ഇൻറ്റു 10⁻³ എന്ന് ചെയ്താൽ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ 2നെ മുകളിൽ ഈ 10⁻³ മുകളിലേക്ക് എടുക്കാം. ഈ രണ്ട് സീറോയും കട്ടാവും. അപ്പോൾ മാസ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 8 ഇൻറ്റു അഗെയിൻ 3 ഇൻറ്റു 10⁻³ 10⁻+3 മുകളിലേക്ക് പോയപ്പോൾ 10⁻³ ആയി ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 2 ദാറ്റ് ഇസ് 40. സോ മാസ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 9 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 10⁻³ നമുക്ക് 10⁻³ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയ കിലോഗ്രാമിലാണ്. അതിന് 10⁻³ മുകളിലേക്ക് വന്നുകൊണ്ട് ആ 10⁻³ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഗ്രാം എന്നാക്കാം. ഗ്രാം ഇത് ചെയ്താൽ നമുക്ക് എം അപ്രോക്സിമേറ്റ്ലി 1 പോയിന്റ് സംതിങ് ആണ് കിട്ടുക. ദാറ്റ് മീൻസ് എം 2 ആണ് വരിക. 2 ഗ്രാം മോളാർ മാസുള്ള ആളാരാ? H2. ക്ലിയർ? അപ്പോൾ അത് H2 ആണെന്ന് മനസ്സിലായി. H2 അല്ലേ? അത് H2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The value of molar specific heat at constant pressure for 1 mole of triatomic gas. Triatomic gas in the molar specific heat capacity at constant pressure. That means CP അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. Triatomic molecule CP. നോക്കൂ, CV യുടെ ഇക്വേഷൻ എന്താ? CV is equal to degree of freedom by 2 into R. Triatomic molecule degree of freedom എത്ര? Triatomic molecule degree of freedom എത്ര? Triatomic molecule degree of freedom നമുക്ക് 6 വരും. 6. അത് നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് മോളിക്യൂളിൽ അവസാനമായിട്ട് വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടി പഠിക്കുന്ന ഒരു സാധനമാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ. മോണോറ്റോമിക്, ഡയറ്റോമിക്, ട്രൈറ്റോമിക്. ട്രൈറ്റോമിക്കിൻ്റെ 2 സ്ട്രക്ചർ ഉണ്ട്, ലീനിയറും നോൺ ലീനിയറും. നമ്മോട് പറഞ്ഞ് നോൺ ലീനിയർ ആണ്. അതുകൊണ്ട് 6 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവുക. ശരിയല്ലേ? അപ്പോൾ CV ഈസ് ഈക്വൽ ടു നമുക്ക് 3R കിട്ടും. CV കിട്ടിയാൽ CP കിട്ടും. ബിക്കോസ് CP ഈസ് ഈക്വൽ ടു CV പ്ലസ് R. അപ്പോൾ CP ഈസ് ഈക്വൽ ടു 4R. വെരി 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 ഗുഡ്. ഓപ്ഷൻ 3 ഇസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഇക്വേഷൻ ഓഫ് എ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ ദാറ്റ് മീൻസ് SHM എക്സിക്യൂട്ട് ചെയ്യുന്ന 4R. ഓപ്ഷൻ 3 ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു മോഷന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ മുന്നേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. SHMന്റെ ജനറൽ ഇക്വേഷൻ എന്താ? SHMന്റെ ജനറൽ ഇക്വേഷൻ എന്താ? ഒരു മോഷൻ SHM ആണോ അല്ലയോ നമ്മൾ തീരുമാനിക്കുന്നത് തന്നെ മാത്തമാറ്റിക്കലി കൺസെപ്ഷ്യലി തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മീൻ പൊസിഷനിലേക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടോ, ആ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണോ എന്ന് നോക്കിയിട്ടാണ് കൺസെപ്ഷ്യലി അത് SHM ആണോ നമ്മൾ ചെക്ക് ചെയ്യുക. മാത്തമാറ്റിക്കലി അത് SHM ആണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ആ മോഷന്റെ ഇക്വേഷൻ ജനറൽ ഇക്വേഷനായിട്ട് മാച്ച് ആവണം. ജനറൽ ഇക്വേഷൻ ഓഫ് SHM എന്താ? MA പ്ലസ് KX ഈസ് ഈക്വൽ ടു 0. ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് SHM. ഇത് അറിയാത്തവരുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ, MA പ്ലസ് KX ഇസ് ഈക്വൽ ടു 0. പിന്നെ വേണമെങ്കിൽ നമുക്ക് M ഇൻറ്റു ആക്സലറേഷനെ d²x/dt² എന്നൊക്കെ എഴുതാം ഡിഫറൻഷ്യൽ ഫോമിലേക്ക്. എൻ്റെ ആവശ്യമൊന്നുമില്ല. MA പ്ലസ് KX ഇസ് ഈക്വൽ ടു 0. നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാ നോക്ക്. A പ്ലസ് 16π²x ഇസ് ഈക്വൽ ടു 0. അപ്പം നമുക്ക് തന്ന ഇക്വേഷൻ നോക്കൂ. A പ്ലസ് 16π²x is equal to 0. ഇത് ജനറൽ ഇക്വേഷൻ ഓഫ് SHM ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? ഇത് ജനറൽ ഇക്വേഷൻ ഓഫ് SHM ആയി മാച്ച് ചെയ്യുന്നുണ്ടോ? പറ 1/2 ആൻസർ പറയുന്നില്ല. ചില ആൾക്കാർ ഹിബ 3-4 ആൻസർ ആയി കറക്റ്റ് പറയുന്നു. വെരി ഗുഡ്. ഇത് ജനറൽ ഇക്വേഷൻ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? മാച്ച് ചെയ്യുന്നില്ല എന്ന് ചില ആൾക്കാർ പറയും. കാരണം എന്താ വെച്ചാൽ ഇവിടെ MA ഉണ്ട് സാറേ, ഇവിടെ MA ഇല്ല, ഇവിടെ A മാത്രമേ ഉള്ളൂ എന്ന്. ഇവിടെ ശരിക്കുണ്ടല്ലോ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കുക? 1 ഇൻറ്റു A പ്ലസ് 16π²x ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ A ഉണ്ടോ? ഇവിടെ A ഉണ്ട്. A എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. ക്വസ്റ്റിലും പറയുന്നുണ്ട് ആക്സലറേഷൻ ആണെന്നുള്ളത്. ഇവിടെ M ഉണ്ട്. അതിന് പകരം ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ 0 എന്നല്ലല്ലോ അർത്ഥം. 1 ഇൻറ്റു A അല്ലേ A എന്ന് പറയുന്നത്. അപ്പോൾ മാസിന്റെ വാല്യൂ 1 ആണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് SHM ആണെന്ന് മനസ്സിലായി. ബിക്കോസ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈങ് ജനറൽ ഇക്വേഷൻ ഓഫ് SHM. പോരാത്തതിന് SHM എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളുടെ മാസ് 1 ആണെന്ന് മനസ്സിലായി. വെരി ഗുഡ്.
അങ്ങനെയാണ് കെൻ്റെ വാല്യൂ എത്ര മനസ്സിലായില്ലേ? കെ ഈസ് ഈക്വൽ ടു 16 പൈ സ്ക്വയർ. അങ്ങനെയാണ് ടൈം പീരീഡിന്റെ ജനറൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോലെ. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2 പൈ റൂട്ട് ഓഫ് എം ബൈ കെ. ദാറ്റ് ഇസ് ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2 പൈ റൂട്ട് ഓഫ് മാസിന്റെ വാല്യൂ 1 ഡിവൈഡ് ബൈ കെന്റെ വാല്യൂ 16 പൈ സ്ക്വയർ. കറക്റ്റ് അല്ലേ? 16 റൂട്ടിന്റെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു 2 പൈ ഡിവൈഡഡ് ബൈ 16 റൂട്ടിന്റെ പുറത്തേക്ക് എടുത്താൽ നമുക്ക് 4 കിട്ടും. ഇൻറ്റു പൈ സ്ക്വയറിന്റെ റൂട്ടിന്റെ പുറത്തേക്ക് എടുത്താൽ പൈ കിട്ടും. 10 പൈയും ക്യാൻസൽ ആയി. 2/4 ദാറ്റ് ഈസ് 1/2. സോ ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 1/2 സെക്കൻഡ്സ്. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയാ? 1/2. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് 1/2. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The phase difference between two SHM y1 is equal to 10 sin 10 pi t plus pi by 3, y2 is equal to 12 sin 8 pi t plus pi by 4. നോക്കടാ, ഒരു എസ് എച്ച് എമ്മിൻ്റെയോ അല്ലെങ്കിൽ വേവിൻ്റെയോ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെയോ സൈനസോയിഡൽ ഇക്വേഷൻ്റെ സൈന് ശേഷം വരുന്ന സാധനം എന്തോ അതാണ് ആംഗിൾ. നമുക്കറിയാലോ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. അപ്പോൾ ടാനിന് ശേഷം വരുന്ന തീറ്റ അതാണ് ആംഗിൾ. ഇപ്പോൾ സൈൻ തീറ്റ, തീറ്റക്ക് സിമിലർ, തീറ്റക്ക് പകരം വരുന്ന സാധനമാണ് ആംഗിൾ. ഇപ്പോൾ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ആ സൈന് ശേഷം വരുന്ന ഒമേഗ ടി ആംഗിളാണ്. സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞാൽ ആ സൈന് ശേഷം വരുന്ന ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് പറയുന്ന ആംഗിളാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്ത ആംഗിളാണ്. ഈ ആംഗിൾ നമ്മൾ ഫേസ് എന്നാണ് വിളിക്കുക. ഫേസ് ആംഗിൾ. ഇവിടെ പ്ലസ് വേറെ ഈ പ്ലസ് 5/3 നമ്മൾ ഇനീഷ്യൽ ഫേസ് എന്നാണ് വിളിക്കുക. അതായത് ടൈമിന് 0 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആംഗിളാണ് ഇനീഷ്യൽ ഫേസ്. ടൈമിന് 0 ആകുമ്പോൾ ഇത് പോകും. ഇതാണ് ഇനീഷ്യൽ ഫേസ്. എനിവേ അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതും ഫേസ് തന്നെ. അപ്പോൾ ഫേസ് ഡിഫറൻസ് പറഞ്ഞാൽ ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്താൽ ഫേസ് ഡിഫറൻസ് ആയി. ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് 2 ആംഗിളുകളാണ്. രണ്ടും സബ്ട്രാക്ട് ചെയ്താൽ ഫേസ് ഡിഫറൻസ് ആയി. നിങ്ങൾക്ക് ഇപ്പോൾ സബ്ട്രാക്ട് ചെയ്ത ആൻസർ പറയാൻ പറ്റും. യെസ്, ഓപ്ഷൻ എ ആണ് ആൻസർ. ഹിബ, വീണ്ടും ഹിബ. ഹർഷ, നയന നമ്മൾ ഹൈബിൾ സ്റ്റുഡൻ്റ് ആണോ? നയന? എനിവേ നമുക്ക് ആദ്യം സമയത്തിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫേസ് ഡിഫറൻസ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0.5 എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഫേസ് എത്ര വരിക? ടൈമിന് 0.5 കൊടുക്കുക. ടൈമിന് 0.5 കൊടുത്താൽ 10 പൈ ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, പ്ലസ് പൈ ബൈ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പൈ പ്ലസ് പൈ ബൈ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 3/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 15 പൈയും 16 പൈ ബൈ 3 കിട്ടും. ഒന്നാമത്തെ ഫേസ് കിട്ടി. 5/1 ഇസ് ഈക്വൽ ടു 16 പൈ ബൈ 3. ഇനി അടുത്തതിൽ നമുക്ക് ടൈമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടൈമിന് 0.5 എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് 4 പൈ ആവും. 4 പൈ പ്ലസ് പൈ ബൈ 4. ഇപ്പോൾ ഇവിടെ നമുക്ക് 4/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 16 പൈയും ഒരു പൈയും ആഡ് ചെയ്താൽ 17 പൈ ബൈ 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2. അപ്പോൾ നമുക്ക് ഡിഫറൻസ് 16 പൈ ബൈ 3 മൈനസ് 17 പൈ ബൈ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 64 പൈ മൈനസ് 51 പൈ ഹോൾ ഡിവൈഡ് ബൈ 12 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 13 പൈ ബൈ 12. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻസർ പറഞ്ഞു നയന. അതേന്ന്. ആഹാ, ഹായ് നയന. ലിയ. ഓക്കെ, അടുത്ത വരട്ടെ. ക്ലിയർ അല്ല? അടുത്ത വരട്ടെ. നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ടും ചില കുട്ടികൾ സംശയിച്ചിട്ടുണ്ടാവാം. 2 waves is represented by y is equal to a sin omega t minus kx. 2 waves represented by y is equal to a sin omega t minus kx. രണ്ടാമത്തെ വേവിന്റെ ഇക്വേഷൻ എവിടെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് y is equal to a sin omega t minus kx. 2 waves represented by എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വേവിന്റെ ഇക്വേഷൻ എവിടെ? അത് ഇതിന്റെ മിസ്റ്റേക്ക് ആണോ? അല്ല, 2 വേവ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ 2 വേവിന്റെ ഇക്വേഷനും സെയിം തന്നെയാണ്. 2 waves represented by the same equation. രണ്ടും 2 ഇക്വേഷൻ ആണെങ്കിലല്ലേ 2 y1 y2 എഴുതേണ്ട ആവശ്യമുള്ളൂ. രണ്ടും ഒരേ വേവ് ആണ്. അപ്പോൾ 2 ഒരേ ഐഡന്റിക്കൽ വേവ്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. 2 waves of same equation, that means same wave. 2 ഐഡന്റിക്കൽ വേവ്. ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, ഫ്രീക്വൻസി സെയിം ആണ്, ടൈം പീരീഡ് സെയിം ആണ്, ഡയറക്ഷൻ സെയിം ആണ്, എല്ലാം സെയിം ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എ, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എ, ഇത് രണ്ടും സൂപ്പർ ഇമ്പോസ് ചെയ്താൽ ആംപ്ലിറ്റ്യൂഡ് ഇസ് 2a. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയാ? ഓക്കെ, നെക്സ്റ്റ്. Which of the following state is the potential energy of an electric dipole is maximum? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പൊട്ടൻഷ്യൽ എനർജി
പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ യു is equal to മൈനസ് പി ഇ കോസ് തീറ്റ എന്നാണ്. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവണമെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ പി ഇ ആണ്. പി ഇ ആവണമെങ്കിൽ മുന്നിലുള്ള ഈ മൈനസ് പോകണം. മുന്നിലുള്ള മൈനസ് പോകണമെങ്കിൽ കോസ് തീറ്റയ്ക്ക് -1 വരണം. അപ്പോൾ മൈനസ് ക്യാൻസൽ ആവും, എന്നിട്ട് പി ഇ ആവും. കോസ് തീറ്റയ്ക്ക് -1 വരണമെങ്കിൽ തീറ്റ is equal to 180 ആവണം. തീറ്റ 180 ആയ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവും. ഇനി പൊട്ടൻഷ്യൽ എനർജി എപ്പോഴാണ് മിനിമം ആവുക വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി വെറും മൈനസ് പി ഇ എന്നാവണം. മൈനസ് പി ഇ ആവണമെങ്കിൽ കോസ് തീറ്റ 1 ആവണം. കോസ് തീറ്റ 1 ആവണമെങ്കിൽ തീറ്റ is equal to 0 ആവണം. സോ ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ഇലക്ട്രിക് ഫീൽഡ്, ഇതേ സാധനം മാഗ്നറ്റിസത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് മിനിമം അറ്റ് തീറ്റ is equal to 0 ആൻഡ് വിച്ച് ഓറിയന്റേഷൻ ഇസ് നോൺ ആസ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. Potential energy will be maximum at theta is equal to 180. That orientation is known as unstable equilibrium. അപ്പോൾ തീറ്റ 180 ആവുന്ന സമയത്താണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുക. നമ്മളോട് ചോദിച്ചത് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നത് ഏതിലാണെന്നാണ് ചോദിച്ചത്. തീറ്റ 180 ആവുന്ന ഡയഗ്രാം ഏതാണെന്ന് ചോദിച്ചാൽ മതി. അതാണ് ഓല് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ആ ആദ്യത്തിൽ നോക്ക്, ഡൈപോളിന്റെ ഡയറക്ഷൻ എന്താ? ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. അപ്പോൾ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഡൈപോൾ ഡയറക്ഷൻ ഇതാണ്, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇതാണ്. ഇത് തീറ്റ 90നേക്കാൾ കൂടുതലാണ്. ഇവിടെ ഡൈപോൾ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ്, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഇവിടെ തീറ്റ is equal to 180. ദിസ് ഇസ് ദി ആൻസർ, ഓപ്ഷൻ 2. മറ്റേ രണ്ടും ഞാൻ നോക്കുന്നില്ല, കാരണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയോ? നെക്സ്റ്റ്, 2 വൈബ്രേറ്റിംഗ് സ്ട്രിങ്സ് ഓഫ് സെയിം ലെങ്ത്, സെയിം ക്രോസ് സെക്ഷൻ ഏരിയ, സ്ട്രെച്ച്ഡ് ടു ദ സെയിം ടെൻഷൻ. എല്ലാം സെയിം ആണെങ്കിൽ ഇപ്പം ഇങ്ങനെ ശരിയാവാം. എല്ലാം സെയിം കേട്ടോ. സെയിം ടെൻഷൻ, made up of material with densities are rho and 2 rho. അപ്പോൾ ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഒന്നിന്റെ ഡെൻസിറ്റി റോ, രണ്ടാമത്തെ ഡെൻസിറ്റി 2 റോ. ആദ്യം പറയുന്ന റോപ്പിന്റെ ഡെൻസിറ്റി റോ, രണ്ടാമത്തെ 2 റോ എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഡെൻസിറ്റി ആദ്യത്തെ നേരെ ഇരട്ടിയാണ്. The string is fixed at both end. F1 is represented the fundamental mode of vibration of the one of the mode with the density rho 1 is F2. And F2 is the another one. Okay, അവരെന്താ പറയുന്നത് വെച്ചാൽ റോ ഡെൻസിറ്റി ഉള്ള മെറ്റീരിയലിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി F1 ഉം 2 റോ ഡെൻസിറ്റി ഉള്ള മെറ്റീരിയലിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി F2 ആണെന്നാ. വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ഹാർമോണിക് മോഡ്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ഹാർമോണിക് മോഡിന്റെ ഇക്വേഷൻ എന്താ? ഞാനിത് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് എ വൈബ്രേറ്റിംഗ് മോഡ് is equal to 1/2L root of, ഇതിപ്പോൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആയതുകൊണ്ട് T/μ. ഈ മ്യൂ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/2L root of T/ρ A. ഇതിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കോൺസ്റ്റന്റ് ആണെന്ന് പോലെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ടെൻഷനും ലെങ്ത്തും ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ഡെൻസിറ്റി. ഇനി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ബിക്കോസ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിന്റെ റേഷ്യോ F1/F2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റോ 2/ρ1. റോ 2/ρ1 നോക്ക്, റോ 2 എത്ര? 2 റോ ബൈ റോ 1 എത്ര? റോ ഹോൾ റൂട്ട്. റോ ക്യാൻസൽ ആയി. അപ്പോൾ F1/F2 is equal to റൂട്ടിൻ്റെ ഉള്ളിലുള്ള 2, ദാറ്റ് ഈസ് റൂട്ട് 2. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇ ആൻഡ് കറണ്ട് ഡെൻസിറ്റി ജെ, സ്പെസിഫിക് റെസിസ്റ്റൻസ് കെ. ഈ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഇസ് നത്തിങ് ബട്ട് റെസിസ്റ്റിവിറ്റി. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ആദ്യത്തെ ബാറ്റിൽ 1 ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സസെപ്റ്റബിലിറ്റിയുടെ ഡയമെൻഷനും താഴെ പറയുന്നതിന്റെ ഡയമെൻഷനും ഏതാണ് സെയിം എന്നുള്ളത്. ബട്ട് സസെപ്റ്റബിലിറ്റിക്ക് ഡയമെൻഷൻ ഇല്ല, സ്പെസിഫിക് ഗ്രാവിറ്റിക്കും ഡയമെൻഷൻ ഇല്ല. കാരണം സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. പക്ഷെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയാണ്. നമ്മൾ റോ എഴുതുന്ന സാധനം റെസിസ്റ്റിവിറ്റി. ഓക്കെ, അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ് റോ. അങ്ങനെയെങ്കിൽ ഏതാ ആൻസർ വരിക? ഞങ്ങൾ പറയാം. അങ്ങനെ ഏത് ആൻസർ വരാം? നമുക്കറിയാം അക്കോർഡിംഗ് ടു ഓംസ് ലോ, നമ്മളെ V=IR ഓംസ് ലോ അല്ല, കറണ്ട് ഇലക്ട്രിസിറ്റി ലൈനിന് ശേഷം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ക NCERT ആണ്. NCERT ഡയറക്റ്റ് പറയുന്ന ഇക്വേഷൻ ആണ്. കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. കറണ്ട് ഡെൻസിറ്റി ഈസ് നത്തിങ് ബട്ട് കണ്ടക്ടിവിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. നമ്മോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു കറണ്ട് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റിൻ്റെ ഇൻവേഴ്സ് ആണ്. So electric field is equal to J into sigma. Sigma is 1/ρ. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു J into 1/sigma എന്ന് എഴുതാം. അപ്പോൾ 1/sigma എന്ന് പറഞ്ഞാൽ റോ അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു J into റോ.
റോക്ക് പകരം അവർ ഡിനോട്ട് ചെയ്ത ലെറ്റർ കെ ആണ്. അപ്പോൾ ജെ കെ, ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു ജെ കെ. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. യാ വെരി ഗുഡ്. ഹിബ, അഗെയിൻ ഹിബ. ഹർഷ, അബ്ദുള്ള, അസ്ന. ഓക്കെ, ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. കൺസിഡർ ദ ക്ലോസ്ഡ് ലൂപ്സ് drawn using the solid line of magnetic field. Magnetic field lines are drawn in the dotted line. Okay. The rank of line integral of magnetic field along the closed path is the increasing order of. ഇതിൻ്റെ ശരിക്കുള്ള കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കൂ, ഇതിപ്പോൾ എങ്ങനെ ഡയഗ്രാം തന്നതെന്ന് അറിയോ? ഇപ്പോൾ എങ്ങനെ ഡയഗ്രാം തന്നു വെച്ചാൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഇങ്ങനെ, മറ്റൊരു ക്ലോസ്ഡ് ലൂപ്പ് ഇങ്ങനെ, മറ്റൊരു ക്ലോസ്ഡ് ലൂപ്പ് ഇങ്ങനെ, എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കറണ്ട് ക്യാരിങ് ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. സെൻറ്ററിലുള്ള കണ്ടക്ടർ എങ്ങനെ നിൽക്കുന്നതെന്ന് അറിയോ? സെൻറ്ററിലുള്ള കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എൻ ഇൻഫൈനൈറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ഷോൺ ഇൻ ഫിഗർ. ഈ സർക്കുലർ ലൂപ്പൊക്കെ വരച്ചില്ലേ? സ്ക്രീൻ തിരിക്കോ ബ്രോ, മോണിറ്റർ തിരിക്കോ? സർക്കുലർ ലൂപ്പുകളില്ലേടാ, സർക്കുലർ ലൂപ്പ്. ഈ സർക്കുലർ ലൂപ്പിൻ്റെ സെൻറ്ററിൽ നോക്കൂ, സർക്കുലർ ലൂപ്പിന്റെ സെന്ററിൽ ഞാനൊരു റെഡ് ഡോട്ട് വരച്ചില്ലേ? ആ റെഡ് ഡോട്ടുള്ള സ്ഥലത്ത് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ നടക്കണം. ആ സെന്ററിൽ വരച്ച സർക്കുലർ ലൂപ്പ്, ഓക്കെ, സർക്കുലർ ലൂപ്പിന്റെ സെന്ററിൽ വരച്ച ഈ ഡോട്ടില്ലേ, ആ ഡോട്ടിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് വരുന്നതായിട്ടാണ് നിങ്ങൾ സങ്കല്പിക്കേണ്ടത്. ആ ഡോട്ടിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് വരുന്നതായിട്ടാണ് സങ്കല്പിക്കേണ്ടത്. അതാണ് ക്വസ്റ്റ്യനിൽ തന്ന ഡയഗ്രാം. ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കുക. ഒരു കറണ്ട് ക്യാരിങ് സ്ട്രെയിറ്റ് വയർ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യനിൽ തന്ന ഡയഗ്രാം നേരെ മാറ്റി വരയ്ക്കുകയാണ്. കറണ്ട് ക്യാരിങ് സ്ട്രെയിറ്റ് വയർ, അതിൻ്റെ ചുറ്റും ഇങ്ങനെ സർക്കുലർ ലൂപ്പ് ഉണ്ട്. ഇത് ഒന്നാമത്തെ ലൂപ്പ്, അതിനേക്കാൾ വലിയ രണ്ടാമത്തെ ലൂപ്പ്, അതിനേക്കാൾ വലിയ മൂന്നാമത്തെ ലൂപ്പ്. ഈ ഓരോ ലൂപ്പിൻ്റെ മുകളിലും നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പറയാം. അത് ഗോസസ് ലോ അല്ല, ആംബിയർ സർക്യൂട്ട് തിയറത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ബി ഡോട്ട് ഇൻ്റഗ്രൽ ഓഫ് ഡി എൽ. ഇതാണ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ബി ഡോട്ട് ഇൻ്റഗ്രൽ ഓഫ് ഡി എൽ. ദിസ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് കറണ്ട് ആണ്. ഓക്കെ, കറണ്ട് കോൺസ്റ്റന്റ് ആണ്, μ0യും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയെങ്കിൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നമുക്ക് വേറെ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു 2πr, ഇൻ്റഗ്രൽ ഓഫ് ഡി എൽ ചെയ്ത് നമുക്ക് 2πr കിട്ടും. ഡി എൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള ചെറിയ ഒരു ഭാഗമാണ്. അത് മൊത്തം ജോയിൻ ചെയ്ത് പോയാൽ ഈ സർക്കിളിൻ്റെ സർക്കംഫേസ് ആയി. കണ്ടക്ടറിന് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണല്ലോ ഈ ലൂപ്പ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ഇൻറ്റു 2πr എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർക്കംഫേസ്. ഈ അടുത്ത ലൂപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ആദ്യത്തെ ലൂപ്പിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ലൂപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ് കുറയും, പക്ഷേ സെക്കൻഡ് ലൂപ്പിൻ്റെ റേഡിയസ് കൂടും. മാഗ്നറ്റിക് ഫീൽഡ് കുറയുന്നു, റേഡിയസ് കൂടുന്നു. ബി ഇൻറ്റു 2πr ഇസ് എ കോൺസ്റ്റന്റ്. മൂന്നാമത്തെ ലൂപ്പ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് മൂന്നാമത്തെ ലൂപ്പ് ഉണ്ടാവുക. കണ്ടക്ടറിന് അടുത്ത് നിന്ന് കുറച്ചും കൂടെ ഡിസ്റ്റൻസ്, റേഡിയസ് കൂടുതലാണ്, കുറച്ചും കൂടി ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ആ ലൂപ്പ് ഉണ്ടാവുക. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പിന്നെയും കുറയും, പക്ഷേ അതിനനുസരിച്ച് റേഡിയസ് കൂടും. അപ്പോൾ ബി ഇൻറ്റു 2πr എന്ന് പറയുന്ന സാധനം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. സോ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് ഇൻക്രീസിങ് ഓർഡറിലാണ് ചോദിച്ചത്. പക്ഷേ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ലൂപ്പിൻ്റെ ഒക്കെ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് കുറയും. നോക്കൂ, ഈ ലൂപ്പിൻ്റെ മുകളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനേക്കാൾ കുറവായിരിക്കും ഈ ലൂപ്പിൻ്റെ മുകളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, അതിനേക്കാൾ കുറവായിരിക്കും ഈ ലൂപ്പിൻ്റെ മുകളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ദൂരോട്ട് പോകുന്നതിനനുസരിച്ച് കുറയും. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു 2πr, ആ റിങ്ങിൻ്റെ പെരിമീറ്റർ, അതാണല്ലോ നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. ബി ഡോട്ട് ഇൻ്റഗ്രൽ ഓഫ് ഡി എൽ, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. റൈറ്റ്? അപ്പോൾ അതിൻ്റെ ഓർഡറാണ് ചോദിച്ചത്, ഇൻക്രീസിംഗ് ഓർഡർ. പക്ഷേ അതിന് ഇൻക്രീസിംഗ് ഓർഡർ ഇല്ല, എല്ലാത്തിനും സെയിം ആണ്. ദാറ്റ് ഇസ് 1:2:3 is the answer. That is option, 1:2:3 അല്ല, 1:2:3 is the answer. That is option 3. ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ, മാഗ്നറ്റിസം ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂലേ? അത് ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല ഫാത്തിമ. എനിവേ, നമ്മൾ അടുത്ത ദിവസത്തിലേക്ക് പോകാം. A couple acting on a magnet of magnetic length 10 cm and pole strength 15 ampere meter kept in the field of 2 × 10⁻⁻15 Tesla acting on 30 degree. അതായത് നമ്മൾ കപ്പിൾ എന്ന് പറഞ്ഞാൽ ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ടോർക്ക് ഇസ് നത്തിങ് ബട്ട്
magnetic dipole moment into magnetic field into sine of theta, sine 30. So torque is equal to magnetic dipole moment എന്ന് പറഞ്ഞാൽ pole strength into dipole length. Pole strength 15 ആണ്, 15 into dipole length 10 സെന്റിമീറ്റർ ആണ്, 10 into 10 raised to minus 2 സെന്റിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് മാറ്റി, into magnetic field 2 into 10 raised to minus 5, sine 30 is 1 by 2, 2 cancel ആയി, 10 raised to minus 2ലുള്ള ഒരു മൈനസും 10ഉം കട്ടായി. അപ്പോൾ ടോർക്ക് ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു 10 റേസ് ടു മൈനസ് 1 ഇൻറ്റു 10 റേസ് ടു മൈനസ് 5. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു 10 റേസ് ടു മൈനസ് 6. ടോർക്ക് ഇസ് ഈക്വൽ ടു എല്ലാ ഓപ്ഷനും 1.5ലാണ്. അതുകൊണ്ട് നമുക്ക് 1.5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 5 ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The total intensity of Earth magnetic field at an equator is 5 unit. What is the value at pole? ഞാനിപ്പോൾ എർത്തിനെ വരയ്ക്കാം. ഇത് എർത്ത്. എർത്തിൻ്റെ ഉള്ളിൽ ഒരു ഇമാജിനറി മാഗ്നറ്റിക് ആക്സസ് ഉണ്ടല്ലോ, ചെരിഞ്ഞിട്ട് ഇമാജിനറി മാഗ്നറ്റിക് ആക്സസ്. അപ്പം ലെറ്റ് us say ദിസ് ഇസ് ഇമാജിനറി മാഗ്നറ്റിക് ആക്സസ്. ഒരു ബാർ മാഗ്നറ്റിൻ്റെ ആക്സിയൽ ലൈനിൽ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലും ഇക്വേറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കുറവായിരിക്കും. ഇത് ഇക്വേറ്റർ, ഇത് ആക്സിയൽ. ഇക്വറ്റോറിയൽ പോയിന്റ്, ആക്സിയൽ പോയിന്റ്. ആക്സിയൽ പോയിന്റിൽ ബി ആക്സിയൽ ഇസ് ഈക്വൽ ടു 2 times ഓഫ് ബി ഇക്വറ്റോറിയൽ. അതായത് ഒരേ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ട് സ്ഥലം, ഈ ഡിസ്റ്റൻസും സെയിം ആണെന്ന് അസ്യൂം ചെയ്യാം. ഇവിടെ മുതൽ ഇവിടം വരെ അതേ ഡിസ്റ്റൻസ് മുകളിലേക്കും. ഇത് ആക്സിയൽ പോയിന്റ്, ഇത് ഇക്വറ്റോറിയൽ പോയിന്റ്. ഇക്വറ്റോറിയൽ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണോ അതിൻ്റെ നേരെ ഇരട്ടിയായിരിക്കും ആക്സിയൽ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നോക്കുക, എർത്തിനെ സംബന്ധിച്ചിടത്തോളം എർത്തിൻ്റെ ഉള്ളിൽ ഒരു ഇമാജിനറി മാഗ്നറ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ ഇമാജിനറി മാഗ്നറ്റിൻ്റെ ഇക്വറ്റോറിയൽ പോയിന്റ് ആണ് എർത്തിൻ്റെ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇതാണ് എർത്തിൻ്റെ ഇക്വേറ്റർ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ എർത്തിൻ്റെ ഉള്ളിലുള്ള ഇമാജിനറി മാഗ്നറ്റിൻ്റെ ഏത് പോയിന്റാ? ഇക്വറ്റോറിയൽ പോയിന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് 5 ആണെന്നാണ് പറഞ്ഞത്. 5. ഇനി ഇതേ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോളുള്ള സ്ഥലം, പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ. ഇപ്പം ഞാൻ രണ്ടാമത് വരച്ച നീല കളറിൽ വരച്ച മനുഷ്യൻ നിൽക്കുന്ന സ്ഥലം, അതാണ് പോള്. ഇത് എർത്തിൻ്റെ റേഡിയസ് ആണ്, ഇതും എർത്തിൻ്റെ റേഡിയസ് ആണ്. അതേ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലം. പക്ഷേ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതേതാ? ആക്സിയൽ പോയിന്റ് ആണ്. ആക്സിയൽ പോയിന്റിൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വറ്റോറിയൽ എത്രയാണുള്ളത് അതിൻ്റെ നേരെ ഇക്വറ്റോറിയൽ പോയിന്റ് എത്രയാണുള്ളത് അതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും. സോ ഇവിടെ എത്ര വരിക? 10 വരിക. ദാറ്റ് ഇസ് ഓപ്ഷൻ 4 ഇസ് ദ കറക്റ്റ് ആൻസർ. മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൻ്റെ ഓർഡർ എഴുതി, മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൻ്റെ ഓർഡർ എഴുതി. തെറ്റുപറ്റിയില്ലേ? MD തെറ്റുപറ്റിയില്ലേ? ഓക്കെ, തെറ്റുപറ്റാത്ത കാര്യമില്ല. തെറ്റുകളൊക്കെ പരമാവധി മോക്ക് ടെസ്റ്റിൽ പറ്റട്ടെ. നീറ്റ് എക്സാം കറക്റ്റ് ചെയ്യാൻ നോക്ക്. നീറ്റ് എക്സാം പെർഫെക്റ്റ് ആക്കാം. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 25. എ വയർ ഓഫ് ലെങ്ത് 1 meter is moving at a speed of 2 meter per second perpendicular to its length and a homogeneous magnetic field of 0.5 Tesla. The end of the wire is joined to a circuit of 6 ohm resistance. അതായത് ഒരു റോഡ് ഉണ്ട്, ആ റോഡിന്റെ ലെങ്ത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ആ റോഡ് മൂവ് ചെയ്യാണ്. എന്തിലൂടെയാണ് ആ റോഡ് മൂവ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു റോഡ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡിന്റെ മുകളിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് EMF, മോഷണൽ EMF. അത് ഒരു സർക്യൂട്ട് ആയിട്ട് കണക്ട് ചെയ്താൽ അവിടെ മോഷണൽ കറണ്ട് ഉണ്ടാവും. കറണ്ട് ഇസ് ഈക്വൽ ടു BLV/R. ഓക്കെ, അത് EMF അല്ല, കറണ്ട് ആണ്. സോ കറണ്ട് I. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ബീങ് ഡൺ ടു കീപ് ദ വയർ മൂവിങ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്. റേറ്റ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? പവറാ. ഓക്കെ, മോഷണൽ EMF ഉണ്ടാവുന്ന റോഡിനെ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ നീക്കാൻ ആവശ്യമായ പവർ, അതിന് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. പവർ ഇസ് ഈക്വൽ ടു B² L² V²/R. മോഷണൽ EMF ഉണ്ടാവുന്ന റോഡിനെ ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ നീക്കാൻ ആവശ്യമായ പവർ ഇസ് ഈക്വൽ ടു IV ആണ്, അതായത് കറണ്ട് ഇൻറ്റു വോൾട്ടേജ് ആണ്. ഇത് കറണ്ടിന്റെ ഇക്വേഷൻ. വോൾട്ടേജ് BLV എന്ന് വരും. അപ്പോൾ ബിയും എല്ലും വിയും 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ സ്ക്വയർ ആവും. അപ്പോൾ പവർ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് വർക്ക് ഡൺ, ദാറ്റ് ഇസ് പവർ. പവർ ഇസ് ഈക്വൽ ടു BLV-നെ സ്ക്വയർ ചെയ്യുക. BLV ഏരിയ തന്നെ നമുക്ക് മനസ്സിലാവും. BLV-നെ സ്ക്വയർ ചെയ്യുക. BLV ഏരിയ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വാല്യൂ എത്ര വരാൻ പോകുന്നത്. L 1 ആണ്, സ്പീഡ് 2 ആണ്, B 0.5 ആണ്. സോ 1 × 2 × 0.5 ഹോൾ സ്ക്വയർ ബൈ R. സോ പവർ ഇസ് ഈക്വൽ ടു 1 × 2 2 2 × 0.5 1 സ്ക്വയർ 1 ഇറ്റ് സെൽഫ്. അപ്പോൾ 1/6 വാട്ട് ഈസ് ദ പവർ. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയോ?
ഫിസിക്സ് ഇന്ന് ഈസി ആയിരുന്നു എന്ന്. ആഹാ, വെരി ഗുഡ്. ഫായിസ്, ഇനി എന്താ ആപ്പിളൊക്കെ ഇട്ട്? ഐൻസ്റ്റീൻ്റെ ആപ്പിളാണോ? ആപ്പിൾ തന്നെയല്ലേ? ഓക്കെ, അടുത്ത് സുധീർ ഖാൻ. ഹായ് സാർ. അടുത്ത് പറയട്ടെ. Question number 26. The reactance of a coil when used in the domestic AC power supply is 220 volt and 50 cycle is 100 ohm. Okay. The self-inductance of the coil is. നോക്കൂ, അതിൻ്റെ റിയാക്ടൻസ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 100 ohm ആണ്. ഓക്കെ, 100 ohm ആണെന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. റിയാക്ടൻസിൻ്റെ ഇക്വേഷൻ എന്താ? ഒരു ഇൻഡക്റ്റിംഗ് കോയിലിൻ്റെ റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു XL. XL ഇസ് ഈക്വൽ ടു L ഒമേഗ. ഇതിൻ്റെ അകത്ത് നമുക്ക് L കണ്ടുപിടിക്കാം. അപ്പോൾ റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു 100. 100 ഇസ് ഈക്വൽ ടു L ഇൻറ്റു ഒമേഗ ഇസ് 2 പൈ ന്യൂ. സോ 100 ഇസ് ഈക്വൽ ടു L ഇൻറ്റു 2 പൈ ന്യൂ. പൈ 3.14. 2 ഇൻറ്റു ന്യൂ. ന്യൂ എത്ര? 50 സൈക്കിൾസ്, അതായത് 50 ഹെഡ്സ്. അപ്പോൾ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 100 ആവും. ഈ 100 ഈ 100 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ 1 ഇസ് ഈക്വൽ ടു L ഇൻറ്റു 3.14. ഈ എല്ലിനെ L അല്ല, നമുക്ക് 3.14 അപ്പുറത്തേക്ക് ഇടുക. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 3.14 ഇസ് ഈക്വൽ ടു L. 1 ഡിവൈഡ് ബൈ 3 ചെയ്താൽ നമുക്ക് 0.33 കിട്ടുക. ദാറ്റ് മീൻസ് 1 ഡിവൈഡ് ബൈ 3.14 ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ബിക്കംസ് 3.22. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ അല്ലേ? അടുത്ത പറയട്ടെ. നെക്സ്റ്റ്, the change in magnetic flux in a circuit is P, the charge transferred is Q, the resistance of the circuit is. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കുന്നതിൽ EMF, ഇൻഡ്യൂസ്ഡ് EMF, ഇൻഡ്യൂസ്ഡ് കറണ്ട്, ഇൻഡ്യൂസ്ഡ് ചാർജ്, അങ്ങനെ 3 കാര്യങ്ങൾ ഒന്നിച്ചാണ് പഠിക്കുന്നത്. ഇൻഡ്യൂസ്ഡ് EMF, ഇൻഡ്യൂസ്ഡ് കറണ്ട്, ഇൻഡ്യൂസ്ഡ് ചാർജ്. ഇൻഡ്യൂസ്ഡ് ചാർജിന്റെ ഇക്വേഷൻ എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ? ഇൻഡ്യൂസ്ഡ് ചാർജ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഇത് ഞാനിപ്പോൾ അത് പ്രൂവ് എഴുതുന്നില്ല. 2 സ്റ്റെപ്പിൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. പക്ഷേ സമയമില്ലാത്തപ്പോൾ ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഡ്യൂസ്ഡ് ചാർജ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഫൈ ഡിവൈഡ് ബൈ ആർ. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സിൻ്റെ വാല്യൂ അവർ ക്വസ്റ്റ്യനിൽ പി എന്ന് കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് ഡെൽറ്റ ഫൈ നിങ്ങൾക്ക് പി എന്ന് കൊടുക്കുക. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു പി ബൈ ആർ. വാട്ട് വി വാണ്ട് ടു ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. ദാറ്റ് മീൻസ് ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആർ ഇസ് ഈക്വൽ ടു പി ബൈ ക്യൂ. ആർ ഇസ് ഈക്വൽ ടു പി ബൈ ക്യൂ. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയാ? ക്ലിയർ ആണോ? 2 1 അല്ലടാ. ഓക്കെ, നെക്സ്റ്റ്. A plain electromagnetic wave in an electric field is oscillating sinusoidally at a frequency of 2 into 10 raised 10 hertz. The amplitude is 48 volt per meter. The amplitude of oscillating magnetic field. ഒന്നുമില്ല, ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 48 വോൾട്ട് പെർ മീറ്റർ. നമുക്കറിയാം E0 ബൈ B0 ദാറ്റ് ഈസ് ഈക്വൽ ടു C. C എന്ന് പറഞ്ഞാൽ 3 into 10 raised to 8. അപ്പോൾ B0 ഈസ് ഈക്വൽ ടു E0 ഡിവൈഡ് ബൈ C. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. 48 ഡിവൈഡഡ് ബൈ 3 into 10 raised to 8. 48 by 3 ദാറ്റ് ഈസ് 16. അപ്പോൾ 16 into 10 raised to 8 മുകളിലേക്ക് പോയാൽ 10 raised to minus 8 ആവും. So 16 into 10 raised to minus 8, that is option 2 is the correct answer. Clear? Okay, next question. A glass slab of thickness 3 cm and refractive index 3/2 is placed on a ink mark of piece of paper. A person is looking at the mark at a distance of 5 cm above it. The distance of the mark will appear to be. That means apparent depth ആണ് അവർ, apparent depthന്റെ കൺസെപ്റ്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു ഗ്ലാസ് നോക്കൂ, എ ഗ്ലാസ് ലാബ് ഓഫ് തിക്നെസ് 3 cm, refractive index is 3/2, placed on a ink mark on a piece of paper. Ink mark ആണ് ഞാനിപ്പോൾ ഇടുന്ന ഈ റെഡ്. ക്ലിയർ അല്ലേ? ഇനി a person is looking at the mark at a distance of 5 cm above it. Above it എന്ന് പറഞ്ഞാൽ മാർക്ക് 5 സെന്റിമീറ്റർ മുകളിൽ നിന്നാണ് നോക്കുന്നതെന്നാണ് അർത്ഥം കേട്ടോ. ഈ സ്ലാബിൽ എത്ര ഹൈറ്റ്? 3 cm എന്ന് വെച്ചാൽ സ്ലാബിൻ്റെയും മുകളിൽ നിന്നാണ് ഒബ്സർവർ നോക്കുന്നത്. കാരണം ഒബ്സർവറും ഈ ഇങ്ക് ഡോട്ടും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 5. അപ്പോൾ ഇവിടെയാണ് ഒബ്സർവർ ഉള്ളത്. ദിസ് ഈസ് ദ കൺ ഓഫ് ഒബ്സർവർ.
ഈ സ്ലാബിൻ്റെ തിക്നെസ് 3 ആണ്. അങ്ങനെയെങ്കിൽ സ്ലാബിൻ്റെ അപ്പർ സർഫസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മുകളിൽ നിന്നായിരിക്കും അയാൾ നോക്കുന്നത്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ കറക്റ്റ് ആയില്ലേ? ക്വസ്റ്റിൽ പറഞ്ഞ സാധനം കറക്റ്റ് ആയില്ലേ? ഇങ്ക് മാർക്കിൽ നിന്നും 5 സെൻറ്റിമീറ്റർ മേളിൽ നിന്നാണ് ഒബ്സർവർ ഇങ്ക് മാർക്കിനെ നോക്കുന്നത്. പക്ഷേ ഒബ്സർവർക്ക് അവിടെ അല്ല ഇങ്ക് മാർക്കിനെ കാണാൻ പറ്റുക. ഒബ്സർവർ ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ആ സ്ലാബിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാരണം ഇതിന്ന് വരുന്ന ലൈറ്റ് റേസ് ബെൻഡ് ആവും. ആക്ച്വലി നമ്മൾ അതിൻ്റെ റേ ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ 2 ലൈറ്റ് റേ ഈ മാർക്കിൽ നിന്ന് പുറത്തേക്ക് വരികയാണെങ്കിൽ ഇറ്റ് വിൽ റിഫ്രാക്ട് എവേ ഫ്രം ദി നോർമൽ. ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഞാനിപ്പോൾ ഡയഗ്രത്തിൽ കാണിച്ച പോലെ ബെൻഡ് ചെയ്യും. അപ്പോൾ ഒബ്സർവറിൻ്റെ കണ്ണിലേക്ക് എത്തുന്ന ലൈറ്റ് ബാക്കോട്ടേക്ക് ട്രേസ് ചെയ്യുമ്പോൾ ഹി വിൽ ഫീൽ ദാറ്റ് ലൈറ്റ് ഇസ് കമ്മിങ് ഫ്രം ദിസ് പോയിന്റ്. അപ്പോൾ ഇവിടെയാണ് ആ ഒബ്സർവർക്ക് ആ ഇങ്ക് ഡോട്ടിനെ കാണാം. അപ്പാരന്റ് ഡെപ്ത് കുറച്ച് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് അപ്പാരന്റ് ഡെപ്ത് എത്ര നോക്കുക. അപ്പാരന്റ് ഡെപ്ത് പറഞ്ഞാൽ ഇങ്ക് മാർക്കിൻ്റെ അപ്പാരന്റ് ഡെപ്ത് ലെറ്റ്സ് സേ ഇറ്റ് ഈസ് എച്ച് ഡാഷ്. എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു ആക്ച്വലി ഗ്ലാസ് സ്ലാബിന് എത്ര തിക്നെസ് ഉള്ളത്? 3. വാവ്, നല്ല നമ്പറാണ്. 3 ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര? 3/2. 3 ക്യാൻസൽ, 2 മുകളിലേക്ക് പോകും. അപ്പോൾ അപ്പാരന്റ് എത്ര വരിക? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഗ്ലാസ് സ്ലാബിൻ്റെ സർഫസിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ താഴെ ഇങ്ക് ഡോട്ട് നിൽക്കുന്നതായിട്ടാണ് ഒബ്സർവറിന് ഫീൽ ചെയ്യുക. അപ്പോൾ ഒബ്സർവർ സ്ലാബിൻ്റെ മുകളിൽ എത്ര സെൻറ്റിമീറ്റർ മുകളിലാണ്? 2 സെൻറ്റിമീറ്റർ മുകളിൽ. ഇനീഷ്യലി ആ ഇങ്ക് ഡോട്ട് ഏറ്റവും താഴെയായിരുന്നു, 3 സെൻറ്റിമീറ്റർ താഴെയായിരുന്നു. അതുകൊണ്ട് അയാൾ നോക്കുന്നത് ഇങ്ക് ഡോട്ടിൽ നിന്നും 5 സെൻറ്റിമീറ്റർ മുകളിലായിട്ടാണ്. പക്ഷേങ്കിൽ ഈ 3 സെൻറ്റിമീറ്റർ താഴെയുള്ള ഈ ഇങ്ക് ഡോട്ട് അപ്പാരന്റ് പൊസിഷൻ വരും, അതായത് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എത്രയിലേക്ക്? 2 സെൻറ്റിമീറ്ററിലേക്ക്. അപ്പോൾ ആ ഒബ്സർവർ എത്ര ഡിസ്റ്റൻസ് താഴെ ആയിട്ട് കാണുക? ഈ രണ്ടും അപ്പാരന്റ് ഹൈറ്റ് ആയ രണ്ടും കൂടെ ചേർത്ത് 4 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഓപ്ഷൻ 4. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When a drop of oil is spread on a water surface is displayed beautiful colors is. നമ്മൾ തിൻ ഫിലിമിൻ്റെ കളർ അപ്പിയറൻസിൻ്റെ കാരണം നമ്മൾ വേ ഓപ്റ്റിക്സിൽ പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ വണ്ടിയൊക്കെ വാഷ് ചെയ്യുമ്പോൾ, കാറൊക്കെ വാഷ് ചെയ്യുക അല്ലെങ്കിൽ ബൈക്കൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി കഴുകിക്കളഞ്ഞ ആ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു ഓയിൽ ഫിലിം മുകളിൽ ഇങ്ങനെ ഫോം ചെയ്യും. എന്നിട്ട് അതിലേക്ക് സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ഓയിൽ ഫിലിം കളേർഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ കളേർഡ് അപ്പിയറൻസിൻ്റെ കാരണം ഈസ് ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ്, നോട്ട് ഡിഫ്രാക്ഷൻ. ചില ആൾക്കാർ ഡിഫ്രാക്ഷൻ എന്നാണ് എഴുതുക, ഡിസ്പേർഷൻ എന്നാണ് എഴുതുക. ഇറ്റ് ഈസ് നോട്ട് ഡിസ്പേർഷൻ, ഇറ്റ് ഈസ് ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ്. കൺസെപ്റ്റ് ഞാൻ പറയുന്നില്ല, അതാണ് ആൻസർ. സോപ്പ് ഫിലിമിൻ്റെയും സോപ്പ് ബബിളിൻ്റെയും ഓയിൽ ഫിലിമിൻ്റെയും ഒക്കെ കളേർഡ് അപ്പിയറൻസിൻ്റെ കാരണം ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Threshold frequency for a certain photosensitive metal is nu naught. When it is illuminated by a light of frequency 2 nu naught, the maximum velocity of photoelectron is V0. നമുക്ക് വെലോസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2h/m ഇൻറ്റു ത്രഷോൾഡ് വരുന്ന ലൈറ്റിൻ്റെ റിയൽ ഫ്രീക്വൻസി മൈനസ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഇവിടെ √2 ഉണ്ടാവും. ആദ്യത്തെ ത്രഷോൾഡ് ഫ്രീക്വൻസി എത്ര? ആദ്യത്തെ വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എത്ര? 2 ടൈംസ് ഓഫ് ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ ആദ്യത്തെ വെലോസിറ്റി ആയ V0 നമുക്ക് എത്ര കിട്ടുക? √2h/m ഇൻറ്റു 2 nu0 minus nu0. So V0 is equal to √2h/m into nu0. അടുത്ത സ്റ്റേജിൽ വെലോസിറ്റി മാറിയിട്ടുണ്ടാവും, കാരണം വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി 5 ടൈംസ് ഓഫ് nu0 ആയിട്ടുണ്ടാവും. സോ V dash is equal to √2h/m 5 nu0 minus nu0. 5 nu0 എന്നൊരു nu0 പോയാൽ 4 nu0. √2h/m into 4 nu0. ഈ 4നെ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്താൽ അത് 2 ആവും. സോ V dash is equal to 2 into √2h/m into nu0. What is this? 2h/m into nu0 റൂട്ട് ഇതെന്താ സാധനം? ഇതന്നല്ലേ നേരത്തെ അതേ വെലോസിറ്റി ആണല്ലേ ഇത്? കണ്ടാ, നേരത്തെ അതേ വെലോസിറ്റി ആണല്ലേ? സോ V dash is equal to 2 times of initial velocity. Initial velocity is V0. So 2 times of V0, that is option 2 is the correct answer. കിട്ടിയാ? Alligator. Next. For an electron in the 7th orbit of hydrogen, the moment of momentum as per the Bohr model, according to Bohr postulate, angular momentum is equal to nh/2π. But n is 7th orbit ആയതുകൊണ്ട് n is equal to 7. അപ്പോൾ 7h/2π. That is option 1 is the correct answer. കിട്ടിയോ മക്കളെ? 2 1 ആണ്. ഓ, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ.
ക്ലിയർ അല്ലേ? അജ്മൽ റോക്കി ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, the binding energy per nucleon of lithium 7 and helium are 5.6 mega electron volt and 7.06 mega electron volt respectively. Then energy released or absorbed during the reaction. ഡ്യൂറിങ് ദ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റിയാക്ഷൻ എന്താ നോക്കുക, പാരന്റ് ന്യൂക്ലിയസ്, അതായത് റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാർ എന്തൊക്കെയാ നോക്കുക. ലിഥിയം ഉണ്ട്, ഒരു പ്രോട്ടോൺ ഉണ്ട്. പ്രോട്ടോൺ പിന്നെ ബൈൻഡിങ് എനർജിന്റെ ആവശ്യമില്ല. ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ന്യൂക്ലിയോൺസ് ചേർത്ത് നിർത്താൻ വേണ്ട എനർജിയാണ്. ഒരു പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ അത് ആരുമായിട്ട് ബൈൻഡ് ചെയ്യാനാ? ഒരു പ്രോട്ടോണിന് ബൈൻഡിങ് എനർജി ഇല്ല. പിന്നെ ലിഥിയത്തിന്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കണം. സോ റിയാക്ടന്റിന്റെ ബൈൻഡിങ് എനർജി ഇസ് ഈക്വൽ ടു ലിഥിയത്തിന്റെ പെർ ന്യൂക്ലിയോൺ, ലിഥിയത്തിന്റെ ഒരു ന്യൂക്ലിയോണിന്റെ ബൈൻഡിങ് എനർജി. ലിഥിയത്തിൽ 7 ന്യൂക്ലിയോൺ ഉണ്ട്, മാസ് നമ്പർ 7 ആണ്. ഒരു ന്യൂക്ലിയോണിന്റെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് 5.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ അതിനെ 7 ന്യൂക്ലിയോൺസ് ഉണ്ട്, അപ്പോൾ മാസ് നമ്പർ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ യു വിൽ ഗെറ്റ് ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു 5.6 into 7 39.2 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഇനി അടുത്തത് ഹീലിയത്തിന്റെ നോക്കാം. ഹീലിയത്തിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എത്ര? 7.06. ഹീലിയത്തിന്റെ മാസ് നമ്പർ 4 ആണ്. അപ്പോൾ ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു 4 into 7.06. അങ്ങനത്തെ എത്ര ഹീലിയം ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 8 into 7.06. അപ്പോൾ ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു you will get around 56.48 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ എനർജി റിലീസ്ഡ് ആണ്, കാരണം പ്രൊഡക്റ്റിന് എനർജി കൂടുതലാണ്. എനർജി റിലീസ്ഡ് യു ഈസ് ഈക്വൽ ടു വേണ്ട, എനർജി ഈസ് ഈക്വൽ ടു 56.48 മൈനസ് 39.2. ദാറ്റ് ഈസ് ഈക്വൽ ടു 17.28 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ഇവിടെ ഒരു ഐസോട്ടോപ്പ് തന്നിട്ടുണ്ട്. അതിന്റെ മാസ് നമ്പർ ഇതാ ക്വസ്റ്റ്യനിൽ കാണാം. മാസ് നമ്പർ 32. തോറിയം ഡീക്കേസ് ഇൻ ടു ദ 10 stages 6 alpha particle and 4 beta particle in all direction. The end of the decay is. നോക്കൂ, ഇതിന്റെ മാസ് നമ്പറും അറ്റോമിക് നമ്പറിനും എന്ത് മാറ്റം വരും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്കാം, മാസ് നമ്പറിൽ എത്ര മാറ്റം വരും നോക്കാം. എത്ര ആൽഫ പാർട്ടിക്കിൾ ആണ് പുറത്തേക്ക് വന്നത്? 6 ആൽഫ പാർട്ടിക്കിൾ. സോ 6 ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാസ് നമ്പർ വിൽ ഡിക്രീസ്ഡ് ബൈ, ഒരു ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് വന്നാൽ മാസ് നമ്പർ ഡിക്രീസ് ചെയ്യുക 4 ആണ്. ശരിയല്ലേ? അപ്പോൾ 6 വന്നു കഴിഞ്ഞാൽ 24 ഡിക്രീസ്ഡ് ആവും. 24. അപ്പോൾ മാസ് നമ്പർ A - 24 ആവും. സോ മാസ് നമ്പർ 232 minus 24, that is equal to 208. മാസ് നമ്പർ എത്ര ആയിട്ട് മാറിയിട്ടുണ്ടാവും? 208. മാസ് നമ്പർ 208 ആയ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ 3. അപ്പോൾ അടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുകയാണെങ്കിലും കറക്റ്റ് തന്നെ കിട്ടും. ആൽഫ പാർട്ടിക്കിൾ 6 ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് വന്നു. 6 ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് വന്നത് കാരണം മാസ് നമ്പർ 12 കുറഞ്ഞിട്ടുണ്ട്, അറ്റോമിക് നമ്പർ 12 കുറഞ്ഞിട്ടുണ്ടാവും. Z-12 ആയി ഉണ്ടാവും. അതോടൊപ്പം വെറും ബീറ്റ എന്ന് പറഞ്ഞാൽ ബീറ്റ മൈനസ് ആണ്. ബീറ്റ മൈനസ് പോയാൽ അറ്റോമിക് നമ്പർ കൂടുക ചെയ്യാം. അപ്പൊ 4 ബീറ്റ മൈനസ് പുറത്തേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ 4 അറ്റോമിക് നമ്പർ കൂടിയിട്ടുണ്ടാവും. ബീറ്റ മൈനസ് ആണ് വരുന്നതെങ്കിൽ അറ്റോമിക് നമ്പർ പ്ലസ് ആവും. ബീറ്റ പ്ലസ് ആണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അറ്റോമിക് നമ്പർ മൈനസ് ആവും. അപ്പോൾ 12 ഇവിടെ ഒരു 4 കൂടെ വരും. അപ്പോൾ നമുക്ക് ഇവിടെ വരിക അറ്റോമിക് നമ്പർ എത്ര കുറയും? അറ്റോമിക് നമ്പർ 12 - 4 ദാറ്റ് ഈസ് 8 കുറയും. അറ്റോമിക് നമ്പർ 8 കുറയും. അപ്പോൾ 90 ഉള്ളത് 90 ഉള്ളത് 8 കുറഞ്ഞാൽ 82 ആവും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ്, Zener diode is used as a voltage regulator when it is connected in reverse bias. Option 2. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. Dimension formula of ohm is same as. ആദ്യം നിങ്ങൾ ഡയമെൻഷൻ ഫോർമുല ഓഫ് ഓം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഡയമെൻഷൻ എന്താ നോക്കണം. ഡയമെൻഷന്റെ വാല്യൂ ഒക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ബൈ ഹാർട്ടഡ് ആയിട്ടുണ്ടാവും.
ഡയമെൻഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ബൈ ഹാർട്ടഡ് ആയിട്ടുണ്ടാവും. ഇനി എങ്ങനെയാണ് റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ കറന്റ്. വോൾട്ടേജ് ഡയമെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ്. വർക്കിന്റെ ഡയമെൻഷൻ ml²T⁻²- ഡിവൈഡ് ബൈ ചാർജിന്റെ ഡയമെൻഷൻ AT. അപ്പോൾ ഈ എ മുകളിലേക്ക് പോകുമ്പോൾ അത് മൈനസ് ആവും. ml²T⁻⁻3a⁻⁻1. ഇതാണ് വോൾട്ടേജിന്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ കറന്റ് ഡയമെൻഷൻ AT. അപ്പോൾ അത് മുകളിലേക്ക് പോകുന്ന സമയത്ത് കറണ്ടിന്റെ ഡയമെൻഷൻ AT. അപ്പോൾ അത് മുകളിലേക്ക് പോകുന്ന സമയത്ത് ml²T⁻⁻4a⁻2 ഇങ്ങനെ ഒന്നുണ്ടാവും. ശരിയല്ലേ? ഏതാ നിങ്ങൾ പറയുന്നത്? ദിൽറൂബ് ഫാത്തിമ. എത്രാമത്തെ ക്വസ്റ്റ്യനാ പറയുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണോ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ, എനിവേ ഈ ക്വസ്റ്റ്യൻ്റെ റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ വരും. റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കാണ് സിമിലർ ആവാൻ നോക്കുക. h/(E)h²/E², h/(E², h²/E². ആ 4 ഓപ്ഷൻ ഡയമെൻഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആൻസർ കിട്ടുക ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ 35 കംപ്ലീറ്റ്. ക്വസ്റ്റ്യൻ 35 കംപ്ലീറ്റ് ആണ്. അത് പറഞ്ഞുതരാം. അതൊന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയുന്ന സാധനം ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ നമ്പർ 3 ആണ് കേട്ടോ. ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ Zener diode, listen, Zener diode when it is used as voltage regulator it is connected. Zener diode എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസ് ഡയോഡ് ആണ്. 4 സ്പെഷ്യൽ പർപ്പസ് ഡയോഡാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫോട്ടോ ഡയോഡ്, LED, Zener ഡയോഡ്, സോളാർ സെൽ. അതിൽ ഫോട്ടോ ഡയോഡ് റിവേഴ്സ് ബയസിലാണ്, LED ഫോർവേഡ് ബയസിലാണ്, Zener ഡയോഡ് റിവേഴ്സ് ബയസിലാണ്, സോളാർ സെല്ലിന് ബയസിങ്ങിന്റെ ആവശ്യമില്ല. ഈ 4 ഡയോഡിന്റെ ബയസിങ്ങും അതിന്റെ IV ഗ്രാഫും അതിന്റെ സ്പെഷ്യാലിറ്റിയും പർപ്പസും ഒക്കെ നിങ്ങൾ ഒരു ടേബിൾ ആക്കി പഠിച്ചു വെക്കണം. കാരണം ആ ഭാഗത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ തിയറി കോൺസെപ്റ്റ് ആണ് കൂടുതലായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. Zener ഡയോഡ് യൂസ് ചെയ്യുന്ന വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് Zener യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബയസിങ് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ബയസിങ് റിവേഴ്സ് ബയസിങ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, അതിന്റെ താഴെ വേറെ ഉണ്ടല്ലോ അല്ലേ, റിവേഴ്സ് ബയസിങ് ഇൻ പാരലൽ ടു ദ ലോഡ് റെസിസ്റ്റൻസ്, സീരീസ് ടു ദ ലോഡ് റെസിസ്റ്റൻസ്, പാരലൽ ടു ദ റോഡ് റെസിസ്റ്റൻസ്, അതും കൂടെ ഉണ്ട് കേട്ടോ. Zener നമ്മൾ കണക്ട് ചെയ്യാം. Zener കണക്ട് ചെയ്യുമ്പോൾ ഇതിന് പാരലൽ ആയിട്ടൊരു ലോഡ് റെസിസ്റ്റൻസ് RL കണക്ട് ചെയ്യും. ഇവിടുന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. റിവേഴ്സ് ബയസിലാണ്, പാരലൽ ടു ദ ലോഡ് റെസിസ്റ്റൻസ് ആണ്. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ബാക്കി വായിച്ചു. ഞാൻ ABC കണ്ടപ്പോൾ B മാത്രമാണ് ശ്രദ്ധിച്ചുള്ളൂ. അതാണ് റിവേഴ്സ് ബയസ് ടിക്കറ്റ് പോയത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് dimension. A bullet of mass m is moving with a velocity v, strikes on the block of mass m at rest, get abundant into it. The kinetic energy of the composite block will be. നോക്കടാ, ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്കിന്റെ മാസ് ക്യാപിറ്റൽ M. ഒരു ബുള്ളറ്റ് ആ ബ്ലോക്കിനെ വന്നിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നു. ആഫ്റ്റർ ഹിറ്റിംഗ് ദ ബ്ലോക്ക്, ബുള്ളറ്റ് ബ്ലോക്കിന്റെ ഉള്ളിൽ തന്നെ കുടുങ്ങിപ്പോയി. എന്നിട്ട് ഈ ബുള്ളറ്റും ബ്ലോക്കും കൂടെ ഒന്നിച്ച് നീങ്ങി വിത്ത് വെലോസിറ്റി v. അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങൾ ആ വെലോസിറ്റി കണ്ടുപിടിക്കണം, എന്നാലേ എനർജി കിട്ടുള്ളൂ. ആ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇനീഷ്യൽ മൊമെന്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. ഇനീഷ്യൽ മൊമെന്റം എന്താ നോക്കുക വെച്ചാൽ ബുള്ളറ്റിന്റെ മാസ് ഇൻറ്റു ബുള്ളറ്റിന്റെ വെലോസിറ്റി പ്ലസ് ഈ ബ്ലോക്ക് റെസ്റ്റിലായതുകൊണ്ട് ബ്ലോക്കിന് മൊമെന്റം ഇല്ല. It should be equal to after collision ബുള്ളറ്റും മാസും ബ്ലോക്കും കൂടെ ഒന്നിച്ച് ഒരു സിസ്റ്റമായിട്ട് v വെലോസിറ്റിയിൽ മൂവ് ചെയ്യണം. അപ്പോൾ അതിന്റെ ടോട്ടൽ മാസ് വരിക സ്മോൾ ലെറ്റർ m ഇൻറ്റു ക്യാപിറ്റൽ M. അതിന്റെ വെലോസിറ്റി വരിക v. ശരിയല്ലേ? അപ്പോൾ ഈ വിന്റെ വാല്യൂ എത്ര വരിക? mu ഡിവൈഡഡ് ബൈ m പ്ലസ് m, ദാറ്റ് ഈസ് ഈക്വൽ ടു v. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ്
സിസ്റ്റത്തിൻ്റെ മാസ് എം പ്ലസ് എം വി സ്ക്വയർ. വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ടേമിന് സ്ക്വയർ ചെയ്യുക. ഈ ടേമിന് സ്ക്വയർ ചെയ്താൽ എം സ്ക്വയർ യു സ്ക്വയർ ഡിവൈഡഡ് ബൈ എം പ്ലസ് എം ദി ഹോൾ സ്ക്വയർ. അപ്പോൾ എം പ്ലസ് എമ്മും താഴത്തുള്ള സ്ക്വയറിൻ്റെ ഒരെണ്ണം ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് വരിക ഹാഫ് എം സ്ക്വയർ യു സ്ക്വയർ ഡിവൈഡഡ് ബൈ എം പ്ലസ് എം. ഇതാണ് ആൻസർ വരിക. നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ 4 ആണ് ആൻസർ വരിക. ഇവിടെ ഒരു എമ്മും ഇവിടെ ഒരു എമ്മും ഉണ്ട്. ആ 2 എമ്മും കൂടെ ചേർത്ത് എഴുതിയ എം സ്ക്വയർ ആവും. ഞാൻ ആ 2 ചേർത്ത് എഴുതി. ഓപ്ഷനിലെ 2 രണ്ടായിട്ടുള്ളത്. സോ ഓപ്ഷൻ 4 ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത്. The mass and radius of Earth and Moon is m1 and m2. Radius is r1 and r2. Their centers are at a distance of d apart. The minimum speed with which the particle of mass small letter m should be projected from the point of midway between the two centers as it escaped to the infinity will be. നോക്കൂ മക്കളെ, നല്ല ചോദ്യമാണ്. സെക്ഷൻ ബിയിൽ വരുന്ന ചോദ്യമാണ്. നല്ല ക്വസ്റ്റ്യനാണ്, നല്ല കൺസെപ്റ്റാണ്. നോക്കൂ, എർത്ത് ഓഫ് മാസ് എം, മൂൺ ഓഫ് മാസ് m2. ദിസ് ഇസ് m1 ആൻഡ് ദിസ് ഇസ് m2. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് d. അതിൻ്റെ നടുക്ക് അപ്പോൾ ഒരു മാസം എന്നുള്ള ഡിസ്റ്റൻസ് വരെ d/2. അതിൻ്റെ സെൻറ്ററിലോട്ടേക്ക് ഒരു മാസിൻ്റെ എർത്തിൻ്റെ സെൻറ്ററിന് d/2, മൂണിൻ്റെ സെൻറ്ററിന് d/2. ശരിയല്ലേ? അപ്പം നിങ്ങൾ സ്പേസിലാണെന്ന് ചിന്തിക്കുക. സ്പേസിലാണ് നിൽക്കുന്നത്. എർത്തിൻ്റെയും മൂണിൻ്റെയും എക്സാക്ട് മിഡ് പോയിന്റിലാണ് നിൽക്കുന്നത്. അവിടുന്ന് ഈ മാസിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം ടു ദ ഇൻഫിനിറ്റി. എസ്കേപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനിൽ നിന്നും പുറത്ത് കിടക്കണം. അപ്പോൾ ഈ ബ്ലോക്ക് ഈ മാസ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അവിടെ എത്തുമ്പോൾ ഈ മാസ് എർത്ത് എന്നുള്ള ഡിസ്റ്റൻസ് ഇതാണ്, മൂന്നുള്ള ഡിസ്റ്റൻസ് ഇതാണ്. കുറച്ചും കൂടെ മുകളിലെത്തുമ്പോൾ എർത്ത് എന്നുള്ള ഡിസ്റ്റൻസ് ഇതാണ്, മൂന്നുള്ള ഡിസ്റ്റൻസ് ഇതാണ്. കുറച്ചും കൂടെ മുകളിലെത്തുമ്പോൾ എർത്ത് എന്നുള്ള ഡിസ്റ്റൻസ് ഇതാണ്, മൂന്നുള്ള ഡിസ്റ്റൻസ് ഇതാണ്. ദാറ്റ് മീൻസ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് രണ്ട് പ്ലാനറ്റിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും ദൂരോട്ടാണ് പോകുന്നത്. അങ്ങനെ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ അത് കംപ്ലീറ്റ്ലി എസ്കേപ്ഡ് ആയിട്ടുണ്ടാവും. രണ്ടിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ അതിന് കൈനറ്റിക് എനർജിയും 0 ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജിയും 0 ആയിരിക്കും. ഇവിടെ അതായത് രണ്ട് മാസിൻ്റെയും സെൻറ്ററിലുള്ള സ്ഥലത്ത് കൈനറ്റിക്കും ഉണ്ടാവും, പൊട്ടൻഷ്യലും ഉണ്ടാവും. ഇവിടുത്തെ കൈനറ്റിക് വരിക ഹാഫ് എം വി സ്ക്വയർ. നമ്മൾ എത്ര സ്പീഡിലാണ് എറിയുന്നത് അതാണ്. നമ്മൾ എസ്കേപ്പ് വെലോസിറ്റിയിലാണ് എറിയുന്നത്. കാരണം എസ്കേപ്പ് വെലോസിറ്റിയിൽ എറിഞ്ഞാലല്ലേ ഇത് ഇൻഫിനിറ്റിയിൽ എത്തുള്ളൂ. അപ്പോൾ അവിടെ വി എസ്കേപ്പ് ആണ്. പ്ലസ് പൊട്ടൻഷ്യൽ എനർജിൻ്റെ വാല്യൂ നെഗറ്റീവ് വരിക. ഇവിടെ 2 പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ഒന്ന് ഈ മാസും ഈ പ്ലാനറ്റും ഈ പോയിന്റ് മാസും തമ്മിലൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അതേപോലെ ഈ പോയിന്റ് മാസും ഈ മാസും തമ്മിലൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. 2 പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. രണ്ടിൻ്റെയും വാല്യൂ വരിക gm1 m ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് d/2 പ്ലസ് അടുത്ത് വരിക gm1 m ഡിവൈഡഡ് ബൈ d/2. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതുകയാണെങ്കിൽ ഹാഫ് എം വി എസ്കേപ്പ് സ്ക്വയർ ഈസ് മൈനസ് 2gm1 m ഡിവൈഡഡ് ബൈ d പ്ലസ് 2gm2 m ഡിവൈഡഡ് ബൈ d. ആ d/2ൻ്റെ അകത്തുള്ള താഴെയുള്ള 2 ആണ് അടുത്ത് മുകളിലേക്ക് ഇട്ട്. ഇതാണ് താഴെയുള്ള എനർജി വരിക. അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് എനർജി അറ്റ് എ പോയിന്റ്, ടോട്ടൽ എനർജി ഓഫ് ദ ബോഡി ഈസ് ഓൾവേസ് കൺസേർവ്ഡ്. അപ്പോൾ ലോവർ പോയിന്റിലുള്ള ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയിലുള്ള ടോട്ടൽ എനർജി. ഇൻഫിനിറ്റിയിലുള്ള ടോട്ടൽ എനർജി എത്ര? 0. ലോവർ പോയിന്റിലെ എനർജി ഈസ് ഈക്വൽ ടു അപ്പർ പോയിന്റിലുള്ള എനർജി. അപ്പർ പോയിന്റിലുള്ള എനർജി 0 ആണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ടേമിനെടുത്ത് അപ്പുറത്തേക്ക് ഇട്ടാൽ യു വിൽ ഗെറ്റ്, ആ പോയിന്റെടുത്ത് അപ്പുറത്തേക്ക് ഇട്ടാൽ നമുക്ക് കിട്ടും ഹാഫ് എം വി എസ്കേപ്പ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, അപ്പുറത്ത് പോയാൽ അത് പ്ലസ് ആവും, 2gm1 m ഡിവൈഡഡ് ബൈ d പ്ലസ് 2gm2 m ഡിവൈഡഡ് ബൈ d. കോമൺ ടേംസിൽ പുറത്തേക്ക് വെക്കുക. അപ്പോൾ ഹാഫ് എം വി എസ്കേപ്പ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 കോമൺ ആണ്, g കോമൺ ആണ്, സ്മോൾ ലെറ്റർ m കോമൺ ആണ്, ഡിവൈഡഡ് ബൈ d കോമൺ ആണ്. m1 പ്ലസ് m2 ആണ് ബ്രാക്കറ്റിനുള്ളിൽ വരിക. നമുക്കിവിടെ എമ്മും ക്യാൻസൽ ചെയ്യാം. മാസ് ഓഫ് ദ ബോഡി ക്യാൻസൽ ചെയ്യാം. 2 അങ്ങോട്ട് പോകുമ്പോൾ 4 ആവും. സോ വി എസ്കേപ്പ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4g ഡിവൈഡഡ് ബൈ d ഇൻറ്റു m1 പ്ലസ് m2. രണ്ട് സൈഡിൽ റൂട്ട് എടുത്താൽ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു
4ന്റെ റൂട്ട് എടുത്താൽ ഇവിടെ റൂട്ട് എടുക്കണം, ഇവിടെ ഇങ്ങനെ റൂട്ട് എടുക്കണം. 4ന്റെ റൂട്ട് പുറത്തേക്ക് എടുത്താൽ നമുക്ക് 2 കിട്ടും. അപ്പോൾ 2 റൂട്ടിൻ്റെ പുറത്തുണ്ടാവും. റൂട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക G/D m1 plus m2. This will be the answer. 2 into root of G/D m1 plus m2. 2 into root of G/D m1 plus m2. That is option 2 is the correct answer. കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. T1 and D2 are the densities of a liquid at T1 degree Celsius, T2 degree Celsius. The ratio of D1 is divided by D2. Gamma is the coefficient of volume expansion. Volume expansion ആണ് കേട്ടോ, coefficient of volume expansion. അപ്പോൾ നോക്കൂ, density is equal to mass by volume. മാസ് കോൺസ്റ്റന്റ് ആണ്, മാസ് മാറൂല. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് വോള്യത്തിലാണ് ചേഞ്ച് വരിക. വോള്യം എക്സ്പാൻഡ് ചെയ്യും, കംപ്രസ് ചെയ്യും. പക്ഷെ മാസിൽ മാറ്റം ഉണ്ടാവുമോ? ഇല്ല, മാസ് റിമെയിൻ കോൺസ്റ്റന്റ്. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോള്യം. അപ്പോൾ D1/D2 ഡെൻസിറ്റീൻ്റെ റേഷ്യോ ആയ D1/D2 എന്ന് പറയുന്നത് വോള്യത്തിൻ്റെ റേഷ്യോ V2/V1 ആയിരിക്കും. ഇനി വോള്യം അറ്റ് T ഡിഗ്രി സെൽഷ്യസ്, വോള്യം അറ്റ് T ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു, ജനറൽ ഇക്വേഷൻ ആണ്, വോള്യം അറ്റ് T ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു വോള്യം അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 1 പ്ലസ് ഗാമ T. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ഫസ്റ്റ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സെക്കൻഡ് ഇസ് ഈക്വൽ ടു വോള്യം ഓഫ് സെക്കൻഡ് ഡിവൈഡ് ബൈ വോള്യം ഓഫ് ഫസ്റ്റ്, ദാറ്റ് ഇസ് ഈക്വൽ ടു വോള്യം ഓഫ് സെക്കൻഡ് നമുക്ക് ഇങ്ങനെ എഴുതാം, വോള്യം അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 1 പ്ലസ് ഗാമ രണ്ടാമത്തെ ടെമ്പറേച്ചർ T2 ഡിവൈഡഡ് ബൈ, കാരണം നമുക്ക് V2ൻ്റെ ഇക്വേഷൻ ആണിത്. അപ്പോൾ വോള്യം അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഈ ടേമിൻ്റെ ഇവിടെ T2 ആണ് വരിക. താഴെ നമ്മൾ എന്താ വരിക, V1ൻ്റെ ഇക്വേഷൻ ചെയ്യുമ്പോൾ വോള്യം അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് 1 പ്ലസ് ഗാമ ഇവിടെ വരിക T1 ആണ് വരിക. ഓക്കെ, ഇതും ക്യാൻസൽ ആയി പോകും. അപ്പോൾ D1/D2 ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഗാമ T2 ഡിവൈഡ് ബൈ 1 പ്ലസ് ഗാമ T1. 1 പ്ലസ് ഗാമ T2 ബൈ 1 പ്ലസ് ഗാമ T1. ഓപ്ഷൻ 3 ഇസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയോ? Xylem, please conduct one more Great Indian Battle. It will be more helpful. 3 ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലാണ് നമ്മൾ അനൗൺസ് ചെയ്തത്. ഇനി ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ നടത്താൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, നോക്കടാ. എ സബ്സ്റ്റൻസ് ഓഫ് മാസ് m kg required power input P watt to remain in molten state and its melting point. Molten state at its melting point. When the power source is turned off, it is completely solidified in T seconds. അപ്പോൾ നമ്മളൊരു സാധനം ഉണ്ട്, അതിന് നമ്മൾ കണ്ടിന്യൂസ്ലി പവർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പവർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് എന്താവും? മോൾട്ടൺ സ്റ്റേറ്റിൽ നിൽക്കും. ഓക്കെ, when the power source is turned off, the sample is completely solidified within T time. അപ്പോൾ T ടൈം കൊണ്ട് ആ സാമ്പിൾ കംപ്ലീറ്റ്ലി സോളിഫൈഡ് ആവും, പവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ദ സ്പെസിഫിക് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. സ്പെസിഫിക് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു ഫ്യൂസ് കംപ്ലീറ്റ്ലി. ദി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ഡ്യൂറിങ് ഫ്യൂഷൻ. 1 കിലോഗ്രാം ഓഫ് സബ്സ്റ്റൻസ്, 1 കിലോഗ്രാം ഓഫ് സബ്സ്റ്റൻസ് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജി, ദാറ്റ് ഈസ് നത്തിങ് ബട്ട്, നമുക്കിവിടെ T ടൈമിൽ P പവർ ആണ് വേണ്ടത്. സോ പവർ ഈസ് നത്തിങ് ബട്ട് എനർജി ഡിവൈഡഡ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ എനർജി ഈസ് ഈക്വൽ ടു P ഇൻറ്റു T, റൈറ്റ്? എനർജി നമുക്ക് വേണ്ട ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ പെർ മാസ് ആണ്, അതായത് 1 കിലോഗ്രാമിന് വേണ്ട എനർജി. അപ്പം m മാസ് ഉള്ള ഒരു സാധനമാണെങ്കിൽ അതിൻ്റെ ലാറ്റന്റ് ഹീറ്റ് LF ഈസ് ഈക്വൽ ടു P ഇൻറ്റു T ഡിവൈഡഡ് ബൈ m. എനർജി പെർ യൂണിറ്റ് മാസ്, എനർജി ഡിവൈഡഡ് ബൈ മാസ്, P ഇൻറ്റു T ഡിവൈഡ് ബൈ m, PT by m. That is option 3 is the correct answer. Okay, 40, option 3. 41. When an ideal gas in a cylinder was compressed isothermally, isothermal expansion or isothermal compression ആണെങ്കിൽ there should be a heat exchange between system and surrounding. ഇവിടെ ഐസോതെർമൽ ആണ്, അപ്പോൾ സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ട്. അഡിയബാറ്റിക് ആണെങ്കിൽ സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, the work done in the gas is found to be 1.5 into 10 raised to 4 joule. During this process, 3.6 into 10 raised to 3 calorie heat is flowed into the gas. ഓക്കെ, നോക്കൂ മക്കളെ, എക്സ്പാൻഷൻ ആവുന്ന സമയത്ത് സറൗണ്ടിങ്ങിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും, കംപ്രഷൻ ആവുന്ന സമയത്ത് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യും. അപ്പോൾ ഓപ്ഷൻ വരേണ്ടത് നോക്കൂ, ഇത് കംപ്രഷൻ ആണ്. കംപ്രഷൻ ആണെങ്കിൽ
ഹീറ്റ് മസ്റ്റ് ബി ഫ്ലോഡ് ഔട്ട് ഫ്രം ദി ഗ്യാസ് നിന്ന് പുറത്തേക്ക് പോകണം. എക്സ്പാൻഷൻ ആണെങ്കിൽ ഗ്യാസിലേക്ക് ഹീറ്റ് അബ്സോർബ്ഡ് ആവും. കംപ്രഷൻ ആകുമ്പോൾ ഗ്യാസ് ഹീറ്റിൽ നിന്ന് പുറത്തേക്ക് ഗ്യാസിൽ നിന്ന് ഹീറ്റ് എനർജി പുറത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ്റെ അകത്ത് ഔട്ട് ഫ്രം ദി ഗ്യാസ് എന്നാണ് വേണ്ടത്. ഇനി നമ്മൾ വാല്യൂ ചെക്ക് ചെയ്യേണ്ടത്. വാല്യൂ നിങ്ങൾ നോക്കൂ, ഇവിടെ എല്ലാം കലോറിയിലാണ് ഓപ്ഷൻസ് തന്നത്, എല്ലാം കലോറിയിലാണ് ഫസ്റ്റ്. പക്ഷേ എങ്കിൽ ക്വസ്റ്റിൽ തന്നത് ജൂളിലാണ്. അപ്പോൾ നമ്മൾ ഈ എനർജീനെ ജൂളിൽ നിന്ന് കലോറിയിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റുക? 1.5 × 10⁴ കലോറിയിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, 15 × 10⁻³ ഡിവൈഡഡ് ബൈ 4.2 ചെയ്യാം. 15 × 10⁻³ ഡിവൈഡ് ബൈ 4.2, 15 ഡിവൈഡ് ബൈ 5 ആണെങ്കിൽ കറക്റ്റ് 3 കിട്ടും. അപ്പോൾ 15 ഡിവൈഡ് ബൈ 4.2 ആയതുകൊണ്ട് 3.6 എന്നാണ് വാല്യൂലേക്ക് വരും, ഇൻറ്റു 10⁻³ കലോറി. സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PV plot for two gases during adiabatic process. Adiabatic processന്റെ PV ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു ഗാമയാണ്. ഓർത്ത് വെക്കുക കേട്ടോ. അതെങ്ങനെ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ PV⁻γ ഇസ് എ കോൺസ്റ്റന്റ്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സ്ലോപ്പ് ഓഫ് PV ഗ്രാഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഗാമ. അപ്പോൾ ഇവിടെ നോക്കൂ, രണ്ട് പ്ലോട്ട് ഉണ്ട്. ഒന്ന് പ്ലോട്ട് 1, പ്ലോട്ട് 2. പ്ലോട്ട് 2ന് സ്ലോപ്പ് കൂടുതലാണ്. സോ ഈ ഗ്രാഫിന് സ്ലോപ്പ് കൂടുതലാണ്. ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന ഗ്രാഫിന് സ്ലോപ്പ് കൂടുതലാണ്, 1ന് സ്ലോപ്പ് കുറവാണ്. ഇനി നമുക്ക് താഴെ കൊടുത്ത ഓപ്ഷൻസ് നോക്കാം. ഹീലിയം, നൈട്രജൻ, ഹീലിയം ആർഗൺ, O2 ആൻഡ് N2. നോക്കൂ, അതിൽ ഒന്ന് മോണാറ്റോമിക് ഒന്ന് ഡയാറ്റോമിക്കും ആവുന്ന ഓപ്ഷൻ ആയിരിക്കും വരേണ്ടത്. കാരണം ഗാമ ഡിഫറെൻ്റ് ആവുക മോണോക്കും ഡയോക്കും ആണ്. മോണാറ്റോമിക്കിൻ്റെ ഗാമ ഫോർ മോണോഅറ്റോമിക് ഈസ് ഈക്വൽ ടു 1.66. ഓക്കെ, 5/3 1.6. ഡയാറ്റോമിക്കിന്റെ ഗാമ ഈസ് ഈക്വൽ ടു 7/5, ദാറ്റ് ഈസ് 1.4. ആർക്കാ ഗാമ കൂടുതൽ? ഗാമ ഓഫ് മോണോ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഗാമ ഓഫ് ഡയ. അപ്പോൾ ആർക്കാ ഗാമന്റെ വാല്യൂ കൂടുതൽ? മോണോ അറ്റോമിക് ഗ്യാസിനാണ് ഗാമന്റെ വാല്യൂ കൂടുതൽ. മോണോ അറ്റോമിക്കിന് ഗാമന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ മോണോ അറ്റോമിക്കിന് സ്ലോപ്പ് കൂടുതലായിരിക്കും. സ്ലോപ്പ് കൂടുതലുള്ളത് സെക്കൻഡ് ആണ്. അപ്പോൾ സെക്കൻഡ് ഒരു മോണോ അറ്റോമിക് ഗ്യാസ് ആയിരിക്കും, ഫസ്റ്റ് ഒരു ഡയാറ്റോമിക് ഗ്യാസ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തത് ഡയാറ്റോമിക്കും രണ്ടാമത്തത് മോണോ അറ്റോമിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ തെറ്റാണ്. ഒന്നാമത്തെ ഓപ്ഷനിൽ ആദ്യത്തത് മോണോ അറ്റോമിക്കും രണ്ടാമത്തത് ഡയാറ്റോമിക് എന്നാണ് കൊടുത്തത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ, ആദ്യത്തത് N2 ഡയാറ്റോമിക് ശരിയാണ്, രണ്ടാമത്തത് ഹീലിയം മോണോ അറ്റോമിക് ശരിയാണ്. സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, കിട്ടിയ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. 43 ഈസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. കുറച്ച് ലെങ്തി ആയ നല്ലൊരു ചോദ്യമാണ് 43. നമുക്ക് ചെയ്യാം, കുറച്ച് പേഷ്യൻസോട് കൂടി നിങ്ങൾ ഇരിക്കണം. നല്ലൊരു ചോദ്യമാണ്. 2 particles A and B having equal charge are placed at a distance of D apart. ഇപ്പോൾ 2 ഈക്വൽ ചാർജസ്, ഒന്ന് Q മറ്റേത് Qവും, A B separated by a distance D. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ എടുക്കുകയാണെങ്കിൽ D/2 ഡിസ്റ്റൻസ് സെൻറ്ററിന് ഒരു ചാർജിലേക്കും D/2 ഡിസ്റ്റൻസ് സെൻറ്ററിന് രണ്ടാമത്തെ ചാർജിലേക്കും. എന്തിനാണ് ഞാൻ സെൻറ്റർ എടുത്തതെന്ന് ചോദിച്ചാൽ, എ തേർഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് പ്ലേസ്ഡ് ഓൺ ദി പെർപെൻഡിക്കുലർ ബൈസെക്റ്റിംഗ് ഓർ AB. അതായത് AB-നെ ബൈസെക്റ്റ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ലൈൻ, അതിതല്ലേ? ആ ലൈനിൽ ഒരു തേർഡ് ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. തേർഡ് ചാർജസ് ലെറ്റ് ഇറ്റ് ബി ക്യാപിറ്റൽ Q. തേർഡ് ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദ തേർഡ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് മാക്സിമം ഫോഴ്സ് വെൻ. അപ്പോൾ നോക്കൂ, സെൻറ്ററിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മുകളിലാണ് ആ ചാർജ് പാർട്ടിക്കിളിനെ പ്ലേസ് ചെയ്ത്, ഞാനിപ്പോൾ അത് X എന്ന് എഴുതിയത്. ആ Xൻ്റെ വാല്യൂ ഓപ്ഷനിൽ കൊടുത്ത ഏത് വാല്യൂക്ക് സിമിലർ ആയാലാണ് ഫോഴ്സ് മാക്സിമം ആവുക. അപ്പോൾ ആദ്യം നമ്മൾ ഫോഴ്സ് നോക്കണം. ഫോഴ്സ് റിപ്പൽസീവ് ഫോഴ്സ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. റിപ്പൽസീവ് ഫോഴ്സ് ആണ്. ഒരു ഫോഴ്സ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും, കാരണം രണ്ടും പോസിറ്റീവ് ചാർജ് അല്ലേ. ഈ ഡിസ്റ്റൻസ് നമുക്ക് എഴുതാം, റിപ്പൽസീവ് ഫോഴ്സ് ആണ്. ഓക്കെ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ വരച്ച ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. അപ്പോൾ ഈ ഫോഴ്സ് F ആണെങ്കിൽ ഇത് Fൻ്റെ കോസ് കോമ്പണൻ്റ് ആണ്, കോസ് തീറ്റ. അതേപോലെ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഇതും കോസ് കോമ്പണൻ്റ് ആണ്, കോസ് തീറ്റ. ഇനി ഈ ഫോഴ്സിൻ്റെ മുകളിലേക്ക് ഒരു കോമ്പണൻ്റ് ഉണ്ടാവും, ദാറ്റ് ഇസ് സൈൻ തീറ്റ. മുകളിലേക്ക് ഒരു കോമ്പണൻ്റ് ഉണ്ടാവും, സൈൻ തീറ്റ. അപ്പോൾ ഇത് മുകളിലേക്കുള്ള നെറ്റ് ഫോഴ്സ് 2F സൈൻ തീറ്റ.
മുകളിലേക്കുള്ള നെറ്റ് ഫോഴ്സ് 2f sin theta. കോസ് കോമ്പണന്റ് ഓഫ് ഫോഴ്സ് ക്യാൻസൽ ആയി പോകും, റൈറ്റ്? ഇനി ഈ ഡിസ്റ്റൻസ് എത്ര വരിക? ഈ ഡിസ്റ്റൻസ് എത്ര വരിക? ആ ഡിസ്റ്റൻസിന്റെ വാല്യൂ വരിക റൂട്ട് ഓഫ്, അത് ഹൈപ്പോട്ടിനസ് ആണ്, റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ, ബേസ് d/2 ആണ്, d/2 സ്ക്വയർ ചെയ്താൽ d²/4 പ്ലസ് ഹൈറ്റ് സ്ക്വയർ, ഹൈറ്റ് ഇസ് എക്സ്, അപ്പോൾ എക്സിനെ സ്ക്വയർ ചെയ്യാം. ഓക്കെ, d²/4 പ്ലസ് എക്സ് സ്ക്വയർ, അതാണ് ഡിസ്റ്റൻസ് വരിക. ഇനി അതിൻ്റെ അകത്ത് സൈൻ തീറ്റ എന്താ വരിക? സൈൻ തീറ്റ ഇതല്ലേ തീറ്റ ഇതാണെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്, ഓപ്പോസിറ്റ് എക്സ് വരും, ഹൈപ്പോട്ടിനസ് റൂട്ട് ഓഫ് d²/4 പ്ലസ് എക്സ് സ്ക്വയർ വരും, റൈറ്റ്? ഇനി നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ നോക്കാം. ഈ രണ്ട് ചാർജ് പാർട്ടിക്കിൾ തമ്മിലുള്ള ഫോഴ്സ് നോക്കൂ, പേഷ്യൻസോട് കൂടി ഇരിക്കണേ, നന്നായി ശ്രദ്ധിക്കണേ. ഈ രണ്ട് ചാർജ് പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 ഞാൻ കെ എന്നെടുത്തു, കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ സ്ക്വയർ ചെയ്താൽ d²/4 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1. ഓക്കെ, അവിടെ ഓൾറെഡി റൂട്ട് ഉണ്ട്, ആ റൂട്ടിനെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് ആ റൂട്ട് ക്യാൻസലായി. അപ്പോൾ അവിടെ ഒന്നുമില്ല, ഞാൻ 1 എഴുതി വെക്കുന്നതിന് റീസൺ ഉണ്ടായി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫോഴ്സ് വാല്യൂ കിട്ടി. ഇനി ഇവിടെ ഉള്ള ഫീൽ ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്ര? 2f സൈൻ തീറ്റ അല്ലേ? അപ്പം നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു, നോക്കൂ, നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫിൻ്റെ വാല്യൂ എത്ര വരുന്നത് നമുക്ക്? കെ ക്യൂ ബൈ ഡിസ്റ്റൻസ് ഈസ് d²/4 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1 ഇൻറ്റു സൈൻ തീറ്റ, 2f സൈൻ തീറ്റ. സൈൻ തീറ്റൻ്റെ വാല്യൂ എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് d²/4 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ സൈൻ തീറ്റൻ്റെ വാല്യൂ നമുക്ക് എഴുതാം എക്സ് ഡിവൈഡഡ് ബൈ റൂട്ടിന് പകരം ഞാൻ d²/4 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 എഴുതി. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സംതിങ് റേസ് ടു 1 ഇൻറ്റു ദാറ്റ് സെയിം തിങ് റേസ് ടു 1/2. എക്സ് റേസ് ടു 1 ഇൻറ്റു എക്സ് റേസ് ടു 1/2 is equal to എക്സ് റേസ് ടു 3/2. അപ്പോൾ എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു 2k ക്യൂ ഡിവൈഡഡ് ബൈ d²/4 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ഇൻറ്റു എക്സ് വരും. ഇതാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ വരിക. പക്ഷെ നമുക്ക് ഫോഴ്സ് അല്ല കണ്ടുപിടിക്കേണ്ടത്, ഇനി അങ്ങോട്ടേക്കാണ് നന്നായി ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ വരിക. ഫോഴ്സ് അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഫോഴ്സ് മാക്സിമം ആവുന്നുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് കുറച്ച് മാത്തമാറ്റിക്സ് യൂസ് ചെയ്യണം. ഫോഴ്സ് അല്ല, ഫോഴ്സ് മാക്സിമം ആവുന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് മാക്സിമം ആവുന്ന സമയത്ത് വെൻ എഫ് നെറ്റ് ഈസ് മാക്സിമം, എഫ് നെറ്റിൻ്റെ ഡെറിവേറ്റീവ് df നെറ്റ് ഡിവൈഡഡ് ബൈ dx ഷുഡ് ബി 0. ഇപ്പം നെറ്റ് ഫോഴ്സ് മാക്സിമം ആവുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് 0 ആവുമ്പോഴാണ്. എ ഫംഗ്ഷൻ വിൽ ബി മാക്സിമം വെൻ ഇറ്റ് ഇസ് ഡെറിവേറ്റീവ് ബിക്കംസ് 0. ഓക്കെ, തൽക്കാലം നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. നെറ്റ് ഫോഴ്സ് മാക്സിമം ആണെങ്കിൽ നെറ്റ് ഫോഴ്സിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം, റൈറ്റ്? അപ്പോൾ നെറ്റ് ഫോഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവിടെയാണ് നിങ്ങൾക്ക് ലേശം മാത്തമാറ്റിക്സ് യൂസ് ചെയ്യേണ്ടി വരിക. പക്ഷേ കുഴപ്പമില്ല, ലേശം ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ഇതിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നെറ്റ് ഫോഴ്സ് മാക്സിമം ആകുമ്പോൾ ഇതിന് ഡെറിവേറ്റീവ് 0 ആവണം. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുക, ഡെറിവേറ്റീവ് 0 ആവണം. ഡെറിവേറ്റീവ് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റന്റുകളൊക്കെ പുറത്തേക്ക് വെക്കുക, കെ ക്യൂ. ബാക്കിയുള്ള ആളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, d/dx ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ d²/4 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ 0 കിട്ടണം. അപ്പോൾ ഈ ടേം ഇല്ലേ, ഈ ടേം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ അത് 0നെ എടുത്ത് ചെയ്യുന്ന സമയത്ത് അത് 0 ആയിപ്പോവും, അത് ക്യാൻസലായി, അത് നിങ്ങൾ നോക്കണ്ട. ദെൻ നെക്സ്റ്റ് 0 ഈസ് ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ കോഷ്യൻ്റ് റൂൾ യൂസ് ചെയ്യണം, ഡിവിഷൻ റൂൾ യൂസ് ചെയ്യണം. എന്താ ഡിവിഷൻ റൂൾ ഇടാ? ഡിവിഷൻ റൂള് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഐ റിപ്പീറ്റ്, നോക്കാം. കോഷ്യൻ്റ് റൂൾ എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ എന്താ വരുന്നത്? d²/4 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഓക്കെ, ഇവിടെ എഴുതിയാൽ ഇത് തികയൂല, നമുക്ക് അടുത്ത ഷീറ്റിൽ എടുക്കാം. ഓക്കെ, ലിസൺ നോക്കടാ. 0 ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ എന്താ? d²/4 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2
ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ എക്സ് ആണ്, എക്സിനെ ഡെറിവേറ്റ് ചെയ്താൽ 1 ആയി കിട്ടുക. അപ്പോൾ ഇൻറ്റു 1 ആണ്, ഞാൻ എഴുതുന്നില്ല. മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. അപ്പോൾ ഡിനോമിനേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചെയിൻ റൂൾ യൂസ് ചെയ്യണം. ഇവിടെ എക്സ് റേസ് ടു 3/2 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് റേസ് ടു എൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എൻ ഇൻറ്റു എക്സ് റേസ് ടു n-1 അല്ലേ? അതുപോലെ തന്നെ ഇതാ ഈ ബ്രാക്കറ്റിലുള്ള സാധനം റേസ് ടു 3/2 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആദ്യം 3/2 വരും, പിന്നെ ആ ബ്രാക്കറ്റിലുള്ള സാധനം വരും d²/4 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു n-1 പവർ 3/2 -1. 3/2 -1 ചെയ്താൽ നമുക്ക് കിട്ടുക 1/2, റൈറ്റ്? ഓക്കെ. ഇൻറ്റു ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കൂ, ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ d²/4 ഉണ്ട്, അത് കോൺസ്റ്റന്റ് ആണ്, അതിനെ ഡിറൈവ് ചെയ്താൽ 0. പിന്നെ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x വരും, 2x. അപ്പോൾ ഈ 2ഉം വെട്ടിപ്പോവും. ഈ 3x ഇവിടെയുള്ള എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 3x² ആവും. അപ്പോൾ 0. ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ ഇതിൻ്റെ ആൾ വരാണ്ട്. ഡിനോമിനേറ്ററിൽ ആരാ വരിക? ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ എന്താണോ ഉള്ളത് അതിൻ്റെ സ്ക്വയർ വരും. പക്ഷേ അത് എഴുതേണ്ട ആവശ്യമില്ല, കാരണം അത് 0 ആയി പോവും. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. d²/4 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ഹോൾ റേസ് ടു 2. ഈ ടേമില്ലേ, ഞാൻ ഇപ്പോൾ എഴുതിയ ഈ ടേമിനെ അങ്ങനെ തന്നെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവാം, ഇക്വേഷൻ്റെ LHSലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ അവിടെ 0 ആണ്, 0നോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയിപ്പോളും. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു d²/4 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2 മൈനസ് d²/4 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു 3x². അതേതാ 3x²? ഇവിടെയുള്ള 3x ഇവിടെ ഉണ്ടായിരുന്ന എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 3x². ഇനി ഈ ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ അത് 0ൻ്റെ ഇപ്പുറം വരുമ്പോൾ മൈനസ് ഉള്ളത് പ്ലസ് ആവും. അപ്പോൾ d²/4 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ഈസ് ഈക്വൽ ടു d²/4 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഓക്കെ, ഇവിടെ ഒരു ഈ ടേം ഇപ്പുറത്തേക്ക് ഇവിടെ ഒരു 3x² കൂടെ അല്ലേ? 3x² ഇൻറ്റു d²/4 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1/2, റൈറ്റ്? ഇനി ഈ ടേമിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ഡിനോമിനേറ്ററിലാണ് വരിക. ഈ ടേം താഴത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് ഡിനോമിനേറ്ററിലാണ് വരിക. തിരിച്ച് അതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പവർ നെഗറ്റീവ് ആവും. ഈ പവർ നെഗറ്റീവ് ആയി കഴിഞ്ഞ് ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 3x² ഇസ് ഈക്വൽ ടു അപ്പുറത്തെ ടേമിൽ ആദ്യം ആരാളുള്ളത്? d²/4 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഇനി ഈ ടേം അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പവർ ഇത് ഡിനോമിനേറ്ററിലാണ് വരിക. ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ ഈ പവർ നെഗറ്റീവ് ആവും. ദാറ്റ് ഈസ് d²/4 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു -1/2. അപ്പോൾ നോക്കൂ, ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് എങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? 3/2 പ്ലസ് മൈനസ് ഓഫ് 1/2. അപ്പോൾ 3/2 1/2 പോയാൽ 3/2 അര പോയാൽ എന്തായി? 3 1/2 അര പോയാൽ എന്തായി? 3/2 - 1/2 1 ആയി. അപ്പോൾ 3x² ഇസ് ഈക്വൽ ടു d²/4 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1. ഇനി ഈ x² അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 3x² മൈനസ് x² ഇസ് ഈക്വൽ ടു d²/4. 3x² മൈനസ് x², 2x². 2x² ഇസ് ഈക്വൽ ടു d². അപ്പോൾ x² ഇസ് ഈക്വൽ ടു d²/2. അപ്പോൾ x ഇസ് ഈക്വൽ ടു d/√2. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? ഇത്രയും ലെങ്ത് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മേ ബി വന്നാലും അത് 1-2 ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, നമ്മളിവിടെ ചെയ്തതിൽ മാറ്റമൊന്നുമില്ലല്ലോ. ഇവിടെ ഒരു /4 ഉണ്ട് അല്ലേ? d²/4 ഇല്ലായിരുന്നോ? ഓക്കെ. ഇവിടെ ഒരു ഓക്കെ ഫൈനൽ സ്റ്റെപ്പിൽ നോക്കൂ. ഇവിടെ d²/4 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 2 അങ്ങോട്ടേക്ക് പോകുമ്പോൾ x² ഇസ് ഈക്വൽ ടു d²/8 വരിക. അപ്പോൾ x ഇസ് ഈക്വൽ ടു √d²/8 വരും. അപ്പോൾ x ഇസ് ഈക്വൽ ടു d/2√2 വരും. 8ന്റെ റൂട്ട് എടുത്താൽ 2√2 ആണ് വരിക. ഓക്കെ, x is equal to d divided by 2√2. ഇതൊന്നും എക്സാമിനേഷൻ ഹാളിൽ ഇരുന്ന് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ അല്ല. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ആയാലേ ഇത് എക്സാമിനേഷൻ ഹാളിൽ 1 മിനിറ്റിന് താഴെ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആൻസർ ഇസ് ഓപ്ഷൻ x is equal to d divided by 2√2. ആൻസർ ഇസ് ഈക്വൽ ടു ഓപ്ഷൻ 4. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 44.
A small sphere of mass m and charge q is hanged on a silk thread at an angle of theta with the surface of vertical charged conducting plate. Then the net force on the sphere, then the equilibrium of the sphere, the surface charge density of the plate is. നോക്കൂ ഒന്നുമില്ല മക്കളെ, ഒരു വെർട്ടിക്കൽ ചാർജ്ഡ് പ്ലേറ്റ്. ലിസൺ, ഒരു വെർട്ടിക്കൽ ചാർജ്ഡ് പ്ലേറ്റ്, ചാർജ് പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചു. ഒരു ത്രെഡ് കൊണ്ട് ഒരു ചാർജ്ഡ് സ്ഫിയർ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ നിൽക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും അത് നിൽക്കേണ്ടത് എങ്ങനെ തൂക്കിയിട്ടാണ്, അങ്ങനെയാണ് നിൽക്കേണ്ടത്. പക്ഷെ അങ്ങനെ നിൽക്കൂല. ഈ സ്ഫിയറും ചാർജ്ഡ് ആണ്, പോസിറ്റീവ് ചാർജ്. അപ്പോൾ റിപ്പൽസീവ് ഫോഴ്സ് കാരണം കുറച്ച് അകന്ന് നിൽക്കും അറ്റ് ആൻ ആംഗിൾ ഓഫ് തീറ്റ. അപ്പോൾ ഇവിടെ ഈ ചാർജ്ഡ് കണ്ടക്ടിങ് പ്ലേറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും, റിപ്പൽസീവ് ഫോഴ്സ്. റിപ്പൽസീവ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ക്യു ഇ. ഇതിന്റെ വെയിറ്റ് താഴത്തേക്ക് ആക്ട് ചെയ്യപ്പെടും എം ജി. ടെൻഷൻ മുകളിലേക്ക്. ടെൻഷൻ ഞങ്ങൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ദിസ് ഇസ് തീറ്റ. ടെൻഷൻ ഇസ് ഈക്വൽ ടു ടി കോസ് തീറ്റ മുകളിലേക്ക് ടി സൈൻ തീറ്റ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ടി സൈൻ തീറ്റ. ഈ സാധനം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള ടി കോസ് തീറ്റയും താഴത്തേക്കുള്ള എം ജിയും ക്യാൻസൽ ആയി പോകും. സിമിലർലി സൈഡിലേക്കുള്ള ക്യു ഇയും ഇങ്ങോട്ടേക്കുള്ള ടി സൈൻ തീറ്റയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ക്യു ഇ ഈസ് ഈക്വൽ ടു ടി സൈൻ തീറ്റ. അപ്പുറത്ത് വരിക എം ജി ഈസ് ഈക്വൽ ടു ടി കോസ് തീറ്റ. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ടി ടി കട്ടാവും. ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഇവിടെ എം ജി ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു എം ജി എപ്സിലോൺ 0 ടാൻ തീറ്റ. ക്യൂ താഴത്തേക്ക് വരും, ഡിവൈഡഡ് ബൈ ക്യൂ. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു എം ജി എപ്സിലോൺ 0 ടാൻ തീറ്റ ഡിവൈഡ് ബൈ ക്യൂ. എം ജി എപ്സിലോൺ 0 ടാൻ തീറ്റ ഡിവൈഡ് ബൈ ക്യൂ. mg epsilon 0 tan theta divided by q. Epsilon 0 mg divided by q into tan theta. That is option A is the correct answer. 44 is option A. Next is 45. നോക്കൂ, ഒരു ക്യൂബിന്റെ, ലിസൺ, ഒരു ക്യൂബിന്റെ എല്ലാ കോർണറിലും ചാർജ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഒരു ക്യൂബിന്റെ എല്ലാ കോർണറിലും ചാർജ് വെച്ചിട്ടുണ്ട്. സെന്ററിൽ മറ്റൊരു ചാർജും വെച്ചിട്ടുണ്ട്, മൈനസ് ക്യൂ. എല്ലാ കോർണറിലും വെച്ച ചാർജ് പ്ലസ് ക്യൂ ആണ്. ക്യൂബിന് എത്ര കോർണർ ഉണ്ട്? 8 കോർണർ ഉണ്ട്. അപ്പോൾ അവിടെ 8 പെയർ ഓഫ് ചാർജ് ഉണ്ടാവും. ദാറ്റ് മീൻസ് സെന്ററിലുള്ള ചാർജും ഒരു കോർണറിലുള്ള ചാർജും ഒരു പെയർ, സെന്ററിലുള്ള ചാർജും മറ്റൊരു കോർണറിലുള്ള ചാർജും രണ്ടായി, സെന്ററിലുള്ള ചാർജും വേറൊരു കോർണറിലുള്ള ചാർജും, സെന്ററിലുള്ള ചാർജും മറ്റൊരു കോർണറിലുള്ള ചാർജും, അങ്ങനെ 8 കോർണറിലുള്ള ചാർജുമായിട്ട് സെന്ററിലുള്ള ചാർജ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാക്കും. അപ്പം നെറ്റ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു കോർണറിലുള്ള ചാർജും സെൻറ്ററിലുള്ള ചാർജും നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ 8 ടൈംസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 1/4 π എപ്സിലോൺ 0 Q1 Q2 by R. അപ്പോൾ 1/4 π എപ്സിലോൺ 0 Q1 Q2 ആകുമ്പോൾ Q സ്ക്വയർ ആവും. ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ആയതുകൊണ്ട് പുറത്തൊരു മൈനസ് ഉണ്ടാവും. ഡിവൈഡഡ് ബൈ R. R എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോർണറിന് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. അത് എത്ര വരിക? ഡയഗണലിൻ്റെ ഹാഫ്. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഒരു കോർണർ ടു അടുത്ത കോർണർ അല്ലേ? അപ്പോൾ കോർണറിന് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഡയഗണലിൻ്റെ ഹാഫ്. ഡയഗണൽ എന്ന് പറഞ്ഞാൽ √3 ടൈംസ് ഓഫ് സൈഡ് ലെങ്ത് ആണ്. അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ താഴെ 2 വരും. ഈ 2ഉം ഈ 4ഉം കട്ടാവും. അപ്പോൾ മൈനസ് ഓഫ് 1/2 π എപ്സിലോൺ 0 Q സ്ക്വയർ ഡിവൈഡ് ബൈ √3 ടൈംസ് ഓഫ് B. ഇത് സെൻറ്ററിൽ വെച്ച ചാർജും വൺ ഓഫ് ദ കോർണറിലുള്ള ചാർജും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. അങ്ങനെ 8 കോർണർ ഉണ്ടാവും. അപ്പോൾ ഇതിന് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതും ക്യാൻസൽ ചെയ്യുക. മുകളിലുള്ള 8ഉം താഴെയുള്ള 2ഉം ക്യാൻസൽ ചെയ്യുക. അപ്പോൾ മൈനസ് ഓഫ് 4 Q സ്ക്വയർ ഡിവൈഡഡ് ബൈ π എപ്സിലോൺ 0 √3 B. മൈനസ് 4 Q സ്ക്വയർ ഡിവൈഡ് ബൈ √3 π എപ്സിലോൺ 0 ഇൻറ്റു B. ദാറ്റ് ഇസ് ഓപ്ഷൻ 3 ഇസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ലോങ് സ്ട്രെയിറ്റ് വയർ ഓഫ് റേഡിയസ് A carrying steady current of I. The current is uniformly distributed across its cross section. The ratio of magnetic field at a distance of A/2 and 2A is. നോക്കടാ, സ്ട്രെയിറ്റ് വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ലൈക്ക് എ സിലിണ്ടർ. സിലിണ്ടറിന്റെ ആക്സിസിൽ നിന്നും സിലിണ്ടറിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് എടുക്കുകയാണ് അറ്റ് എ ഡിസ്റ്റൻസ് R. അങ്ങനെയെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് വരിക μ0 I/2 π R. μ0 I R ഡിവൈഡഡ് ബൈ 2 π ക്യാപിറ്റൽ R സ്ക്വയർ. R എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ റേഡിയസ്. ഇനി പുറത്തുള്ളൊരു പോയിന്റ് എടുക്കുകയാണ്, ആക്സിസിന് R ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പുറത്തുള്ളൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 2 π ആ പുറത്തേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മോട് ചോദിച്ചിരിക്കുന്നത് എ ലോങ് സ്ട്രെയിറ്റ് വയർ ഓഫ് റേഡിയസ് A. ആ വയറിന്റെ റേഡിയസ് A ആണ്. എന്നിട്ട് 2 സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് A/2 ആൻഡ് 2A. A/2 എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ അകത്താണ്. കാരണം സിലിണ്ടറിന്റെ റേഡിയസ് എത്ര? സിലിണ്ടറിന്റെ റേഡിയസ് A ആണ്.
നമുക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ പോയിന്റ് ഏതാ? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് A/2. A/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിന്റെ അകത്തുള്ള പോയിന്റ് ആണ്. സിലിണ്ടറിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് μ0I ഇൻറ്റു അകത്തുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് A/2 ഡിവൈഡഡ് ബൈ 2π റേഡിയസ് സ്ക്വയർ. റേഡിയസ് എ ആണ്, എന്റെ സ്ക്വയർ. അപ്പോൾ എയും കട്ടാവും. ഒരു എ സ്ക്വയറിന് ഒരു എയും മുകളിലുള്ള എയും കട്ടാവും. അപ്പോൾ μ0I ഡിവൈഡഡ് ബൈ 4πa. ഇതാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അകത്തുള്ള പോയിന്റ് B1. പുറത്തുള്ള പോയിന്റ് B2. B2ന്റെ മാഗ്നറ്റിക് ഫീൽഡ് വരിക μ0I ഡിവൈഡഡ് ബൈ 2π. പുറത്തേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? 2a. അപ്പോൾ 2 × 2 4. അപ്പോൾ B2 ഈസ് ഈക്വൽ ടു μ0I ബൈ 4πa. അപ്പോൾ അകത്തുള്ള പോയിന്റിലുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂവും പുറത്തുള്ള പോയിന്റിലേക്കുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂം സെയിം ആണ്. ബോത്ത് ആർ μ0I ബൈ 4πa. സോ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും സെയിം ആണെങ്കിൽ റേഷ്യോ വിൽ ബി 1:1. ദാറ്റ് ഇസ് റേഷ്യോ ഈസ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദാറ്റ്? നോക്കൂ, ഇതൊരു കണ്ടക്റ്റിംഗ് വയറാണ്. ഈ കണ്ടക്റ്റിംഗ് വയറിന് അറ്റത്തൊരു ബോബുണ്ട്. ഇത് ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വിട്ട് കഴിഞ്ഞാൽ അത് താഴത്തേക്ക് ഇങ്ങനെ വീഴും. താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് കൂടും. ഇതിൻ്റെ മാക്സിമം സ്പീഡ് ഉണ്ടാവുക മീൻ പൊസിഷനിലാണ്. ഓക്കെ, ഇവിടൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ആ വയർ നീങ്ങുന്നത് മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ കൂടാണ്. മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ കൂടെ നീങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ മോഷണൽ EMF ഉണ്ടാവും. മോഷണൽ EMF ഇസ് ഈക്വൽ ടു BLV. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻഡ്യൂസ്ഡ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് EMF. മാക്സിമം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് Vmax ആണ്. അപ്പോൾ ആദ്യം Vmax കണ്ടുപിടിക്കണം. Vmax കണ്ടുപിടിക്കാൻ നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്യണം. സോ ഇവിടെ H ഹൈറ്റിലുള്ള ബോബിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും mgh. അത് താഴെ എത്തുമ്പോൾ ആ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറി ½mVmax². ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്താൽ ½mVmax² ഈസ് ഈക്വൽ ടു mgh. എമ്മും കട്ടാവും. അപ്പോൾ Vmax² ഇസ് ഈക്വൽ ടു 2gh. അപ്പോൾ Vmax² കണ്ടുപിടിക്കണമെങ്കിൽ എച്ചിനൊരു ഇക്വേഷൻ വേണം. അപ്പോൾ എച്ചിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആണ്. ഇത് കണ്ടുപിടിക്കാൻ നമ്മളൊരു എളുപ്പവഴിയുണ്ട്. ഇത് റോഡിൻ്റെ ലെങ്ത് ആണ്. റോഡല്ല, ആ പെൻഡുലമുള്ള ബോബിൻ്റെ ലെങ്ത് ആണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തത് L. ഈ ഡിസ്റ്റൻസിന് ഞാൻ X എന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ H യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് H ഇസ് ഈക്വൽ ടു, H എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് അല്ലേ, ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? L-ൽ നിന്നും X സബ്ട്രാക്ട് ചെയ്താൽ പോരെ. സോ H ഇസ് ഈക്വൽ ടു L മൈനസ് എക്സ്. H ഇസ് ഈക്വൽ ടു L മൈനസ് എക്സ്. ഫ്രം ദിസ് ട്രയാങ്കിൾ, ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് ഫ്രം ദിസ് ട്രയാങ്കിൾ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് X ഡിവൈഡഡ് ബൈ L. അങ്ങനെയാണെങ്കിൽ X ഇസ് ഈക്വൽ ടു L കോസ് തീറ്റ. L കോസ് തീറ്റ ഇസ് ഈക്വൽ ടു X. അപ്പോൾ എക്സിന് പകരം L കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ H ഇസ് ഈക്വൽ ടു L മൈനസ് എക്സ് കോസ് തീറ്റ. L മൈനസ് എക്സിന് പകരം L കോസ് തീറ്റ. അപ്പോൾ H ഇസ് ഈക്വൽ ടു L ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. H ഇസ് ഈക്വൽ ടു L ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ദാറ്റ് ഇസ് H ഇസ് ഈക്വൽ ടു L ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. 1 മൈനസ് കോസ് തീറ്റൻ്റെ എക്സ്പാൻഷൻ ആണ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. സോ 1 മൈനസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. സോ L ഇൻറ്റു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. അപ്പോൾ എച്ചിൻ്റെ ഒരു വാല്യൂ ആയി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? V² ഈസ് ഈക്വൽ ടു 2g. എച്ചിന് പകരം L ഇൻറ്റു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഈ 2 2 കൂടെ 4 ആവും. സോ V² ഈസ് ഈക്വൽ ടു 4gL സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇത് വീൻ്റെ ഇക്വേഷനാണ്, V²ൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ വീൻ്റെ ഇക്വേഷൻ നമുക്ക് എന്താ വരിക? അതിനെ റൂട്ട് എടുക്കണം. അതിനെ റൂട്ട് എടുത്താൽ V ഈസ് ഈക്വൽ ടു അതിനെ റൂട്ട് എടുത്താൽ ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്ത ഇക്വേഷന് റൂട്ട് എടുത്താൽ 4ന് റൂട്ട് ഉണ്ട് 2 ആവും. 2 GL-ന് റൂട്ടില്ല, അതുകൊണ്ട് അതിനെ റൂട്ട് ഇട്ട് കൊടുക്കുക. സൈൻ സ്ക്വയർ തീറ്റ ബൈ 2ന് റൂട്ട് എടുത്താൽ സൈൻ തീറ്റ ബൈ 2 വരും. അപ്പോൾ വെലോസിറ്റി ആയി. ഇനി നമുക്ക് മോഷണൽ EMF-ൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മോഷണൽ EMF ഈസ് ഈക്വൽ ടു BLV. അപ്പോൾ മോഷണൽ EMF ഇസ് ഈക്വൽ ടു B ഇൻറ്റു L ഇൻറ്റു V. എന്താടാ? 2 ഇൻറ്റു റൂട്ട് ഓഫ് GL സൈൻ തീറ്റ ബൈ 2. അപ്പോൾ മോഷണൽ EMF ഇസ് ഈക്വൽ ടു 2BL സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് GL. ഈ റൂട്ട് ഓഫ് GL-നെ ഓപ്ഷൻ്റെ അകത്ത് GL റേസ് ടു 1/2 എന്ന് എഴുതി. അപ്പോൾ നോക്കൂ, നമ്മളെ ആൻസർ വരിക 2BL സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് GL. 2BL സൈൻ തീറ്റ ബൈ 2 റൂട്ട് ഓഫ് GL. റൂട്ട് ഓഫ് GL-ന് പകരമാണ് അവർ GL റേസ് ടു 1/2 എന്ന് എഴുതിയത്. ദാറ്റ് ഇസ് ഓപ്ഷൻ 1 ഇസ് ദ കറക്റ്റ് ആൻസർ.
Okay, very good. 48. നോക്കടാ. Glass has a refractive index of mu with respect to air. The critical angle for a ray of light going from a ray of light mu with respect to air. A critical angle for a ray of light is going from glass to air. അപ്പോൾ നോക്കൂ, ഗ്ലാസ് ടു എയർ പോകുന്ന സമയത്തുള്ള ക്രിട്ടിക്കൽ ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു 1/μ എന്ന് എഴുതാം. ബിക്കോസ് സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ ഇസ് ഈക്വൽ ടു 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അടുത്ത സ്റ്റെപ്പിൽ അവർ പറയുന്നു എ റേ ഓഫ് ലൈറ്റ് ഇസ് ഇൻസിഡന്റ് ഫ്രം എയർ ടു ഗ്ലാസ്. എയർന്ന് ഗ്ലാസ്സിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്നു. എയർ ടു ഗ്ലാസ്. ഇത് തീറ്റ ആംഗിളാണ് ഇൻസിഡന്റ് ചെയ്യുന്നത്. അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണെന്ന് ആലോചിച്ച് കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. സോ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സൈൻ തീറ്റയ്ക്ക് വരെ 1/μ യൂസ് ചെയ്യാം. അപ്പോൾ സൈൻ തീറ്റയ്ക്ക് വരെ 1/μ യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് 1/μ ഇൻറ്റു 1/sin r ഇസ് ഈക്വൽ ടു മ്യൂ. ഈ മ്യൂ അങ്ങോട്ട് പോയാൽ മ്യൂ സ്ക്വയർ ആവും. സോ 1/sin r ഇസ് ഈക്വൽ ടു മ്യൂ സ്ക്വയർ. അപ്പോൾ സൈൻ ആർ 1/μ സ്ക്വയർ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/μ square is equal to r. Sin inverse of 1/μ square is equal to r. That is option 4 is the correct answer. Okay, next. In a Young's double slit experiment, beta be the fringe width. Let I0 is the intensity at central bright fringe. Central bright fringe ന്റെ intensity I ആണ്. ഇതിപ്പോൾ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി I ആണ്. I0 എന്ന് വിചാരിച്ചോ. അങ്ങനെയെങ്കിൽ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ എക്സ് ഡിസ്റ്റൻസ് മുകളിലുള്ള ഈ പോയിന്റിന്റെ ഇന്റൻസിറ്റി എത്രയാണ്? ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഇസ് ഈക്വൽ ടു I0 cos സ്ക്വയർ θ/2. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് വേവ് ഓപ്റ്റിക്സിൽ, നിങ്ങൾക്ക് അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ആണ്, ഫൈ എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ആണ്. അത് കണ്ടുപിടിക്കണം. ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ പാത്ത് ഡിഫറൻസ് കിട്ടണം. പാത്ത് ഡിഫറൻസ് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടുന്ന് പോകുന്ന ഒരു വേവ്, താഴത്തെ സ്ലിറ്റിൽ നിന്ന് പോകുന്ന അടുത്ത വേവ്, അവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമുക്കൊരു തീറ്റ എടുക്കുകയാണെങ്കിൽ d sin theta is equal to path difference. For small value of theta, d theta is equal to path difference. ഈ രണ്ട് തീറ്റയും സെയിം ആയിരിക്കും. അത് നമ്മൾ ഡയഗ്രമാറ്റിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ പറയുന്നില്ല. ഈ തീറ്റയും സെയിം ആണ്. ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന രണ്ട് തീറ്റയും സെയിം ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വലിയ ട്രയാങ്കിൾ എടുക്കുക. ഈ വലിയ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് tan of theta is equal to x/d കിട്ടും, where d is the distance between slit and screen. അപ്പോൾ tan theta is equal to x/d. For small value of theta, tan theta is approximately equal to theta is equal to x/d. അപ്പോൾ d into x/d is equal to, x/D is equal to path difference. പാത്ത് ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാം. എങ്ങനെയാടാ? phi is equal to 2π/λ into path difference. പാത്ത് ഡിഫറൻസ് എത്ര? dx divided by D. അപ്പോൾ നമുക്ക് ഞാൻ ഇതിനൊന്ന് മാറ്റി ചെയ്യുന്നുണ്ട്. 2πx into d divided by λd. ഇതെന്താ സാധനം? d divided by λd എന്താ സാധനം? താഴ്ന്ന് മുകളിലേക്ക് വെച്ച് നോക്ക്. λd/d എന്ന് എന്താ സാധനം? യെസ്, ഇറ്റ് ഈസ് ബീറ്റ, ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ phi ഈസ് ഈക്വൽ ടു 2πx divided by beta. 2πx divided by beta. അപ്പോൾ 5/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ 2 കട്ടാവും. πx divided by beta, അതല്ലേ 5/2 വരിക? അത് നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു cos സ്ക്വയർ 5/2. 5/2 എന്ന് പറഞ്ഞാൽ πx divided by beta. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആക്കുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ളതുകൊണ്ടാണ്. സോ ആൻസർ 4 ഇസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 49, ഓപ്ഷൻ ഈസ് 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An electron is jumping from 4th orbit. This is the last question. An electron is jumping from 4th orbit to 2nd orbit in the hydrogen atom. Given Rydberg constant is r is equal to 10⁻⁷. The frequency in hertz emitted in the radiation will be. Frequency ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഇതാണ്. ഫ്രീക്വൻസി ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻറ്റു റൈഡ്ബർഗ് കോൺസ്റ്റന്റ് ഇൻറ്റു 1/. ഏത് ഓർബിറ്റിലേക്കാണ് ജമ്പ് ചെയ്തത്? സെക്കൻഡിലേക്ക്, 2² മൈനസ് ഏത് ഓർബിറ്റിൽ നിന്നാണ് ജമ്പിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 4th 1/4².
right? അപ്പോൾ frequency is equal to 3 into 10 raised to 8, 3 into 10 raised to 8, Rydberg constant 10 raised to 7. 1 by 4 minus 1 by 16. 4 square is 16. അപ്പോൾ 3 into 10 raised to nu is equal to 3 into 10 raised to 15 into 16 minus 4 divided by 4 into 16, that is 64. So that is equal to, frequency is equal to 3 into 10 raised to 15 into 16 minus 4 is equal to 12. 12 divided by 64. 12 divided by 64 ചെയ്താൽ 12 നമുക്ക് 3 വെച്ച് കട്ട് ചെയ്താൽ മുകളിൽ 9 വരും. 64 divided by 3 4 വെച്ച് കട്ട് ചെയ്യാം. 4 വെച്ച് കട്ട് ചെയ്താൽ മുകളിൽ 3 വരും. താഴെ 64 by 4 ചെയ്താൽ നമുക്ക് 16 വരും, റൈറ്റ്? ഈ 3 into 3 എത്ര ആവും? 9 ആവും. അപ്പോൾ ഫ്രീക്വൻസി is equal to 9 by 16 into 10 raised to 15. 9 by 16 into 10 raised to 15, that is option 3 is the correct answer. 50 questions completed ആയിട്ടുണ്ട്. കുറച്ച് ടൈം അധികം വന്നിട്ടുണ്ട്. എനിവേ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്തത് കെമിസ്ട്രി ഡിസ്കസ് ചെയ്യാൻ ഇവിടെ അനൂപ് സാർ വെയിറ്റിംഗ് ആണ്. കുറേ നേരമായി പാവ എന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു. ഒരു 1.5 മണിക്കൂർ കൊണ്ട് തീരണ്ടായിരുന്നു, കുറച്ച് ലേറ്റ് ആയിപ്പോയി. സോ എനിവേ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ഫിസിക്സ് ഡിസ്കഷൻ. ഓക്കെ മക്കളെ, ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാമോ ഞാൻ പറയുന്നത് ഓഡിബിൾ ആണെങ്കിൽ? ഹലോ, യെസ് മക്കളെ, പറയുന്നത് ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാമോ? യെസ്, ടെസ്ല, ഫാത്തിമ വി, ഹിബ, ഓക്കെ ഓഡിബിൾ ആണല്ലേ. ശരി, കെമിസ്ട്രി എക്സാം എങ്ങനെയായിരുന്നു കൂട്ടിലെ? കെമിസ്ട്രി എക്സാം എളുപ്പമായിരുന്നോ? യെസ്, കെമിസ്ട്രി എക്സാം എളുപ്പമായിരുന്നു എന്നൊക്കെ പറയുകയാണല്ലേ. ശരി 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 ശരി, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം കറക്റ്റ് ചെയ്യാം. ഓക്കെ ശരി, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 51 നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 51 എന്താ പറയുന്നത്? In the following structures, which two forms are staggered conformations of ethane എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പം ബേസിക്കലി നമുക്കറിയാം ഈത്തൈൻ എന്ന് പറഞ്ഞ മോളിക്യൂളിനെ എക്ലിപ്സ്ഡ് കൺഫർമേഷനും സ്റ്റാഗേർഡ് കൺഫർമേഷനും ഒക്കെ നമുക്ക് വരയ്ക്കാൻ അറിയാം അല്ലേ. എങ്ങനെയായിരുന്നു അത് വരയ്ക്കുക? ലെറ്റ്സ് ചെക്ക് ഔട്ട് ദാറ്റ്. ഓക്കെ, ബേസിക്കലി നമുക്ക് എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും ഒക്കെ വരയ്ക്കാൻ പറ്റും. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, സോ ഈത്തൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3. ഓക്കെ, ഈത്തൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും ഒക്കെ വരയ്ക്കുക? നമ്മൾ ഇതിൻ്റെ ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവേ ഇതിനെ ഫസ്റ്റ് കാർബൺ എന്നും സെക്കൻഡ് കാർബൺ എന്നും മാർക്ക് ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് കാർബൺ നമ്മൾ ഡോട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് ഫസ്റ്റ് കാർബൺ, ഫ്രണ്ട് കാർബൺ ഈസ് കണക്റ്റഡ് ടു 3 ഹൈഡ്രജൻ ആറ്റംസ് അല്ലേ. അതേപോലെ തന്നെ സെക്കൻഡ് കാർബണിനെ നമ്മൾ ഒരു സർക്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് സെക്കൻഡ് കാർബൺ ഈസ് ഓൾസോ കണക്റ്റഡ് ടു 3 ഹൈഡ്രജൻ ആറ്റംസ്. ഈ ഒരു ഫോമിനെ വിളിക്കുന്ന പേരാണെന്ത്? ഈ ഒരു ഫോമിനെ വിളിക്കുന്ന പേരാണ് എക്ലിപ്സ്ഡ് ഫോം അല്ലേ. ഈ ഒരു ഫോമിനെ വിളിക്കുന്ന പേരാണ് എക്ലിപ്സ്ഡ് ഫോം. അതല്ല, ഞാൻ ആ ഫ്രണ്ട് കാർബൺ അവിടെ ഫിക്സ് ചെയ്തിട്ട് ബാക്ക് കാർബണിനെ ഒരു 60 ഡിഗ്രി ഞാൻ റൊട്ടേറ്റ് ചെയ്യാണ്. ഫ്രണ്ട് കാർബൺ ഞാൻ അവിടെ ഫിക്സ് ചെയ്തു, അതൊന്നും ചെയ്യുന്നില്ല. ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ. എന്നിട്ട് ബാക്ക് കാർബണിനെ ഞാനൊരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? എനിക്ക് ഇങ്ങനൊരു സ്ട്രക്ചറാണ് കിട്ടുക. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റാഗേർഡ് ഫോം അല്ലേ. അപ്പോൾ ബേസിക്കലി എന്തുണ്ട്? ഈത്തൈൻ എന്ന് പറഞ്ഞ മോളിക്യൂള് ഫ്രീ റൊട്ടേഷൻ അബൌട്ട് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് പോസിബിൾ ആയതുകൊണ്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം എത്തുന്ന 2 പോയിന്റുകളാണ് എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും. ഇതിനിടയ്ക്കൊക്കെ ഒരുപാട് പോയിന്റുകൾ ഉണ്ട് കേട്ടോ. ഇൻഫിനിറ്റ് കൺഫേമേഴ്സ് ഉണ്ട്. ഓക്കെ, ഇൻഫിനിറ്റ് കൺഫർമേഷൻ ഐസോമേഴ്സ് ഉണ്ട്. പക്ഷേ 2 പ്രത്യേക പോയിന്റുകളാണ് എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ ആരാണ് കൂടുതൽ ആരാണ് സ്റ്റാഗേർഡ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും 2 എന്ന് പറഞ്ഞ പോയിന്റ് സ്റ്റാഗേർഡ് ആണ്. ഓക്കെ, 2 എന്ന് പറഞ്ഞ ആൾ എന്താണ്? സ്റ്റാഗേർഡ് ഫോം ആണ് എന്ന് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ 1 എന്ത് പ്രൊജക്ഷനാണ്? ഈ പ്രൊജക്ഷനെ വിളിക്കുന്ന പേര് സോഹോഴ്സ് പ്രൊജക്ഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷന്റെ പ്രൊജക്ഷന്റെ പേര് സോഹോഴ്സ് എന്നാണ്. സെക്കൻഡ് ഓപ്ഷന്റെ പ്രൊജക്ഷന്റെ പേര് ന്യൂമാൻ പ്രൊജക്ഷൻ എന്നാണ്. നമുക്ക് ആ സോഹോഴ്സിനെ എന്താക്കാൻ പറ്റും? ന്യൂമാൻ ആക്കാൻ പറ്റും. എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫ്രണ്ട്
ഫ്രണ്ട് കാർബൺ കണക്ട് ചെയ്തു. ഫ്രണ്ട് കാർബൺ ഈസ് കണക്റ്റഡ് ടു ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ. അത് കഴിഞ്ഞ് ബാക്ക് കാർബണിനെ സർക്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ. അപ്പം ആ തന്നിരിക്കുന്ന സോഹോഴ്സ് പ്രൊജക്ഷനെ നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷൻ ആക്കി മാറ്റുകയാണെങ്കിൽ എനിക്ക് 1ഉം 2ഉം ഒരേ ഓപ്ഷൻ ആണ് എന്ന് മനസ്സിലാവും. അതെന്താണ്? ആൻഡ് ബോത്ത് ആർ സ്റ്റാഗേർഡ് ഫോം അല്ലെ. അതേസമയം 3ഉം 4ഉം എന്താണ്? 3ഉം 4ഉം എക്ലിപ്സ്ഡ് ഫോം ആണ് എന്നും മനസ്സിലാവും. ഈത്തൈൻ്റെ 2 കൺഫർമേഷൻ ഐസോമേഴ്സ് ആണ്, എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും. 1ഉം 2ഉം സ്റ്റാഗേർഡ് കൺഫർമേഷൻസ് ആണ്. അതേസമയം 3ഉം 4ഉം എക്ലിപ്സ്ഡ് കൺഫർമേഷൻസ് ആണ്. യെസ്, എല്ലാവരും ആൻസർ ചെയ്ത് കഴിഞ്ഞു. ടെസ്ല, ഹിബ, സ്വാതി കൃഷ്ണ, ആരതി എം ബി, ശ്രേയ എം എസ്, എല്ലാവർക്കും ആൻസർ കിട്ടി. ഓപ്ഷൻ 3 ആണ്. വെരി ഗുഡ്. ഓക്കെ, ഒരു സെക്കൻഡ് പോയിട്ട് ഒന്ന് ചെയ്യോ. യെസ്, ഐ ഹോപ്പ് ക്വസ്റ്റ്യൻ നമ്പർ 51 ഈസ് ക്ലിയർ ടു യു. ഓക്കെ, ഒരു സെക്കൻഡ് മക്കളെ. Let us move to question number 52. Okay, diethyl ether act as a. ഓക്കെ, ഡൈ-ഈഥൈൽ ഈഥർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുക എന്നാണ് ചോദ്യം. അപ്പം നമുക്കറിയാം ഡൈ-ഈഥൈൽ ഈഥർ എന്ന് പറഞ്ഞാൽ CH3 CH2 O CH2 CH3 ആണ്. ഈ കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഡൈ-ഈഥൈൽ ഈഥർ എന്ന് വിളിക്കുക. ശരി, നിങ്ങൾ പറയൂ, ഡൈ-ഈഥൈൽ ഈഥർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ലൂയിസ് ആസിഡ് ആയിട്ടാണോ, ലൂയിസ് ബേസ് ആയിട്ടാണോ? ഓക്കെ, എന്തായിട്ടാണ് അത് ആക്ട് ചെയ്യുക? ചാറ്റ് ബോക്സിൽ പറയൂ. നമുക്കറിയാം, നമുക്ക് ലൂയിസ് ആസിഡുകൾ വളരെ പരിചയമുള്ള ആളുകളാണ് അല്ലേ. ലൂയിസ് ആസിഡുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോമ്പൗണ്ടുകളാണ്. പൊതുവെ 13ാമത്തെ ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ് നമ്മൾ ലൂയിസ് ആസിഡുകൾ എന്ന് പറയാം. ഓക്കെ, അലൂമിനിയം ക്ലോറൈഡ്, അതേപോലെ BH3, ഓക്കെ, അങ്ങനത്തെ കോമ്പൗണ്ടുകളാണ് ലൂയിസ് ആസിഡ്. അതേസമയം ലൂയിസ് ബേസ് ആരാ? ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളൊക്കെ ഉള്ള ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ ലൂയിസ് ബേസ് എന്ന് വിളിക്കുക. വാട്ടർ ലൂയിസ് ബേസ് ആണ്, അമോണിയ ലൂയിസ് ബേസ് ആണ്, ഈതേഴ്സ് ആർ ലൂയിസ് ബേസസ്, പ്രൈമറി അമീൻ ലൂയിസ് ബേസ് ആണ്, സെക്കൻഡറി അമീൻ ലൂയിസ് ബേസ് ആണ്. സോ ദിസ് ഇസ് എ വെരി ഒബ്വിയസ് ക്വസ്റ്റ്യൻ. എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു. വൈഷ്ണവി, ഓക്കെ, ആൻഡ് ദെൻ ഷിനാന KM, ആരതി MB, ഒക്കെ എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ലൂയിസ് ബേസ് ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് എ ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്. ഓക്സിജന്റെ മുകളിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അതൊരു ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്, അതൊരു ലൂയിസ് ബേസ് ആണ്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 53. ദ ലോവർ സോലിബിലിറ്റി ഓഫ് സീഷ്യം അയോഡൈഡ് ഇൻ വാട്ടർ ഈസ് ഡ്യൂ ടു. സീഷ്യം അയോഡൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് വെള്ളത്തിൽ പൊതുവെ സോലിബിലിറ്റി കുറവാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിന്റെ സോലിബിലിറ്റി കുറയാൻ കാരണം എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ബേസിക്കലി നിങ്ങൾക്കറിയാം, ഇപ്പം ഞാൻ ഒരു കണ്ടെയ്നറിൽ കുറച്ച് വാട്ടർ എടുക്കുകയാണ്. ഓക്കെ, ഞാനൊരു കണ്ടെയ്നറിൽ കുറച്ച് വാട്ടർ എടുത്തിട്ട് അതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്യാണ്. ഓക്കെ, കുറച്ച് വാട്ടർ ഉണ്ട്, ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാണ്, സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യാണ്. എന്താ സംഭവിക്കുന്നത് അവിടെ ബേസിക്കലി ഞാൻ ഏതൊരു അയോണിക് കോമ്പൗണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ അയോണിന് ചുറ്റും വാട്ടർ മോളിക്യൂൾസ് വന്ന് സറൗണ്ട് ചെയ്യും. വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു പോളാറായ മോളിക്യൂളാണ് അല്ലേ. ആ അയോണിന് ചുറ്റും വാട്ടർ മോളിക്യൂൾസ് വന്ന് സറൗണ്ട് ചെയ്യാണ് ചെയ്യുക. ഞാൻ ഉപ്പെടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം അയോണിന് ചുറ്റും വാട്ടർ മോളിക്യൂൾസ് വരും. അതുപോലെ തന്നെ ക്ലോറൈഡ് അയോണിന് ചുറ്റും എന്ത് വരും? വാട്ടർ മോളിക്യൂൾ വരും. ഈ വാട്ടറിനെയാണ് ഞാൻ ഈ ഡൈപ്പോൾ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. കാരണം വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു പോളാർ മോളിക്യൂളാണ്, അത് നമ്മൾ ഡൈപ്പോൾ ആയിട്ട് കാണിക്കുകയാണ്. അപ്പം ഈ ഒരു ഇൻട്രാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈഡ്രേഷൻ എന്നാണ്. ഓക്കെ, ബേസിക്കലി ഏതൊരു അയോണിക് കോമ്പൗണ്ട് ഞാൻ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അയോൺസിനെ സറൗണ്ട് ചെയ്തിട്ട് എന്ത് വരും? വാട്ടർ മോളിക്യൂൾസ് വരും. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഹൈഡ്രേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ആ ഹൈഡ്രേഷൻ കാരണം ഒരു എനർജി ലിബറേറ്റ് ചെയ്യും. അതിന് നമ്മൾ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്നാണ് വിളിക്കുക. ആ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഈ ലാക്ടിസിനെ ബ്രേക്ക് ചെയ്യാൻ സഫീഷ്യൻ്റ് ആണെങ്കിൽ അതെന്തായിട്ട് മാറും? അത് വെള്ളത്തിൽ കലങ്ങും. Na+ഉം Cl- ആയിട്ട് മാറും. അത് വെള്ളത്തിൽ സോല്യബിൾ ആയി എന്ന് നമ്മൾ പറയും. അപ്പോൾ ഏതൊരു അയോണിക് കോമ്പൗണ്ടും വെള്ളത്തിൽ സോല്യബിൾ ആവുന്ന എപ്പോഴാണ്? അതിൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി ലാക്ടിസ് എൻതാൽപ്പിയേക്കാൾ കൂടുമ്പോഴാണ് ഏതൊരു അയോണിക് കോമ്പൗണ്ടും വെള്ളത്തിൽ സോല്യബിൾ ആവുന്നത്. ഇത് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? രണ്ടാമത്തെ പോയിന്റ്, ഒരു അയോൺ ചെറിയ അയോൺ ആണെങ്കിൽ അതിൻ്റെ ചാർജ് ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. ഒരു അയോൺ ചെറിയ അയോൺ ആണെങ്കിൽ, സൈസ് ചെറുതാണെങ്കിൽ അതിൻ്റെ ചാർജ് ഡെൻസിറ്റി വളരെ ഹൈ ആയിരിക്കും. അങ്ങനെ ചാർജ് ഡെൻസിറ്റി ഹൈ ആണെങ്കിൽ അതിന് ചുറ്റും മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് വാട്ടർ വരും. ഓക്കെ, ചെറിയ അയോണുകളാണെങ്കിൽ നല്ലോണം എന്ത് ചെയ്യപ്പെടും? ഹൈഡ്രേറ്റ് ചെയ്യപ്പെടും എന്ന് നമുക്കറിയാം. അതേസമയം വലിയ അയോൺ ആണെങ്കിൽ ചാർജ് ഡെൻസിറ്റി കുറവായിരിക്കും, അതിൻ്റെ ഹൈഡ്രേഷൻ കുറവായിരിക്കും, ഹൈഡ്രേഷൻ എൻതാൽപ്പിയും കുറവായിരിക്കും. അപ്പോൾ സീഷ്യം അയോഡൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൻ്റെ സോലിബിലിറ്റി കുറയാനുള്ള കാരണം എന്തായിരിക്കും? സീഷ്യം പ്ലസും I- വലിയ അയോണുകളാണ്. സീഷ്യം പ്ലസും I- വലിയ അയോണുകളാവുമ്പം അതിൻ്റെ ഹൈഡ്രേഷൻ വളരെ വളരെ കുറവാണ്. ചാർജ് ഡെൻസിറ്റി വളരെ കുറവായതുകൊണ്ട് ഹൈഡ്രേഷൻ കുറവാണ്. അതുകൊണ്ട് അവയുടെ ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറവാണ്. ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറവായതുകൊണ്ടാണ്
ആ കോമ്പൗണ്ടുകൾ എന്താവുന്നത്, ആ കോമ്പൗണ്ടുകളുടെ സോല്യൂബിലിറ്റി കുറയുന്നത്. ഓക്കെ, യെസ്, ഒരുവിധം എല്ലാവരും ഓൾറെഡി ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ലോ ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഓപ്ഷൻ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 53 ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, യുവർ ആൻസർ ഈസ് റൈറ്റ്. വെരി ഗുഡ്. Moving to next question, question number 54. Which of the following is correctly matched? ഏതാണ് correctly matched? ഓക്കെ, നമുക്കറിയാം ഒരു എസ് ബ്ലോക്ക് എലമെന്റ്സ് എടുക്കുകയാണ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് എടുക്കുകയാണെങ്കിൽ താഴേക്ക് പോകും തോറും സൈസ് എന്താ മക്കളെ ചെയ്യാം? ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം എന്ന് പറഞ്ഞ് താഴേക്ക് പോകും തോറും സൈസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യാം? ചാറ്റ് ബോക്സ് പറഞ്ഞേ. ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം താഴേക്ക് പോകും തോറും സൈസ് കൂടുകയാണ് ചെയ്യുക അല്ലെ. പുതിയ 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 ഷെല്ലുകൾ ആഡ് ചെയ്യാണ്. അതുകൊണ്ട് ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസസ്. അയോണുകളുടെ സൈസോ? അയോണുകളുടെ സൈസ് എന്താ ചെയ്യുക? അയോണുകളുടെ സൈസും താഴേക്ക് പോകും തോറും കൂടുകയാണ് ചെയ്യുക. ഡൗൺ ദ ഗ്രൂപ്പ് അയോണിക് സൈസ് ഓൾസോ ഇൻക്രീസസ്. പക്ഷേ ഹൈഡ്രേറ്റഡ് അയോണുകളുടെ സൈസ് താഴേക്ക് പോകുമ്പോൾ എന്താ ചെയ്യുക? Li പ്ലസ് അക്വസ്, Na പ്ലസ് അക്വസ്, അതേപോലെ K പ്ലസ് അക്വസ്, Rb പ്ലസ് അക്വസ് ആൻഡ് സീഷ്യം പ്ലസ് അക്വസ്. ഹൈഡ്രേറ്റഡ് അയോണുകളുടെ സൈസ് താഴേക്ക് പോകും തോറും കുറയുകയാണ് ചെയ്യുക. ഹൈഡ്രേറ്റഡ് അയോണിന്റെ സൈസ് താഴേക്ക് പോകും തോറും കുറയുകയാണ് ചെയ്യുക. എന്താ കാരണം? ചെറിയ അയോൺ ആണെങ്കിൽ അതിന്റെ ചാർജ് ഡെൻസിറ്റി ഹൈ ആയിരിക്കും. അപ്പോൾ അത് നല്ല ഹെവി ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. റീസൺ മനസ്സിലായോ? ചെറിയ അയോണുകൾ ചാർജ് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അതിന് ചുറ്റും മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് വാട്ടർ വരും. അതുകൊണ്ട് ഹൈഡ്രേറ്റഡ് അയോണിന്റെ സൈസ് വളരെ കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കണേ, അറിയാത്തൊരു നോട്ട് ചെയ്ത് വെക്കുക. ഒരു എസ് ബ്ലോക്ക് എലമെന്റ്സ് ആയിക്കോട്ടെ, ഏത് ബ്ലോക്കും ആയിക്കോട്ടെ, താഴേക്ക് പോകുന്നതോറും സൈസ് കൂടുകയാണ് ചെയ്യുക. അയോണിന്റെ സൈസും താഴേക്ക് പോകുമ്പോൾ കൂടുകയാണ് ചെയ്യുക. പക്ഷേ ഹൈഡ്രേറ്റഡ് അയോണിന്റെ സൈസ് താഴേക്ക് പോകുന്നതോറും കുറയുകയാണ് ചെയ്യുക. ഓക്കെ, സ്മോളർ കാറ്റയോൺ വിൽ ഹൈഡ്രേറ്റ് ഹെവിലി ആൻഡ് ദ സൈസ് ഓഫ് ഹൈഡ്രേറ്റഡ് അയോൺ വിൽ ബി വെരി ഹൈ. അതുകൊണ്ട് താഴേക്ക് പോകുന്നതോറും ഹൈഡ്രേറ്റഡ് അയോണുകളുടെ സൈസ് കുറയും, മൊബിലിറ്റി കൂടും, കണ്ടക്ടിവിറ്റി കൂടും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക നീറ്റ് എക്സാമിന് വേണ്ടി പോകുന്നതിന് മുന്നേ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ആൻസർ? ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. താഴേക്ക് പോകും തോറും അക്വസ് സൊല്യൂഷനിലുള്ള അയോണുകളുടെ സൈസ് കുറയുകയാണ് ചെയ്യുക. ഓക്കെ, സോ 54 ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, ശ്രേയസ്, കുറേ പേര്, ശ്രീലക്ഷ്മി ഒക്കെ ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അപ്പം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണിത്. താഴേക്ക് പോകുന്തോറും അക്വസ് സൊല്യൂഷനിലാണെങ്കിൽ അയോണിക് സൈസ് കുറയുകയാണ് ചെയ്യുക എന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. വെരി ഗുഡ്. Moving to question number 55. How many moles of ferrous sulfate react with 1 mole of KMNO4 in acidic medium? നമ്മൾ സോൾവ് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുക ലോ ഓഫ് ഇക്വലൻസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. എന്താണ് ലോ ഓഫ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ? ലോ ഓഫ് ഇക്വലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്പീഷീസിന്റെ ഇക്വലൻസ് സെയിം ആയിരിക്കും. ഉദാഹരണം, ഒരു റെഡോക്സ് റിയാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വലൻസ് ഓഫ് ഓക്സിഡൈസിങ് ഏജന്റും ഇക്വലൻസ് ഓഫ് റെഡ്യൂസിങ് ഏജന്റും സെയിം ആയിരിക്കും. ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണെങ്കിൽ ഇക്വലൻസ് ഓഫ് ആസിഡും ഇക്വലൻസ് ഓഫ് ബേസും സെയിം ആയിരിക്കും. ഇതാണ് ലോ ഓഫ് ഇക്വലൻസ് പറയുന്നത്. നമ്മുടെ റിയാക്ഷനുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഇക്വലൻസ് സെയിം ആവണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇക്വലൻസ് കാണാൻ വേണ്ടി 2 ഫോർമുലകളാണുള്ളത്. എന്തൊക്കെയാണ് 2 ഫോർമുലകൾ? ഇക്വലൻസ് ഈസ് ഈക്വൽ ടു ഒന്നുകിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ ഫാക്ടർ ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ ഫാക്ടർ ചെയ്താൽ ഇക്വലൻസ് കിട്ടും. അല്ലെങ്കിൽ നോർമാലിറ്റി ഇൻറ്റു വോളിയം ചെയ്യാം. ഒന്നുകിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ ഫാക്ടർ ചെയ്യാം, അല്ലെങ്കിൽ നോർമാലിറ്റി ഇൻറ്റു വോളിയം ചെയ്യാം. ഓക്കെ, ഇത് 2 ചെയ്താലും നമുക്ക് ഇക്വലൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് FeSO4 എനിക്ക് അറിയില്ല, ഞാൻ അതിന് n കൊടുത്തു. നമ്പർ ഓഫ് മോൾസ് ഓഫ് FeSO4 അറിയില്ല. വാട്ട് ഈസ് ദ എൻ ഫാക്ടർ ഓഫ് FeSO4? FeSO4ലെ ഫെറസ് എന്തായിട്ട് മാറുക ചെയ്യുക? ഫെറിക് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഫെറസ് ഫെറിക് ആയിട്ട് മാറും. KMNO4 ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ KMNO4 ഫെറസിനെ ഫെറിക് ആക്കി മാറ്റും. അത് ഫെറസിനെ ഫെറിക് ആക്കി മാറ്റുമ്പം ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ 1 ആണ് ഫോർ 1 atom. അപ്പം എന്താ അതിൻ്റെ എൻ ഫാക്ടർ? അതിൻ്റെ എൻ ഫാക്ടർ 1 ആണ്. ഓക്കെ, ഫെറസ് സൾഫേറ്റിൻ്റെ എൻ ഫാക്ടർ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വലൻസ് ഓഫ് KMNO4. നമ്പർ ഓഫ് മോൾസ് ഓഫ് KMNO4 എത്രയാണ്? 1 മോൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. KMNO4ന്റെ എൻ ഫാക്ടർ എത്രയാണ്? KMNO4 അസിഡിക് മീഡിയത്തിൽ Mn2+ ആയിട്ടാണ് മാറുക. KMNO4 എല്ലാ മീഡിയത്തിലും ഓക്സിഡൈസിങ് ഏജന്റ് ആണ് കേട്ടോ. അപ്പം അത് അസിഡിക് മീഡിയത്തിൽ Mn2+ ആയിട്ടാണ് മാറുക. അപ്പം +7 +2 ആയി. അപ്പം നിങ്ങൾ പറഞ്ഞ കൂട്ടിലെ KMNO4ന്റെ എൻ ഫാക്ടർ എത്രയാണ് അസിഡിക് മീഡിയത്തിൽ? എല്ലാവരും ചാറ്റ് ബോക്സിൽ പറ. KMNO4 അസിഡിക് മീഡിയത്തിൽ Mn2+ ആയിട്ടാണ് മാറുന്നതെങ്കിൽ
ടെൽ മീ വാട്ട് ഈസ് ദ എൻ ഫാക്ടർ ഓഫ് KMnO4 ഇൻ അസിഡിക് മീഡിയം. ചാറ്റ് ബോക്സിൽ പറഞ്ഞേ എന്തായിരിക്കും? KMnO4 എന്ന് പറഞ്ഞാൽ Mn+7 ആണ്. അത് Mn2+ ആയി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ 5 യൂണിറ്റ്സ് ആണ് അല്ലെ ഫോർ 1 ആറ്റം. അപ്പൊ എൻ ഫാക്ടർ 5 ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എന്ത് കിട്ടി? ഡയറക്ട്ലി യു ഗെറ്റ് n=5. n=5 എന്ന് കിട്ടി. ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മുടെ ബേസിക് കോൺസെപ്റ്റിലൊക്കെ പല ചോദ്യങ്ങളും നിങ്ങൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഇത് ലാബിലും യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ചെയ്തത്? N1V1 = N2V2 എന്ന് റെക്കോർഡിൽ എഴുതിയത് കെമിസ്ട്രി ലാബ് റെക്കോർഡിൽ നിങ്ങൾ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇക്വലൻസ് ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ് = ഇക്വലൻസ് ഓഫ് റെഡ്യൂസിങ് ഏജന്റ്. അതുകൊണ്ട് നിങ്ങൾ N1V1 = N2V2 എന്നൊക്കെ ഇക്വേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നോർമാലിറ്റി നോർമാലിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ പല കാൽക്കുലേഷൻസും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ബേസിക് കോൺസെപ്റ്റിലെ ക്വസ്റ്റൻ ഒക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. Let us move to question number 56. Arrange the following hydrates in the increasing order of stability. അപ്പോൾ എന്താണ് സംഭവിക്കുക? എസ് ബ്ലോക്ക് എലമെന്റ്സിൽ സ്റ്റെബിലിറ്റി, ഹൈഡ്രൈഡുകളുടെ സ്റ്റെബിലിറ്റി എന്താണ് സംഭവിക്കുക? നോക്കൂ, പൊതുവെ ഹൈഡ്രൈഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? H- ആണ് അല്ലെ. ഹൈഡ്രൈഡ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലൂറൈഡ് ഉണ്ട്. ഓക്കെ, ഹൈഡ്രൈഡ്സ്, ഫ്ലൂറൈഡ്സ്, ഓക്സൈഡ്സ്. ഓക്കെ, ഹൈഡ്രൈഡ്സ്, ഫ്ലൂറൈഡ്സ്, ഓക്സൈഡ്സ്, ഇതിനൊക്കെ ചെറിയ കാറ്റയോണുകളാണ് സ്റ്റെബിലൈസ് ചെയ്യുക. ഓക്കെ, ഹൈഡ്രൈഡുകളെയും ഫ്ലൂറൈഡുകളെയും ഓക്സൈഡുകളെയും ഒക്കെ ചെറിയ കാറ്റയോണുകളാണ് സ്റ്റെബിലൈസ് ചെയ്യുക. അപ്പൊ താഴേക്ക് പോകും തോറും ഹൈഡ്രൈഡുകളുടെയും ഫ്ലൂറൈഡുകളുടെയും ഓക്സൈഡുകളുടെയും ഒക്കെ സ്റ്റെബിലിറ്റി കുറയുകയാണ് ചെയ്യുക. അതേസമയം സൂപ്പർ ഓക്സൈഡ്സ്, പെറോക്സൈഡ്സ്, ഇതിനെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യുക വലിയ കാറ്റയോൺസ് ആണ്. നിങ്ങൾ ഒരു പക്ഷേ എസ് ബ്ലോക്ക് എലമെന്റ്സ് പഠിച്ചു കാണും. നമ്മൾ ആൽക്കലി മെറ്റലുകളെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ലിഥിയം ഒരു മോണോക്സൈഡ് ആണ് ഫോം ചെയ്യുക, സോഡിയം ഒരു പെറോക്സൈഡ് ആണ് ഫോം ചെയ്യുക, പൊട്ടാസ്യം, റുബീഡിയവും സീഷ്യവും സൂപ്പർ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുക എന്നൊക്കെ നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചു കാണും. ഓക്കെ, ബേസിക്കലി പെറോക്സൈഡുകളെയും സൂപ്പർ ഓക്സൈഡുകളെയും ഒക്കെ വലിയ കാറ്റയോണുകളാണ് സ്റ്റെബിലൈസ് ചെയ്യുക. അതേസമയം ഹൈഡ്രൈഡുകൾ, ഫ്ലൂറൈഡുകൾ, മോണോക്സൈഡുകൾ, ഇതിനെയൊക്കെ ആരാ സ്റ്റെബിലൈസ് ചെയ്യുക? ഇതിനെയൊക്കെ ചെറിയ കാറ്റയോണുകളാണ് സ്റ്റെബിലൈസ് ചെയ്യുക. അതുകൊണ്ട് ഹൈഡ്രൈഡുകളുടെ സ്റ്റെബിലിറ്റി താഴേക്ക് പോകും തോറും കുറയുകയാണ് ചെയ്യുക. ഓക്കെ, എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഹൈഡ്രൈഡുകളുടെ സ്റ്റെബിലിറ്റി താഴേക്ക് പോകും തോറും കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 56 ഏതാ ആൻസർ? ആൻസർ ഈസ് ഓപ്ഷൻ 1. Down the group, the thermal stability of the hydrides decreases. Okay. Yes, ഒന്ന് രണ്ട് പേര് ഓൾറെഡി ആൻസേഴ്സ് ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, യെസ്. Moving to question number 57. Out of the following, which compound has maximum tendency to show SN1 mechanism? നോക്കൂ, നമുക്ക് SN1 മെക്കാനിസം ഒക്കെ നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 സ്റ്റെപ്പിലായിട്ടാണ് ആ റിയാക്ഷൻ നടക്കുക എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? നജ ഫാത്തിം പറഞ്ഞു 55th ക്വസ്റ്റ്യൻ ഹാഫ് ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. 55th ക്വസ്റ്റ്യൻ ഹാഫ് അല്ല കേട്ടോ, ഓപ്ഷൻ 2 ആണ്, 5 ആണ് കേട്ടോ. നജ ഫാത്തിമ, ഇസ് ഇറ്റ് ക്ലിയർ ടു യു? യെസ്, നജന്റെ ഡൗട്ട് ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 57. അപ്പം നമുക്കറിയാം SN1 എന്ന് പറഞ്ഞ റിയാക്ഷൻ 2 സ്റ്റെപ്പുകളായിട്ടാണ് നടക്കുക എന്ന് നമുക്കറിയാം അല്ലെ. ആദ്യത്തെ സ്റ്റെപ്പിൽ ലീവിംഗ് ഗ്രൂപ്പ് ലീവ് ചെയ്ത് പോവും, ഒരു കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ന്യൂക്ലിയോഫൈൽ വന്ന് ആ കാർബോ കാറ്റയോണിനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുക എന്നെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം അവിടെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് കാർബോ കാറ്റയോൺ. കാർബോ കാറ്റയോൺ കൂടുതൽ സ്റ്റേബിൾ ആണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ ആ കാർബോ കാറ്റയോൺ ആ ലീവിംഗ് ഗ്രൂപ്പ് ലീവ് ചെയ്യണേ. ലീവിംഗ് ഗ്രൂപ്പ് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? CH3CH2+, ഈ ഒരു കാർബോ കാറ്റയോൺ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതേപോലെ സെക്കൻഡ് ഓപ്ഷനിൽ Br- നല്ലൊരു ലീവിംഗ് ഗ്രൂപ്പാണ്, അത് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക CH+CH3 എന്ന് പറഞ്ഞ കാർബോക്കേറ്റോൺ ആണ് കിട്ടുക. മൂന്നാമത്തെ കേസിലും Cl- ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അതേ കാർബോക്കേറ്റോൺ ആണ്, CH3CH+CH3 എന്ന് പറഞ്ഞ കാർബോക്കേറ്റോൺ ആണ് കിട്ടുക. നാലാമത്തെ കേസിൽ ഈ Br ലീവ് ചെയ്ത് കഴിഞ്ഞാൽ CH2+CH_CH2 എന്ന് പറഞ്ഞ കാർബോക്കേറ്റോൺ ആണ് കിട്ടുക. നോക്കൂ, ഇതിൽ ഏത് കാർബോക്കേറ്റോൺ ആണ് ഏറ്റവും സ്റ്റേബിൾ എന്നാണ് ചോദ്യം. നമുക്കറിയാം കാർബോക്കേറ്റയോൺ സ്റ്റെബിലൈസ് ചെയ്യുന്ന പല മെക്കാനിസംസ് ഉണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാർബോക്കേറ്റയോൺ ഹൈപ്പർ കോൺജുഗേഷൻ വഴി സ്റ്റെബിലൈസ്ഡ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ പോസിറ്റീവ്ലി ചാർജ് കാർബൺ നോക്കുക, ആ പോസിറ്റീവ്ലി ചാർജ് കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്ത കാർബണിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയാം.
പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ അല്ല ആൽഫ കാർബൺ, പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്ത കാർബൺ ആണ് ആൽഫ കാർബൺ. ആൽഫ കാർബണിലെ ഹൈഡ്രജൻ ആറ്റത്തിനാണ് നമ്മൾ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയാം. ആൽഫ ഹൈഡ്രജന്റെ എണ്ണം കൂടുന്തോറും കാർബോകാറ്റയോണുകളുടെ സ്റ്റെബിലിറ്റിയും കൂടും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. അടുത്ത കേസിൽ 3 3 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അടുത്ത കേസിലും 3 3 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. ഇനി നാലാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ആ കാർബോകാറ്റയോൺ ഹൈപ്പർ കോൺജുഗേഷൻ വഴി അല്ല സ്റ്റെബിലൈസ്ഡ്. പിന്നെ എന്ത് വഴിയാണ് സ്റ്റെബിലൈസ്ഡ്? അത് റെസൊണൻസ് വഴി സ്റ്റെബിലൈസ്ഡ് ആണ്. അതെങ്ങനെ റെസൊണൻസ് വഴി സ്റ്റെബിലൈസ്ഡ് ആണെന്ന് മനസ്സിലായി? നോക്കൂ, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് വേക്കന്റ് ഓർബിറ്റൽ ഇങ്ങനെ വരികയാണെങ്കിൽ അതൊരു കോൺജുഗേഷൻ ആണ്. ഇത്തരം കോൺജുഗേറ്റഡ് സിസ്റ്റംസ് റെസൊണൻസ് വഴി സ്റ്റെബിലൈസ്ഡ് ആണ്. നമ്മളിവിടെ നോക്കുന്ന സമയത്ത് കാർബോകാറ്റയോൺ ഒരു വേക്കന്റ് ഓർബിറ്റൽ ഉണ്ട് നമുക്കറിയാം. ഇവിടെ നോക്കുമ്പോൾ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് വേക്കന്റ് ഓർബിറ്റൽ അല്ലെ. ഇവിടെ നിങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് വേക്കന്റ് ഓർബിറ്റൽ എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് റെസൊണൻസ് വഴി സ്റ്റെബിലൈസ്ഡ് ആണ്. ഇത് ഹൈപ്പർ കോൺജുഗേഷൻ വഴിയല്ല, റെസൊണൻസ് വഴി സ്റ്റെബിലൈസ്ഡ് ആണ്. ഇനി റെസൊണൻസ് ആണോ ഹൈപ്പർ കോൺജുഗേഷൻ ആണോ കൂടുതൽ സ്റ്റെബിലൈസിംഗ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം റെസൊണൻസ് ആണ് കൂടുതൽ സ്റ്റെബിലൈസിംഗ് എന്നാണ് അതിന്റെ ഉത്തരം. ഓക്കെ, റെസൊണൻസ് ഈസ് മോർ സ്റ്റെബിലൈസിംഗ് ദാൻ ഹൈപ്പർ കോൺജുഗേഷൻ. ഇതിൽ ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഒരു പക്ഷേ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിച്ചു കാണും. ബെൻസൈൽ കാർബോകാറ്റയോണേക്കാൾ കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ് 9 ആൽഫ ഹൈഡ്രജൻ ഉള്ള ടേർഷ്യറി കാർബോകാറ്റയോൺ എന്ന് പഠിച്ചു കാണും. പക്ഷേ ആ ഒരു എക്സെപ്ഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് പറയാൻ പറ്റും റെസൊണൻസ് ഈസ് മോർ സ്റ്റെബിലൈസിംഗ് ദാൻ ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയ കാർബോകാറ്റയോൺ ഓപ്ഷൻ 4ലെ കാർബോകാറ്റയോൺ ആണ്. അതുകൊണ്ട് ഇവിടെ ആയിരിക്കും മാക്സിമം ടെൻഡൻസി ഫോർ SN1. ഓക്കെ, യെസ്, സോ മാക്സിമം ടെൻഡൻസി ഫോർ SN1 ഓപ്ഷൻ 4ലാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ അത് ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സെക്കൻഡ് എവിടെയായിരിക്കും? രണ്ടാമത് ടെൻഡൻസി ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയാം? ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 4ലായിരിക്കും മാക്സിമം ടെൻഡൻസി. അത് കഴിഞ്ഞാൽ എവിടെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, 2ലും 3ലും രണ്ടിലും സെയിം നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ആണ്. പക്ഷെ കുറേം കൂടെ നല്ല ലീവിംഗ് ഗ്രൂപ്പ് ആരാ? ബ്രോമിൻ ആണ്. ഇവിടെ റേറ്റ് ഈസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു ലീവിംഗ് എബിലിറ്റി ഓഫ് ലീവിംഗ് ഗ്രൂപ്പ്. അപ്പം ഏറ്റവും നല്ല ലീവിംഗ് ഗ്രൂപ്പ് I- ആണ്. അത് കഴിഞ്ഞാൽ Br- ആണ്. അത് കഴിഞ്ഞാലേ ആര് വരൂ? Cl- വരും. അപ്പം 4th വൺ കഴിഞ്ഞാൽ പിന്നെ മാക്സിമം ഉണ്ടായിരിക്കുക സെക്കൻഡ് വൺ ആയിരിക്കും. സെക്കൻഡ് വൺ കഴിഞ്ഞാൽ തേർഡ് വൺ. ഏറ്റവും ലോവസ്റ്റ് റേറ്റ് എവിടെ ഉണ്ടാവുക? SN1 ഫസ്റ്റ് ഓപ്ഷനിലായിരിക്കും ഏറ്റവും ലോവസ്റ്റ് റേറ്റ് ഉണ്ടാവുക. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ ടു യു. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 58. ഓക്കെ, ഇവിടെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. സൾഫർ ഡയോക്സൈഡും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്യാണ്. നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, സൾഫർ ഡയോക്സൈഡും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്യാണ് അല്ലെ. 2SO2 ഗ്യാസ് പ്ലസ് O2 ഗ്യാസ് ഗിവ്സ് 2SO3 ഗ്യാസ്. ഓക്കെ, ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യാണ്. പിന്നെന്താ പറയുന്നത്? നമ്മൾ ഇനീഷ്യലി എടുത്ത് എത്രയാണെന്നാ പറയുന്നത്? നമ്മൾ ഇനീഷ്യലി 5 മോൾ SO2ഉം 5 മോൾ O2ഉം എടുത്തു. 5 മോൾ T = 0. T = 0 5 മോൾ SO2ഉം 5 മോൾ O2ഉം എടുത്തു. SO3 0 ആണ്. ഇനി ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഇത് 5 - 2x ആവും, ഇത് 5 - x ആവും, ഇത് 2x ആവും. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എഴുതാൻ പഠിക്കണം. ഇത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പകുതി സോൾവ് ചെയ്തു. ഓക്കെ, കാരണം ഇത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനീഷ്യലി 5 5 0 ആണ്. ഇക്വിലിബ്രിയം എത്തുമ്പോൾ 5 - 2x 5 - x 2x എന്നുള്ള രീതിയിലാണ് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് വരിക. ഇനി നോക്കൂ, 60% യൂസ്ഡപ്പ് ആയി എന്നാ പറയണത്. SO2 60% യൂസ്ഡപ്പ് ആയിന്ന്. ആരുടെ 60%? എത്രയാണോ എടുത്തിരുന്നത് അതിന്റെ 60% തീർന്നു പോയിന്ന്. ഞാൻ എടുത്തത് 5 മോളാണ്. 5 മോളിന്റെ 10% എന്ന് പറഞ്ഞാൽ 0.5 ആണ് അല്ലെ. 5 മോളിന്റെ 10% എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അപ്പൊ 60% എന്ന് പറഞ്ഞാലോ 0.5 × 6 ആണ്, അതായത് 3 ആണ്. അപ്പൊ ഞാൻ 5 മോൾ എടുത്തു, 60% യൂസ്ഡപ്പ് ആയി എന്ന് പറഞ്ഞാൽ 5ൽ 3 യൂസ്ഡപ്പ് ആയി. ബാക്കി എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. അതായത് 5 - 2x എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈ എഴുതിയത് മനസ്സിലായോ എല്ലാവർക്കും? 5 മോൾ ഇനീഷ്യലി എടുത്തു, അതിന് 60% യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. 60% യൂസ് ചെയ്തു 5ന്റെ 10% 0.5 ആണ്. 60% എന്ന് പറഞ്ഞാൽ × 6 ആണ്. 0.5 × 6 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 3 മോള് യൂസ് ചെയ്തു, ബാക്കി എത്ര കാണും? 2 മോള് കാണും. ഇപ്പൊ 5 - 2x 2 ആണ്. 5 - 2x 2 ആണെങ്കിൽ 2x = എന്താണ്? 2x = 3 ആണ്. 2x = 3 ആണെങ്കിൽ x = 1.5 ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 2 മോൾസ് ആണ്. 5 - 1.5 എന്ന് പറഞ്ഞാൽ 3.5 ആണ്. 2 × 1.5 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇക്വിലിബ്രിയത്തിലുള്ള എല്ലാവരുടെയും നമ്പർ ഓഫ് മോൾസ് കിട്ടി അല്ലെ.
ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം എന്നാണ് ചോദ്യം. എല്ലാം കൂടെ ആഡ് ചെയ്തേ, 2ഉം 3.5ഉം 3ഉം കൂടെ ആഡ് ചെയ്യുക. എത്ര കിട്ടുക? 3ഉം 3ഉം 6, 6.5ഉം 2ഉം 8.5. 8.5 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ക്ലിയർ ആണോ മക്കളെ? ക്വസ്റ്റ്യൻ നമ്പർ 58 കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ക്ലിയർ ആണോ? ഓക്കെ, ഐ ഹോപ്പ് ക്വസ്റ്റ്യൻ നമ്പർ 58 ഈസ് ക്ലിയർ ടു യു. ഓക്കെ, ക്ലിയർ ആകുമ്പോൾ ചാറ്റ് ബോക്സിൽ പറയണേ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കണം. ഞാൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോവുകയാണ്. സോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. Moving to next question. Out of the following, which gives aromatic nucleophilic substitution reaction most easily? Okay, അപ്പം ക്വസ്റ്റ്യൻ അരോമാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ് അല്ലേ. നമ്മൾ പൊതുവെ പറയും ഈ ക്ലോറോബെൻസിനൊന്നും സാധാരണ SN1 റിയാക്ഷനോ SN2 റിയാക്ഷനോ അണ്ടർഗോ ചെയ്യില്ല എന്ന് പറയും. ഓക്കെ, നമ്മൾ ഈ ക്ലോറോബെൻസിനൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇതൊരിക്കലും നോർമൽ SN1 അല്ലെങ്കിൽ നോർമൽ SN2 റിയാക്ഷൻ അണ്ടർഗോ ചെയ്യില്ല. എന്തുകൊണ്ടാ ക്ലോറോബെൻസിനൊന്നും നോർമൽ SN1ഉം SN2ഉം അണ്ടർഗോ ചെയ്യാത്തത്? ബിക്കോസ് ഓഫ് ദ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഓഫ് കാർബൺ ഹാലോജൻ ബോണ്ട്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ലോൺ പെയർ വിൽ ബി കൺവേർട്ടഡ് ടു പൈ ബോണ്ട് വിൽ ബി കൺവേർട്ടഡ് ടു ലോൺ പെയർ. അപ്പൊ കാർബൺ ഹാലോജൻ ബോണ്ടിന് എന്തുണ്ട്? പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. അപ്പൊ കാർബൺ ഹാലോജൻ ബോണ്ടിന് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെ ദാറ്റ് ബോണ്ട് ഈസ് ഷോർട്ടർ ആൻഡ് സ്ട്രോങ്ങർ കമ്പയർഡ് ടു കാർബൺ ഹാലോജൻ ബോണ്ട് ഇൻ ആൽക്കൈൽ ഹാലൈഡ്സ്. അതുകൊണ്ട് ഒരിക്കലും ഹാലോ അറീൻസ് നോർമൽ SN1 അല്ലെങ്കിൽ SN2 റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാറില്ല. പിന്നെ എന്താ ചെയ്യുക? പിന്നെ അത് SNAR ആണ് അണ്ടർഗോ ചെയ്യുക. എന്താണ് SNAR എന്ന് പറഞ്ഞാൽ? ഈ പറഞ്ഞ ആളുകളുടെ ഹാലോ അറീൻസിന്റെ ഓർത്തോയിലോ പാരായിലോ ഒരു വളരെ സ്ട്രോങ് ആയ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, ഓർത്തോയിലോ പാരായിലോ വളരെ സ്ട്രോങ് ആയ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. NO2 പോലത്തെ വളരെ സ്ട്രോങ് ആയ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം എന്ത് സംഭവിക്കും? നമുക്കറിയാം കാർബൺ ഹാലോജൻ ബോണ്ടിന് പൊളാരിറ്റി ഉണ്ട്. ഇത് ഡെൽ മൈനസ് ആണ്, കാർബണിന് ഡെൽ പ്ലസ് ആണ്. അപ്പം ഇവിടെ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യും. ഈ കാർബണിന് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പം ഈ പൈ ബോണ്ട് ലോൺ പെയർ ആയിട്ട് മാറും. അപ്പം നമുക്ക് എന്ത് കിട്ടും? അപ്പം നമുക്കൊരു ഇന്റർമീഡിയറ്റ് കിട്ടും. ഏതാ ഇന്റർമീഡിയറ്റ്? ഇവിടെ ക്ലോറിൻ, ഇവിടെ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്തു, ഇവിടെ ഒരു മൈനസ് ചാർജ് ഫോം ചെയ്യും, ഇവിടെ NO2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓർത്തോയിലോ പാരയിലോ ഒരു സ്ട്രോങ് ആയ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഇന്റർമീഡിയറ്റിനെ അത് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് അതിന്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. ലോൺ പെയർ വിൽ ബി കൺവേർട്ടഡ് ടു പൈ ബോണ്ട് വിൽ ബി കൺവേർട്ടഡ് ടു ലോൺ പെയർ. അപ്പം നമ്മൾ അതിൻ്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ഇങ്ങനെ വരയ്ക്കുകയാണ്. റെസൊനേറ്റിംഗ് സ്ട്രക്ചർ വരച്ച് പോകുമ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇവിടെ ക്ലോറിൻ, ഇവിടെ NU, ഇവിടെ NO2. വീണ്ടും ഈ പറഞ്ഞ പോലെ ലോൺ പെയർ ടു പൈ ബോണ്ട് ടു ലോൺ പെയർ. വീണ്ടും ഒരു റെസൊനേറ്റിംഗ് സ്ട്രക്ചറൂടെ ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഒരു റെസൊനേറ്റിംഗ് സ്ട്രക്ചറൂടെ ഞാൻ വരയ്ക്കുമ്പം എനിക്ക് എങ്ങനെ കിട്ടും? എനിക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, NO2, ഇവിടെ ലോൺ പെയർ, ഇവിടെ Cl, ഇവിടെ NU. വീണ്ടും ലോൺ പെയർ പൈ ബോണ്ട് ആയിട്ട് മാറുമ്പം ആ ക്ലോറിൻ അവിടെ നിന്ന് ലീവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ എഫക്റ്റീവായിട്ട് ആ ക്ലോറിൻ ആര് റീപ്ലേസ് ചെയ്തു? എഫക്റ്റീവായിട്ട് ആ ക്ലോറിനെ ആ ന്യൂക്ലിയോഫൈൽ, പുതിയ വന്ന ന്യൂക്ലിയോഫൈൽ റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് SNAR. SNAR എന്ന് പറഞ്ഞാൽ അരോമാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് SN1ഓ SN2ഓ അല്ല. SNAR നടക്കണമെങ്കിൽ ഹാലോ അറീൻസിന്റെ ഓർത്തോ പൊസിഷനിലോ പാരാ പൊസിഷനിലോ വളരെ സ്ട്രോങ് ആയ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഉണ്ടാകണം. അത് മാത്രമാണ് ആ കാർബാനോണിനെ സ്റ്റെബിലൈസ് ചെയ്യുക. ആ കാർബാനോൺ സ്റ്റേബിൾ ആയാൽ മാത്രമേ ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുള്ളൂ. ഇനി ഓർത്തോയിലും പാരയിലുമുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളുടെ എണ്ണം കൂടുന്തോറും SNAR കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് മാറും. അപ്പം നിങ്ങൾ പറ, ഏതാ കറക്റ്റ് ആൻസർ? എവിടെയാ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് അരോമാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക? ആൻസർ ഈസ് 2,4,6 ട്രൈനൈട്രോ ക്ലോറോബെൻസീൻ അല്ലേ. അതിൻ്റെ 2 ഓർത്തോയിലും പാരായിലും വളരെ സ്ട്രോങ് ആയ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഉണ്ടാവുമ്പം, 2 ഓർത്തോയിലും പാരായിലും വളരെ സ്ട്രോങ് ആയ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഉണ്ടാവുമ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്ലോറിനെ മറ്റൊരു ന്യൂക്ലിയോഫൈൽ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹിയർ ക്വസ്റ്റ്യൻ നമ്പർ 59 ആൻസർ ഓപ്ഷൻ 3 ആണ്. ഐ ഹോപ്പ് ക്വസ്റ്റ്യൻ നമ്പർ 59 ഈസ് ക്ലിയർ ടു യു. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 60. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്? ഇതിൽ ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. സോഡിയം പ്ലസ് Mg2 പ്ലസ് അലൂമിനിയം 3 പ്ലസ് Si4 പ്ലസ് ആ ഓർഡർ കറക്റ്റ് ആണ് അല്ലേ. കാരണം എന്താണ്? കാരണം കാറ്റയോണുകളുടെ ചാർജ് കൂടുന്തോറും, പോസിറ്റീവ് ചാർജ് കൂടുന്തോറും സൈസ് കുറയുക ചെയ്യാം. പോസിറ്റീവ് ചാർജ് കൂടുന്തോറും സൈസ് ചെറുതായി വരികയാണ് ചെയ്യാം. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്, തെറ്റല്ല. രണ്ടാമത് ഫസ്റ്റ് അയോണൈസേഷൻ പൊട്ടൻഷ്യലിന്റെ ഓർഡർ ആണ് ചോദിക്കുന്നത്. നമുക്കറിയാം സെക്കൻഡ് പീരീഡിൽ
ഫസ്റ്റ് എലോങ് എ പീരീഡ് അയണൈസേഷൻ എന്താൽപ്പി എന്താ ചെയ്യാം? എലോങ് എ പീരീഡ് അയണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യാം. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓർഡർ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓർഡർ. പക്ഷെ ഇതിൽ 2 എക്സെപ്ഷൻ ഉണ്ട് നമുക്കറിയാം. ഒന്ന്, നൈട്രജനും ഓക്സിജനും ഇടയ്ക്ക് ഒരു എക്സെപ്ഷൻ ഉണ്ട്, അതുപോലെ ബെറിലിയത്തിനും ബോറോണിനും ഇടയ്ക്കും ഒരു എക്സെപ്ഷൻ ഉണ്ട്. അപ്പോൾ ആക്ച്വൽ ഓർഡർ വരിക ലിഥിയം, ബോറോൺ, ബെറിലിയം, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, നിയോൺ എന്നാണ്. ദിസ് ഈസ് ദ ആക്ച്വൽ ഓർഡർ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് എക്സെപ്ഷൻ വരാൻ കാരണം എന്നൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും കാര്യത്തിൽ നൈട്രജൻ ഹാഫ് ഫിൽഡ് ആണ്. അപ്പോൾ നൈട്രജൻ ഹാഫ് ഫിൽഡ് ആകുമ്പം അതിനൊരു അഡീഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ അയണൈസേഷൻ എന്താൽപ്പി ഓക്സിജനേക്കാൾ കൂടുതലാണ്. ഇനി ബെറിലിയവും ബോറോണിനും ഇടയ്ക്ക് എക്സെപ്ഷൻ വരാൻ കാരണം എന്താ? ബെറിലിയത്തിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നത് 2s ഓർബിറ്റൽ നിന്നാണ്, ബോറോണിലാണെങ്കിൽ അത് 2p നിന്നാണ്. എസ് ഓർബിറ്റൽ ന്യൂക്ലിയസിനോട് കൂടുതൽ പെനിട്രേറ്റ് ചെയ്ത് കിടക്കുന്ന ഓർബിറ്റലാണ്. അപ്പോൾ കൂടുതൽ പെനിട്രേറ്റ് ചെയ്ത് കിടക്കുന്ന ഓർബിറ്റൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ കൂടുതൽ എനർജി വേണം. അപ്പോൾ ആക്ച്വൽ ഓർഡർ രണ്ടാമത് ഞാൻ കാണിച്ച ഓർഡറാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ ശരിയാണ്, കാരണം സെക്കൻഡ് ഓപ്ഷൻ നമ്മുടെ ആക്ച്വൽ ഓർഡറാണ് കൊടുത്തിരിക്കുന്നത്, അത് ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നു ബേസിക് ക്യാരക്ടറിന്റെ ഓർഡർ ആണ്. നമുക്കറിയാം അലൂമിനിയം ഓക്സൈഡ് ആംഫോട്രിക് ആണെന്ന് അറിയാം അല്ലെ. ബെറിലിയം, അലൂമിനിയം, ഗാലിയം, ടിൻ, ലെഡ്, സിങ്ക്, ഇത്രയും എലമെന്റുകൾ ഫോം ചെയ്യുന്ന ഓക്സൈഡുകൾ ആംഫോട്രിക് ആയിരിക്കും. ബാക്കി ഓപ്ഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ബേസിക് ക്യാരക്ടർ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു റൂൾ ഓഫ് തമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ്ഗർ കാറ്റയോൺസ് മേക്ക് സ്ട്രോങ്ങർ ബേസസ് എന്നാണ്. എപ്പോഴും വലിയ കാറ്റയോണുകളാണ് സ്ട്രോങ് ബേസുകൾ ഫോം ചെയ്യുക. നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായ ബേസുകളാണ് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഒക്കെ അല്ലേ. അത് ആരാ ഫോം ചെയ്യുന്നത്? ആൽക്കലി മെറ്റൽസ് ആണ്. ആൽക്കലി മെറ്റൽസ് ആർ ഹാവിംഗ് ഹയസ്റ്റ് സൈസ് ഇൻ ഈച്ച് പീരീഡ്. എപ്പോഴും ബിഗ്ഗർ കാറ്റയോൺസ് ആണ് സ്ട്രോങ്ങർ ബേസുകൾ ഫോം ചെയ്യുക. അപ്പം നമുക്ക് അവിടെ ഉറപ്പായി പൊട്ടാസ്യത്തിൻ്റെ ഓക്സൈഡ് ആരേക്കാൾ സ്ട്രോങ് ആയിരിക്കും, സോഡിയം ഓക്സൈഡിനേക്കാൾ ഉറപ്പായിട്ടും ബേസിക് ആവണം അല്ലെ, അല്ലെങ്കിൽ മാഗ്നീഷ്യം ഓക്സൈഡിനേക്കാൾ ബേസിക് ആവണം. കാരണം പൊട്ടാസ്യമാണ് ബിഗ്ഗർ കാറ്റയോൺ, അതാണ് കൂടുതൽ സ്ട്രോങ് ആയ ബേസ് ഫോം ചെയ്യുക. അപ്പോൾ അവിടെ തെറ്റായ ഓപ്ഷൻ 3 ആണ്. അതുകൊണ്ട് അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ അയോണിക് സൈസ് കമ്പയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതും ശരിയാണ്. നിങ്ങൾ ഓർത്തിരിക്കുക, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അയോണിക് സൈസ് കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ Ne/Z വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. Ne എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്. Ne/Z വാല്യൂ കൂടുതലാണെങ്കിൽ അയാളുടെ അയോണിക് റേഡിയസും കൂടുതലായിരിക്കും. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ ഒക്കെ അയോണിക് റേഡിയസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് Ne/Z വാല്യൂ കമ്പയർ ചെയ്യാണ് വേണ്ടത്. അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻ 4ഉം ശരിയാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 ആണ്. അതിലാണ് തെറ്റായ ഓർഡർ കൊടുത്തിരിക്കുന്നത്. ബിഗ്ഗർ കാറ്റയോൺസ് മേക്ക് സ്ട്രോങ്ങർ ബേസസ്, അതാണ് നമ്മുടെ റൂള്. യെസ്, ഓൾറെഡി ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ ടു യു. Question number 61ലേക്ക് പോവാം. The correct sequence of the following element in the increasing order of second ionization energy is. അപ്പോൾ സെക്കൻഡ് അയോണൈസേഷൻ എനർജിന്റെ ഓർഡർ ആണ് അവർ നമ്മളോട് ചോദിക്കുന്നത് അല്ലെ. നമുക്കറിയാം എലോങ് എ പീരീഡ് അയോണൈസേഷൻ എന്തായാലും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക പൊതുവെ. ഓക്കെ, അപ്പം ഉറപ്പായിട്ടും നൈട്രജന്റെയും ഓക്സിജന്റെയും ഒക്കെ അയോണൈസേഷൻ എന്തായാലും ആരേക്കാൾ കൂടുതലായിരിക്കും? ബെറിലിയത്തിനേക്കാളും ബോറോണിനേക്കാളും ഒക്കെ ഉറപ്പായിട്ടും കൂടുതലായിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. ഇനി ഓക്സിജൻ ആണോ നൈട്രജൻ ആണോ സെക്കൻഡ് അയോണൈസേഷൻ എന്തായാലും കൂടുതൽ? നോക്കൂ, നമ്മുടെ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ NH2NP4 ആണ് അല്ലെ. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NH2NP4 ആണ്. ഓക്കെ, O+ എന്ന് പറഞ്ഞാലോ NH2NP3 ആയി. O+ എന്ന് പറഞ്ഞാൽ NH2NP3 ആയി. അപ്പൊ രണ്ടാമത്തെ ഇലക്ട്രോൺ നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് ഒരു ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. മാത്രമല്ല അതിനൊരു പോസിറ്റീവ് ചാർജും ഉണ്ട്. അപ്പോൾ O+ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പോസിറ്റീവ്ലി ചാർജ് സ്പീഷീസ് ആണ്. അതിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോരാതിന് അത് ഹാഫ് ഫിൽഡും കൂടിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഓക്സിജന്റെ സെക്കൻഡ് അയണൈസേഷൻ താല്പര്യമായിരിക്കും ഏറ്റവും ഹൈ. ഈ കൂട്ടത്തിൽ ഏറ്റവും ഹൈ ഓക്സിജന്റെ സെക്കൻഡ് അയണൈസേഷൻ താല്പര്യമാണ്. അത് കഴിഞ്ഞേ ആര് വരൂ? നൈട്രജൻ വരൂ. ഓക്സിജൻ നൈട്രജൻ കഴിഞ്ഞാൽ പിന്നെ ബോറോൺ വരും. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ബെറിലിയത്തിനാണ് അല്ലെ. കാരണം ബെറിലിയം ഈസിലി ഫോം Be2+ അയോൺസ്. ഓക്കെ, അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? ഓക്സിജൻ, നൈട്രജൻ, ബെറിലിയം, ബോറോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓക്സിജൻ, നൈട്രജൻ, ബെറിലിയം, ബോറോൺ എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണോ മക്കളെ? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ? ഫോളോ ചെയ്യുന്നുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയൂ. യെസ്, നസീഫ്, വൈഷ്ണവി, എലിസബത്ത്, ഷിനാന KM, ആൽഫിയ ഷമീം,
പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 62. വെയിറ്റ് ഓഫ് വൺ ആറ്റം ഓഫ് എൻ എലമെന്റ് ഇസ് ഗിവൺ ടു യു. ഓക്കെ, ഒരു ആറ്റത്തിന് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഒരു മോളിന്റെ വെയിറ്റ് കാണുക? വെയിറ്റ് ഓഫ് വൺ മോൾ എങ്ങനെയാണ് കാണുക? വെയിറ്റ് ഓഫ് വൺ മോൾ, ഒരു മോളിന്റെ വെയിറ്റ് കാണാൻ വേണ്ടി ഒരു ആറ്റത്തിന്റെ വെയിറ്റിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ഒരു ആറ്റത്തിന്റെ വെയിറ്റിനെ നമ്മൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു മോളിന്റെ വെയിറ്റ് കിട്ടും അല്ലേ? 10⁻⁻23യും 10⁻23യും ക്യാൻസൽ ആവും. 8×6 = 48. 8.31 × 6 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 50 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ ഒരു മോളിന്റെ വെയിറ്റ് 50 ഗ്രാം ആണ്. ഒരു മോളിന്റെ വെയിറ്റ് സ്പീഡ് കുറവാണെന്നാണ് പറയുന്നത്. സ്പീഡ് കുറവാണെന്ന് പറയുന്നുണ്ട്, സ്പീഡ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ശരി 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 ഓക്കെ. എനിവേ ഒരു മോളിന്റെ വെയിറ്റ് 50 ഗ്രാം ആണ്. ഒരു മോൾ ആറ്റത്തിന്റെ വെയിറ്റ് എത്രയാണ്? 50 ഗ്രാം ആണ്. ഒരു മോളിന്റെ വെയിറ്റിനെ നമ്മൾ എന്ത് വിളിക്കാം? മോളാർ മാസ് എന്ന് വിളിക്കുക അല്ലെ? അപ്പോൾ ആ പറഞ്ഞ ആളുടെ മോളാർ മാസ് 50 ഗ്രാം ആണ്. നമുക്ക് കാണേണ്ട നമ്പർ ഓഫ് മോൾസ് ആണ്. എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കാണുക? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് 50 × 10⁻³ ആണ്. മോളാർ മാസ് 50 ആണ്. അപ്പം ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്യുമ്പോൾ 15 കട്ടായി പോവും. ആൻസർ ഈസ് 10⁻3. നമ്പർ ഓഫ് മോൾസ് 10⁻³ ആണ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. ഓക്കെ, ഒരു ആറ്റത്തിന്റെ വെയിറ്റ് തന്നു. ഓക്കെ, ഒരു ആറ്റത്തിന്റെ വെയിറ്റ് തന്നു, അതിന് നമ്മൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഒരു മോളിന്റെ മാസ് കിട്ടി. ഒരു മോളിന്റെ മാസിനാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുക. ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്തപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. വേറെ സംശയമൊന്നുമില്ലല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ 3 ആണ്. 63. 3 elements X, Y and Z combines to give a compound which contains 60% of X. The formula of the compound is. ഏറ്റവും നല്ലത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, എവിടെയാണ് 60% ഓഫ് എക്സ് ഉള്ളത് നോക്കിയാൽ പോരെ? ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ പറ 4x. അപ്പൊ എക്സ് അറ്റോമിക് മാസ് 50 ആണ്. അപ്പൊ 4x എന്ന് പറഞ്ഞാൽ 4 × 50 എത്രയാ? 4 × 50 എന്ന് പറഞ്ഞാൽ 200 ആണ്. ഡിവൈഡഡ് ബൈ ആ കോമ്പൗണ്ട് മോളിക്കുലർ മാസ് എത്രയാ വരിക? 4 × 50 എന്ന് പറഞ്ഞാൽ 200 ആണ്. പ്ലസ് 3 × 20. 3 y അല്ലേ ഉള്ളത്? അപ്പം 3 × 20. 3 × 20 എന്ന് പറഞ്ഞാൽ 60 ആണ്. പ്ലസ് എത്രയാണ്? സെഡ് 2 ആണ്. 30 × 2 അതും 60 ആണ്. ഇൻറ്റു 100 അല്ലെ? ഇത് എത്ര കിട്ടും? ഇത് 60% കിട്ടുമോ? നോക്കിയേ. 200/320 × 100. 200/320 × 100 എന്ന് പറഞ്ഞാൽ 20/32 എന്ന് പറഞ്ഞാൽ 10/16 എന്ന് പറഞ്ഞാൽ 5/8. അപ്പൊ 5/8 അല്ലെ, അല്ലെങ്കിൽ 500/8 അതെന്തല്ല? 60% അല്ല. സോ ദാറ്റ് ഈസ് നോട്ട് അവർ ആൻസർ. പെട്ടെന്ന് തന്നെ അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. അടുത്ത ഓപ്ഷൻ നോക്കുമ്പോൾ 3x ഉണ്ട്. 3x എന്ന് പറഞ്ഞാൽ 3 × 50 150 ആണ്. ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ 3x എന്ന് പറഞ്ഞാൽ 150, 2y എന്ന് പറഞ്ഞാൽ 40, 2z എന്ന് പറഞ്ഞാൽ 60. അപ്പൊ 40ഉം 60ഉം 100 ആണ്. 100ഉം 150ഉം 250 ആണ്. 150/250 × 100 എന്ന് കിട്ടും. 150/250 × 100 എന്ന് പറഞ്ഞാൽ 15/25 എന്ന് പറഞ്ഞാൽ 3/5 ആണ്. 3/5 × 100 എന്ന് പറഞ്ഞാൽ യെസ് ഇറ്റ് ഈസ് 60%. അപ്പൊ എവിടെയാ 60% എക്സ് കിട്ടുന്നത്? സെക്കൻഡ് ഓപ്ഷൻ ആണ്. സോ ദാറ്റ് ഈസ് അവർ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ടു യു. ഓക്കെ, ബേസിക്കലി നമുക്ക് ഓരോരുത്തരുടെ മാസ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ എക്സിന്റെ പെർസെൻറ്റേജ് 60 ആണെന്നുണ്ട്. എങ്ങനെ എക്സിന്റെ പെർസെൻറ്റേജ് കാണുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ഞാൻ ഒന്നുകൂടെ പറയാം. ബേസിക് ആയിട്ട് പെർസെൻറ്റേജ് ഓഫ് എക്സ് എങ്ങനെയാ കാണാം? ഏത് കോമ്പൗണ്ട് കഴിഞ്ഞാലും പെർസെൻറ്റേജ് ഓഫ് എക്സ് കാണാൻ വേണ്ടിയിട്ട് എക്സിന്റെ അറ്റോമിക് മാസ്, ഓക്കെ, അറ്റോമിക് മാസ് ഓഫ് എക്സ് ഇൻറ്റു നമ്പർ ഓഫ് എക്സ് ആറ്റംസ്, അതിൽ എത്ര എക്സ് ആറ്റംസ് ഉണ്ട് നോക്കുക, ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് കോമ്പൗണ്ട്, ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100. ഇത് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടാം? പെർസെൻറ്റേജ് എക്സ് കിട്ടുക. അപ്പം ഏത് കേസിലാണ് 60% എന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ 2. Moving to question number 64. Which of the following statement is incorrect? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ? നിങ്ങൾ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. ബയോമോളിക്യൂൾസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഗ്ലൂക്കോസ് ഷിഫ്റ്റ് ടെസ്റ്റ് തരില്ല. അതുപോലെ ഗ്ലൂക്കോസ് സോഡിയം ബൈസൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അതുപോലെ പെൻറ്റാ അസറ്റേറ്റ് ഓഫ് ഗ്ലൂക്കോസ് ഹൈഡ്രോക്സിലമീനുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ഈ 3 പോയിന്റുകളും NCERT വളരെ റെലവൻ്റ് ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്ന പോയിന്റുകളാണ്. ഗ്ലൂക്കോസ് ഷിഫ്റ്റ് ടെസ്റ്റ് തരില്ല, ഗ്ലൂക്കോസ് സോഡിയം ബൈസൾഫൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യില്ല, ഗ്ലൂക്കോസ് പെൻറ്റാ അസറ്റേറ്റ് ഓഫ് ഗ്ലൂക്കോസ് ഹൈഡ്രോക്സിലമീനുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ആ പറഞ്ഞ എയും ബിയും ഡിയും ശരിയായ സ്റ്റേറ്റ്മെന്റുകളാണ്. അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്ത്? അങ്ങനെയാണെങ്കിൽ ആ ഗ്ലൂക്കോസിലെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഫ്രീ അല്ലല്ലോ. അപ്പൊ ഗ്ലൂക്കോസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റിംഗ് സ്ട്രക്ചറിലാണ് എന്ന ഒരു അനുമാനത്തിലേക്ക് നമ്മൾ പോകുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്.
ഗ്ലൂക്കോസിലെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഫ്രീ ആണെങ്കിൽ ഈ ടെസ്റ്റുകളൊക്കെ അത് തരേണ്ടതാണ്. പക്ഷേ ഗ്ലൂക്കോസ് ഷിഫ്റ്റ് ടെസ്റ്റും സോഡിയം ബൈസൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പെൻറ്റാസിറ്റേറ്റ് ഓഫ് ഗ്ലൂക്കോസ് ഹൈഡ്രോക്സൈമിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഗ്ലൂക്കോസിലെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഫ്രീ അല്ല. അതുകൊണ്ടാണ് ഗ്ലൂക്കോസ് സൊല്യൂഷനിൽ ഒരു സൈക്ലിക് സ്ട്രക്ചറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന അസംഷനിലേക്ക് നമ്മൾ പോയത്. എന്നിട്ടാണ് നമ്മൾ ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും ഒക്കെ വരച്ചത്. അപ്പം 1ഉം 2ഉം 4ഉം ആൻസർ അല്ലെങ്കിൽ പിന്നെ ആരാ ആൻസർ? ഉറപ്പായിട്ടും 3 ആവണമല്ലോ. അപ്പോൾ അവിടെ എന്താ കാര്യം നമുക്ക് നോക്കാം. നമ്മൾ ഗ്ലൂക്കോസ് എടുക്കുകയാണേ. നമ്മൾ ഈ ഗ്ലൂക്കോസ് എടുത്തിട്ട് C ഡബിൾ ബോണ്ട് OH, ഓക്കെ, CHOH 4 ടൈംസ് CH2OH. ഈ ഗ്ലൂക്കോസിനെ ഞാനൊരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് വെച്ച് ട്രീറ്റ് ചെയ്യാണ്. മൈൽഡ് എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് കേട്ടോ, സ്ട്രോങ് അല്ല, വളരെ മൈൽഡ് ആയിട്ടുള്ള. ബ്രോമിൻ വാട്ടർ ഒക്കെ ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്കെ, Br2H2 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ദിസ് ഇസ് എ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ എന്താ സംഭവിക്കുക? ആ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഓക്സിഡൈസ് ചെയ്തിട്ട് ആസിഡായിട്ട് മാറും. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഓക്സിഡൈസ് ചെയ്തിട്ട് ആസിഡായിട്ട് മാറും. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഉണ്ടാവും. ഇതിനെ നമ്മൾ വിളിക്കുക ഗ്ലൂക്കോണിക് ആസിഡ് എന്നാണ്. ഇത് നമ്മൾ വിളിക്കുക ഗ്ലൂക്കോണിക് ആസിഡ് എന്നാണ്. അപ്പോൾ ഗ്ലൂക്കോസിനെ ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് വെച്ച് ട്രീറ്റ് ചെയ്താൽ ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടും. ഞാനൊരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കുകയാണെങ്കിലോ, ആരാ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് പോലത്തെ ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ആൽഡിഹൈഡ് ഗ്രൂപ്പും താഴെയുള്ള പ്രൈമറി ആൽക്കഹോളും രണ്ടുപേരും ആസിഡായിട്ട് മാറും. ആൽഡിഹൈഡ് ഗ്രൂപ്പ് മാത്രമല്ല, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആസിഡായിട്ട് മാറും. അത് മാത്രമല്ല, താഴെയുള്ള പ്രൈമറി ആൽക്കഹോളും എന്തായിട്ട് മാറും? ആസിഡായിട്ട് മാറും. അപ്പം നമുക്ക് കിട്ടുക ഒരു ഡൈ കാർബോക്സിലിക് ആസിഡ് ആണ്. ഇതിനെ വിളിക്കുക ഗ്ലൂക്കാറിക് ആസിഡ് എന്നാണ്. ഗ്ലൂക്കാറിക് ആസിഡ് എന്നും പറയും, സാക്കറിക് ആസിഡ് എന്നും പറയും. അപ്പോൾ ബേസിക്കലി ഇതാണ് അവിടെ പറയുന്ന റിയാക്ഷൻ. ഗ്ലൂക്കോസിനെ ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് വെച്ച് ട്രീറ്റ് ചെയ്താൽ ഒരു മോണോ കാർബോക്സിലിക് ആസിഡും, ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് വെച്ച് ട്രീറ്റ് ചെയ്താൽ ഒരു ഡൈ കാർബോക്സിലിക് ആസിഡുമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അവിടെ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ തെറ്റല്ലേ? ഓൺ ഓക്സിഡേഷൻ വിത്ത് HNO3 ഗ്ലൂക്കോണിക് ആസിഡ് ഈൽഡ് മോണോ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മോണോ കാർബോക്സിലിക് ആസിഡ് അല്ല കിട്ടുക, ഡൈ കാർബോക്സിലിക് ആസിഡ് ആണ് അവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, യെസ്, ഐ ഹോപ്പ് ക്വസ്റ്റ്യൻ നമ്പർ 64 ഈസ് ക്ലിയർ ടു യു. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 65. ഓക്കെ, 65 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വളരെ സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ വെരി സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ഫ്രം ബയോമോളിക്യൂൾ വൈറ്റമിൻസ്. നിങ്ങൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ബയോമോളിക്യൂൾസ് പഠിക്കുമ്പം നിങ്ങൾ വളരെ ബേസിക് ആയിട്ട് വൈറ്റമിൻസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. എന്താ വൈറ്റമിൻ്റെ ക്ലാസിഫിക്കേഷൻ? വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ ഉണ്ട്, ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ ഉണ്ട്. വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ ബിയും സിയും ആണ്. ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ ബാക്കി വൈറ്റമിൻസ് ഫാറ്റ് സോല്യൂബിൾ ആണ്. ഇനി നൈദർ വാട്ടർ സോല്യൂബിൾ നോർ ഫാറ്റ് സോല്യൂബിൾ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതാണ് വൈറ്റമിൻ H ആണ്. വൈറ്റമിൻ H അഥവാ വൈറ്റമിൻ B7 ഈസ് നൈദർ വാട്ടർ സോല്യൂബിൾ നോർ ഫാറ്റ് സോല്യൂബിൾ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഡിഫറെൻറ്റ് വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന അസുഖങ്ങളുമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ക്ലിയർലി മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നീറ്റിന് വരാറുണ്ട്. അത് ഇങ്ങനത്തെ ടോപ്പിക്കുകളിൽ നിന്നാണ് വരാറുള്ളത്. ഓക്കെ, വൈറ്റമിൻ A എന്ന് പറഞ്ഞ ആരാ? വൈറ്റമിൻ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി റെറ്റിനോൾ അല്ലെ. വൈറ്റമിൻ എന്റെ പേര് റെറ്റിനോൾ എന്നാണ്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം വരുന്ന അസുഖം ഏതാണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞ അസുഖമാണ് വരിക അല്ലെ. വൈറ്റമിൻ A അഥവാ റെറ്റിനോൾ എന്ന് പറഞ്ഞ ആളുടെ ഡെഫിഷ്യൻസി കാരണം വരുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. സോ A ഈസ് മാച്ച്ഡ് ടു 4. A ഈസ് മാച്ച്ഡ് ടു 4 എന്ന് പറയുമ്പോഴേ നമ്മുടെ ആൻസർ എന്തായി? ഒന്നുകിൽ 1 അല്ലെങ്കിൽ 2. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന പറയൂ, വൈറ്റമിൻ ഡി ആരാ? വൈറ്റമിൻ ഡി വളരെ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി കാൽസിഫെറോൾ അല്ലെ. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ ആണ് അല്ലെങ്കിൽ എർഗോ ക്ലാസിഫെറോൾ ആണ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം റിക്കറ്റ്സ് ആണ് ഉണ്ടാവുന്നതെന്ന് എല്ലാവർക്കും അറിയാം. സോ സി ഈസ് മാച്ച്ഡ് ടു 1. അപ്പോൾ തന്നെ നമ്മുടെ ആൻസർ ആയി. നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് അറിയുന്നത് നിങ്ങൾ മാച്ച് ചെയ്ത് പോകാം കേട്ടോ. പലപ്പോഴും മാച്ച് ദ ഫോളോയിങ് നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടി എന്ത് മതി? വളരെ സിമ്പിളായിട്ട് 1-2 എണ്ണം മാച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, സോ 1 മൊമെന്റ്. നമ്മുടെ ആൻസർ ഇവിടെ എന്താ വരിക? നമ്മുടെ ആൻസർ 2 ആണ് വരിക. ഓക്കെ, വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ റെറ്റിനോൾ ആണ്. അത് നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സ്രോഫ്താൽമിയൊക്കെ റിലേറ്റഡ് ആണ്. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ എർഗോ കാൽസിഫെറോൾ ആണ്. അതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ്. ഓക്കെ, അതുപോലെ വൈറ്റമിൻ കെ ആരാ? വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ ഫൈലോക്വിനോൺ ആണ് അല്ലെ. വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ ഫൈലോക്വിനോൺ ആണ്. അതേപോലെ എന്താ പറയുക, എക്സസീവ് ബ്ലീഡിങ്, ഇഞ്ചുറി ഒക്കെ പറ്റുമ്പോൾ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവാനൊക്കെ കാരണം വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസിയാണ്. ബ്ലഡ് ക്ലോട്ടിങ് ടൈം ഒക്കെ. ഓക്കെ, സോ ഡി ഈസ് മാച്ച്ഡ് ടു. ആൻഡ് വൈറ്റമിൻ B2. വൈറ്റമിൻ B2 എന്ന് പറഞ്ഞാൽ ആരാ? വൈറ്റമിൻ B2 എന്ന് പറഞ്ഞാൽ റൈബോഫ്ലാവിൻ ആണ്. അതിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് വരിക. അപ്പോൾ 65ാമത്തെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ കൂടി 2-3 നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മാച്ച് ദ ഫോളോയിങ്ങിൽ പലപ്പോഴും നിങ്ങളുടെ ആൻസർ കിട്ടും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക.
Okay, so 65, option D is our right answer. Moving to question number 66. Okay, ഇതിൽ ഓരോരുത്തരുടെ ഷേപ്പ് ആണ് ചോദിക്കുന്നത്. SF4 മോളിക്യൂൾ. ഈ SF4 മോളിക്യൂൾ എന്ന് പറഞ്ഞ ആളുടെ ഷേപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്നുകിൽ നിങ്ങൾ പഠിച്ചു കാണും SF4ന്റെ ഷേപ്പ് സീസോ ആണെന്ന്, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ബേസിക്കലി ആദ്യം നിങ്ങൾ നോക്കേണ്ടത് സ്റ്റെറിക് നമ്പർ ആണ്. സ്റ്റെറിക് നമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഹാഫ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം പ്ലസ് സറൗണ്ടിങ് മോണോവാലന്റ് ആറ്റം അല്ലേ? ഹാഫ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം പ്ലസ് സറൗണ്ടിങ് മോണോവാലന്റ് ആറ്റം ചെയ്താൽ നമുക്ക് സ്റ്റെറിക് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൾഫർ എന്ന് പറഞ്ഞ ഓക്സിജൻ ഫാമിലിയാണ്, 6 വാലൻസ് ഇലക്ട്രോൺ ആണ് ഉള്ളത്. സറൗണ്ടിങ് മോണോവാലന്റ് ആറ്റം 4 ആണ്, 6 4 10, 10/2 5. സ്റ്റെറിക് നമ്പർ 5 ആണ്. അവിടെ 4 ബോണ്ട് പെയർസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള ആരാ? ഒരു ലോൺ പെയർ ആണുള്ളത്. 4 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാം? ഞാൻ സൾഫർ ഇവിടെ വെച്ചു. ഇതിന് ആക്ച്വലി 2 പൊസിഷൻ ഉണ്ട് കേട്ടോ. ഈ ആദ്യം ഞാൻ വരച്ച ആ പ്ലെയിനിലുള്ള 3 പൊസിഷനെ നമ്മൾ ഇക്വിറ്റോറിയൽ പൊസിഷൻ എന്നാണ് പറയുക. പ്ലെയിനിന് പുറത്തേക്കും അകത്തേക്കും നിൽക്കുന്ന പൊസിഷനെ ആക്സിയൽ പൊസിഷൻ എന്നാണ് പറയുക. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വരുന്നുണ്ടെങ്കിൽ എപ്പോഴും അത് പ്രിഫർ ചെയ്യുക ഇക്വിറ്റോറിയൽ പൊസിഷൻ ആണ്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എപ്പോഴും ചെന്നിരിക്കാൻ ആഗ്രഹിക്കുന്നത് എവിടെയാണ്? ഇക്വിറ്റോറിയൽ പൊസിഷനിലാണ്. അതുപോലെ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവായ ആറ്റങ്ങൾ പ്രിഫർ ചെയ്യുന്ന പൊസിഷൻ ആക്സിയൽ പൊസിഷൻ ആണ് എന്ന് വെറുതെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്, അത് ഇക്വിറ്റോറിയൽ പൊസിഷനിൽ പോയിരുന്നു. ബാക്കി 4 ഫ്ലൂറിൻ ആറ്റം ഉണ്ട്, അതിങ്ങനെ അറേഞ്ച് ചെയ്യുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് സീസോ എന്നാണ്. ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് സീസോ എന്നാണ്. അപ്പോൾ SF4 ഈസ് മാച്ച്ഡ് ടു സീസോ, A is matched to 1 എന്ന് പറയുമ്പോഴേ നമ്മുടെ ആൻസർ ആയി അല്ലേ? അത് പറയുമ്പോഴേക്ക് നമ്മുടെ ആൻസർ ആയി. കണ്ടോ, പലപ്പോഴും മാച്ച് ദ ഫോളോയിങ് വളരെ സിമ്പിൾ ആയിട്ട് വരാറുണ്ട്. ഓക്കെ, പിന്നെ XeO3 ഞാൻ ബാക്കിയും കൂടെ വെറുതെ പറഞ്ഞിട്ട് പോവാം. XeO3ന്റെ സ്ട്രക്ചർ എങ്ങനെയാ നോക്കുക? XeO3 എന്ന് പറയുമ്പോൾ വീണ്ടും സ്റ്റെറിക് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റെറിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം. സെനോണിന്റെ വാലൻസ് ഇലക്ട്രോൺ 8 ആണ്, സറൗണ്ടിങ് മോണോവാലന്റ് ആറ്റം ഒന്നുമില്ല. അപ്പോൾ 8/2 4 ആണ്. സ്റ്റെറിക് നമ്പർ 4 ആണ്. സ്റ്റെറിക് നമ്പർ 4 ആണ്. 3 ബോണ്ട് പെയർ ഉണ്ട്. 3 ആറ്റം ഉണ്ടെങ്കിൽ 3 ബോണ്ട് പെയർ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ആരാണ്? ലോൺ പെയർ ആണ്. 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും അമോണിയയുടെ ഷേപ്പാണ് അല്ലേ? 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും എന്ന് പറഞ്ഞാൽ അത് അമോണിയയുടെ ഷേപ്പാണ്. എന്താണ് ആ ഷേപ്പ്? പിരമിഡൽ ജോമെട്രി ആണ്, ട്രയഗണൽ പിരമിഡൽ ജോമെട്രി ആണ്. അപ്പൊ XeO3 എന്താണ്? പിരമിഡൽ ആണ്. XeO3 പിരമിഡൽ ആണ്. അടുത്താരാ? XeF6 എന്ന് പറഞ്ഞാൽ എന്താ? XeF6 എന്ന് പറഞ്ഞാൽ വീണ്ടും സ്റ്റെറിക് നമ്പർ നോക്കുക. ഹാഫ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം 8 ആണ്, സറൗണ്ടിങ് മോണോവാലന്റ് ആറ്റം 6 ആണ്. 8ഉം 6ഉം 14, 14/2 7 ആണ്. സ്റ്റെറിക് നമ്പർ 7 ആണ്. 6 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രലാണ്. 6 ബോണ്ട് പെയറും ഒരു ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രലാണ്. ആരുടെ സ്ട്രക്ചർ? XeF6ന്റെ സ്ട്രക്ചർ. ഏതാ ആൻസർ? ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. പിന്നെ ഒരു കൊബാൾട്ടിന്റെ കോംപ്ലക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. CONH3 6 ടൈംസ് അല്ലേ? CONH3 6 ടൈംസ് 2+. ഓക്കെ, ഈ ഒരു കോംപ്ലക്സിൽ നമുക്കറിയാം കൊബാൾട്ട് എന്ന് പറയുമ്പോൾ 3D7 ആണ്. CO3+ ആണോ? CO3+ ആണ്. സോറി, CO2+ അല്ല, 3+. ഓക്കെ, അപ്പോൾ കൊബാൾട്ട് എന്ന് പറഞ്ഞാൽ 3D7 ആണ്. കൊബാൾട്ട് 3+ എന്ന് പറയുമ്പോൾ 3D6 കിട്ടും അല്ലേ? ആ വന്നിരിക്കുന്ന ആരാ? ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രോണുകളെ പെയർ ചെയ്യിക്കും. അപ്പം ഇലക്ട്രോണുകളെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 6 ഇതാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന D2sp3 ആരെ അക്കോമഡേറ്റ് ചെയ്യും? D2sp3 ഹൈബ്രിഡൈസേഷനിൽ അമോണിയന്റെ ലോൺ പെയറുകളെ അക്കോമഡേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഈ D2sp3 ആണ് ഇവിടെ ഹൈബ്രിഡൈസേഷൻ വരിക. D2sp3 വന്നാൽ അവിടെ എന്താ ജോമെട്രി? ഒക്ടാഹെഡ്രലാണ്. അപ്പോൾ ആ പറഞ്ഞ അവസാനത്തെ കോമ്പൗണ്ട് ജോമെട്രി ഒക്ടാഹെഡ്രലാണ്. സോ ഡെഫിനറ്റ്ലി അവർ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, സിമ്പിളായ ക്വസ്റ്റൻ ആണ്, വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ആൻസർ കിട്ടുമ്പോൾ തന്നെ SF4 സീസോ ആണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ടു യു. അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് നെറ്റ്വർക്ക് സോളിഡ്? ഓക്കെ, നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡുകളെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അയോണിക് സോളിഡ് ഉണ്ട്, കോവാലന്റ് സോളിഡ് അഥവാ നെറ്റ്വർക്ക് സോളിഡ് ഉണ്ട്, മോളിക്കുലാർ സോളിഡ് ഉണ്ട്, അതുപോലെ മെറ്റാലിക് സോളിഡ് ഉണ്ട്. ഓക്കെ, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണെങ്കിൽ നമ്മൾ അതിനെ അയോണിക് സോളിഡ് എന്നാണ് വിളിക്കുക. സോഡിയം ക്ലോറൈഡും സിങ്ക് സൾഫൈഡും ഒക്കെ എന്താ? അയോണിക് സോളിഡുകളാണ്. അവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആണ്. Na+ഉം Cl- അയോൺസ്, Zn2+ഉം S2- അയോൺസ്. അപ്പൊ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആണെങ്കിൽ വി കോൾ ഇറ്റ് അയോണിക് സോളിഡ്. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആറ്റംസ് ആണെങ്കിലോ, ഇപ്പൊ ഡയമണ്ട്, സിലിക്കൺ കാർബൈഡ്, അലൂമിനിയം നൈട്രൈഡ് തുടങ്ങിയ കോമ്പൗണ്ടുകളിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആറ്റംസ് ആണ്. കാർബൺ ആറ്റം, സിലിക്കൺ ആറ്റം,
അല്ലെങ്കിൽ അലൂമിനിയം ആറ്റം, നൈട്രജൻ ആറ്റം, ആറ്റംസ് ആണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. അപ്പം നമ്മൾ അവയെ കോവാലന്റ് സോളിഡ് അഥവാ നെറ്റ്വർക്ക് സോളിഡ് എന്ന് വിളിക്കും. കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂളുകളാണെങ്കിൽ, ഉദാഹരണം ഐസിൽ ആരാളുള്ളത്? വാട്ടർ മോളിക്യൂൾ ആണ്. അല്ലെങ്കിൽ ഡ്രൈ ഐസ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണെങ്കിൽ അതിനെ മോളിക്കുലാർ സോളിഡ് എന്നും, ഇനി മെറ്റൽസിനെ നമ്മൾ മെറ്റാലിക് സോളിഡ് എന്നും പൊതുവെ വിളിക്കാറുണ്ട്. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് വരെ കേർണൽസും മൊബൈൽ ഇലക്ട്രോൺസുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആരാണ് നെറ്റ്വർക്ക് സോളിഡ്? കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആറ്റംസ് ആവണം. ആരാണത്? അലൂമിനിയം നൈട്രൈഡ് ആണ്. അലൂമിനിയം നൈട്രൈഡിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആറ്റംസ് ആണ്. അതുകൊണ്ട് അതാണ് നമ്മുടെ നെറ്റ്വർക്ക് സോളിഡ് അഥവാ കോവാലന്റ് സോളിഡ്. ഓക്കെ, യെസ്. വൈഷ്ണവി, ഷിനാന, KM, ഫാത്തിമ ഒക്കെ ഓൾറെഡി ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഓപ്ഷൻ 4 ആണെന്ന്. വെരി ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 68. മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. നോക്കൂ, ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പറയാമോ? ഈ ചാപ്റ്റർ ഇത് വന്നിരിക്കുന്നത് ബേസിക്കലി നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. നിങ്ങൾ അത് NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കണം. NCERT നല്ല വൃത്തിയായിട്ട് വായിക്കണം. അതിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ ബേസിലെ സബ്സ്റ്റൻസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. എന്താ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോണുകൾ ഇല്ല. അൺപെയർഡ് ഇലക്ട്രോണുകൾ ഇല്ലാത്ത കോമ്പൗണ്ടുകളാണ് നമ്മൾ ഡയാമാഗ്നറ്റിക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡയാമാഗ്നറ്റിക്കിന് എക്സാമ്പിൾ ആയിട്ട് NCERT കൊടുത്തിരിക്കുന്നത് വാട്ടർ, സോഡിയം ക്ലോറൈഡ്, ബെൻസീൻ തുടങ്ങിയ മോളിക്യൂളാണ്. NCERT പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് ഇതാണ്. ഇതെല്ലാം ഡയാമാഗ്നറ്റിക് ആണ്. അതിലൊന്നും അൺപെയർഡ് ഇലക്ട്രോണുകൾ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ഇല്ല. ഒരു പക്ഷേ ദേ ആർ വീക്ക്ലി റിപ്പൽഡ് ബൈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, അല്ലാതെ ഒരിക്കലും എന്താവില്ല, അട്രാക്റ്റഡ് ആവില്ല. ഇതാണ് ഡയാമാഗ്നറ്റിക്. രണ്ടാമത്തെ ആള് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. എന്താ പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവിടെ അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഓരോ ആറ്റവും ഓരോ അറ്റോമിക് മാഗ്നറ്റുകളാണ്. ഓരോ ആറ്റവും ഓരോ അറ്റോമിക് മാഗ്നറ്റ്സ് ആണ്. ഓക്കെ, അപ്പം ഓരോ ആറ്റവും ഓരോ അറ്റോമിക് മാഗ്നറ്റ്സ് ആണ്. പക്ഷേ ഈ അറ്റോമിക് മാഗ്നറ്റ്സ് എല്ലാം ഇറഗുലർലി ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് ആ കോമ്പൗണ്ടിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റില്ല. ആ കോമ്പൗണ്ടിലുള്ള ഓരോ ആറ്റംസും അറ്റോമിക് മാഗ്നറ്റുകളാണ്. പക്ഷെ അതെല്ലാം ഇറഗുലർലി ഓറിയന്റ് ചെയ്തുകൊണ്ട് ആ കോമ്പൗണ്ടിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒന്നുമില്ല. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ നമുക്ക് അവയെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. അത്തരം കോമ്പൗണ്ടുകളാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുക. NCERT പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ മാത്രം ഞാൻ പറയാം. ഓക്സിജൻ, കോപ്പർ 2+, ഫെറിക്, Cr3+. ഇതാണ് കൃത്യമായിട്ട് NCERT പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ. ഈ 4 പേരും പാരാമാഗ്നറ്റിക് ആണ്, നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, അതിൽ അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ട്. ഓരോ ആറ്റങ്ങളും അറ്റോമിക് മാഗ്നറ്റുകളാണ്. പക്ഷേ ഈ അറ്റോമിക് മാഗ്നറ്റ് എല്ലാം ഇറഗുലർലി ഓറിയന്റ് ചെയ്തിരിക്കുക ആയതുകൊണ്ട് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ എന്തില്ല, അവയ്ക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെയോ മൂന്നാമത്തെ ആരാണ്? ഫെറോ മാഗ്നറ്റിക് ആണ്. ഫെറോ മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ആരാ? അവിടെ ആറ്റങ്ങളിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് ആറ്റങ്ങൾക്ക് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്, അറ്റോമിക് മാഗ്നറ്റുകൾ ഉണ്ട്. ഈ അറ്റോമിക് മാഗ്നറ്റുകളെല്ലാം പരസ്പരം ഇന്ററാക്ട് ചെയ്ത് ഒരു ഡയറക്ഷനിൽ അലൈൻ ചെയ്തിരിക്കുകയാണ്. അത് നമ്മളുടെ ഡൊമെയിൻ എന്നാണ് പറയാം. അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ട്, അതുകൊണ്ട് ആറ്റങ്ങൾക്ക് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. ആറ്റങ്ങൾക്ക് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടെന്ന് മാത്രമല്ല, അതൊരു പ്രത്യേക ഡയറക്ഷനിൽ അലൈൻ ചെയ്തിരിക്കുകയാണ്. അത്തരം സബ്സ്റ്റൻസിനാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുക. ആരാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്? അയേൺ ഉണ്ട്, കൊബാൾട്ട് ഉണ്ട്, നിക്കൽ ഉണ്ട്, ഗഡോലിനിയം ഉണ്ട്, Cr2 ഉണ്ട്. ഇതൊക്കെയാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. യെസ്, ബ്ലൂബെറി ഹലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പറയൂ. യെസ് സാർ 10 days ചാലഞ്ചിൽ ക്ലാസ് എടുക്കണം. യെസ്, ഞാൻ 10 days ചാലഞ്ചിൽ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഞാൻ 10 days ചാലഞ്ചിൽ നിങ്ങൾക്ക് തെർമോഡൈനാമിക്സും GOCയും DNF ബ്ലോക്ക് എലമെന്റ്സും ഒക്കെ എടുത്തുതരാൻ വരുന്നുണ്ട്. ഓക്കെ, യെസ്. പിന്നെ അടുത്ത ആരാണ്? അടുത്ത് ആന്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് അല്ലേ. അടുത്തത് ആന്റി ഫെറോ മാഗ്നറ്റിക് ആണ്. എന്താ ആന്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ആന്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺ ആറ്റങ്ങളിലുണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺസ് ആറ്റങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അറ്റോമിക് മാഗ്നറ്റ്സ് ഉണ്ട്. പക്ഷേ ആ അറ്റോമിക് മാഗ്നറ്റ്സ് എല്ലാം ഇന്ററാക്ട് ചെയ്തിട്ട് അത് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോവുക ചെയ്യുന്നത്. അറ്റോമിക് മാഗ്നറ്റുകളുടെ എല്ലാം ഇന്ററാക്ഷൻ കാരണം ഡൊമെയിൻ ഫോം ചെയ്തിട്ട് ആ ഡൊമെയിനുകൾ പരസ്പരം ക്യാൻസൽ ചെയ്തങ്ങ് പോയി. അപ്പോൾ അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാണ്ടായി. ആറ്റങ്ങൾക്ക് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടെങ്കിലും അത് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകുന്നു. അത് ഡൊമെയിൻസ് ഫോം ചെയ്ത് ആ ഡൊമെയിൻസ് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകുന്നു. അതിനാണ് നമ്മൾ ആന്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് വിളിക്കുക.
NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ആന്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത് മാംഗനീസ് ഓക്സൈഡ് ആണ്. ആന്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട്. ലാസ്റ്റ് വൺ ഫെറി മാഗ്നറ്റിക് ആണ്. ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോഴും അവിടെയും ആറ്റങ്ങളിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അറ്റോമിക് മാഗ്നറ്റ്സ് ഉണ്ട്. ഈ അറ്റോമിക് മാഗ്നറ്റ്സ് പരസ്പരം ഇന്ററാക്ട് ചെയ്യും, ഡൊമൈനുകൾ ഫോം ചെയ്യും, ഡൊമൈനുകൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഈക്വൽ നമ്പേഴ്സിലല്ല. 3 ഡൊമൈൻ അങ്ങോട്ടും 2 ഡൊമൈൻ ഇങ്ങോട്ടും. അപ്പം അൺഈക്വൽ നമ്പേഴ്സ് അത് ക്യാൻസൽ ആയി പോവാണ്. അപ്പം നെറ്റ് ആയിട്ടൊരു മാഗ്നറ്റിക് മൊമെന്റ് വരും. ആന്റി ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്ന് Fe3O4 ആണ്, മാഗ്നറ്റൈറ്റ്. അതുപോലെ MgFe2O4. ഓക്കെ, അതേപോലെ ZnFe2O4. ഇത്തരം ഫെറൈറ്റുകളാണ് നമ്മൾ ഫെറി മാഗ്നറ്റിക്കിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലാണ് കേട്ടോ. ഇത് NCERT ടെക്സ്റ്റ് ബുക്ക് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറയുന്നതാണ്. ഇത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കണം, ഇതിൻ്റെ കോൺസെപ്റ്റും മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നോക്കൂ, നിങ്ങൾ ആൻസർ പറയൂ. Fe3O4 എന്ന് കാണുമ്പോഴേ മനസ്സിലാക്കുക. Fe3O4 ആരാണ്? ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ആണ് അല്ലെ. NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത സെയിം എക്സാമ്പിൾ ആണ്, ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ എക്സാമ്പിൾ ആണ്. സോ A ഈസ് മാച്ച്ഡ് ടു 3 എന്ന് പറയുമ്പോഴേ നമ്മുടെ ആൻസർ ആയി. നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും വേണ്ട, അത് പറയുമ്പോഴേക്ക് നമ്മുടെ ആൻസർ ആയി അല്ലെ. Fe3O4 എന്ന് പറഞ്ഞാൽ ഫെറി മാഗ്നറ്റിക് ആണ്. Cu2+ എന്ന് പറഞ്ഞാൽ പാരാമാഗ്നറ്റിക് ആണ്. MnO എന്ന് പറഞ്ഞാൽ എന്താണ്? MnO എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ആന്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് CrO2 is a ferromagnetic substance. Okay, yes, okay, so basically 68 answer option 3 ആണ്. NCERT ലെ കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സാമ്പിൾസ് ഓർത്തിരിക്കുക, കോൺസെപ്റ്റ് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഡയ, പാര, ഫെറോ, ആന്റി ഫെറോ, ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, യെസ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 68 ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. Now we are moving to question number 69. Which of the following is correct about adsorption isotherm? Okay. നിങ്ങൾക്കറിയാം X/M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് അഡ്സോർബേറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് അഡ്സോർബൻ്റ് ആണ്, അഥവാ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷനും പ്രഷറും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക? നമുക്കറിയാം എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഫോർ വെരി ലോ വാല്യൂ ഓഫ് പ്രഷർ. പ്രഷർ വളരെ കുറവാണെങ്കിൽ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെയോ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രാക്ഷണൽ പവർ ഓഫ് പ്രഷർ അറ്റ് ഇന്റർമീഡിയറ്റ് പ്രഷർ. ഒരു ഇന്റർമീഡിയറ്റ് റീജിയൻസിൽ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഫ്രാക്ഷണൽ പവർ ഓഫ് പ്രഷറിന് പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് അറ്റ് ഹൈ പ്രഷർ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ. അപ്പം എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷനും പ്രഷറും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ലോ പ്രഷറിൽ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണ്. ഇന്റർമീഡിയറ്റ് പ്രഷറിൽ extent of adsorption proportional to fractional power of pressure ആണ്. At high pressure extent of adsorption is independent of pressure. Okay, അപ്പോൾ ആ ഗ്രാഫ് അങ്ങനെ കാണിക്കുന്ന ഏത് ഓപ്ഷനാണ്? അങ്ങനെ കാണിക്കുന്ന 2 ഓപ്ഷൻ ഉണ്ട് അല്ലെ, 3ഉം 4ഉം ഉണ്ട്. ഇനി നിങ്ങൾ പറയൂ, ഈ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എവിടെയാണ് മാക്സിമം ആവുക? ലോ ടെമ്പറേച്ചറിലാണോ ഹൈ ടെമ്പറേച്ചറിലാണോ? മക്കൾ എപ്പോഴും ഓർത്തിരിക്കുക, അഡ്സോർപ്ഷൻ നടക്കുക ലോ ടെമ്പറേച്ചറിലാണ്. അതിന് കാരണം എന്താ അറിയോ? ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ അവിടെ ഡീസോപ്ഷനാണ് നടക്കുക. ഡീസോപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് തിരിച്ച് മാറി 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 പോവുക. അഡ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഡ്സോർബേറ്റ് അഡ്സോർബന്റെ മുകളിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുക. ഡീസോപ്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യുക? ആ ബോണ്ട് ബ്രേക്ക് ആവുകയാണ്. അപ്പം ഹൈ ടെമ്പറേച്ചറിൽ എപ്പോഴും ഡീസോപ്ഷൻ ആണ് നടക്കുക. ലോ ടെമ്പറേച്ചറിലാണ് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ മാക്സിമം ആവുക. അപ്പം ലോ ടെമ്പറേച്ചറിൽ അല്ലേ, ഇവിടെ ലോ ടെമ്പറേച്ചറിൽ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ മാക്സിമം ആയിട്ട് കാണിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 ആണ്. അതുകൊണ്ട് അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. Question number 69, option 3 is our right answer. Clear ആണോ? Clear ആണോ? Question number 69, option 3 is our right answer. I hope the question is clear to you. Okay. Moving to question number 70. Which of the following is an example of negatively charged solid? Okay. ഇതിന് ഷോർട്ട് കട്ട് ഒക്കെ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം, നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. MSN എന്ന് പറഞ്ഞാൽ മെറ്റലുകൾ, എസ് എന്ന് പറഞ്ഞാൽ മെറ്റൽ സൾഫൈഡുകൾ. ഓർത്തിരിക്കുക, മെറ്റലുകളും മെറ്റൽ സൾഫൈഡുകളും ഒക്കെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. മെറ്റലുകളും മെറ്റൽ സൾഫൈഡുകളും ഒക്കെ നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ ആയിരിക്കും. അതുപോലെ ഓൾ ദ ഓർഗാനിക് സോൾസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. ഓൾ ദ ഓർഗാനിക് സോൾസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. അതുപോലെ ലയോഫിലിക് സോളുകളെല്ലാം നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ ആയിരിക്കും. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. മെറ്റലുകൾ, മെറ്റൽ സൾഫൈഡുകൾ, ഓർഗാനിക് സോൾസ്, ലയോഫിലിക് സോൾസ്, ഇതെല്ലാം പൊതുവെ എന്തായിരിക്കും? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഓക്കെ. അതുപോലെ HOP, എന്താണ്? ഹൈഡ്രേറ്റഡ് മെറ്റൽ ഓക്സൈഡ്.
ഹൈഡ്രേറ്റഡ് മെറ്റൽ ഓക്സൈഡ്, അതേപോലെ ഓക്സൈഡുകൾ, ഇതെല്ലാം എന്തായിരിക്കും? ഇതെല്ലാം പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഹൈഡ്രേറ്റഡ് മെറ്റൽ ഓക്സൈഡും ഓക്സൈഡും ഒക്കെ എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ ആയിരിക്കും. ഓക്കെ, സോ യു റിമെമ്പർ ദിസ്. മെറ്റലുകൾ, മെറ്റൽ സൾഫൈഡുകൾ, ഓർഗാനിക് സോളുകൾ, അതേപോലെ ലയോഫിലിക് സോളുകൾ, ഇതെല്ലാം നെഗറ്റീവ്ലി ചാർജ്ഡും ഹൈഡ്രേറ്റഡ് മെറ്റൽ ഓക്സൈഡും ഓക്സൈഡുകളൊക്കെ പോസിറ്റീവ്ലി ചാർജ് സോളുമായിരിക്കും. സോ ഒബ്വിയസ്ലി സ്റ്റാർച്ച്, അല്ലെ? സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതൊരു ഓർഗാനിക് സോൾ ആണെന്ന് അറിയാം. അതെന്തായിരിക്കും? നെഗറ്റീവ്ലി ചാർജ് സോൾ ആയിരിക്കും. സോ ഇറ്റ്സ് എ വെരി സ്ട്രേറ്റ് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ അപ്രോച്ച്. ഇങ്ങനെയാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. Shall we move to the next question? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 71. A reaction A gives P is carried out at 500 Kelvin. The same reaction is carried out with the same rate at 400 Kelvin in the presence of catalyst. If the catalyst lowers the activation energy by 20 kilojoule per mole, the activation energy of reaction will be. Okay, so basically it's a very simple question. നമുക്ക് എല്ലാവർക്കും അരീനിയസ് ഇക്വേഷൻ അറിയാം, അല്ലേ? എന്താ അരീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? അരീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ K is equal to AE raised to minus EA by RT. So we are going to substitute അരീനിയസ് ഇക്വേഷൻ. ആദ്യം 500 കെൽവിനിലെ അരീനിയസ് ഇക്വേഷൻ K is equal to AE raised to minus EA1 divided by 500 R. This is the Arrhenius equation at 500 Kelvin. ഇനി അടുത്തത് 400 കെൽവിൻ. 400 കെൽവിൻ എന്താ ഇക്വേഷൻ? K is equal to AE raised to, ആ സമയത്ത് ആക്ടിവേഷൻ എനർജി EA2 ആണ്, by 400 R. This is Arrhenius equation at 400 കെൽവിൻ. ഈ രണ്ട് റേറ്റ് കോൺസ്റ്റന്റും ഈക്വൽ ആണെന്നാണ് പറയുന്നത്, അല്ലെ? 500 കെൽവിനിൽ കാറ്റലിസ്റ്റ് ഇല്ല, 400 കെൽവിനിൽ കാറ്റലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ കാറ്റലിസ്റ്റ് വെച്ചപ്പോൾ ചെറിയ ടെമ്പറേച്ചറിലുള്ള റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ രണ്ട് റേറ്റും സെയിം ആണ്. അപ്പൊ ഒന്നും രണ്ടും ഇക്വേറ്റ് ചെയ്താൽ മതി, അല്ലെ? അപ്പോൾ ഒന്നും രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പം AE raised to minus EA1 by 500 R is equal to AE raised to minus EA2 by 400 R എന്ന് കിട്ടും. അവിടെ എയും എയും ക്യാൻസൽ ആയി. ഓക്കെ, അപ്പം നമുക്ക് എന്താ കിട്ടുക? മൈനസ് EA1 ഡിവൈഡഡ് ബൈ 500 R ഈസ് ഈക്വൽ ടു മൈനസ് EA2 ഡിവൈഡഡ് ബൈ 400 R എന്ന് കിട്ടും, അല്ലേ? ആൻഡ് അഗെയിൻ ആറും ക്യാൻസൽ ആക്കാൻ പറ്റും, മൈനസും ക്യാൻസൽ ആക്കാൻ പറ്റും, രണ്ട് സീറോസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പം EA1 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു EA2 ഡിവൈഡഡ് ബൈ 4. എന്നിട്ട് പറയുന്നുണ്ട് ആക്ടിവേഷൻ എനർജി ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് എത്രയാണ്? 20 കിലോ ജൂൾ കുറവാന്ന് പറയുന്നുണ്ട്, അല്ലെ? കാറ്റലിസ്റ്റ് വെച്ചപ്പം 20 കിലോ ജൂൾ കുറവാണ്. അതായത് EA2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് EA1 മൈനസ് 20 ആണ്. ഓക്കെ, EA2 എന്ന് പറഞ്ഞാൽ EA1 മൈനസ് 20 ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലേ? 4EA1 ഈസ് ഈക്വൽ ടു 5EA1 മൈനസ് 100 എന്ന് കിട്ടും. 5EA1 മൈനസ് 4EA1 EA1 ആണ്. ഡയറക്ട്ലി യു വിൽ ഗെറ്റ് ആക്ടിവേഷൻ എനർജി ആസ് 100 കിലോ ജൂൾ. അത് ആൻസർ ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 71 ക്ലിയർ അല്ലേ മക്കളെ? ക്വസ്റ്റ്യൻ നമ്പർ 71 ക്ലിയർ അല്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്തേ. ഓക്കെ, that is question number 71. Moving to question number 72. For the decomposition of N2O5 into NO2 and O2, the correct graph among the following is. Okay, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം? നോക്കൂ, നിങ്ങൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 0 ഓർഡർ കൈനറ്റിക്സും ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സും ഒക്കെ പഠിക്കുന്നുണ്ട്, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഈ 0 ഓർഡർ കൈനറ്റിക്സ് പഠിക്കുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 0 ഓർഡർ റിയാക്ഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 0 ഓർഡർ റിയാക്ഷൻസ് ഏതൊക്കെയാണ്? ഇപ്പോൾ 0 ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ഒന്ന് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഞാൻ എൻ്റെ തിയറി ജസ്റ്റ് ഒന്ന് പറയാം. 0 ഓർഡർ റിയാക്ഷൻസിന് നമ്മളോട് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ, ഓക്കെ, 0 ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് പലപ്പോഴും എന്തായിരിക്കും? 0 ഓർഡർ ആയിരിക്കും, അല്ലേ? എന്താ എക്സാമ്പിൾസ്? H2 plus Cl2 gives 2HCl. ഇതൊക്കെ എന്താണ്? 0 ഓർഡർ റിയാക്ഷൻ ആണ്. ഓക്കെ, അതുപോലെ സം എൻസൈം കാറ്റലൈസ് റിയാക്ഷൻസ്. ഓക്കെ, സം എൻസൈം കാറ്റലൈസ് റിയാക്ഷൻസ് ഇതെന്താണ്? ഇതൊരു 0 ഓർഡർ റിയാക്ഷൻ ആണ്. ഓക്കെ, സം എൻസൈം കാറ്റലൈസ് റിയാക്ഷൻസ് ആർ 0 ഓർഡർ. പിന്നെന്താ പറയുന്നത്? ഡിസോസിയേഷൻ ഓഫ് ഗ്യാസ് ഓൺ മെറ്റൽ സർഫസ് അറ്റ് ഹൈ പ്രഷർ. ഡിസോസിയേഷൻ ഓഫ് ഗ്യാസ് ഓൺ മെറ്റൽ സർഫസ് അറ്റ് ഹൈ പ്രഷർ.
ഡിസോസിയേഷൻ ഓഫ് ഗ്യാസ് ഓൺ മെറ്റൽ സർഫസ് അറ്റ് ഹൈ പ്രഷർ. ഇതും എന്താണ്? സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. എപ്പോഴും ഈ 3 റിയാക്ഷനുകൾ തന്നു കഴിഞ്ഞാൽ അത് സീറോ ഓർഡർ ആണെന്ന് പ്രത്യേകം എടുത്ത് പറയണമെന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം ഫോട്ടോ കെമിക്കൽ റിയാക്ഷനുകളും ചില എൻസൈം കാറ്റലൈസ് റിയാക്ഷൻസും അതുപോലെ അമോണിയ, ഫോസ്ഫീൻ, PCl5 തുടങ്ങിയ ഗ്യാസുകൾ ഹൈ പ്രഷറിൽ ഒരു മെറ്റൽ സർഫസിന്റെ മുകളിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നതൊക്കെ സീറോ ഓർഡർ ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കാനുണ്ട്. ഏതൊക്കെയാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിന്റെ എക്സാമ്പിൾസ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഏറ്റവും ടിപ്പിക്കലായ എക്സാമ്പിൾ റേഡിയോ ആക്ടിവിറ്റിയാണ്. റേഡിയോ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും നിങ്ങൾ ഓർത്തിരിക്കുക. അതെല്ലാം വരിക ഫസ്റ്റ് ഓർഡർ ആണ്. അത് സെപ്പറേറ്റ് ആയിട്ട് പറയണമെന്നില്ല. റേഡിയോ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന എല്ലാ പ്രോബ്ലംസും, ന്യൂക്ലിയർ ഫിസിക്സോ ന്യൂക്ലിയർ കെമിസ്ട്രിയോ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്ന ഏത് പ്രോബ്ലംസും നിങ്ങൾ ആദ്യമേ അങ്ങ് അസ്യൂം ചെയ്തോളൂ അത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. പിന്നെന്താ വരുന്നത് അസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. ഓക്കെ, അസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. അപ്പം എസ്റ്ററിന്റെ അസിഡിക് ഹൈഡ്രോളിസിസ് എന്താണ്? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. അതേപോലെ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ഓക്കെ, ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് പറഞ്ഞ എക്സാമ്പിൾ കാണുമ്പോൾ ഓർത്തിരിക്കുക, അത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. അതേപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ എന്താണ്? ദിസ് ഈസ് ഓൾസോ എ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ഓക്കെ, അതേപോലെ അടുത്ത് N2O5 ഡീകമ്പോസ് ചെയ്യാം. N2O5 ഡീകമ്പോസ് ചെയ്തിട്ട് NO2 MO2 ആയിട്ട് മാറുക, ഫസ്റ്റ് ഓർഡർ ആണ്. അതേപോലെ ഡയാസോണിയം സോൾട്ട് ക്ലോറോബെൻസിൻ ആയിട്ട് മാറുക. ഓക്കെ, CuCl ബാർ HCl വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഡയാസോണിയം സോൾട്ട് ക്ലോറോബെൻസിൻ ആയിട്ട് മാറും. ഇതെന്താണ്? ഫസ്റ്റ് ഓർഡർ ആണ്. ഓക്കെ, അതേപോലെ ഗ്രോത്ത് ആൻഡ് ഡീകേ ഓഫ് ബാക്ടീരിയ ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പം ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീറോ ഓർഡർ റിയാക്ഷൻസും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസും നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. സീറോ ഓർഡർ റിയാക്ഷൻസ് എക്സാമ്പിൾ 3 ഞാൻ ഓർക്കാൻ പറഞ്ഞത്. ഏതൊക്കെയാണത്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്, എൻസൈം കാറ്റലൈസ് റിയാക്ഷൻസ്, അതുപോലെ മെറ്റൽ സർഫസിന്റെ മുകളിൽ ഗ്യാസുകൾ ഡിസോസിയേറ്റ് ചെയ്യുക ഹൈ പ്രഷറിൽ. അതൊക്കെ സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻസ്, അസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ, ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡിസ്പ്രപ്പോർഷനേഷൻ, N2O5 ഡിസോസിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഡയാസോണിയം സോൾട്ട് ക്ലോറോബെൻസിൻ ആയിട്ട് മാറുന്നത്, ഗ്രോത്ത് ആൻഡ് ഡീകേ ഓഫ് ബാക്ടീരിയ. ഇതെല്ലാം നിങ്ങൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിനും എക്സാമ്പിൾസ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന റിയാക്ഷൻ നിങ്ങൾ ഇത് കാണുമ്പോഴേ മനസ്സിലാക്കണം, അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇനി ഏത് റിയാക്ഷൻ ആണെങ്കിലും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുകയേ ചെയ്യുള്ളൂ, അല്ലെ, ഒരിക്കലും കൂടില്ല. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എപ്പോഴും കുറയുകയാണ് ചെയ്യുക. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ എനിക്ക് എന്തായാലും ആൻസർ വരില്ല, സെക്കൻഡ് ഓപ്ഷൻ വരില്ല. ഇനി സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ലീനിയർലി കുറയുകയാണ് ചെയ്യുക. ശ്രദ്ധിക്കണേ, സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ ലീനിയർലി കുറയുകയാണ് ചെയ്യുക. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡിക്രീസസ് എക്സ്പോണൻഷ്യലി. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡിക്രീസസ് ലീനിയർലി വിത്ത് ടൈം. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡിക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ടൈം. ഓക്കെ, സോ ബേസിക്കലി ആൻസർ ഈസ് ഓപ്ഷൻ 4. ആൻസർ 4 ആണ് ഓപ്ഷൻ. കാരണം N2O5 ഡീകമ്പോസിഷൻ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എക്സ്പോണൻഷ്യലി കുറയുകയാണ് ചെയ്യുക. Moving to question number 73, an aqueous solution freezes at -0.36 degree Celsius. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡെൽറ്റ TF ആണ്. ഡെൽറ്റ TF 0.36 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ. നമുക്കറിയാം ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു എന്താണ്? KF ഇൻറ്റു M ആണ്. അതായത് 0.36 ഈസ് ഈക്വൽ ടു KF 1.8 ആണെന്ന് പറയുന്നുണ്ട്. 1.8 ഇൻറ്റു M. അപ്പോൾ അവിടെ നമുക്ക് മൊളാലിറ്റി കിട്ടും, അല്ലേ. സോ വാട്ട് ഈസ് മൊളാലിറ്റി? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 0.36 by 1.8 എന്ന് പറഞ്ഞാൽ 36 by 18 into 10⁻⁻1, അല്ലേ. 36 by 18 2, അല്ലേ. 2 into 10⁻⁻1 എന്ന് 0.2. അപ്പോൾ മൊളാലിറ്റി 0.2 ആണെന്ന് കിട്ടിയല്ലോ. യെസ്, മൊളാലിറ്റി 0.2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ TB എന്താണ്? KB ഇൻറ്റു M ആണ്. KB എന്താ? 0.52 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. മൊളാലിറ്റി 0.2 ആണ്. അപ്പോൾ 52 into 2 എന്ന് പറഞ്ഞാൽ 104 ആണ്. 104 into 10⁻³ എന്ന് പറയുമ്പം 0.104 ആണ്. ഇതാണ് ഡെൽറ്റ TB. അപ്പോൾ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്ര വരിക? 100 + 0.104, അതായത് 100.104 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 73 ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. 100.104 ഡിഗ്രി സെൽഷ്യസ് ആണ് ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് വരിക. ഓക്കെ, വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ.
74. How many columns of electricity are required to convert 0.1 mole of nitrobenzene to nitrosobenzene with current efficiency 80%? Okay, simple question ആണ്. Nitrobenzene എന്ന് പറഞ്ഞാൽ C6H5NO2 അല്ലേ? നൈട്രോബെൻസിനെ നമ്മൾ നൈട്രസോബെൻസിൻ ആക്കുകയാണ്, C6H5NO ആക്കുകയാണ്. നമുക്ക് എത്ര ഇലക്ട്രോണുകൾ ഇവിടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണം. സോ യു ബെറ്റർ ബാലൻസ് ദ റിയാക്ഷൻ. എങ്ങനെയാണ് റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. യു ഫസ്റ്റ് ബാലൻസ് ആറ്റംസ് അതർ ദാൻ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ള ബാക്കി ആറ്റംസ് ഒക്കെ ഓൾറെഡി ബാലൻസ്ഡ് ആണ് അല്ലെ? കാർബൺ ബാലൻസ്ഡ് ആണ്, നൈട്രജൻ ബാലൻസ്ഡ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഓക്സിജൻ ബാലൻസ് ചെയ്യുക. എങ്ങനെയാണ് ഓക്സിജൻ ബാലൻസ് ചെയ്യുക? എവിടെയാണോ ഓക്സിജൻ കുറവ് അവിടെ വാട്ടർ ആഡ് ചെയ്യുക, അതിൻ്റെ ഇരട്ടി H+ ഓപ്പോസിറ്റ് സൈഡിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓക്സിജൻ ബാലൻസ് ചെയ്തു, ഹൈഡ്രജൻ ഈസ് ഓൾറെഡി ബാലൻസ്ഡ്. അവസാനം ആരെ ബാലൻസ് ചെയ്യുക? ചാർജ് ബാലൻസ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ +2 ആണ് ചാർജ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ആണ്. അപ്പോൾ ഇവിടെ ചാർജ് ബാലൻസ് ചെയ്യാൻ 2 ഇലക്ട്രോൺ ആഡ് ചെയ്തു. ഇതാണ് ബാലൻസ്ഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നൈട്രോബെൻസിനെ നൈട്രോസോബെൻസിൻ ആക്കുന്ന ബാലൻസ്ഡ് ഹാഫ് റിയാക്ഷൻ ഇതാണ്. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും 1 മോൾ നൈട്രോബെൻസിനെ 1 മോൾ നൈട്രോസോബെൻസിൻ ആക്കണമെങ്കിൽ 2 മോൾ ഇലക്ട്രോണുകൾ അവിടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 0.1 മോൾ നൈട്രോബെൻസിനെ 0.1 മോൾ നൈട്രോസോബെൻസിൻ ആക്കണമെങ്കിൽ 0.2 മോൾ ഇലക്ട്രോൺസ് അവിടെ വേണം എന്നറിയാം. 0.2 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താ? 1 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് 1 ഫാരഡേ ആണ്. അപ്പോൾ 0.2 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് 0.2 ഫാരഡേ ആണ്. അപ്പോൾ മൊത്തം നമുക്ക് 0.2 ഫാരഡേ ആണ് ചാർജ് വേണ്ടത്. പക്ഷേ കറണ്ട് എഫിഷ്യൻസി 80% ഉള്ളൂ. അപ്പോൾ ആരുടെ 80% ആണ് 0.2 ഫാരഡേ നോക്കണം. എനിക്ക് മൊത്തത്തിൽ 0.2 ഫാരഡേ വേണം. അപ്പോൾ ആരുടെ 80% ആണ് 0.2 ഫാരഡേ? അതായത് x × 80/100. എക്സ് എന്ന് പറഞ്ഞ ആളുടെ 80% ആണ് 0.2 ഫാരഡേ. എക്സ് എത്രയാ? അതാണ് ഞാൻ കൊടുക്കേണ്ട വാല്യൂ. അപ്പോൾ x ഈസ് ഈക്വൽ ടു 0.2 × 100 ഡിവൈഡഡ് ബൈ 80 എന്ന് കിട്ടും അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 ഫാരഡേ. അതായത് 0.25 ഫാരഡേ ഞാൻ നെറ്റ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ 0.25 ഫാരഡേ ഞാൻ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ എഫിഷ്യൻസി 80% ഉള്ളൂ. അപ്പോൾ 0.25 ഫാരഡേ ഞാൻ കൊടുത്താൽ എഫക്റ്റീവായിട്ട് എത്രയേ കിട്ടൂ? 0.2 ഫാരഡേ കിട്ടും. 0.2 ഫാരഡേ കൊടുത്താൽ എനിക്ക് 0.1 മോൾ നൈട്രോബെൻസിനെ 0.1 മോൾ നൈട്രോസോബെൻസിൻ ആക്കി മാറ്റാൻ പറ്റും. ക്ലിയർ ആണോ കുട്ടികളെ? സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. 0.25 ഫാരഡേ എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇസ് ഇറ്റ് ക്ലിയർ ടു യു? യെസ്, ഷിനാന KM, ആശ ഒക്കെ ഓൾറെഡി ഓപ്ഷൻ 2 ആണെന്ന് ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 75. ക്വസ്റ്റ്യൻ നമ്പർ 75 എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 75 ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ? ബേസിക്കലി നൈട്രജൻ്റെ ഓക്സൈഡ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, ലെഡ് നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്യാണ്. ദിസ് ഈസ് ദ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് നൈട്രജൻ ഡയോക്സൈഡ് അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത എക്സാമ്പിളാണ്. ലെഡ് നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പം അവിടെ എന്തൊക്കെയാണ് കിട്ടുക? ലെഡ് ഓക്സൈഡ് കിട്ടും, NO2 കിട്ടും, O2 കിട്ടും. ഇറ്റ് ഈസ് ദ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് NO2. അപ്പം PbNO3 ഈസ് മാച്ച്ഡ് ടു 3 എന്ന് പറയുമ്പോഴേ നമ്മുടെ ആൻസർ ഇവിടെ ആയിട്ടോ. ലെഡ് നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലബോറട്ടറിയിൽ NO2 പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ മൊമെൻറ്റിൽ തന്നെ ആൻസർ അവിടെ കിട്ടി. അടുത്ത ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കൂ. HNO3 + P4O10. ഈ P4O10 എന്ന് പറഞ്ഞ ആളാരാ? ഇതൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. P4O10 എന്ന് പറഞ്ഞാൽ ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. ഓക്കെ, നൈട്രിക് ആസിഡിനെ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നോക്കൂ, അസറ്റിക് ആസിഡിനെ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ അസറ്റിക് അൺഹൈഡ്രേറ്റ് ആണ് കിട്ടുക. ബോറിക് ആസിഡിനെ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ ബോറിക് അൺഹൈഡ്രേറ്റ് ആണ് കിട്ടുക. പ്രൊപ്പനോയിക് ആസിഡിനെ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ പ്രൊപ്പനോയിക് അൺഹൈഡ്രേറ്റ് ആണ് കിട്ടുക. അപ്പം നൈട്രിക് ആസിഡിനെ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ നൈട്രിക് അൺഹൈഡ്രേറ്റ് ആണ് കിട്ടേണ്ടത്. ആരാണ് നൈട്രിക് അൺഹൈഡ്രേറ്റ്? N2O5. N2O5നെ വിളിക്കുന്ന പേരാണ് നൈട്രിക് അൺഹൈഡ്രൈഡ്. നൈട്രിക് ആസിഡിനെ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ യു ഷുഡ് ഗെറ്റ് നൈട്രിക് അൺഹൈഡ്രൈഡ്. യെസ്, ഹലോ സാർ എന്നൊക്കെ പറയുന്നു. യെസ്, അൽമിറ പറയൂ. പിന്നെയോ അടുത്ത റിയാക്ഷൻ എന്താ? അടുത്ത റിയാക്ഷൻ NaNO2 + FeSO4. NCERT കൊടുത്ത എക്സാമ്പിൾ തന്നെയാണ്. അവിടെ നൈട്രൈറ്റ് ഫെറസിനെ ഫെറിക്കാക്കി മാറ്റും. ഇത് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിലായി റിയാക്ഷൻ നടക്കുക കേട്ടോ. അപ്പം നൈട്രൈറ്റ് ഫെറസിനെ ഫെറിക്കാക്കി മാറ്റും. Fe2SO4 ത്രൈസ് ഒരു പ്രോഡക്റ്റ് ആണ്. ഗെറ്റിംഗ് ഇറ്റ് സെൽഫ് റെഡ്യൂസ് ടു NO. അതേപോലെ തന്നെ സോഡിയം ബൈസൾഫൈറ്റും അവിടെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. ഇതാണ് റിയാക്ഷൻ. NOന്റെ പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് റിയാക്ഷൻ അമോണിയം നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? അമോണിയം നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്യാം. NH4NO3 അമോണിയം നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക N2O ആണ്. ഓക്കെ,
ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കാണും. നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതല്ല ഇതൊന്നും. ഇതെല്ലാം കോൺസെപ്റ്റുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇവിടെ ആവറേജ് റൂളാണ് യൂസ് ചെയ്യുന്നത്. നോക്കൂ, അമോണിയം നൈട്രേറ്റിൽ NH4+ ഉണ്ട്, NO3- ഉണ്ട്. NH4+ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് വരിക? NH4+ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ വരിക -3 ആണ്. NO3- നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് വരിക? അത് +5 ആണ്. അപ്പോൾ റിയാക്ടൻ സൈഡിൽ 2 നൈട്രജൻ ആറ്റം ഉണ്ട്. ഒരാൾ -3 ഒരാൾ +5 അപ്പോൾ ആവറേജ് ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് വരിക? 5 - 3/2. ആവറേജ് ഓക്സിഡേഷൻ നമ്പർ 5 - 3/2 ആണ്, 2/2 ആണ്, അല്ലെങ്കിൽ +1 ആണ്. അതുകൊണ്ടാണ് നമുക്ക് നൈട്രസ് ഓക്സൈഡ് കിട്ടിയത്. കാരണം N2O-ലും നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? +1 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, NH4NO2 ആയിരുന്നെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? NH4NO2 ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും NH4+ഉം NO2- ആണുള്ളത് അല്ലേ. NH4+ നൈട്രജൻ -3 ആണ്, NO2- നൈട്രജൻ +3 ആണ്. 2 നൈട്രജൻ, ഒരാൾ -3 ഒരാൾ +3. അപ്പോൾ ആവറേജ് ഓക്സിഡേഷൻ നമ്പർ എന്താ? 0 ആണ്. അതുകൊണ്ട് പ്രൊഡക്റ്റ് എന്താവണം? N2 ആവണം. ഇങ്ങനെയൊക്കെയാണ് ഇത് ഓർത്തിരിക്കുകയും പഠിക്കുകയും ചെയ്യുക. ഓക്കെ, അമോണിയം നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്താൽ N2O ആണ്, അമോണിയം നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്താൽ N2 ആണ് പ്രൊഡക്റ്റ്. ഓക്കെ, അതേപോലെ ഓരോ റിയാക്ഷനുകളും റെഡോക്സ് റിയാക്ഷനുകളും എല്ലാം കോൺസെപ്റ്റുകളായിട്ട് പഠിക്കുക. സോ ക്വസ്റ്റ്യൻ നമ്പർ 75ന്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. വെരി സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ഫ്രം NCERT. 76. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാന്തനോഡ് ഈസ് പാരാമാഗ്നറ്റിക്? ആ കൊടുത്തിരിക്കുന്ന ലാന്തനോഡിൽ ആരാണ് പാരാമാഗ്നറ്റിക് എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മുടെ F ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. സ്ട്രെയിറ്റ് ആയിട്ട് സീറിയം മുതൽ ഞാൻ എഴുതാണ്. സീറിയം, പ്രസിയോഡൈമിയം, നിയോഡൈമിയം, പ്രൊമിത്യം, സമേറിയം, യൂറോപ്പിയം, ഗഡോലിനിയം, ഓക്കെ, ഗഡോലിനിയം, തെർബിയം, ഡിസ്പ്രോഷ്യം, ഹോൾമിയം, എർബിയം, തൂലിയം, ഇട്ടർബിയം, ലുട്ടേഷ്യം. ഇങ്ങനെ 14 എലമെന്റുകൾ അല്ലെ. ലാന്തനം കഴിഞ്ഞ് സീറിയം, പ്രസിയോഡൈമിയം, നിയോഡൈമിയം, പ്രൊമിത്യം, സമേറിയം, യൂറോപ്പിയം, ഗഡോലിനിയം, തെർബിയം, ഡിസ്പ്രോഷ്യം, ഹോൾമിയം, എർബിയം, തൂലിയം, ഇട്ടർബിയം, ലുട്ടേഷ്യം. ഈ 14 എലമെന്റുകളാണ് നമ്മൾ ലാന്തനോഡുകൾ എന്ന് പറയുക. അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3+ അയോണുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് വാരി ചെയ്യുന്നത്. എന്ത് മുതൽ? 4f1, 4f2, 4f3, 4f4, 4f5, ഒരു എക്സെപ്ഷനും ഇല്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് 4f1 മുതൽ 4f14 വരെ പോവാണ്. 4f5, 4f6, 4f7, 4f8, 4f9, 4f10, 4f11, 4f12, 4f13, 4f14. ഓക്കെ, ഇങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫിൽ ആവുന്നത്. അവിടെ 3+ കാറ്റയോൺസ് നോക്കുകയാണെങ്കിൽ സീറിയം മുതൽ ലുട്ടേഷ്യം വരെയുള്ള എലമെന്റുകൾ 4f1 മുതൽ 4f14 വരെ കറക്റ്റ് ഓർഡറിൽ ഫില്ല് ചെയ്യാണ്. അപ്പം ലാന്തനം 3+ എന്ന് പറഞ്ഞാൽ 4f0 ആണ്. ലാന്തനം 3+ എന്ന് പറഞ്ഞാൽ 4f0 ആണ്. സീറിയം 3+ എന്ന് പറഞ്ഞാൽ 4f1 ആണ്. ലുട്ടേഷ്യം 3+ എന്ന് പറഞ്ഞാൽ 4f14 ആണ്. ഇട്ടർബിയം 3+ 4f13 ആണ്. അപ്പം ഇട്ടർബിയം 2+ എന്താണ്? അത് 4f14 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ കാണാൻ പറ്റും ലാന്തനം 3+ 4f0 ആണ്. അൺപെയ്ഡ് ഇലക്ട്രോണുകളൊന്നും ഇല്ല. ഇട്ടർബിയം 2+ലും ലുട്ടേഷ്യം 3+ലും ഫുള്ളി ഫിൽഡ് ആണ്. ഓക്കെ, 4f14 ആണ്. അപ്പോൾ അവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത് സീറിയം +3 സീറിയം +3 4f1 ആണ്. സോ ദ പാരാമാഗ്നറ്റിക് സ്പീഷീസ് ഈസ് 4f1, സീറിയം 3+. ഓക്കെ, നിങ്ങൾ ഇനിയും പഠിച്ചില്ലെങ്കിൽ പഠിക്കുക. F ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ആ എലമെന്റുകളും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് നീറ്റിന്റെ എക്സാംസിന്റെ പല ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും, മെജോറിറ്റി ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ എന്ത് മാത്രം പഠിച്ചാൽ മതി? F ബ്ലോക്ക് എലമെന്റുകളും അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും മാത്രം പഠിച്ചാൽ മതി. സോ വൃത്തിയായിട്ട് അത് പഠിക്കുക. ഓക്കെ, 76-2 ആണ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 77. ഓക്കെ, സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ഫ്രം മെത്തലർജി അല്ലെ. വാൻ ആർക്കൽ മെത്തേഡ് ആരുടെ പ്യൂരിഫിക്കേഷൻ ആണ്? വാൻ ആർക്കൽ മെത്തേഡ് ടൈറ്റാനിയത്തിന്റെ പ്യൂരിഫിക്കേഷൻ ആണ്. ഓക്കെ, ടൈറ്റാനിയം, സിർക്കോണിയം, ഹാഫ്നിയം, തോറിയം, ബോറോൺ തുടങ്ങിയ ആളുകളെ നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വാൻ ആർക്കൽ മെത്തേഡ്. സോ 1 ഈസ് മാച്ച്ഡ് ടു 2. 1 ഈസ് മാച്ച്ഡ് ടു 2 എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ ആയി അല്ലെ. 1 ഈസ് മാച്ച്ഡ് ടു 2 എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ ആയി. സോ ദാറ്റ് ഈസ് പ്യൂരിഫിക്കേഷൻ ഓഫ് ടൈറ്റാനിയം. ലിക്വേഷൻ, മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ മെറ്റലുകൾ, ഓക്കെ, ടിൻ പോലത്തെ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ മെറ്റൽസിന്റെ പ്യൂരിഫിക്കേഷൻ ആണ് ലിക്വേഷൻ യൂസ് ചെയ്യുക. മോൺസ് പ്രോസസ്സ് പ്യൂരിഫിക്കേഷൻ ഓഫ് നിക്കലാണ്. ഓക്കെ, നിക്കലിനെ നമ്മൾ കാർബണിൽ ഗ്രൂപ്പ് വെച്ചിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുകയാണ്. എന്നാൽ ആ കോംപ്ലക്സ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്യുവർ നിക്കൽ ഒബ്റ്റെയിൻ ചെയ്യും. പ്യൂരിഫിക്കേഷൻ ഓഫ് നിക്കലാണ് മോൺസ് പ്രോസസ്സ്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി പോലത്തെ മെറ്റലുകൾ പ്യൂരിഫൈ ചെയ്യുന്ന മെത്തഡാണ് ഡിസ്റ്റിലേഷൻ. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 ആണ്. മെത്തഡോളജിയിലെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെക്കുക, ആൻസർ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 78. ഡീഹൈഡ്രേഷൻ ഓഫ് ദ ഫോളോയിങ് ഇൻക്രീസസ് ഇൻ ദ ഓർഡർ. ഓക്കെ, ഇതിന്റെ ഡീഹൈഡ്രേഷന്റെ ഓർഡർ എന്താണെന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ലെറ്റ് us check out that. സോ ബേസിക്കലി ഞാൻ ആ 4th കോമ്പൗണ്ട് എടുക്കുകയാണ് കേട്ടോ.
ആ ഫോർത്ത് കോമ്പൗണ്ട് ഞാൻ എടുക്കുകയാണ്. ആ ഫോർത്ത് കോമ്പൗണ്ട് ഞാൻ എടുക്കുമ്പോൾ ആ ഫോർത്ത് കോമ്പൗണ്ട് ഇങ്ങനെയല്ലേ? ഈ ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുക കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലേ? നമുക്കറിയാം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യും. എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യാം? H+ഉം SO4 2- അത് ഡിസോസിയേറ്റ് ചെയ്യും. എപ്പോഴും ഓർത്തിരിക്കുക, SO4 2- എന്ന് പറഞ്ഞാൽ സ്പെക്ടേറ്റർ അയോൺ ആണ്. സ്പെക്ടേറ്റർ അയോൺ എന്ന് പറഞ്ഞാൽ അയാൾ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, അയാൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ആ റിയാക്ഷൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് സ്പെക്ടേറ്റർ അയോൺ. SO4 2- റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, അവിടെ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. H+ ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. H+ ആരാണ്? ഇലക്ട്രോഫൈൽ ആണ്. ഇലക്ട്രോഫൈൽ എവിടെയാണ് അറ്റാക്ക് ചെയ്യുക? ഇലക്ട്രോൺ റിച്ച് സെന്ററിലാണ് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ആ ഇലക്ട്രോഫൈൽ വന്ന ഇലക്ട്രോൺ റിച്ച് സെന്ററായ ഓക്സിജനിൽ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അപ്പോൾ നമുക്ക് ഓക്സോണിയം അയോൺ എന്ന് പറഞ്ഞ ഒരു ഇന്റർമീഡിയറ്റ് കിട്ടുന്നു. ഈ ഓക്സോണിയം അയോൺ ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഓക്സിജന്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് അല്ലെ? ഓക്സിജന്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അത് വാട്ടർ ആയിട്ട് അവിടുന്ന് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഒരു കാർബോകാറ്റയോൺ നമുക്ക് കിട്ടും. ഇതാണ് അപ്പോൾ കിട്ടുന്ന കാർബോകാറ്റയോൺ. എപ്പോഴും നമ്മൾ പറയും ദ റേറ്റ് ഓഫ് ഡീഹൈഡ്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ എന്ന്. റേറ്റ് ഓഫ് ഡീഹൈഡ്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. കൂടുതൽ സ്റ്റേബിൾ ആയ കാർബോകാറ്റയോൺ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ റേറ്റ് ഓഫ് ഡീഹൈഡ്രേഷൻ മാക്സിമം ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ കാർബോകാറ്റയോൺ ഹൈലി സ്റ്റെബിലൈസ്ഡ് ആണ് റെസൊണൻസ് വഴി. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, വേക്കന്റ് ഓർബിറ്റൽ, ഇത്രയും മാറ്റങ്ങൾക്കിടയിൽ റെസൊണൻസ് വരുന്നുണ്ട് അല്ലേ? ഇത്രയും മാറ്റങ്ങൾക്കിടയിൽ റെസൊണൻസ് വരുന്നുണ്ട്. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, വേക്കന്റ് ഓർബിറ്റൽ, അത്രയും ആറ്റംസ് റെസൊണൻസിൽ ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ് നാലാമത്തെ കോമ്പൗണ്ടിൽ. അപ്പോൾ അവിടെ റേറ്റ് ഓഫ് ഡീഹൈഡ്രേഷൻ മാക്സിമം ആയിരിക്കും. ഓക്കെ, എന്നിട്ടോ അടുത്ത ഓപ്ഷൻ നോക്കാം. തേർഡ് ഓപ്ഷനിൽ എന്താ സ്ഥിതി? തേർഡ് ഓപ്ഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് തേർഡ് ഓപ്ഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ OH ഉണ്ട് അല്ലെ? ഇവിടെയും നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യാണ്. സെയിം സ്റ്റോറി. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് 2H+ഉം SO4 2- മാറും. നിങ്ങൾ പറഞ്ഞ പോലെ SO4 2- സ്പെക്ടേറ്റർ അയോൺ ആണ്. H+ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഫൈൽ ആണ്. അത് ഇലക്ട്രോൺ റിച്ച് സെന്ററിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് ഓക്സോണിയം അയോൺ എന്ന് പറഞ്ഞ ആളെ കിട്ടുന്നു. ഓക്സോണിയം അയോണിൽ ഓക്സിജന്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് വാട്ടർ ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്കൊരു കാർബോകാറ്റയോൺ കിട്ടുന്നു. ആ കിട്ടുന്ന കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ് റേറ്റ്. ഇവിടെ കിട്ടുന്ന കാർബോകാറ്റയോൺ റെസൊണൻസ് വഴി സ്റ്റെബിലൈസ്ഡ് ആണ്. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, വേക്കന്റ് ഓർബിറ്റൽ, റെസൊണൻസ് വഴി സ്റ്റെബിലൈസ്ഡ് ആണ്. പക്ഷേ ഏതിന്റെ അത്രയും ഇല്ല? നാലാമത്തെ കോമ്പൗണ്ട് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയ അത്രയും ആരില്ല, മൂന്നാമത്തെ കോമ്പൗണ്ട് ഇല്ല. ഹൗവെവർ ഇറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. ഓക്കെ, പിന്നെയോ അടുത്തത് നമുക്ക് രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കാം. ഓക്കെ, രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഇതാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഇതാണ് അല്ലെ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും നമ്മൾ ഈ കോമ്പൗണ്ടിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. വീണ്ടും സെയിം സ്റ്റോറി. 2H+ഉം SO4 2- മാറുന്നു. SO4 സ്പെക്ടേറ്റർ അയോൺ ആണ്. H+ ഇലക്ട്രോൺ റിച്ച് സെന്ററിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഓക്സോണിയം അയോൺ ഫോം ചെയ്യുന്നു. ഓക്സോണിയം അയോൺ അൺസ്റ്റേബിൾ ആണ്. ഓക്സിജന്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വന്നുകൊണ്ട് അവിടെ വാട്ടറിന്റെ എലിമിനേഷൻ നടക്കുന്നു. നമുക്കൊരു കാർബോകാറ്റയോൺ കിട്ടുന്നു. ഈ കാർബോകാറ്റയോൺ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് അല്ല. അതിന് മൊത്തം 2 ആൽഫ ഹൈഡ്രജന്റെ ഹൈപ്പർ കോൺജുഗേഷൻ സ്റ്റെബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ റേറ്റ് ഓഫ് ഡീഹൈഡ്രേഷൻ ഏറ്റവും മാക്സിമം ഫോർത്തിലായിരിക്കും, അത് കഴിഞ്ഞാൽ തേർഡിലായിരിക്കും, അത് കഴിഞ്ഞാൽ സെക്കൻഡിലായിരിക്കും. ഇനി നിങ്ങൾ നോക്കൂ, ഫിനോൾ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? നമ്മൾ ഫിനോളിനെ സൾഫ്യൂരിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ സെയിം സ്റ്റോറി റിപ്പീറ്റ് ചെയ്യുകയാണേ. H+ഉം SO4 2- മാറുന്നു. SO4 സ്പെക്ടേറ്റർ അയോൺ ആണ്. H+ ഇലക്ട്രോഫൈൽ ആണ്. അത് ഇലക്ട്രോൺ സെന്ററിൽ പോയിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് കിട്ടുന്നു? നമുക്കവിടെ ഓക്സോണിയം അയോൺ കിട്ടുന്നു. പക്ഷേ ഈ ഓക്സോണിയം അയോൺ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. ബിക്കോസ് ദിസ് ബോണ്ട് ഹാസ് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. ഫിനോളില് കാർബൺ ഓക്സിജൻ ബോണ്ടിന് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ആ പറഞ്ഞ മെക്കാനിസം അവിടെ നടക്കില്ല. ഇനി അങ്ങനെ പോയാൽ തന്നെ നമുക്ക് കിട്ടുന്ന കാർബോകാറ്റയോൺ ഹൈലി അൺസ്റ്റേബിൾ ആണ്. അവിടെ എന്താ കിട്ടുന്നത്? അവിടെ കിട്ടുന്ന കാർബോകാറ്റയോൺ ഇതാണ്. പോസിറ്റീവ് ചാർജസ് ഓൺ sp2 ഹൈബ്രേസ്ഡ് കാർബൺ. ഒരു sp2 ഹൈബ്രേസ്ഡ് കാർബണിന്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വന്നാൽ ഹൈലി അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അതൊരിക്കലും ഫോം ചെയ്യില്ല. ഇങ്ങനൊരു കാർബോകാറ്റയോൺ അവിടെ ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഫിനോള് ഏറ്റവും മിനിമം ആയിരിക്കും റേറ്റ് ഓഫ് ഡീഹൈഡ്രേഷൻ. സോ അവർ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് 4, 3, 2, 1. 78 ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, മനസ്സിലായോ കുട്ടികളെ? ചാറ്റ് ബോക്സിൽ പറഞ്ഞേ, ക്ലിയർ ആണോ? 78 ആൻസർ ഓപ്ഷൻ 1 ആണ്. ക്ലിയർ ആണോ എന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. യെസ്, ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 79.
9. Given that 1 mole of nitrogen at STP occupies 22.4 liter, the density of nitrogen is. Okay. നോക്കൂ, ഒരു മോൾ എന്ന് പറഞ്ഞാൽ 28 ഗ്രാം അല്ലേ? 28 ഗ്രാം ആണ് 22.4 ലിറ്റർ ഓക്യുപ്പൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ട വോളിയം മാസ് എന്താണ്? 1 ലിറ്ററിലുള്ള മാസ് എന്താണ്? 28 ഡിവൈഡഡ് ബൈ 22.4, അതായത് 1.25 ഗ്രാം പെർ ലിറ്റർ. അതാണ് അതിൻ്റെ ഡെൻസിറ്റി. ബേസിക്കലി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം അല്ലേ? അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വോള്യത്തിന് ഒക്യുപ്പൈ ചെയ്യുന്ന മാസ്. ഒരു യൂണിറ്റ് വോള്യത്തിൽ ഒക്യുപ്പൈ ചെയ്യുന്ന മാസ് ആണ് എന്ത്? ഡെൻസിറ്റി അല്ലേ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ വോളിയം 1 ആക്കി കഴിഞ്ഞാൽ കിട്ടുന്ന മാസ്, അതാണ് എന്ത്? ഡെൻസിറ്റി. അപ്പം 22.4 ലിറ്റർ 28 ഗ്രാം ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പം 1 ലിറ്ററിന് 28/22.4 വിച്ച് ഈസ് 1.25 ഗ്രാം പെർ ലിറ്റർ. സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ 1. 79 ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ബയോളജിയും ഡിസ്കഷൻ വേണ്ടേ? ബോട്ടണിയും സുവോളജി ഫാക്കൽറ്റീസ് ഒക്കെ വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി അഥവാ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പിന്നീട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ റെക്കോർഡ് സെഷൻ വീണ്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ വന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് സ്പീഡ് ആക്കുന്നുണ്ട്. ഫോർ എൻ എൻഡോതെർമിക് റിയാക്ഷൻ മിനിമം വാല്യൂ ഓഫ് ആക്ടിവേഷൻ എനർജി വിൽ ബി. നോക്കൂട്ടെ, എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് എനർജി ഓഫ് റിയാക്ടൻ്റ് എങ്കിൽ ഇവിടെ ആയിരിക്കും എനർജി ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാവുക. അതായത് എനർജി ഓഫ് റിയാക്ടറിനേക്കാൾ കൂടുതലായിരിക്കും എന്ത്? എനർജി ഓഫ് പ്രൊഡക്റ്റ്. അതാണ് എൻഡോതെർമിക്. എനർജി അബ്സോർബ് ചെയ്തല്ലോ, അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ എനർജി റിയാക്ടറിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പം അതിങ്ങനെ വാരി ചെയ്യാണ് നമ്മൾ വിചാരിക്കുക. ഇതിൽ ഈ കാണുന്നതാണ് ആക്ടിവേഷൻ എനർജി. ഈ കാണുന്ന പീക്കാണ് ഫോർവേഡ് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി. ഈ കാണുന്ന ഡിഫറൻസ് ആണ് ഡെൽറ്റ എച്ച്. നോക്കൂ, അപ്പം നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഒരു എൻഡോതെർമിക് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ മിനിമം അത് ഡെൽറ്റ എച്ച് ആണ്. മിനിമം വാല്യൂ ഓഫ് ആക്ടിവേഷൻ എനർജി ഡെൽറ്റ എച്ച് ആണ്. ഡെൽറ്റ എച്ചിനേക്കാളും കൂടുതലായിരിക്കും എന്തുണ്ടാവുക? ആക്ടിവേഷൻ എനർജി ഉണ്ടാവുക. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. ദ മിനിമം വാല്യൂ ഓഫ് ആക്ടിവേഷൻ എനർജി ഈസ് ഡെൽറ്റ എച്ച്. Question number 80, option 4 ആണ് correct answer. Moving to question number 81, which has highest number of atoms? ഇതിൽ എവിടെയാണ് highest number of atoms ഉള്ളതെന്നാണ് ചോദ്യം. ഓരോന്നിൻ്റെയും മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക? ഫസ്റ്റ് ഓപ്ഷൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് 1 മില്ലിഗ്രാം ആണ്, അല്ലെങ്കിൽ 1 × 10⁻³ ഗ്രാം ആണ്. മോളാർ മാസ് ഓഫ് C4H10 എന്ന് പറഞ്ഞാൽ കാർബൺ 12 ആണ്. 12 × 4 12 24 36 48 48 10 58. ഇതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ. ഒന്നാമത്തെ ഓപ്ഷൻ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഫോർമുല ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ്. ഫസ്റ്റ് ഓപ്ഷന്റെ നമ്പർ ഓഫ് മോൾസ് ഇതാണ്. സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഫോർമുല എന്താ? നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് 1 മില്ലിഗ്രാം ആണ്, അതായത് 1 × 10⁻³ ഗ്രാം. മോളാർ മാസ് ഓഫ് നൈട്രജൻ 14 ഗ്രാം ആണ്. ഇതാണ് നമ്പർ ഓഫ് മോൾസ്. തേർഡ് ഓപ്ഷന്റെ നമ്പർ ഓഫ് മോൾസ് എന്താ? ഗിവൺ മാസ് 1 മില്ലിഗ്രാം, അതായത് 1 × 10⁻³ ഗ്രാം. മോളാർ മാസ് 44 ഗ്രാം ആണ്. അതാണ് അതിന്റെ മോൾസ്. നാലാമത്തെ ഓപ്ഷൻ 1 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം അല്ലേ? വെള്ളത്തിന്റെ ഡെൻസിറ്റി 1 ഗ്രാം പെർ മില്ലി ലിറ്റർ ആണല്ലോ. അപ്പോൾ വെള്ളത്തിന്റെ ഡെൻസിറ്റി 1 ആയതുകൊണ്ട് 1 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ആണ്. അപ്പോൾ 1 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ അവർക്ക് 1 ഗ്രാം ആണ്. വാട്ടർ ആണ് ആള്. വാട്ടറിന്റെ ഡെൻസിറ്റി 1 ആണ്. അപ്പോൾ മോൾസ് എന്താണ്? ഗിവൺ മാസ് 1 ഗ്രാം ആണ്, മോളാർ മാസ് 18 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമ്പർ ഓഫ് മോൾസ് ഏറ്റവും മാക്സിമം എവിടെയാണ് കുട്ടികളെ? ചാറ്റ് ബോക്സ് പറഞ്ഞേ. നമ്പർ ഓഫ് മോൾസ് ഏറ്റവും കൂടുതൽ എവിടെയാ? നമ്പർ ഓഫ് മോൾസ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ 4th ഓപ്ഷനിലാണ് അല്ലേ? ഇവിടെയാണ് നമ്പർ ഓഫ് മോൾസ് കൂടുതൽ, അവിടെ തന്നെയാണ് നമ്പർ ഓഫ് ആറ്റംസും കൂടുക. സോ ക്വസ്റ്റ്യൻ നമ്പർ 81 കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. മൂവിംഗ് ടു ക്വസ്റ്റ്യൻ നമ്പർ 82, ദ സ്ട്രക്ചർ ഓഫ് ഡൈബൊറൈൻ കണ്ടെയ്ൻസ് അല്ലേ? ഡൈബൊറൈൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് പലതവണ പഠിച്ചു കാണും. ഡൈബൊറൈൻ എന്ന് പറയുമ്പോൾ 2 ബോറോൺ ഉണ്ട്. ബോത്ത് ബോറോൺസ് ആർ ഇൻ ദ സെയിം പ്ലെയിൻ. ആ 2 ബോറോണും ഒരേ പ്ലെയിനിലാണ്. ആ 2 ബോറോണും ഈ 2 ഹൈഡ്രജനോട് വീതം കണക്റ്റഡ് ആണ്, ടെർമിനൽ ഹൈഡ്രജൻസ്. ഓക്കെ, ആൻഡ് ദെൻ ദിസ് ബോറോൺ ഈസ് കണക്റ്റഡ്. 1 ഹൈഡ്രജൻ ഈസ് ഔട്ട് ഓഫ് പ്ലെയിൻ, 1 ഹൈഡ്രജൻ ഈസ് ഇൻ ടു ദ പ്ലെയിൻ. ഇതാണ് ഡൈബോറൈൻ്റെ സ്ട്രക്ചർ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു സ്പെഷ്യൽ ബോണ്ടാണ്. ഓക്കെ, ഈ കാണുന്ന 2 ബോണ്ടുകൾ ഒരു സ്പെഷ്യൽ ബോണ്ടാണ്. അതിന് നമ്മൾ എന്താ വിളിക്കുക? ദിസ് ഈസ് കോൾഡ് 3-centered 2-electron ബോണ്ട്. ഇതും എന്താണ്? 3-centered 2-electron ബോണ്ടാണ്. അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ബോണ്ടാണ്. അതേസമയം മറ്റ് 4 ബോണ്ടുകൾ എന്താണ്? നോർമൽ ബോണ്ടാണ്. സോ ബേസിക്കലി ഡൈബോറൈൻ കണ്ടെയ്ൻ 4 2-centered 2-electron ബോണ്ട്. 4 നോർമൽ ബോണ്ടുകളുമുണ്ട്, 2 3-centered 2-electron ബോണ്ടുകളും ഉണ്ട്. Okay, so diborane contain 4 2-centered 2-electron bonds and 2 3-centered 2-electron bonds. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഐ ഹോപ്പ് ക്വസ്റ്റ്യൻ നമ്പർ 82 ഈസ് ക്ലിയർ ടു യു. ഓക്കെ, ബനാന ബോണ്ട് എന്നൊക്കെ പറയും, കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 83. ഓക്കെ, ഇതിന്റെ പ്രിൻസിപ്പൽ ചെയിനിൽ എത്ര കാർബൺ ആണുള്ളത്? നമ്പർ എങ്ങനെയാ? 1
2 3 4 അല്ലേ രണ്ടും COOH ആണ് അല്ലേ രണ്ടും COOH ആണ് സോ യു ഇൻക്ലൂഡ് ബോത്ത് COOH ഇൻ ദ പ്രിൻസിപ്പൽ ചെയിൻ നിങ്ങളുടെ പ്രിൻസിപ്പൽ ചെയിനിൽ രണ്ട് COOH ഗ്രൂപ്പിനെയും ഇൻക്ലൂഡ് ചെയ്യിക്കുക അപ്പോൾ പ്രിൻസിപ്പൽ ചെയിനിൽ 4 കാർബൺ ആറ്റത്തെയാണ് കാണാൻ പറ്റുക ആൻസർ ഈസ് ഓപ്ഷൻ 2 ക്വസ്റ്റ്യൻ നമ്പർ 83 ആൻസർ ഈസ് ഓപ്ഷൻ 2 അടുത്ത ക്വസ്റ്റ്യൻ ഹൈഡ്രേഷൻ ഇൻ പ്രസൻസ് ഓഫ് H2SO4 ആൻഡ് HgSO4 നോക്കൂ ഈ റിയാക്ഷൻ ഏതാണ് ദിസ് പെർട്ടിക്കുലർ റിയാക്ഷൻ ഈസ് കോൾഡ് കുച്ച്റോവ് റിയാക്ഷൻ ഈ റിയാക്ഷൻ്റെ പേര് കുച്ച്റോവ് റിയാക്ഷൻ എന്നാണ് ഇറ്റ് ഈസ് ദ ഹൈഡ്രോളിസിസ് ഓഫ് ആൽക്കൈൻ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ആൽക്കൈൻ ഉണ്ട് ഈ ആൽക്കൈനെ ഹൈഡ്രോളൈസ് ചെയ്യാണ് എങ്ങനെ ഹൈഡ്രോളൈസ് ചെയ്യാണ് നമ്മൾ H2SO4 HgSO4ൻ്റെയും H2SO4ൻ്റെയും പ്രസൻസിൽ നമ്മളതിനെ നമ്മളതിനെ ഹൈഡ്രോളൈസ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് കുച്ച്റോവ് റിയാക്ഷൻ അപ്പോൾ അവിടെ ആദ്യം H+ പോയിട്ട് അറ്റാക്ക് ചെയ്യും H+ പോയിട്ട് അറ്റാക്ക് ചെയ്യുമ്പം ഈ കാർബോകാറ്റയോൺ ഫോം ചെയ്യും അത് കഴിഞ്ഞ് വാട്ടർ പോയിട്ട് അറ്റാക്ക് ചെയ്യും എന്നിട്ട് ഡീപ്രോണേറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ എന്ത് വരും ഇങ്ങനൊരു ഈനോൾ കിട്ടും ഈ ഈനോൾ ടോട്ടോമറൈസ് ചെയ്യും ഈ ഈനോൾ ടോട്ടോമറൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 1-3 മൈഗ്രേഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് അല്ലേ ഹൈഡ്രജൻ വിൽ മൈഗ്രേറ്റ് ഫ്രം 3rd പൊസിഷൻ ടു 1st പൊസിഷൻ ആൻഡ് ഡബിൾ ബോണ്ട് വിൽ ഷിഫ്റ്റ് ദിസ് പൊസിഷൻ ബിറ്റ്വീൻ 1 and 2 ടു 2 and 3 അപ്പോൾ നമുക്ക് ഒരു കാർബണിൽ കോമ്പൗണ്ട് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് കുച്ച്റോവ് റിയാക്ഷൻ ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷൻ ആണ് പഠിച്ചു വെക്കുക ആൽക്കൈനിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക കാർബണിൽ കോമ്പൗണ്ട്സാണ് കിട്ടുക അപ്പം നമുക്കിവിടെ പ്രൊഡക്റ്റ് കാർബണിൽ കോമ്പൗണ്ടാണ് വേണ്ടത് അപ്പോൾ 2 ആൻസർ വരില്ല 3 ആൻസർ വരില്ല കാരണം എനിക്ക് കാർബണിൽ കോമ്പൗണ്ടാണ് വരേണ്ടത് ഇതിൽ ഒരു ആൽഡിഹൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക അസറ്റലിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴാണ് അസറ്റലിൻ ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും ഒരു ആൽഡിഹൈഡ് കിട്ടും ബാക്കി എല്ലാ കേസിലും കീറ്റോണാണ് കിട്ടുക അപ്പോൾ ഉറപ്പായിട്ടും ഇത് അസറ്റലിൻ അല്ല അപ്പോൾ പിന്നെ എനിക്കൊരു കീറ്റോണാണ് വേണ്ടത് അതേതാ ഓപ്ഷൻ 1 ആണ് സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1 ഓക്കെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ പറ്റും ഞാനത് എഴുതാം സോ ബേസിക്കലി നമ്മുടെ കോമ്പൗണ്ട് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് C�BC ഇതിനെ H+ ബാർ H2O Hg2+ൻ്റെ പ്രസൻസിലാണ് ആദ്യം H+ പോയിട്ട് അറ്റാക്ക് ചെയ്യും H+ പോയിട്ട് അറ്റാക്ക് ചെയ്യുമ്പം അവിടെ ഒരു കാർബോകാറ്റയോൺ ഫോം ചെയ്യും അത് കഴിഞ്ഞിട്ട് OH ഓക്കെ അല്ലെങ്കിൽ വാട്ടർ പോയിട്ട് അറ്റാക്ക് ചെയ്ത് ഡീപ്രോണേറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും അപ്പോൾ നമുക്കൊരു ഈനോൾ കിട്ടും ഈ ഈനോൾ ടോട്ടോമറൈസ് ചെയ്യും ഈ ഈനോൾ ടോട്ടോമറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് കാർബണിൽ കോമ്പൗണ്ട് കിട്ടും okay this is the reaction this is the Kucherov reaction on that particular compound therefore correct answer is option 1 clear alle makale yes I hope this is clear okay moving to question number 85 the reaction of sodium acetate and soda lime gives sodium acetate ennu parnja CH3COONA ആണ് അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും CH3COO- ഫോം ചെയ്യും ഈ CH3COO- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലോൺ പെയർ പൈ ബോണ്ട് ആയിട്ട് മാറുമ്പോൾ ഇവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്യും ആ കാർബൺ ഡൈ ഓക്സൈഡിനെ NaOH⁻CaO വെച്ചാൽ ട്രീറ്റ് ചെയ്ത് കേട്ടോ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ആര് അബ്സോർബ് ചെയ്യും കാൽസ്യം ഓക്സൈഡ് അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകും ഓക്കെ എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും CH3- കിട്ടും ദിസ് CH3- can accept an H+ from the medium അപ്പോൾ നമുക്ക് മീഥേൻ കിട്ടും this particular reaction is called soda lime decarboxylation ഈ റിയാക്ഷനെ വിളിക്കുന്ന പേര് soda lime decarboxylation എന്നാണ് ഓക്കെ പഠിക്കാത്തവർ പെട്ടെന്ന് എന്ത് ചെയ്യുക ഈ മെക്കാനിസം പഠിച്ചു വെക്കുക മെക്കാനിസം മാത്രമായിട്ട് ഞാനൊന്ന് പറയാം ശ്രദ്ധിക്കുക നമ്മുടെ കയ്യിൽ RCOOH ഉണ്ട് ഈ RCOOH നമ്മൾ NaOH⁻CaO വെച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത് NaOH⁻CaO വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം RCOO- കിട്ടും RCOO- കിട്ടിക്കഴിഞ്ഞാൽ ലോൺ പെയർ പൈ ബോണ്ട് ആയിട്ട് മാറുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്യും R- കിട്ടും ആൻഡ് ദിസ് R- can accept an H+ from the medium okay this is soda lime decarboxylation hope this is clear to you next question most acidic compound is നമ്മൾ ഫിനോളും ബെൻസോയിക് ആസിഡും കമ്പയർ ചെയ്യണമെങ്കിൽ ആരാ കൂടുതൽ അസിഡിക് ബെൻസോയിക് ആസിഡ്സ് ആണ് കൂടുതൽ അസിഡിക് അതിൽ തന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് അസിഡിനെ വീണ്ടും കൂട്ടും ഓക്കെ അപ്പോൾ ബെൻസോയിക് ആസിഡിന്റെ മുകളിൽ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും അസിഡിനെ കൂട്ടും ഏറ്റവും അസിഡിക് പാരാനൈട്രോ ബെൻസോയിക് ആസിഡ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക ബെൻസോയിക് ആസിഡ് ഈസ് മോർ അസിഡിക് ദാൻ ഫിനോൾ ബെൻസോയിക് ആസിഡും ഫിനോളും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബെൻസോയിക് ആസിഡ് ആണ് കൂടുതൽ അസിഡിക് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ എപ്പോഴും അസിഡിക് സ്ട്രെങ്തിനെ കൂട്ടുകയാണ് ചെയ്യുക NO2 എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് അപ്പോൾ പാരാനൈട്രോ ബെൻസോയിക് ആസിഡ് ആയിരിക്കും ആ കൂടുതൽ ഏറ്റവും അസിഡിക് ഓക്കെ സോ 86 ആൻസർ ഈസ് ഓപ്ഷൻ 4
87. Volume strength of 2 normal H2O2 solution is. Okay, നിങ്ങൾക്ക് വോളിയം സ്ട്രെങ്ത്തിൻ്റെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക വോളിയം സ്ട്രെങ്ത് കാണാനുള്ള ഫോർമുല. ഓക്കെ, വോളിയം സ്ട്രെങ്ത് ഓഫ് H2O2 ചോദിച്ചു കഴിഞ്ഞാൽ വോളിയം സ്ട്രെങ്ത് കാണാനുള്ള ഫോർമുല ഒന്നുകിൽ 11.2 ഇൻറ്റു മൊളാരിറ്റി ആണ്, അല്ലെങ്കിൽ 5.6 ഇൻറ്റു നോർമാലിറ്റി ആണ്. വോളിയം സ്ട്രെങ്ത് കാണാനുള്ള ഫോർമുലകൾ ഇതാണ്. 11.2 ഇൻറ്റു മൊളാരിറ്റി, 5.6 ഇൻറ്റു നോർമാലിറ്റി. ഓക്കെ, ഇവിടെ നോർമാലിറ്റി ആണ് വന്നത്. സോ 2 ഇൻറ്റു 5.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 11.2. ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ, വോളിയം സ്ട്രെങ്ത് കാണാനുള്ള ഫോർമുലയാണ് 11.2 ഇൻറ്റു മൊളാരിറ്റി അല്ലെങ്കിൽ 5.6 ഇൻറ്റു നോർമാലിറ്റി. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. 58. സോലിബിലിറ്റി പ്രോഡക്റ്റും സോലിബിലിറ്റിയും. നിങ്ങളുടെ കയ്യിൽ AXBY എന്ന് പറഞ്ഞൊരു സോൾട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ സോലിബിലിറ്റിയും സോലിബിലിറ്റി പ്രോഡക്റ്റും തമ്മിലുള്ള ബന്ധം ഇതാണ്. സോലിബിലിറ്റി ഈസ് ഈക്വൽ ടു സോലിബിലിറ്റി പ്രോഡക്റ്റ് ബൈ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു വൈ റേസ് ടു വൈ ഓൾ റേസ് ടു 1 ബൈ എക്സ് പ്ലസ് വൈ ആണ്. ഏത് സോൾട്ടിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജനറൽ ഇക്വേഷൻ ആണ്. നിങ്ങളുടെ കയ്യിൽ AXBY എന്ന് പറഞ്ഞ സോൾട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ സോലിബിലിറ്റി പ്രോഡക്റ്റ് ബൈ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു വൈ റേസ് ടു വൈ ഓൾ റേസ് ടു 1 ബൈ എക്സ് പ്ലസ് വൈ ആണ്. ഇവിടെ ആരാ സോൾട്ട്? AgC അല്ല. X എത്രയാ? 1. Y എത്രയാ? 1. So what is solubility? Solubility product by x raised to x എന്ന് പറഞ്ഞാൽ 1 raised to 1 ആണ്, y raised to y എന്ന് പറഞ്ഞാൽ 1 raised to 1 ആണ്, all raised to 1 by 2. So solubility product 1.5 into 10 raised to minus 10 ആണ്, all raised to 1 by 2. അപ്പം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് solubility is equal to root of 1.5 into 10 raised to minus 10 റൂട്ട് 10 raised to minus 5 ആണ്. ഇത്രയും മോൾസ് പെർ ലിറ്റർ ആണ്. ഇതാണ് അതിൻ്റെ സോലിബിലിറ്റി. അപ്പം 1.5ൻ്റെ റൂട്ട് എത്രയാണ്? എനിക്കറിയില്ല. 1.45ൻ്റെ റൂട്ട് എത്രയാണ്? റൂട്ട് 2 എത്രയാണ്? 1.4 ആണ് അല്ലേ? റൂട്ട് 2 1.4 ആണ്. റൂട്ട് 1 1 ആണ്. അപ്പോൾ റൂട്ട് 2 1.4ഉം റൂട്ട് 1 1ഉം ആണെങ്കിൽ റൂട്ട് 1.5 1.4നും 1നും ഇടയ്ക്കല്ലേ? 1.4നും 1നും ഇടയ്ക്കല്ല. ഏതെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഇടയ്ക്കുള്ള ഒരു വാല്യൂ 1.2 എടുത്തു. 1.2 ഇൻറ്റു 10 raised to minus 5 മോൾസ് പെർ ലിറ്റർ ആണ്. പക്ഷേ എനിക്ക് വേണ്ടത് ഗ്രാം പെർ ലിറ്ററിലാണ്. അപ്പോൾ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. AgClന്റെ മോളാർ മാസ് എത്രയാണ്? സിൽവർ 108 ആണ്, ക്ലോറിൻ 35.5 ആണ്. 108ഉം 35.5ഉം കൂടെ കൂട്ടിയാൽ 143.5 ആണ്. അപ്പം 1.2 ഇൻറ്റു 10 raised to minus 5 ഇൻറ്റു 143.5 ഗ്രാം പെർ ലിറ്റർ ആണ്. ഇതാണ് അതിൻ്റെ സോലിബിലിറ്റി. എങ്ങനെ ചെയ്യാം? 143.5 ഇൻറ്റു 1.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 143.5നോട് 143.5നെ 20% ആഡ് ചെയ്താൽ മതി അല്ലേ? 143.5ന്റെ 10% എന്ന് പറഞ്ഞാൽ 14.35 ആണ്. 20% എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 30 ആണ്. 143.5ൻ്റെ കൂടെ 30 ആഡ് ചെയ്താൽ 153, 163, 173. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 173.5 ഇൻറ്റു 10 raised to minus 5 ഗ്രാം പെർ ലിറ്റർ ആണ്. അല്ലെങ്കിൽ 17.35 ഇൻറ്റു 10 raised to minus 4 ഗ്രാം പെർ ലിറ്റർ ആണ്. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് ആൻസർ എവിടെയുള്ളത്? 17.58 ഇൻറ്റു 10 raised to minus 4 ഗ്രാം പെർ ലിറ്റർ. ഓപ്ഷൻ 2 is the right answer. Okay. So question number 88, option 2 is the right answer. Clear ആണോ? I hope this is clear to you. Moving to question number 189. A thin sheet of alkali metal was irradiated by using two different light radiations of frequency 2y and 3y. Kinetic energy of emitted electrons എന്നിട്ടുണ്ട്. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് മെറ്റൽ ആണ് ചോദിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ? എന്താണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പറയുന്നത്? കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ ഈസ് എനർജി ഓഫ് ഇൻകമിംഗ് റേഡിയേഷൻ മൈനസ് വർക്ക് ഫംഗ്ഷൻ. വെരി ഫേമസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഗിവൺ ബൈ ഐൻസ്റ്റീൻ. കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ഓഫ് ഇൻകമിംഗ് റേഡിയേഷൻ മൈനസ് വർക്ക് ഫംഗ്ഷൻ ആണ്. കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ ഫസ്റ്റ് കേസിൽ എക്സ് ആണ്. ആ സമയത്ത് ഫ്രീക്വൻസി എന്താണ്? ഇൻകമിംഗ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി 2y ആണ്. ഓക്കെ, മൈനസ് വർക്ക് ഫംഗ്ഷൻ. അടുത്ത കേസിൽ, രണ്ടാമത്തെ കേസിൽ കൈനറ്റിക് എനർജി 4x ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഇൻകമിംഗ് റേഡിയേഷൻ 3y ആണ്. അപ്പോൾ h ഇൻറ്റു 3y മൈനസ് h ന്യൂ 0. പിന്നെ വെറുതെ ഒന്ന് റേഷ്യോ എടുത്താൽ പോരെ മക്കളെ? വെറുതെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ പോരെ? 4x/x എത്രയാണ്? 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു h കട്ടായി പോവും. 3y മൈനസ് ന്യൂ 0 ഡിവൈഡഡ് ബൈ 2y മൈനസ് ന്യൂ 0 എന്ന് കിട്ടും. വെറുതെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഇൻറ്റു 8, 8y മൈനസ് 4 ന്യൂ 0 ഈസ് ഈക്വൽ ടു 3y മൈനസ് ന്യൂ 0. 8y മൈനസ് 3y എന്ന് പറഞ്ഞാൽ 5y ആണ്. 4 ന്യൂ 0 മൈനസ് ന്യൂ 0 എന്ന് പറഞ്ഞാൽ 3 ന്യൂ 0 ആണ്. സോ വാട്ട് ഈസ് ന്യൂ 0? 5y/3. ത്രെഷോൾഡ് ഫ്രീക്വൻസിൻ്റെ വാല്യൂ 5y/3 ആണ് കിട്ടും. യെസ്, ഷിനാന KM ഒക്കെ ഓൾറെഡി ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഓപ്ഷൻ 2 ആണ്. വെരി ഗുഡ്. 5y/3 is the right answer. Okay. Moving to question number 90. Drugs that inhibit the receptor site and inhibits its natural function is. നമുക്കറിയാം ഡ്രഗുകൾ 2 ടൈപ്പ് ഉണ്ട്. അൻറ്റഗോണിസ്റ്റുകളുമുണ്ട്, അഗോണിസ്റ്റുകളുമുണ്ട് അല്ലേ? ഡ്രഗ്സ് ആർ ഓഫ് 2 types, antagonist and agonist.
എന്താണ് അന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ആ പറഞ്ഞ ഡെഫിനേഷൻ തന്നെയാണ്. ദേ ആർ ഡ്രഗ്സ് ദാറ്റ് ബൈൻഡ് ടു ദ റിസപ്റ്റർ സൈറ്റ് ആൻഡ് ഇൻഹിബിറ്റ് ഇറ്റ്സ് നാച്ചുറൽ ഫംഗ്ഷൻ. അതേസമയം നാച്ചുറൽ മെസ്സഞ്ചേഴ്സിനെ മിമിക് ചെയ്യുന്ന ഡ്രഗ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുക? അഗോണിസ്റ്റുകൾ എന്ന് വിളിക്കുക. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഡ്രഗുകളുണ്ട്, അന്റഗോണിസ്റ്റുകളുമുണ്ട്, അഗോണിസ്റ്റുകളുമുണ്ട്. അപ്പം ഈ ഒരു എന്താ പറയുക, റിസപ്റ്റർ സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുകയും അതിൻ്റെ നാച്ചുറൽ ഫംഗ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗുകളെ പറയുന്ന പേരാണ് അന്റഗോണിസ്റ്റുകൾ. അതേസമയം ഒരു നാച്ചുറൽ മെസ്സഞ്ചറിനെ മിമിക് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഡ്രഗുകളെ പറയുന്ന പേരാണ് അഗോണിസ്റ്റ്. സോ ഡെഫിനറ്റ്ലി ദിസ് ഈസ് അന്റഗോണിസ്റ്റ്. ദിസ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് അന്റഗോണിസ്റ്റ്. കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് ഒക്കെ NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് മാത്രമാണ് വരിക. റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. Question number 91. Correct sequence regarding the bond angle is. നോക്കൂ, നമ്മളോട് ബോണ്ട് ആംഗിൾ കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. BCl3, മീത്തേൻ, വാട്ടർ, OF2. ഇതിന്റെ കറക്റ്റ് അപ്രോച്ച് ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങളോട് എപ്പോഴും ബോണ്ട് ആംഗിൾ കമ്പയർ ചെയ്യാൻ പറയാം. 3 റൂളുകൾ നിങ്ങൾ ഓർക്കണം. ഫസ്റ്റ് റൂൾ പറയുന്നതാണ് ബോണ്ട് ആംഗിൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ. നിങ്ങൾ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളുടെ ഹൈബ്രിഡൈസേഷൻ ചെക്ക് ചെയ്യുക. എന്നിട്ട് ബോണ്ട് ആംഗിൾ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? പെർസെൻറ്റേജ് എസ് ക്യാരക്ടറിന് പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. രണ്ടാമത്തെ റൂൾ പറയുന്നതാണ് ഹൈബ്രിഡൈസേഷൻ സെയിം ആണെങ്കിൽ ബോണ്ട് ആംഗിൾ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ലോൺ പെയർസ്. ഹൈബ്രിഡൈസേഷൻ സെയിം ആണെങ്കിൽ ലോൺ പെയറുകളുടെ എണ്ണം കൂടുമ്പോൾ ബോണ്ട് ആംഗിൾ കുറയുകയാണ് ചെയ്യുക. മൂന്നാമത്തെ റൂൾ പറയുന്നത് ഹൈബ്രിഡൈസേഷനും ലോൺ പെയറുകളുടെ എണ്ണവും സെയിം ആണെങ്കിൽ ബോണ്ട് ആംഗിൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് സെൻട്രൽ ആറ്റം, അല്ലെങ്കിൽ ബോണ്ട് ആംഗിൾ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് സറൗണ്ടിങ് ആറ്റം. ഈ 3 റൂളുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബോണ്ട് ആംഗിൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക. റൂൾ നമ്പർ 1 എന്താണ്? ബോണ്ട് ആംഗിൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ. റൂൾ നമ്പർ 2, ഹൈബ്രിഡൈസേഷൻ സെയിം ആണെങ്കിൽ ബോണ്ട് ആംഗിൾ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ലോൺ പെയർസ്. റൂൾ നമ്പർ 3, ഹൈബ്രിഡൈസേഷനും ലോൺ പെയറും സെയിം ആണെങ്കിൽ ബോണ്ട് ആംഗിൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് സെൻട്രൽ ആറ്റം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് സറൗണ്ടിങ് ആറ്റം. നമുക്ക് ആ റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. BCl3, നമ്മുടെ ആളുകൾ BCl3, അതേപോലെ CH4, അതേപോലെ H2O, അതേപോലെ OF2. ഇതാണ് നമ്മുടെ ആളുകൾ. ഓക്കെ, അപ്പം ഇവിടെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്, ഇവിടെ sp3 ആണ്, ഇവിടെയും sp3 ആണ്, ഇവിടെയും sp3 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം പറയാൻ പറ്റും sp2 എന്ന് പറയുമ്പം പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ 33.33% ആണ്. ഇവിടെ 25% ആണ് എസ് ക്യാരക്ടർ ഉള്ളത്. അപ്പോൾ എസ് ക്യാരക്ടറിൻ്റെ പെർസെൻറ്റേജ് കൂടുമ്പം ബോണ്ട് ആംഗിളും കൂടും. ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ BCl3 അത് കഴിഞ്ഞ് ഇവിടെ എല്ലാവരും sp3 ആണ്. ഇവിടെ 0 ലോൺ പെയർസ് ആണ്, ഇവിടെ 2 ലോൺ പെയർസ് ആണ്, ഇവിടെ 2 ലോൺ പെയർസ് ആണ്. ലോൺ പെയറുകളുടെ എണ്ണം കൂടുമ്പോൾ ബോണ്ട് ആംഗിൾ കുറയുക ചെയ്യുക. അതുകൊണ്ട് സെക്കൻഡ് വരെ മീത്തൈൻ ആണ്. ഇവിടെ ഈ രണ്ട് പേരെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഹൈബ്രിഡൈസേഷനും സെയിം ആണ്, ലോൺ പെയറുകളുടെ എണ്ണവും സെയിം ആണ്. അപ്പോൾ നമുക്കറിയാം ബോണ്ട് ആംഗിൾ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് സറൗണ്ടിങ് ആറ്റം. സറൗണ്ടിങ് ആറ്റം കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആകുമ്പോൾ ബോണ്ട് ആംഗിൾ കുറയുക ചെയ്യുക. അതുകൊണ്ട് H2O OF2. ഇതാണ് ബോണ്ട് ആംഗിളിന്റെ ഓർഡർ വരിക. ഏത് ഓപ്ഷനാണ് കറക്റ്റ്? BCl3 CH4 H2O OF2 എന്ന് പറഞ്ഞത് ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഐ ഹോപ്പ് ദ അപ്രോച്ച് ഈസ് ക്ലിയർ ടു യു. ഇതിന്റെ ആൻസർ ക്ലിയർ ആവുകയല്ല വേണ്ടത്, ഇതിന്റെ അപ്രോച്ച് ക്ലിയർ ആവുകയാണ് വേണ്ടത്. ആ അപ്രോച്ച് ക്ലിയർ ആയി കാണുന്നു കരുതുന്നു. ക്ലിയർ ആയില്ലേ മക്കളെ? ബോണ്ട് ആംഗിൾ കമ്പയർ ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ ചെയ്യില്ലേ? ഇതുപോലെ റൂൾസ് അപ്ലൈ ചെയ്യില്ലേ? BCl3 ആണ് ഹയസ്റ്റ്, പിന്നെ മീത്തൈൻ, പിന്നെ H2O, പിന്നെ OF2. ക്ലിയർ അല്ലേ? ചാറ്റ് ബോക്സ് പറഞ്ഞേ. ബോണ്ട് ആംഗിൾ കമ്പയർ ചെയ്യാനുള്ള കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 92. ഓക്കെ, ഒരു ക്യൂബിക് യൂണിസെല്ലിൽ പറയുന്നു എക്സ് ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ഓൾട്ടർനേറ്റ് കോർണേഴ്സ്. നോക്കൂ, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തെറ്റിക്കാൻ നല്ലോണം സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓൾട്ടർനേറ്റ് കോർണേഴ്സ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓൾട്ടർനേറ്റ് കോർണേഴ്സ് ഒരുപാട് പേർക്ക് നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 92. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് ഓൾട്ടർനേറ്റ് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ? ഞാനൊരു ക്യൂബ് ഇവിടെ വരയ്ക്കുകയാണേ. ഞാനിവിടെ ഒരു ക്യൂബ് വരയ്ക്കുകയാണ്. ഇതിൻ്റെ ഓൾട്ടർനേറ്റ് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ കോർണർ പിക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നിടവിട്ട എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ ഈ ക്യൂബ് ഈ ഒരു കോർണർ ഞാൻ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇത് പിക്ക് ചെയ്യരുത്, ഇത് പിക്ക് ചെയ്യരുത്, ഇത് പിക്ക് ചെയ്യരുത്. കാരണം അതൊക്കെ എന്താണ്? അതൊക്കെ അതിൻ്റെ ഓൾട്ടർനേറ്റ് കോർണേഴ്സ് ആണ്. അതിന് തൊട്ടടുത്തുള്ള കോർണേഴ്സ് ആണ്. ഒന്നിടവിട്ട കോർണർ മാത്രമേ ഞാൻ പിക്ക് ചെയ്യാൻ പാടൂ. അപ്പോൾ ഞാൻ ഈ കോർണർ പിക്ക് ചെയ്യാണ്. ഓക്കെ, ഈ കോർണർ പിക്ക് ചെയ്യാണ്. കാരണം ഞാൻ ഒന്നിടവിട്ട കോർണറാണ് പിക്ക് ചെയ്തത്. ഓക്കെ, അപ്പോഴോ ഞാൻ ഈ കോർണർ പിക്ക് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഐ ഹാവ് ടു പിക്ക് ദിസ് കോർണർ. ഓക്കെ, ഈ കോർണർ എനിക്ക് പിക്ക് ചെയ്തേ പറ്റൂ, കാരണം ഒന്നിടവിട്ട കോർണർ ഞാൻ പിക്ക് ചെയ്യണം. അതേപോലെ ഈ കോർണർ ഞാൻ പിക്ക് ചെയ്യാത്തത് കൊണ്ട് ഐ ഹാവ് ടു പിക്ക് ദിസ് കോർണർ. ഈ കോർണർ എനിക്ക് പിക്ക് ചെയ്തേ പറ്റൂ. അതുപോലെ ഈ കോർണർ പിക്ക് ചെയ്തുകൊണ്ട് ഇത് പിക്ക് ചെയ്യാൻ ഞാൻ പാടില്ല. ഓക്കെ, അപ്പം
ഓൾട്ടർനേറ്റ് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര കോർണേഴ്സ് ആണ് അവിടെ പിക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് 4 കോർണേഴ്സ് ആണ് പിക്ക് ചെയ്യാൻ പറ്റുക. ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായ കുട്ടികളെ? ഓൾട്ടർനേറ്റ് കോർണേഴ്സിലെ ഓൾട്ടർനേറ്റ് എന്ന് പറയുന്ന മീനിങ് ഒന്നിടവിട്ട എന്നാണ് അർത്ഥം. അപ്പം ഞാൻ ഫസ്റ്റ് ഇതാ ഇവിടെ കാണിക്കുന്ന ഈ കോർണർ കണ്ടോ, ഈ കോർണർ ഞാൻ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ കാണിക്കുന്ന ഈ കോർണർ ഞാൻ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള കോർണേഴ്സ് ഞാൻ പിക്ക് ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ ഇത് പിക്ക് ചെയ്യരുത്, ഇത് പിക്ക് ചെയ്യരുത്, ഇത് പിക്ക് ചെയ്യരുത്, അവിടെ ഒന്നും വെക്കരുത്. പിന്നെ ഞാൻ ഇത് പിക്ക് ചെയ്തു. ഇത് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യില്ല, അതിൻ്റെ അടുത്തുള്ള അതിനെ ടച്ച് ചെയ്യുന്ന കോർണേഴ്സ് ഒന്നും ഞാൻ പിക്ക് ചെയ്യുന്നില്ല. ഞാൻ ഈ കോർണർ പിക്ക് ചെയ്യുന്നു, അപ്പോൾ അതിനെ ടച്ച് ചെയ്യുന്ന കോർണേഴ്സ് ഒന്നും ഞാൻ പിക്ക് ചെയ്യുന്നില്ല. അതേപോലെ ഞാൻ ഈ കോർണർ പിക്ക് ചെയ്യുന്നു, അപ്പോൾ അതിനെ ടച്ച് ചെയ്യുന്ന കോർണേഴ്സ് ഒന്നും ഞാൻ പിക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഓൾട്ടർനേറ്റ് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഒരു ക്യൂബിന് എത്ര കോർണേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ 8 ആണ്. എത്ര ഓൾട്ടർനേറ്റ് കോർണേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ 4 ആണ്. അപ്പോൾ എഫക്റ്റീവ്ലി എത്ര എക്സ് ആറ്റംസ് ഉണ്ട്? എഫക്റ്റീവ് നമ്പർ ഓഫ് എക്സ് ആറ്റംസ് മൊത്തം ഒരു ക്യൂബിന് 4 ഓൾട്ടർനേറ്റ് കോർണേഴ്സ് ആണ്. അപ്പോൾ 4 ഇൻറ്റു കോർണറിലെ കോൺട്രിബ്യൂഷൻ 1/8 ആണ്. അപ്പോൾ എഫക്റ്റീവ്ലി 1/2 എക്സ് ആറ്റംസ് ആണ്. ഇനി അടുത്ത ചോദ്യം, ഒരു ക്യൂബിന് എത്ര ഓൾട്ടർനേറ്റ് എഡ്ജ് ഉണ്ട്? ഞാൻ വീണ്ടും പറയുന്നു, തെറ്റിക്കാൻ നല്ല സാധ്യതകളാണ്. മൊത്തം 12 എഡ്ജാണ്. അതുകൊണ്ട് 6 ഓൾട്ടർനേറ്റ് എഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, ചില കുട്ടികൾ ചിന്തിക്കുക അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിസ്കോൺസെപ്ഷൻ ഉണ്ടാവരുത്. ഓക്കെ, മൊത്തം 12 എഡ്ജാണ്. അപ്പം നിങ്ങൾ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ 6 ഓൾട്ടർനേറ്റ് എഡ്ജ് ആണല്ലോ സാർ ഉണ്ടാവുക, മൊത്തം 12 എഡ്ജ് അല്ലേ, അപ്പോൾ 6 ഓൾട്ടർനേറ്റ് എഡ്ജ് ആണല്ലോ എന്ന് പറഞ്ഞത് തെറ്റാണ്. ഒരു ക്യൂബിന് 4 ഓൾട്ടർനേറ്റ് എഡ്ജ് ആണ് ഉണ്ടാവുക. അതെന്താ അതിൻ്റെ ലോജിക്ക്? നിങ്ങൾ നോക്കൂ, ഞാൻ ഈ എഡ്ജ് പിക്ക് ചെയ്തേ, അപ്പം ആ എഡ്ജുമായിട്ട് ടച്ച് ചെയ്യുന്ന വേറെ ഒരു എഡ്ജ് ഞാൻ പിക്ക് ചെയ്യരുത്. ഞാൻ ആ എഡ്ജ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതെടുക്കാൻ പാടില്ല, ഇതെടുക്കാൻ പാടില്ല. ഓക്കെ, ഇതെടുക്കാൻ പാടില്ല, ഇതെടുക്കാൻ പാടില്ല. ആ എഡ്ജുമായിട്ട് ടച്ച് ചെയ്യുന്ന ഒന്നും ഞാൻ പിന്നെ പിക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയ ഇതാണ്. ഇത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു എഡ്ജ് ഞാൻ പിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ എനിക്ക് ഇത് പിക്ക് ചെയ്യാൻ പറ്റില്ല, ഇതും പിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ എഡ്ജ് പിക്ക് ചെയ്യാണ്. ഈ എഡ്ജ് ഞാൻ പിക്ക് ചെയ്ത് കഴിഞ്ഞാലോ എനിക്ക് പിന്നെ ഇത് പിക്ക് ചെയ്യാൻ പാടില്ല, ഇത് പിക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ ഈ എഡ്ജ് പിക്ക് ചെയ്യുന്നു. അപ്പം മൊത്തം ഒരു ക്യൂബിന് എത്ര ഓൾട്ടർനേറ്റ് എഡ്ജ് ഉള്ളത് നിങ്ങൾ പറയൂ? ഒരു ക്യൂബിന് മൊത്തം 12 എഡ്ജാണ്. അപ്പോൾ അതിൻ്റെ പകുതിയല്ല, ഓൾട്ടർനേറ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ 4 എണ്ണമാണ്. ഞാനൊരു എഡ്ജ് എടുത്തു കഴിഞ്ഞാൽ ആ എഡ്ജുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന ഒരു എഡ്ജും പിന്നെ പിക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ലോജിക്കലി ഞാൻ നോക്കുമ്പം ഒരു ക്യൂബിന് 4 ഓൾട്ടർനേറ്റ് എഡ്ജുകളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് നമ്പർ ഓഫ് വൈ ആറ്റംസ് എത്രയാണ്? എഫക്റ്റീവ് നമ്പർ ഓഫ് വൈ ആറ്റംസ് എന്ന് പറയുന്നത് 4 ഓൾട്ടർനേറ്റ് എഡ്ജുകളാണ് ഒരു ക്യൂബിനുള്ളത്. എഡ്ജിലെ കോൺട്രിബ്യൂഷൻ 1/4 ആണ്. അപ്പോൾ എഫക്റ്റീവ്ലി ഒരു വൈ ആറ്റമാണ് ഉള്ളത്. ഇനി അടുത്ത കോൺസെപ്റ്റ്, ഓൾട്ടർനേറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്യൂബ് ഞാൻ വീണ്ടും വരയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ ഒരു ഫേസ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേസിൻ്റെ അടുത്ത് വരുന്ന, ആ ഫേസിനെ ടച്ച് ചെയ്യുന്ന ഒരു ഫേസും പിക്ക് ചെയ്ത് നോക്കൂ. ഞാൻ സപ്പോസ് മുകളിലെ ഫേസ് പിക്ക് ചെയ്യുകയാണേ, അല്ലെങ്കിൽ ഞാൻ ഈ ഫേസ് പിക്ക് ചെയ്യാണ്. ഈ ഫേസ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേസുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന ഒരു ഫേസും, ഈ ഫേസ് ഞാൻ പിക്ക് ചെയ്യാൻ പാടില്ല, ഈ ഫേസ് ഞാൻ പിക്ക് ചെയ്യാൻ പാടില്ല, പിന്നിലെ ഫേസ് ഞാൻ പിക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ എനിക്ക് ഏത് ഫേസേ പിക്ക് ചെയ്യാൻ പറ്റും? പിന്നെ എനിക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന, ടച്ച് ചെയ്യാണ്ട് വരുന്ന ഈ ഫേസേ പിക്ക് ചെയ്യാൻ പാടും. അപ്പോൾ ഒരു ക്യൂബിന് എത്ര ഓൾട്ടർനേറ്റ് ഫേസ് ഉണ്ടെന്ന് വെച്ചാൽ 2 ഓൾട്ടർനേറ്റ് ഫേസ് ഉണ്ടെന്നാണ് അർത്ഥം. ഒരു ക്യൂബിന് 2 ഓൾട്ടർനേറ്റ് ഫേസ് ഉണ്ടെന്നാണ് അർത്ഥം. ഇത് നിങ്ങൾ തെറ്റിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഒരു ക്യൂബിന് 8 കോർണറും 12 എഡ്ജും 6 ഫേസും ആണുള്ളത്. പക്ഷേ ഓൾട്ടർനേറ്റ് കോർണേഴ്സിൻ്റെ എണ്ണം 4 ആണ്. ഓൾട്ടർനേറ്റ് എഡ്ജിൻ്റെ എണ്ണം 4 ആണ്. ഓൾട്ടർനേറ്റ് ഫേസിൻ്റെ എണ്ണം 2 ആണ്. ഇതിങ്ങനെ തന്നെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് തെറ്റിക്കാതെ ചെയ്യാൻ പറ്റൂ. ബാക്കി നെഗറ്റീവ് അടിക്കാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ എഫക്റ്റീവ് നമ്പർ ഓഫ് സെഡ് ആറ്റംസ് എത്രയാണ്? എഫക്റ്റീവ് നമ്പർ ഓഫ് സെഡ് ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓൾട്ടർനേറ്റ് ഫേസ് ആണ്. ഫേസിലെ കോൺട്രിബ്യൂഷൻ 1/2 ആണ്. അപ്പോൾ എഫക്റ്റീവ്ലി ഒരു സെഡ് ആറ്റം. അപ്പോൾ ആ കോമ്പൗണ്ടിന്റെ ഫോർമുല എന്താ? X12Y1Z1. ത്രൂ അവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ XY2Z2. ആ കോമ്പൗണ്ടിന്റെ ഫോർമുല വരിക XY2Z2 ആണ്. XY2Z2 എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. സോ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 92. I hope that is clear to you. Okay. Moving to question number 93. In which of the following pair of solution will the values of Van Hoff factor be the same? Van Hoff factor same ആവണമെങ്കിൽ നമ്മൾ 100% ഡിസോസിയേഷൻ അസ്യൂം ചെയ്യുകയാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോണുകളുടെ എണ്ണം സെയിം ആവണം. ഇപ്പം ഇവിടെ നോക്കുക, ഈ ഓപ്ഷൻ 3ൽ FeSO4.NH4 twice SO4.6H2. അവിടെ നിന്ന് എത്ര അയോൺസ് വരും? Fe2+ വരും, SO4 2- വരും,
2 NH4+ വരും, SO4 വരും. അപ്പൊ മൊത്തം എത്ര അയോൺസ് വരും? മൊത്തം ഒരു Fe2+, 2 SO4 2 NH4+, മൊത്തം 5 അയോൺസ് വരുന്നുണ്ട്. K4FeCN6 നോ 4 K+ ഒരു FeCN6 4- വരും. അവിടെ നിന്നും വരുന്നത് 5 അയോൺസ് ആണ്. 4 K+ ഒരു FeCN6 4-. അപ്പം നമ്പർ ഓഫ് അയോൺസ് സെയിം ആണെങ്കിൽ വോൺ ഹോഫ് ഫാക്ടറും സെയിം ആയിരിക്കും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 93 ആൻസർ ഓപ്ഷൻ 3 ആണ്. നമ്പർ ഓഫ് അയോൺസ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന നമ്പർ ഓഫ് അയോൺസ് സെയിം ആണെങ്കിൽ വോൺ ഹോഫ് ഫാക്ടറിന്റെ വാല്യൂ സെയിം ആയിരിക്കും, അസ്യൂമിങ് 100% ഡിസോസിയേഷൻ. So question number 93, correct answer is option 3. Question number 94. Which of the following statement about the spontaneous reaction occurring in a galvanic cell is always true? ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഇ സെൽ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0, അതേപോലെ ΔG ലെസ് ദാൻ 0 ആവണം, അതുപോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിയാക്ഷൻ കോഷ്യന്റിനേക്കാൾ കൂടുതലാവണം. ഒരു റിയാക്ഷൻ എല്ലാ കണ്ടീഷനും സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ എപ്പോഴും ട്രൂ ആവണമെങ്കിൽ ഇ സെൽ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0, ΔG നെഗറ്റീവ് ആയിരിക്കണം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ റിയാക്ഷൻ കോഷ്യന്റിനേക്കാൾ കൂടണം. ഇവിടെ കുറച്ച് പേർക്കെങ്കിലും 1ഉം 4ഉം തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ സെൽ എന്ന് പറഞ്ഞ ഒരു തരം സെല്ല് പഠിക്കാനുണ്ട്. ഈ കോൺസെൻട്രേഷൻ സെല്ല് ഇപ്പം നിങ്ങൾക്കറിയാം, സിങ്കും കോപ്പറും കപ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബാറ്ററി ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് സിങ്ക് മാത്രം വെച്ച് ബാറ്ററി ഉണ്ടാക്കാൻ പറ്റുമോ? ഉത്തരം പറ്റും എന്നാണ്. നിങ്ങൾ കോൺസെൻട്രേഷൻ മാറ്റി വെച്ചാൽ മതി. രണ്ടിലെയും കോൺസെൻട്രേഷൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ E0 സെല്ല് അവിടെ 0 ആണ്. E0 സെല്ല് 0 ആയിട്ടും ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്, കാരണം ഈ സെല്ല് പോസിറ്റീവ് ആണ്. അപ്പം ഒരു റിയാക്ഷൻ എപ്പോഴും സ്പോണ്ടേനിയസ് ആവാനുള്ള കണ്ടീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെല്ല് പോസിറ്റീവ് ആവണം എന്നുള്ളതാണ് ഉത്തരം. ΔG നെഗറ്റീവ് ആവണം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിയാക്ഷൻ കോഷ്യന്റിനേക്കാൾ കൂടണം. അപ്പോൾ 1 അല്ല 4 ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ശ്രദ്ധിക്കുക, കൺഫ്യൂസ്ഡ് ആയി പോകാൻ ചെറുതായിട്ട് സാധ്യതയുണ്ട്, പെട്ടെന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. Moving to 95. Which of the following statement is incorrect? The only well characterized bismuth 5 compound is bismuth pentafluoride. വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. Bismuth shows +5 only in bismuth pentafluoride. Reason inert pair effect ആണ്. ഓക്കെ, ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹെവിയർ എലമെന്റ്സിന് അൺസ്റ്റേബിൾ ആണ്. താലിയം എന്ന് പറഞ്ഞ എലമെന്റ് +1 ആണ് കാണിക്കുക, +3 അല്ല. ലെഡ് എന്ന് പറഞ്ഞ എലമെന്റ് +2 ആണ് സ്റ്റേബിൾ, +4 അല്ല. ബിസ്മത്തിന് +3 ആണ് സ്റ്റേബിൾ, +5 അല്ല. ബിസ്മത്ത് +5 എവിടെ മാത്രമേ കാണിക്കൂ? ബിസ്മത്ത് പെന്റാഫ്ലൂറൈഡിൽ മാത്രമേ കാണിക്കൂ. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതുപോലെ നൈട്രജന്റെ ഓക്സൈഡ്സ് +1 to +4 ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യും, കാരണം നൈട്രജന് കാണിക്കാവുന്ന മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്, മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് -3 ആണ്. അതുകൊണ്ട് +1നും +4നും ഇടയ്ക്കുള്ള നൈട്രജന്റെ ഓക്സൈഡ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അസിഡിക് സൊല്യൂഷനിൽ. അതുപോലെ BiH3 സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണ് പറയുന്നത്. തെറ്റാണ്, റെഡ്യൂസിങ് ഏജന്റ് ആണ്. 15ാമത്തെ ഗ്രൂപ്പിന്റെ ഹൈഡ്രേറ്റുകൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്. നമ്മൾ എഴുതുകയാണ് NH3 PH3, ഓക്കെ, അതേപോലെ ASH3 SBH3 BiH3 എന്ന് എഴുതുകയാണെങ്കിൽ ദി തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് ഹൈഡ്രൈഡ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്. അപ്പോൾ താഴേക്ക് പോകും തോറും തെർമൽ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരും. തെർമൽ സ്റ്റെബിലിറ്റി കുറയുമ്പം റെഡ്യൂസിങ് പവർ കൂടി വരും. ഈ കൂടുതൽ ഏറ്റവും തെർമലി അൺസ്റ്റേബിൾ ആയ ഹൈഡ്രൈഡ് BiH3 ആണ്. ഏറ്റവും റെഡ്യൂസിങ് പവർ കൂടിയ ആളും BiH3 ആണ്. അപ്പം BiH3 ഓക്സിഡൈസിങ് ഏജന്റ് അല്ല, അത് തെർമലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. തെർമലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ ആണ് തെറ്റായ ഓപ്ഷൻ. Therefore that is our answer. And very pure nitrogen can be obtained by thermal decomposition of sodium acid and barium acid. NCERT പഠിക്കുന്ന കാര്യമാണ്. Moving to question number 96, which is strong about spectrochemical series. നമുക്കറിയാം ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ലിഗാൻഡ് കാർബൺ മോണോക്സൈഡ് ആണ്, അല്ലെ? CO. കാർബണിലാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ലിഗാൻഡ്. അത് കഴിഞ്ഞാൽ CN- ആണ് വരിക, അല്ലാതെ SCN- അല്ല. ദിസ് ഇസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. ഇതൊരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ അതാണ് തെറ്റായ ഓപ്ഷൻ. ഓക്കെ, സ്പെക്ട്രോകെമിക്കൽ സീരീസ് നിങ്ങൾ പഠിക്കാം. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആൻസർ ചെയ്യാൻ പറ്റും. CO is the strongest ligand. CN- is the second most strongest ligand. അതിനിടയ്ക്ക് വേറെ SCN- ഒന്നും വരുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചാൾസ് ലോ പ്രകാരം വോള്യൂം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അപ്പോൾ വോള്യൂം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഗ്രാഫ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ഒറിജിൻ. ഓക്കെ, ചാൾസ് ലോ പ്രകാരം വോള്യൂം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലാണെങ്കിൽ ആ ഗ്രാഫ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യണം. 97 ഓപ്ഷൻ 2 ഈസ് ദ ആൻസർ. 98 നോക്കൂ, എങ്ങനെയാണ് വർക്ക് ഡൺ കാണാം? വർക്ക് ഡൺ കാണാനുള്ള ഫോർമുല -P external into ΔV ആണ്. ഇവിടെ എക്സ്റ്റേണൽ പ്രഷർ 2 atmosphere ആണ്. DV എന്ന് പറഞ്ഞാൽ V2 - V1 ആണ്. ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ലിറ്റർ തന്നെയാണ് കേട്ടോ. അപ്പോൾ 20 ഡെസിമീറ്റർ ക്യൂബ് -10 ഡെസിമീറ്റർ ക്യൂബ്. അപ്പോൾ ഇതാണ് V2 - V1.
അപ്പോൾ അവിടെ ചെയ്യുമ്പം 20 - 10 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 × 2 20 ആണ്. -20 ലിറ്റർ അറ്റ്മോസ്ഫിയർ എന്ന് കിട്ടും. വർക്ക് ഡണിന്റെ വാല്യൂ -20 ലിറ്റർ അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷേ എനിക്കത് ജൂളിലാണ് വേണ്ടത്. ഒരു ലിറ്റർ അറ്റ്മോസ്ഫിയറിനെ ജൂളിലേക്ക് ആക്കാൻ 101.325 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഒരു ലിറ്റർ ബാറിനെ ജൂളിലേക്ക് ആക്കാൻ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഇവിടെ ഞാൻ ശരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത് 101.325 കൊണ്ടാണ്. പക്ഷേ ഞാൻ അപ്രോക്സിമേറ്റ്ലി 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്രോക്സിമേറ്റ്ലി -20 × 100 ജൂൾ. ഓക്കെ, അതായത് -2000 ജൂൾ. അപ്രോക്സിമേറ്റ്ലി ആണ്, ശ്രദ്ധിക്കുക. ഇനി ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, അത് 400 ജൂളാണ്. ഡബ്ല്യു -2000 ജൂളാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? -1600 ജൂൾ എന്നാണ് നമ്മുടെ ആൻസർ. നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തു. ശരിക്കും നമ്മൾ 101.325 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ 100 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ആൻസറും അപ്രോക്സിമേറ്റ് ആണ്. സോ ആക്ച്വൽ ആൻസർ ഈസ് -1626 ജൂൾ. ക്വസ്റ്റ്യൻ നമ്പർ 98, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. Question number 99. Which among the following is most stable carbocation? First carbocation 6 alpha hydrogen ആണ്. ശ്രദ്ധിക്കണേ, പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബണിനോട് അറ്റാച്ച് ചെയ്ത കാർബണാണ് ആൽഫ കാർബൺ. ആൽഫ കാർബണിന്റെ മുകളിലെ ഹൈഡ്രജൻ ആണ് ആൽഫ ഹൈഡ്രജൻ. ഹയർ ദ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ, ഹയർ വിൽ ബി ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. ഒന്നാമത്തെ കാർബോകാറ്റയോണിന് 6 ആൽഫ ഹൈഡ്രജൻ ആണ്. രണ്ടാമത്തെ കാർബോകാറ്റയോണിന് 9 ആൽഫ ഹൈഡ്രജൻ ആണ്. മൂന്നാമത്തെ കാർബോകാറ്റയോണിന് ആൽഫ ഹൈഡ്രജൻ ഒന്നും തന്നെ ഇല്ല. നാലാമത്തെ കാർബോകാറ്റയോണിന് 3 ആൽഫ ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഈ കൂടുതൽ ഏറ്റവും സ്റ്റേബിൾ ആയ ആൽഫ കാർബോകാറ്റയോൺ ആരാണ്? ഹയർ ദ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ, ഹയർ വിൽ ബി ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Moving to last question. Presence of halogen in organic compound can be detected using. Okay, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലെ ഹാലോജന്റെ പ്രസൻസ് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക? ബീൽസ്റ്റീൻ ടെസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചാണ്. ബേസിക്കലി നമ്മൾ ഒരു 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു കോപ്പർ വയർ എടുക്കും, അല്ലെ? ഒരു 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു കോപ്പർ വയർ എടുത്ത് അതിന്റെ ഒരു എൻഡ് ഫ്ലാറ്റൻ ചെയ്തിട്ട് അതിനെ ഓർഗാനിക് കോമ്പൗണ്ട് വെച്ച് ചേർത്ത് ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ എഡ്ജ്ഡ് ഫ്ലെയിം ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ഹാലോജൻ. ഓർക്കാം, രണ്ട് കാര്യമുണ്ട്. ഒന്നാമതൊരു കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല, അത് ഒരു ഹാലോജന്റെ പ്രസൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പം യൂറിയയോ തയോയൂറിയോ പോലത്തെ കോമ്പൗണ്ടുകളൊക്കെ ഈ ടെസ്റ്റ് പോസിറ്റീവായിട്ട് ആൻസർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. രണ്ടാമത് ഓർത്തിരിക്കുക, ഫ്ലൂറൈഡുകൾ ഈ ടെസ്റ്റ് തരില്ല. ക്ലോറൈഡുകളും ബ്രോമൈഡുകളും ഐഡൈഡുകളുമാണ് ബീൽസ്റ്റീൻ ടെസ്റ്റ് തരിക എന്നും ഓർത്തിരിക്കുക. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഫ്രം യുവർ എക്സാം. ഓക്കെ, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുന്നു കരുതുന്നു. ഐ ഹോപ്പ് ഓൾ യുവർ ക്വസ്റ്റ്യൻസ് ആർ ക്ലിയർ. എനി ഡൗട്ട്സ് സ്റ്റുഡൻസ്? ഒന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്തേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ബയോളജി മിസ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ക്ലാസ് എടുക്കാൻ. സോ ടൈം കഴിഞ്ഞുകൊണ്ട് ഞാൻ ലീവ് ചെയ്യാണ്. സോ ഐ ഹോപ്പ് എവറി ക്വസ്റ്റ്യൻ ആൻഡ് എവറി ആൻസേഴ്സ് ആർ ക്ലിയർ ടു യു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഗുഡ് നൈറ്റ്. ഹലോ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രീൻ്റെ ഒക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോട്ടണി ക്വസ്റ്റ്യൻസിൻ്റെ ബോട്ടണി പാർട്ടിലെ ഡിസ്കഷൻസ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണ് എന്ന് കരുതുന്നു. വേഗം നമുക്ക് ബോട്ടണിക്ക് സുവോളജിക്ക് ഒരുപാട് ഡിസ്കഷൻസിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്ന് കരുതുന്നു. അപ്പോൾ വേഗം നമ്മൾ ആൻസർ കീ പറഞ്ഞിട്ട് പോകും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ 101ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലാന്റ്സും തമ്മിൽ മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ബനാന എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം റൈസോം ആണ്. സോ ഇവിടെ എ ആണ് വരിക, അല്ലേ? എ ആണ്. അതുപോലെ പിസ്റ്റിയ എന്ന് പറയുന്നത് ഓഫ്സെറ്റ് വഴിയാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഏതാണ്? ഓഫ്സെറ്റ് ആണ്. അപ്പോൾ ഗാർലിക്, ഒനിയനൊക്കെ ഏതാണ്? ബൾബാണ്, അല്ലേ? ഓക്കെ, ഇനി ബയോഫൈലം ലീഫ് ബഡ് അല്ലേ? ഡി. പൊട്ടറ്റോ ഏതാ? സ്റ്റെം ട്യൂബർ ആണ്. ഇ. അപ്പോൾ ഏതാ ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ മാച്ചസ് ടു ഏതാടാ? ഒന്ന് പറഞ്ഞേ. ക്യൂ. ബി മാച്ചസ് ടു ഏതാണ്? നോക്കിക്കേ, ബി മാച്ചസ് ടു ടി. അതുപോലെ സി മാച്ചസ് ടു പി അല്ലടാ. ഡി മാച്ചസ് ടു ആർ ആണ്. അതുപോലെ ഇ മാച്ചസ് ടു ഏതാ? എസ് ആണ്. സോ ദ ആൻസർ വിൽ ബി 4. ഓക്കെ, എല്ലാവർക്കും ശരിയാണല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോളൻ ഗ്രെയിൻ ലൂസ് ദെയർ വയബിലിറ്റി വിത്തിൻ 30 minutes ഓഫ് ദിയർ റിലീസ്. അതായത് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്ത് കഴിഞ്ഞ് 30 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ ആക്ടിവിറ്റി ലോസ് ആകുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സീരിയൽസ് സച്ച് ആസ് വീറ്റ്,
ആൻഡ് റൈസ്, ഇതിലാണ് അല്ലേ, വീറ്റ് ആൻഡ് റൈസ്, ഇതിലാണ് സീരിയൽസിനാണ് 30 മിനിറ്റ്സിൽ അത് ലോസ് ആകുന്നത്. അതേപോലെ അപ്പോൾ ആൻസർ ഏതാ വരിക? 4 ആണ് ആൻസർ വരിക. അപ്പോൾ അതേസമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോസേസേ, സൊളാനേസേ, അതുപോലെ ഫാബേസേ, ഇതിലൊക്കെ ലൂസ് ദ വയബിലിറ്റി വിത്തിൻ മന്ത്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ചാപ്റ്ററിലാണ് എന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ +2 സെക്കൻഡ് ചാപ്റ്ററിലാണ് അല്ലേ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലാണ്. നിങ്ങളുടെ പേജ് നമ്പർ 24 സെക്കൻഡ് പാരഗ്രാഫിൽ 7th ലൈനായിട്ട് നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാം ബാക്കിയാണല്ലോ, റെഡി ആണല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 103 ആണ് ക്വസ്റ്റ്യൻ. വൈൽ പ്ലാനിങ് ഫോർ ആൻ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പ്രോഗ്രാം ഇൻവോൾവിംഗ് ഡയേഷ്യസ് പ്ലാന്റ്, ഇതാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് വുഡ് നോട്ട് ബി റെലവൻറ്റ്? നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പേജ് നമ്പർ 33 +2 സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പേജ് നമ്പർ 33 കാണാം ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ നിങ്ങൾക്കറിയാം നമുക്ക് ഏതൊക്കെ സ്റ്റെപ്പുകളാണ് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാലോ. ഇമാസ്കുലേഷൻ ഉണ്ട്, ബാഗിംഗ് ഉണ്ട്, പിന്നെ പോളൻ ഡസ്റ്റിംഗ് ഉണ്ട്, റീബാഗിംഗ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം സാധാരണ ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിലാണ് നടക്കേണ്ടത്. ഇവിടെ ഡയേഷ്യസ് പ്ലാന്റ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഡയേഷ്യസ് പ്ലാന്റിൽ ആൺ പ്ലാന്റ് വേറെ, പെൺ പ്ലാന്റ് വേറെയാണ്. അപ്പോൾ അവിടെ എന്ത് വേണ്ട? ഇമാസ്കുലേഷൻ വേണ്ട. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഇമാസ്കുലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് വിനേഷൻ? വിനേഷൻ എന്താണ്? വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ വിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് 2 തരത്തിലുള്ള വിനേഷൻ ഉണ്ട്. പാരലൽ വിനേഷനും ഉണ്ട്, അതുപോലെ റെറ്റിക്കുലേറ്റ് വിനേഷനും ഉണ്ട്. റെറ്റിക്കുലേറ്റ് വിനേഷൻ കാണുന്നത് ഡൈക്കോട്ടിലാണ്, പാരലൽ വിനേഷൻ കാണുന്നത് മോണോകോട്ടിലാണ്. അപ്പോൾ ഇവിടെ ഏതാ ആൻസർ എന്ന് നമുക്കൊന്ന് നോക്കാം. പാരലൽ വിനേഷൻ ജനറലി ഫൗണ്ട് ഇൻ ബോത്ത് മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട്, തെറ്റാണ്. റെറ്റിക്കുലേറ്റ് വിനേഷൻ ജനറലി ഫൗണ്ട് ഇൻ ഡൈക്കോട്ട്, കറക്റ്റ് ആണ്. റെറ്റിക്കുലേറ്റ് വിനേഷൻ ജനറലി ഫൗണ്ട് ഇൻ ഓൾ മോണോകോട്ട്, തെറ്റാണ്. Parallel venation is generally found in all dicot, that is also a wrong answer. So the correct answer will be 2. The sequence of events by which a cell duplicates its genome, synthesizes other constituents of the cell, and eventually divide itself into 2 daughter cells. ഇത് ഏതിൻ്റെ ഡെഫിനിഷനാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെൽ സൈക്കിളിൻ്റെ ഡെഫിനിഷനാണ്. നിങ്ങൾക്ക് പേജ് നമ്പർ 161 നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കിലെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 161 കാണാം. സോ സെൽ സൈക്കിൾ വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ occurred during ഗ്രീൻ റെവല്യൂഷൻ എവിടെയാണ് പറയുന്നത്? സ്ട്രാറ്റജീസിലാണ് പറയുന്നത്. ഗ്രീൻ റെവല്യൂഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? 1960s മിഡിലാണ്. നിങ്ങൾക്ക് പേജ് നമ്പർ 172 ഇത് കാണാൻ സാധിക്കുക അല്ലേ. 172 നിങ്ങൾക്ക് ഗ്രീൻ റെവല്യൂഷനെ പറ്റിയും അതുപോലെ ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ ആരാണെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. MS സ്വാമിനാഥനാണ് ഇന്ത്യയിൽ. അതേസമയം നോർമാൻ ഇ ബോർലോഗ് ആണ് മൊത്തം വേൾഡ് വൈഡായിട്ട് ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള നിങ്ങൾക്കെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Identify the disc-shaped structure present on the sides of centromere. സെൻട്രോമിയർ എന്താണ് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ക്രോമസോംസിന്റെ 2 ക്രോമാറ്റിഡുകളെ ജോയിൻ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സെൻട്രോമിയർ എന്ന് പറയുന്നത്. സെൻട്രോമിയറിന്റെ 2 സൈഡിലുമായിട്ട് നിങ്ങൾക്കൊരു ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ കാണാം. അതിനെയാണ് നമ്മൾ കൈനറ്റോകോർ എന്ന് പറയുന്നത്. ഈ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചറിലേക്കാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നും നിങ്ങൾക്ക് അറിയാം. അതുപോലെ എന്താണ് ഈ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ? അതൊരു മൾട്ടി പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. അപ്പോൾ കൈനറ്റോകോറിനെ പറ്റി എല്ലാം നിങ്ങൾക്ക് അറിയാം എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 108 അല്ലേ. 108ലേക്ക് പോകാം. എ ക്ലോണിംഗ് വെക്ടർ ദാറ്റ് ഹാസ് 2 antibiotic resistance gene for tetracycline and ampicillin. A foreign DNA was inserted into the tetracycline gene. Non-recombinant would survive on the medium containing.
അപ്പോൾ നമുക്കറിയാം ഒരു പ്ലാസ്മിഡിൽ 2 ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ഉണ്ട്. ഏതൊക്കെ ആന്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യുന്ന ജീനാണ്? ആംപിസിലിനെയും ടെട്രാസൈക്ലിനെയും. അതിൽ നമ്മൾ ടെട്രാസൈക്ലിന്റെ ഭാഗത്തേക്കാണ് ഫോറിൻ ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം റീകോമ്പിനൻസ് വിൽ നോട്ട് ലിവ് ഇൻ ടെട്രാസൈക്ലിൻ മീഡിയം. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആരെ പറ്റിയാണ്? നോൺ റീകോമ്പിനൻസിനെ പറ്റിയാണ്. സോ നോൺ റീകോമ്പിനൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ആംപിസിലിനും മുറിഞ്ഞിട്ടില്ല, ടെട്രാസൈക്ലിനും മുറിഞ്ഞിട്ടില്ല എന്നല്ലേ അർത്ഥം. അപ്പൊ നോൺ റീകോമ്പിനൻസ് വിൽ സർവൈവ് ബോത്ത് ഇൻ ടെട്രാസൈക്ലിൻ ആൻഡ് ആംപിസിലിൻ. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ദ തേർഡ് ഓപ്ഷൻ. ആർക്കും സംശയമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഇതുവരെയും പറഞ്ഞതൊക്കെ ക്ലിയർ ആണല്ലോ? വേഗം ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെയും എൻ്റെയും സമയം പോയിക്കൊണ്ടേയിരിക്കുക അല്ലേ? നമുക്കറിയാം 10-11 മണിയായി. അപ്പോൾ നിങ്ങൾക്ക് ഇനി സുവോളജി കൂടെ കാണണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്നോടൊന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഞാൻ അതിൻ്റെ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം. ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് BT ടോക്സിൻ. നിങ്ങൾക്കറിയാം BT ടോക്സിൻ നിങ്ങൾ എവിടെയാ പഠിക്കുന്നത്? ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, പേജ് നമ്പർ 208 നിങ്ങൾ പഠിക്കുന്നതാ. അപ്പൊ നോക്കാം എന്താണ്. BT ടോക്സിൻ bind to the midgut epithelial cells of the insect and create pores leading to swelling and lysis. കറക്റ്റ് ആണ്. മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിലാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. എന്നിട്ടോ പോസ് ഉണ്ടാക്കും, സ്വെല്ലിംഗ് ഉണ്ടാകും, ലൈസിസ് ഉണ്ടാകും. BT is produced by a prokaryote. അതും കറക്റ്റ് ആണ്. ബാസിലസ് തുറിഞ്ചിയൻസിസ്. BT produced in bacterium in an inactive state. That is also a correct answer or correct statement. So all of the above അല്ലെങ്കിൽ all of this എന്നുള്ള ആൻസർ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ കഴിയുക അല്ലേ? So all options are correct. ഇനി 110ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Select the correct answer. Interaction of biotic and abiotic component result in the physical structure that is characteristic of each type of ecosystem. എക്കോസിസ്റ്റത്തിന്റെ characteristic ഫീച്ചേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. എക്കോസിസ്റ്റം നിങ്ങൾക്ക് പേജ് നമ്പർ 242 കാണാം. ഈ സ്റ്റേറ്റ്മെന്റ്സ് അല്ല. ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം എന്താണ്? ഇന്ററാക്ഷൻ ഓഫ് ബോത്ത് അബയോട്ടിക് ആൻഡ് ബയോട്ടിക് കമ്പോണൻസ് ലീഡ്സ് ടു ഇറ്റ്സ് ഫിസിക്കൽ സ്ട്രക്ചർ. ദാറ്റ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? അടുത്തത്, ഐഡന്റിഫിക്കേഷൻ ആൻഡ് എന്യൂമറേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ സ്പീഷീസ് ഓഫ് ആൻ എക്കോസിസ്റ്റം ഗിവ് ഇറ്റ് സ്ട്രാറ്റിഫിക്കേഷൻ. അത് തെറ്റാണ്. പിന്നെ എന്താണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ സ്പീഷീസ്? എന്താണ് നമുക്ക് തരിക? സ്പീഷീസ് കമ്പോസിഷൻ ആണ് തരിക. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്. സോ ഓൺലി 1 ഈസ് കറക്റ്റ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് അല്ലേ? ഓൺലി 1 ഈസ് കറക്റ്റ്. The rate of biomass production, same എക്കോസിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പേജ് നമ്പർ 243 കാണാം. ഏതാടാ? ഒന്ന് ആൻസർ പറഞ്ഞേ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരു കൺഫ്യൂഷനും വേണ്ടാത്ത ക്വസ്റ്റ്യൻ. റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് എന്താടാ മക്കളെ? പ്രൊഡക്ടിവിറ്റി എന്നാണ് പറയുക. എന്താണ് പറയുക? പ്രൊഡക്ടിവിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ടർ സൊല്യൂബിൾ ഇൻഓർഗാനിക് ന്യൂട്രിയൻസ് ഗോ ഡൗൺ into the soil horizon and get precipitate as unavailable salt through. Same എക്കോസിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻ അല്ലെ? എക്കോസിസ്റ്റത്തിൽ അഗൈൻ നിങ്ങൾക്ക് പേജ് നമ്പർ 243 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഇതിലെന്താണ് ഡീകമ്പോസിഷന്റെ ഡിഫറെന്റ് പ്രോസസ്സുകളാണ് നിങ്ങളോട് പറയുന്നത്. ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ലീച്ചിങ് എന്ന് പറഞ്ഞേ? വാട്ടർ സൊല്യൂബിൾ ഇൻഓർഗാനിക് ന്യൂട്രിയൻസ് ഗോ ഡൗൺ ഇൻ ടു ദ സോയിൽ ഹോറിസൺ ആൻഡ് ഗെറ്റ് precipitate as unavailable salt. മണ്ണിന്റെ അടിയിലേക്ക് വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ഇൻഓർഗാനിക് ന്യൂട്രിയൻസ് ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് അടിയിൽ get precipitate as unavailable salt. പ്ലാന്റ്സിനൊന്നും വലിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ unavailable salt ആയിട്ട് മാറുന്നു. അതിനെ നമ്മൾ എന്താ പറയുക? ലീച്ചിങ് എന്നാണ് പറയുക. ഡികമ്പോസിഷൻ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെഡ് ടൈഡ് ഈസ് ബിക്കോസ് ഓഫ്. റെഡ് ടൈഡ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ +1 ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പൊട്ടിസ്റ്റ് പഠിച്ചിട്ടുണ്ട്. പൊട്ടിസ്റ്റുകളിൽ നമ്മൾ 5 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പൊട്ടിസ്റ്റുകളെ പറ്റി പഠിച്ചു
കൈസോഫൈറ്റ്സ് പഠിച്ചു, ഡൈനോഫ്ലാജിലേറ്റ് പഠിച്ചു, യുഗ്ലിനോയിഡ് പഠിച്ചു അല്ലെ. അങ്ങനെ 4-5 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും പറയുന്നില്ല, സമയമില്ല. അതിൽ നമുക്ക് ഏതാണ് ഇത് വരുന്നത്? റെക്ടൈഡ് ആർക്കാണ് വരുന്നത്? ഡൈനോഫ്ലാജിലേറ്റ്സിനാണ് വരുന്നത്. ആരാണ് ഉണ്ടാക്കുന്നത്? ഏത് ഡൈനോഫ്ലാജിലേറ്റ് ആണ് ഉണ്ടാക്കുക? ഗോണിയോലാക്സ് അല്ലെ, ഗോണിയോലാക്സ്. പേജ് നമ്പർ 21 ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം ഡൈനോഫ്ലാജിലേറ്റിനെ പറ്റി. അപ്പൊ ആൻസർ 2 ആണ് അല്ലേ? അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എഗെയിൻ ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. നോക്കണേ, ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നിങ്ങൾക്ക് പ്ലാന്റ് കിങ്ഡത്തിൽ നിന്ന് വരുന്നതാണ് അല്ലെ. ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എവല്യൂഷണറി റിലേഷൻഷിപ്പ് ആണ്. കീമോടാക്സോണമി, കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദി പ്ലാന്റ്. സൈറ്റോടാക്സോണമി, ക്രോമസോം നമ്പർ, സ്ട്രക്ചർ, ബിഹേവിയർ. അപ്പൊ ഏതാണ് വരിക? ഓപ്ഷൻ 4 അല്ലേ വരിക? അല്ലേ? തെറ്റിയിട്ടില്ലല്ലോ, ഓപ്ഷൻ 4 ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 115ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ഓഫ് ദം ബിലോങ്ങിങ് ടു ഗ്രീൻ ആൽഗെ ക്ലോറോഫൈസിയെ? ക്ലോറോഫൈസിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നവർ ആരൊക്കെയാണ്? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആടാ? നോക്കിയേ, ക്ലമൈഡോമോണസ് ഗ്രീൻ ആൽഗെ ആണ്. നോസ്റ്റോക്ക് അല്ല, വോൾവോക്സ് ആണ്. എക്ടോകാർപ്പസോ? എക്ടോകാർപ്പസ് ആണോ? അല്ല. യുളോത്രിക്സ് ആണ്. പോർഫൈറ അല്ല, സ്പൈറോഗൈറ ആണ്. ക്യാരയാണ്, യുഡോറിനാണ്. 1 2 3 4 5 6. സോ ആൻസർ 6. ഓക്കെ, തെറ്റിയിട്ടില്ലല്ലോ ആർക്കും? ഇതുവരെ എല്ലാം കറക്റ്റ് ആയവരൊന്ന് കമന്റ് ചെയ്തേ. ഇതുവരെയും നമ്മളിപ്പോൾ 15 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇതിലെല്ലാം കറക്റ്റ് ആയ ആൾക്കാർ ആരൊക്കെയുണ്ട്? ഒന്ന് ഡിസ്കസ് ചെയ്തേടാ, ഒന്ന് പറഞ്ഞേടാ, ഒന്ന് പറഞ്ഞേ ആർക്കൊക്കെ എല്ലാം കറക്റ്റ് ആണെന്നൊന്ന് പറയണേ, കമന്റ് ചെയ്യണേ. ഓക്കെ, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, മിയോസിസ് will always occurs in. മിയോസിസ് എപ്പോഴും എവിടെയാണ് നടക്കുന്നത്? മിയോസിസ് എപ്പോഴും നടക്കുക ഡിപ്ലോയിഡ് സെല്ലുകളിലാണ്. കാരണം എന്താ? മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷൻ ആണ്. റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ക്രോമസോം നമ്പർ വിൽ ബി റെഡ്യൂസിങ് ഇൻ ടു ഹാഫ്. അപ്പൊ ഹാപ്ലോയിഡ് സെല്ലിൽ ഒരിക്കലും അത് നടക്കില്ല. കാരണം ക്രോമസോം നമ്പർ ഫർദർ ആയിട്ട് ഹാഫ് ആവാനുണ്ടോ? ഇല്ല. സോ ദ ആൻസർ വിൽ ബി ഡിപ്ലോയിഡ് സെൽ. കറക്റ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ എക്സാമ്പിൾ ഓഫ് പ്രൈമറി മെരിസ്റ്റം എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസിയാണ്. അനാട്ടമിയിൽ നിന്നുള്ള പേജ് നമ്പർ 85 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നോക്കിക്കേ, അപ്പിക്കൽ മെരിസ്റ്റം. അപ്പിക്കൽ മെരിസ്റ്റം എന്താ? അപ്പിക്കൽ മെരിസ്റ്റം പ്രൈമറി മെരിസ്റ്റം അല്ലേ? ഇനി അടുത്തത് എന്താ? ലാറ്ററൽ മെരിസ്റ്റം പ്രൈമറി മെരിസ്റ്റം ആണോ? അല്ല. ഇന്റർകാലറി മെരിസ്റ്റം പ്രൈമറി മെരിസ്റ്റം ആണ്. ബോത്ത് 1 and 3 അല്ലേ കറക്റ്റ് ആൻസർ? ബോത്ത് 1 and 3. ഓക്കെ, കറക്റ്റ് അല്ലടാ? ഓക്കെ, Samida Patan, actually we are speaking in Malayalam. Okay, actually we are speaking in Malayalam. Okay, so we are going to this 118th question. Okay, 118th question like pogana. Which of the following cells are closely associated with the companion cell? Companion cells associated ചെയ്തത് ആരാണ്? Which of the following is closely associated with companion cells? Companion cells. Which cell is associated with companion cells? Can you please comment me? Which cell is associated with companion cell? Companion cells and sieve tube filaments which are closely associated. Why? Because both cells are arising from the same mother cell and both cells are called in the sister cell. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ? അപ്പോൾ നമ്മുടെ sieve tube filaments-ന്റെ pressure gradient is controlled by the companion cell. അല്ലേ? And the nucleus which is present in the companion cell which is controlling all the activities of the sieve tube element. That is also correct. So sieve tube element is the correct answer. So fourth option will be the correct answer. Okay, 119th question. Choose the correct pair. Dorsiventral leaf, stomata present more on the upper side. ശരിയാണോ? Dorsiventral leaf means, what is meant by dorsiventral leaf? മക്കളെ, what is meant by dorsiventral leaf? ഏതാണ്? നമ്മളുടെ ഡൈക്കോട്ട് ലീഫ് ആണ്. Dicot leafil stomata, where the stomata is present, stomata will be present on the abaxial side. So this is the wrong statement.
Bulliform cell modified abaxial epidermal cell, that is also a wrong statement. Bulliform cells are the modified adaxial epidermal cell. Isobilateral leaf, equal number of stomata are present on both surface, that is the correct statement. So third option will be the correct answer, and you can find the statement in page number 93 and 94, and the chapter name is Anatomy. Okay, and we are going to the 120th question. Again, this is a statement wise question, alle statement based question aanu. Fimbriae are the small bristle-like fibers sprouting out of cell. Correct aano? Correct aano? Correct aanu. Pili is elongated tubular structure made up of special protein. Correct aanu. Beside flagella, pili and fimbriae are also surface structures of bacteria which play a role in motility. That is a wrong statement, and we will have to find the wrong statement. So option 3 is the correct answer. And fourth statement kuda nokam. In prokaryote, ribosomes are associated with plasma membrane of the cell. Again, that is a correct statement. So which one is the answer? Third option will be the answer. Next question. ഇത് ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ ദ യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് യു ക്യാൻ ഫൈൻഡ് ദി സ്റ്റേറ്റ്മെന്റ് ഇൻ പേജ് നമ്പർ 129. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 121 ക്വസ്റ്റ്യൻ ആണ്. ഫോർമേഷൻ ഓഫ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് നീഡ് mean annual temperature and mean annual precipitation as. എടാ നോക്ക്, ഇതെവിടെയാ? ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസിൽ നിന്നുള്ള ബയോം ഡിസ്ട്രിബ്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് എ ഗ്രാഫ്. ദർ ഈസ് എ ഗ്രാഫ് അല്ലേ? ഒരു ഗ്രാഫ് ഇല്ലേ? ബയോം ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് ഇല്ലേ? ഫിഗർ 13.1 പേജ് നമ്പർ 220 നിങ്ങൾക്ക് ഇത് കാണാം അല്ലെ? ബയോം ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ്. അതിൽ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ടെമ്പറേച്ചർ 18 to 25 ഡിഗ്രി സെൽഷ്യസും അതുപോലെ ആനുവൽ പ്രസിപ്പിറ്റേഷൻ, അതായത് മഴ പെയ്യുന്നത് 150 to 400 സെന്റിമീറ്ററുമാണ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 122. ഡയാപോസ് എന്താണ്? ഡയാപോസ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെന്റ് ആണോ, സ്റ്റേറ്റ് ഓഫ് സസ്പെൻഡഡ് ഡെവലപ്മെന്റ് ആണോ, സ്റ്റേറ്റ് ഓഫ് ഡിലേഡ് ഡെവലപ്മെന്റ് ആണോ, റാപ്പിഡ് ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ എന്തായാലും പറയും എനിക്കറിയാം സ്റ്റേറ്റ് ഓഫ് എന്താ ഡെവലപ്മെന്റ് ആണോ? അല്ല, സസ്പെൻഡഡ് ആണ് അല്ലെ? ഡെവലപ്മെന്റ് സസ്പെൻഡ് ചെയ്ത സ്റ്റേറ്റ് ആണ്. സോ സെക്കൻഡ് ഓപ്ഷൻ ആണ് നമ്മളുടെ ആൻസർ. എഗെയിൻ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 225 നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. റെസ്പോൺസ് ടു അബയോട്ടിക് ഫാക്ടേഴ്സ്, ആ ഭാഗത്താണ് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുക. ഡയാപോസ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് കാണുക എന്നുകൂടെ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം സൂ പ്ലാങ്ക്ടൺസ് കാണിക്കുന്നതാണ്. ആർക്കൊരു സംശയമില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 123 ആണ്. In a field experiment conducted in American Pacific coast, more than 10 invertebrate species become extinct in an year due to. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? നമ്മൾ എഗെയിൻ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസിലെ പ്രഡേഷൻ എന്ന ഭാഗത്ത് നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. പേജ് നമ്പർ ഏതാ? 233 നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. അപ്പൊ ഇതിലെന്താണ് നമ്മൾ പറയുന്നത്? ഒരു ഫീൽഡ് എക്സ്പെരിമെന്റ് നടത്തി അതിലൊരു മെയിൻ പ്രഡേറ്റർ ആയിട്ടുള്ള പിസാസ്റ്ററിനെ നമ്മൾ റിമൂവ് ചെയ്തു അല്ലെ? സ്റ്റാർഫിഷ് പിസാസ്റ്ററിനെ നമ്മൾ റിമൂവ് ചെയ്തു. അപ്പൊ അത് റിമൂവ് ചെയ്തപ്പോൾ അവിടെ സ്പെസിഫിക് കോമ്പറ്റീഷൻ നടന്നതുകൊണ്ട് സ്പീഷീസുകളുടെ ഇടയിലുള്ള ഡിഫറെന്റ് സ്പീഷീസുകളുടെ ഇടയിലുള്ള കോമ്പറ്റീഷൻ നടന്നത് കാരണം അവിടെ 10 ഇൻവെർട്ടിബ്രേറ്റ് സ്പീഷീസ് അപ്രത്യക്ഷമായി. സോ ദ ആൻസർ വിൽ ബി ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 124. എ സ്ക്രബർ ഇൻ ദ എക്സോസ്റ്റ് ഓഫ് കെമിക്കൽ ഇൻഡസ്ട്രിയൽ പ്ലാന്റ് റിമൂവ്. ഒരു കെമിക്കൽ ഇൻഡസ്ട്രിയൽ പ്ലാന്റിലുള്ള സ്ക്രബർ എന്താണ് റിമൂവ് ചെയ്യുക? മക്കളെ? എന്താണ് റിമൂവ് ചെയ്യുക? ഗ്യാസസ് ലൈക്ക്
സൾഫർ ഡൈ ഓക്സൈഡ്. പേജ് നമ്പർ 271 നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും അല്ലെ. സൾഫർ ഡൈ ഓക്സൈഡ് പേജ് നമ്പർ 271 ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ ഉണ്ട്. അത് പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിനെയൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈറ്റോസിസ് ഈസ് ഫൗണ്ട് ഇൻ. എവിടെയാണ് മൈറ്റോസിസ് കാണുന്നത്? എവിടെയാണ് മൈറ്റോസിസ് കാണുക? ഒന്ന് വേഗം പറഞ്ഞേ. മൈറ്റോസിസ് കാണുന്നത് എല്ലാ ലിവിങ് ഓർഗാനിസംസിലും കാണും. ആരും സംശയിക്കരുത്. എല്ലാ ലിവിങ് ഓർഗാനിസംസിലും നിങ്ങൾക്ക് മൈറ്റോസിസ് കാണാം അല്ലേ. ഏത് ലിവിങ് ഓർഗാനിസംസ് എടുത്താലും നിങ്ങൾക്ക് മൈറ്റോസിസ് കാണാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സീക്വൻസ് ഓഫ് സെൽ സൈക്കിൾ. അഗെയിൻ വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാ. ഏതാ സീക്വൻസ് ഓഫ് സെൽ സൈക്കിൾ? എന്താ? G1 ഉണ്ട്, S ഉണ്ട്, G2 ഉണ്ട്, M ഉണ്ട്. G1ഉം Sഉം G2ഉം ഇന്റർഫേസിന്റെ ഭാഗമാണ്. M ഫേസ് എന്താ? M ഫേസ് ആണ് ആക്ച്വൽ സെൽ ഡിവിഷൻ നടക്കുന്ന ഫേസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെട്രാഡ് ഈസ് മേഡ് അപ്പ് ഓഫ്. അഗെയിൻ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 168 നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ടെട്രാഡ് എന്ന് പറഞ്ഞാൽ 2 ഹോമോലോഗസ് ക്രോമസോംസ് ഒരുമിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ക്രോമസോമിൽ നിങ്ങൾക്കറിയാം 2 കൊമാറ്റിഡ് ആണുള്ളത്. അപ്പൊ 2 ക്രോമസോമിൽ എത്ര കൊമാറ്റിഡ് ഉണ്ട്? 4 കൊമാറ്റിഡ് ഉണ്ട് അല്ലെ. എത്ര കൊമാറ്റിഡ് ഉണ്ട്? 4 കൊമാറ്റിഡ് ഉണ്ട്. എത്ര ക്രോമസോം ഉണ്ട്? 2 ക്രോമസോം ഉണ്ട്. ആർക്ക് സംശയമില്ലല്ലോ. 2 ഹോമോലോഗസ് ക്രോമസോം ഈച്ച് വിത്ത് 2 കൊമാറ്റിഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അല്ലെ. 2 ക്രോമസോം ഈച്ച് ക്രോമസോം വിത്ത് 2 കൊമാറ്റിഡ്. ഓരോ ക്രോമസോമിനും 2 കൊമാറ്റിഡ്. ഇനി എവിടെയാണ്, ഏത് സ്റ്റേജിലാണ് ഇത് ഫോം ആവുക? ഒന്ന് പറഞ്ഞേടാ മക്കളെ. ഏത് സ്റ്റേജിലാണ് ഇത് ഫോം ആവുന്നത്? ഏത് സ്റ്റേജിലാണ് ഇത് ഫോം ആകുക? സൈഗോട്ടിൻ സ്റ്റേജിലാണ് ഇത് ഫോം ആകുന്നത്. ഏത് സ്റ്റേജിലാണ് ഇത് ക്ലിയർലി വിസിബിൾ ആവുക? ക്ലിയർലി വിസിബിൾ ഇൻ പാക്റ്റിൻ അല്ലേ. ഫോം ആകുന്നത് സൈഗോട്ടിനിലും ക്ലിയർലി വിസിബിൾ ആകുന്നത് പാക്കറ്റിലുമാണ്. Next question. Identify the incorrect statement. Facilitated diffusion is not very specific. ആദ്യം തന്നെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആണ്. ബിക്കോസ് പ്രോട്ടീൻസ് ആർ നീഡഡ് ഫോർ ദ ട്രാൻസ്പോർട്ട്. സോ ഇറ്റ് ഈസ് വെരി സ്പെസിഫിക്. Porins allow the passage of molecule. That is a correct statement ആണ്. Water channel is made up of 8 different type of aquaporins. That is also a correct statement. Some channels in the membrane are always open. That is also a correct statement. So identify the incorrect statement. That is the first statement is incorrect. So നിങ്ങൾക്ക് ഇത് പേജ് നമ്പർ 176ലും 177ലുമായിട്ട് കാണാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ പ്രോസസ് ഓഫ് ഗട്ടേഷൻ. അഗൈൻ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് അല്ലെ. ലിക്വിഡിന്റെ രൂപത്തിൽ വാട്ടർ ലോസ് ആകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗട്ടേഷൻ എന്ന് പറയുന്നത്. ഗട്ടേഷൻ ചെറിയ പ്ലാന്റുകളിൽ ലീഫ് ബ്ലേഡിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളത്തുള്ളികൾ നിങ്ങൾക്ക് കാണാം. അത് എപ്പോഴാണ് നടക്കുക? റൂട്ട് പ്രഷർ കൂടുമ്പോഴും അതുപോലെ ട്രാൻസ്പിരേഷൻ കുറയുമ്പോഴുമാണ്. റൂട്ട് പ്രഷർ കൂടണം, ട്രാൻസ്പിരേഷൻ കുറയണം. സോ ദ കറക്റ്റ് ആൻസർ എന്താണ്? 1 ആണ്. നിങ്ങൾക്ക് പേജ് നമ്പർ 186 ആണ് ഗട്ടേഷൻ പഠിക്കാനുള്ളത്. ഇനി 130ാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ. The 2 most important amide, asparagine and glutamine found in plant are A. അതായത് നമുക്ക് അമൈഡുകളെ പറ്റി നിങ്ങൾ എവിടെയാ പഠിച്ചിട്ടുള്ളത്? മിനറൽ ന്യൂട്രീഷൻ അല്ലേ പഠിച്ചിട്ടുള്ളത്? മിനറൽ ന്യൂട്രീഷനില് പേജ് നമ്പർ 204 ലാസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് അമൈഡുകളുള്ള 2 അമൈഡുകളെ പറ്റി പറയുന്നുണ്ട്. അമൈഡുകൾ ഹൈ നൈട്രജൻ കണ്ടന്റ് ഉള്ള അമിനോ ആസിഡുകളാണ് അസ്പരാജിനും ഗ്ലൂട്ടാമിനും ഈ പ്രോട്ടീൻ മേക്കിംഗ് അമിനോ ആസിഡ്സിന്റെ ലിസ്റ്റിൽ വരുന്നവരാണ്. അതായത് ദാറ്റ് ഈസ് ദ സ്ട്രക്ചറൽ പാർട്ട് ഓഫ് പ്രോട്ടീൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സ്ട്രക്ചറൽ പാർട്ട് ഓഫ് പ്രോട്ടീൻ. ഓക്കെ. NADPH2 is generated through
NADPH2 ഏതിലാണ് ജനറേറ്റ് ആകുന്നത്? ഗ്ലൈക്കോളിസിസിലാണോ? ഗ്ലൈക്കോളിസിസിൽ NADH2 ആണ് ജനറേറ്റ് ആകുന്നത്. റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാ? NADH2 ആണ്. NADPH2 ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? ഫോട്ടോസിന്തസിസുമായിട്ട് ബന്ധപ്പെട്ടതാ. അത് നിങ്ങൾക്ക് ഈസിയാ. NADP ഉള്ളത് ഫോട്ടോസിന്തസിസ്, P ഫോർ ഫോട്ടോസിന്തസിസ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ NADPH2 ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? ഫോട്ടോസിന്തസിസുമായിട്ട് ബന്ധപ്പെട്ടതാ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, NADPH2 എവിടെയാണ് ഉണ്ടാകുക? സൈക്ലിക്കിൽ ഏത് മാത്രമേ ഉണ്ടാകൂ? ATP മാത്രമേ ഉണ്ടാകൂ. NADPH2 ATPയും ഉണ്ടാകുന്നത് നോൺ സൈക്ലിക്കിൽ അല്ലേടാ? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലാണ്. ഒരു ഫിഗർ ഉണ്ട് നോൺ സൈക്ലിക്കിന് 13.5-ൽ പേജ് നമ്പർ 212-ൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. The released energy is obtained by oxidation is stored in the form of എന്താ? stored in the form of ATP. വേറെ ഒന്നും ആലോചിക്കേണ്ട. എനർജി കറൻസി ഈസ് ATP. വളരെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഇത് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ബൈ പ്രോഡക്റ്റ് ഫോംഡ് ഡ്യൂ ടു ദ ഫോളോയിങ് സ്റ്റെപ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം, ഫോസ്ഫോ ഗ്ലിസറേറ്റ്, ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡ് ആകുന്ന സമയത്ത് ഇവിടെ റിലീസ് ആകുന്നത് വാട്ടർ അല്ലേടാ? വാട്ടർ ആണ്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി 1. ഗ്ലൈക്കോളിസിന്റെ പാത്വേ നിങ്ങൾ നോക്കുക. പേജ് നമ്പർ 229-ൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിസിന്റെ പാത്വേ കാണാം. അവിടെയാണ് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് കാണാൻ സാധിക്കുക. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി വാട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് പ്ലാന്റ് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാ. ഇനീഷ്യേറ്റ് റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിങ്ങിൽ റൂട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഓക്സിൻ ആണ്. A. പ്രൊമോട്ട് ഫീമെയിൽ ഫ്ലവർ ഇൻ കുക്കുംബർ, എഥിലിനിലെ എത്തഫോണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. B. ഓട്ടോക്ലേവ്ഡ് ഹെറിംഗ്സ്പോം DNA, കൈനറ്റിൻ. C. സോ ദ കറക്റ്റ് ആൻസർ ഏതാ? A matches to Q, B matches to P and C matches to R. Fourth option. Okay, next question പോകാം. Internodal elongation just prior to flowering in sugar beet, cabbage, in many plant with rosette habit. അതായത് പടർന്ന് ജീവിക്കുന്ന ജനറ്റിക്കലി ഡ്വാർഫ് പ്ലാന്റ് ഉണ്ട്. കോളിഫ്ലവർ, ക്യാരറ്റ്, ക്യാബേജ്, ബീട്രൂട്ട്, അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളിൽ നമ്മൾ ഗിബർലിൻ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് കൂടും, ഇന്റർനോഡ് ഇലോങ്ങേറ്റ് ചെയ്യും. അത് ബോൾട്ടിംഗ് എന്നുള്ള ഒരു സംഭവമാണ്. ഗിബർലിനും ബോൾട്ടിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബോൾട്ടിംഗ് നമ്മുടെ ഗിബർലിൻ പാർട്ടിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് നിങ്ങൾക്ക് പ്ലാന്റ് ഗ്രോത്തിലാണ് കാണുക. പേജ് നമ്പർ 249-ൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സെക്കൻഡ് സെഷനിലേക്ക് എത്തി, ബി സെഷനിലേക്ക് എത്തി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗൽ ഡിസീസ്? ഫംഗൽ ഡിസീസ് അല്ലാത്തത് ഏതാണ്? സ്ട്രാറ്റജീസിലുള്ള ക്വസ്റ്റ്യൻ അല്ലേ? പേജ് നമ്പർ 173-ൽ നിങ്ങൾക്ക് കാണാം. ഇതിലേതാണ് ഫംഗൽ ഡിസീസ് അല്ലാത്തത്? റസ്റ്റ് ഓഫ് വീറ്റ് ഫംഗൽ ഡിസീസാ ആണോ? അതെ. ഹിൽ ബണ്ട് ഓഫ് വീറ്റ് അഗെയിൻ ഫംഗൽ ഡിസീസ് ആണ്. നിങ്ങൾ ഓർത്തിരിക്കുക, ബി ആ ഒരു പാരഗ്രാഫിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസീസുകളെ, ഫംഗൽ ഡിസീസുകളെ പറ്റി, അതുപോലെ വൈറൽ ഡിസീസുകളെ പറ്റി, ഒരു ബാക്ടീരിയൽ ഡിസീസിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫംഗൽ ഡിസീസ് ആണ് കൂടുതൽ അല്ലേ? നമുക്ക് ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ, റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ അല്ലേ, അതുപോലെ റസ്റ്റ് ഓഫ് വീറ്റ്, ഇതൊക്കെ പറയുന്നത് ഫംഗൽ ഡിസീസാണ്. ടൊബാക്കോ മൊസൈക്ക് വൈറസ്, ടെർണിക് മൊസൈക്ക് വൈറസ്, അതെല്ലാം വൈറൽ ഡിസീസ് ആണ്. പിന്നെ ഒരു ഒറ്റ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ബാക്ടീരിയൽ ഡിസീസ്. ക്രൂസിഫറിൽ വരുന്ന ബ്ലാക്ക് ഹോട്ട് ഓഫ് ക്രൂസിഫർ അല്ലേ? ബ്ലാക്ക് ഹോട്ട് ഓഫ് ക്രൂസിഫർ മാത്രമാണ് ബാക്ടീരിയൽ ഡിസീസ്. അപ്പോൾ നമ്മളുടെ ആൻസർ ഏതാ? തേർഡ് ഓപ്ഷൻ വിൽ ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ പേജ് നമ്മളുടെ 137th ക്വസ്റ്റ്യൻ ആണ്. എ ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്, വളരെ ഈസിയാണ്. ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഓർക്കുക, ഓൾവേസ് ഹോമോസൈഗസ് ഇൻ ഇറ്റ്സ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. എപ്പോഴും എന്താണ്? ഹോമോസൈഗസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഗെയിൻ ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. നോക്കാം. എലീസ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ, PCR ആംപ്ലിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ്, probe a single stranded DNA or RNA tagged with a radioactive molecule. So A matches to R, B matches to P, C matches to and the Q. Answer ഏതാടാ? 1 ആണെന്ന് തോന്നുന്നു. A matches to R, B matches to P, C matches to Q. Correct അല്ലേ? Okay.
What is true about the first case of constructing recombinant DNA? ആദ്യമായിട്ട് recombinant DNA construct ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ് correct statement? ഏതാണ്? It was performed in 1970. പൊട്ടത്തെറ്റല്ലേ? It was performed in 1972 ആണ് ആൻസർ. So അത് തെറ്റാണ്. It was performed by Stanley Cohen and Herbert Boyer. correct ആണ്. The cutting of DNA at specific location became possible with the discovery of restriction enzymes. correct ആണ്. The possibility of linking a gene encoding antibiotic resistant with a native plasmid of Salmonella typhimurium. That is also a correct statement. So 2, 3, 4 എവിടെ? 2, 3, 4 third option is the correct answer. അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിനി ഒരു 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. A cob expressing chi gene is usually resistant to some group of insects. correct ആണ് അല്ലേ? lepidopterans, tobacco budworm, armyworm, coleopterans, beetles, dipterans, flies and mosquitoes. ഇതിനൊക്കെ എഫക്റ്റീവ് ആണ്. പേജ് നമ്പർ 208 ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് കറക്റ്റ്. ഇനി chi protein produced from Bacillus thuringiensis is toxic to larvae of certain insect. That is also a correct statement. And both assertion and reason are true, and reason is the correct explanation of assertion. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ അല്ല, ക്വസ്റ്റ്യൻ നമ്പർ 141. പേജ് നമ്പർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ 141. Two kingdom classification does not distinguish between eukaryotes and prokaryotes, unicellular and multicellular organism, photosynthetic and non-photosynthetic organism, all of the above. ഏതാണ്? എല്ലാം അല്ലടാ, all of the above. ആർക്കും തെറ്റിയിട്ടില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജിംനോസ്പോംസ് ആരാണ്? ഹെട്രോസ്പോറസ് they produce haploid, microspore and megaspore. ഹെട്രോസ്പോറസ് ആണ്, കാരണം അവിടെ മൈക്രോസ്പോസും ഉണ്ട് മെഗാസ്പോസും ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഹെട്രോസ്പോറസ് എന്ന് പറയുന്നത്. ഇനി മൈക്രോസ്പോസും മെഗാസ്പോസും എന്താണ്? ഹാപ്ലോയിഡ് ആണ്, അതുകൊണ്ട് അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഹെട്രോസ്പോറസ് they produce diploid microspores and megaspore. തെറ്റാണ്. മൈക്രോസ്പോസും മെഗാസ്പോസും എന്താണ്? ഡിപ്ലോയിഡ് അല്ല, ഹാപ്ലോയിഡ് ആണ്. ഹോമോസ്പോറസ് അല്ല, ഇത് രണ്ടും ഹോമോസ്പോറസ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ്സും റോങ് ആണ്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ദ കറക്റ്റ് ആൻസർ about gymnosperms. okay, next question. In maize, resistant to maize stem borer, അതായത് corn stem borer, നമ്മളുടെ ചോളത്തിന്റെ തണ്ട് തുരന്ന് അവിടുത്തെ ജ്യൂസ് കുടിക്കുന്ന തണ്ട് തുരപ്പന്മാരെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അവർ എങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. എഗെയിൻ സ്ട്രാറ്റജീസിലെ പേജ് നമ്പർ 175 നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. ഹൈ അസ്പാർട്ടിക് കണ്ടന്റ് കൊണ്ടും ലോ നൈട്രജൻ ആൻഡ് ഷുഗർ കണ്ടന്റ് കൊണ്ടും അല്ലേ? അതായത് നമ്മൾ പുതിയതായിട്ടുണ്ടാക്കിയ ഡെവലപ്പ് ചെയ്തെടുത്ത മെയ്സിലൊക്കെ അസ്പാർട്ടിക് കണ്ടന്റ് കൂടുതലും അതുപോലെ ലോ നൈട്രജനും ലോ ഷുഗറുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ തണ്ട് തുരപ്പന്മാർക്ക് തണ്ട് തുറന്ന് ജ്യൂസ് കുടിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടാവില്ല, ഒരു ചവർപ്പും കയ്പും ഒക്കെ ഉണ്ടാകുക, അതുകൊണ്ട് തണ്ട് തുരപ്പന്മാർ പോകും, അത്രയേ ഉള്ളൂ. ഇനി പേജ് നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ 144 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആഫ്റ്റർ ലിഗേഷൻ ഓഫ് ഫോറിൻ DNA അറ്റ് ദ PST1 സൈറ്റ് ഓഫ് റീകോംബിനന്റ് പ്ലാസ്മിഡ് വിൽ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് PBr 322ന്റെ സ്ട്രക്ചർ ആണ്. എന്താ ക്വസ്റ്റ്യൻ? ഫോറിൻ DNA ലിഗേറ്റ് ചെയ്തു എവിടെ? പ്ലാസ്മിഡിൽ. ഏത് സൈറ്റില്? PST1 സൈറ്റിലാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഏതാ? പ്രൊവിഡൻസിയ സ്റ്റുവർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് എവിടെയാണ്? PST1 എവിടെയാണ്? നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ PBr 322ന്റെ സ്ട്രക്ചറും കൂടെ തന്നിട്ടുണ്ട്. ഇത് നോക്കിക്കേ, PST1 എവിടെയാ കാണാടാ? ആംപിസിലിൻ റെസിസ്റ്റൻസ് സൈറ്റിലാണ് കാണുക. അപ്പൊ നമ്മൾ ഈ പ്ലാസ്മിഡിന്റെ ആംപിസിലിൻ റെസിസ്റ്റൻസ് സൈറ്റിൽ PST1 കൊണ്ട് കട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ഫോറിൻ DNA ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ റീകോംബിനന്റ് പ്ലാസ്മിഡ് വിൽ നോട്ട് സർവൈവ് ഇൻ ദ ആംപിസിലിൻ മീഡിയം, ബട്ട് ഇറ്റ് വിൽ സർവൈവ് ഇൻ ദ ടെട്രാസൈക്ലിൻ മീഡിയം. അതല്ലേ കറക്റ്റ് ആയിട്ട് വരിക? അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ബി ഏബിൾ ടു ട്രാൻസ്ലേറ്റ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ആൻഡ് ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീൻ തെറ്റാണ്. നോട്ട് ബി ഏബിൾ ടു ട്രാൻസ്ലേറ്റ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ തെറ്റാണ്. be able to translate ampicillin resistant gene again തെറ്റാണ്. not be able to translate ampicillin resistant gene
That is the correct answer. So the option 4 will be the answer. Next question നോക്കാം. 145. Nature and properties of soil in different places are varied due to, again, organisms and populations ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 223 ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം കാരണം, അതായത് ക്ലൈമറ്റ്, വെതറിങ്, ടോപ്പോഗ്രഫി, all of this is the correct answer. അടുത്തത് again organisms and populations ൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. In a pond, if in a pond there are 20 lotus plant of last year and through reproduction 8 new plants are added, then the birth rate, അതായത് ഒരു പോണ്ടിൽ 20 പ്ലാന്റ് ഉണ്ടായിരുന്നു, അതിൽ 8 പ്ലാന്റ് പുതിയതായിട്ട് ആഡ് ചെയ്തു, ബർത്ത് റേറ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് പേജ് നമ്പർ 227 ഒരു ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 8 divided by 20 ആണ് ആൻസർ വരിക. അപ്പൊ നമുക്ക് എന്താ വരിക? 0.4 ഓഫ് സ്പ്രിംഗ് അല്ലെങ്കിൽ 0.4 ഓഫ് സ്പ്രിംഗ് പെർ ലോട്ടസ് പെർ ഇയർ, അതല്ലേ ആൻസർ വരിക. അപ്പോൾ 0.4 ആണ് ആൻസർ വരിക കേട്ടോ. അപ്പൊ നമ്മളുടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 147th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഗ്യാസസ് ആർ ദ മേജർ കോസ് ഓഫ് ഗ്രീൻ ഹൗസ് എഫക്ട്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് നിങ്ങൾക്കൊരു ഡയഗ്രാം ഒക്കെ തന്നിട്ട് നമുക്ക് എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് എത്ര പെർസെൻറ്റേജാ? കാർബൺ ഡൈ ഓക്സൈഡ് എത്ര പെർസെൻറ്റേജ് ഒന്ന് പറഞ്ഞേ? കാർബൺ ഡൈ ഓക്സൈഡ് 60%. മീഥേൻ എത്ര പെർസെൻറ്റേജ് ആണ്? 20%. N2O എത്ര പെർസെൻറ്റേജ് ആടാ? 6%. CFC എത്ര പെർസെൻറ്റേജ് ആണ്? 14%. അപ്പൊ ഇതില് CO2ഉം N2O ആണ് ഇവിടെ തന്നിരിക്കുന്ന പെയർ. അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഓപ്ഷൻ 3. ഇനി 148th ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ കാണാൻ? ന്യൂഡൽഹിയിൽ. ഹാസ് റിലീസ്ഡ് സെവറൽ ഫോർട്ടിഫൈഡ് ബയോ ഫോർട്ടിഫിക്കേഷൻ കാരണം കുറച്ച്, അല്ലെങ്കിൽ ബയോ ഫോർട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് കുറച്ച് പുതിയ പ്ലാന്റുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ബയോ ഫോർട്ടിഫൈഡ് വെജിറ്റബിൾ ക്രോപ്സ് ദാറ്റ് ആർ റിച്ച് ഇൻ വിറ്റമിൻ മിനറൽസ് ആൻഡ് ദേ ആർ, ഏതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ സ്ട്രാറ്റജീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതൊക്കെ പ്ലാന്റുകളെയാണ് പുറത്തുവിട്ടത് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട പ്ലാന്റുകൾ ഏതൊക്കെയാണ്? വിറ്റമിൻ എ എൻറിച്ചഡ് ആയിട്ടുള്ള ഏതൊക്കെയാ? ഒന്ന് പംകിൻ ഉണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ സ്പൈനാച്ച് ഉണ്ട്. ഇതല്ലേ ഇത് വിറ്റമിൻ എ എൻറിച്ച്ഡ്. ഇനി വിറ്റമിൻ സി എൻറിച്ച്ഡ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ഒന്ന് ബിറ്റർ ഗാർഡ് ഉണ്ട്, കൈപ്പക്ക എന്നൊക്കെ പറയുന്ന ബിറ്റർ ഗാർഡ് അല്ലെ. പിന്നെ എന്താ ഉള്ളത്? ബത്തുവ ഉണ്ട്, പിന്നെ മസ്റ്റാർഡ് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്. ഓക്കെ, ടൊമാറ്റോ ഉണ്ട്. ഇനി വിറ്റമിൻ അയേൺ ആൻഡ് കാൽസ്യം എൻറിച്ച്ഡ് ആയിട്ടുള്ള സ്പൈനാച്ച് ഉണ്ട്, ബത്തുവ ഉണ്ട്. പിന്നെ ഏതാ ഉള്ളത്? നമ്മളുടെ പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള ബീൻസുകൾ, ബീന്, ഫ്രഞ്ച് ബീന്, ഗാർഡൻ ബീ അല്ലെ, ഗാർഡൻ പീ, അങ്ങനെയുള്ള ലബ്ലബ്, ഇതൊക്കെയാണ് റിലീസ് ചെയ്തത്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ അതൊക്കെ ഉണ്ടോ നോക്കാം. വിറ്റമിൻ എ എൻറിച്ച്ഡ് ക്യാരറ്റ് ഉണ്ട്, ഓക്കെ. ലബ്ലബ് ഇല്ല. ബീൻസ്, പംകിൻ, അപ്പൊ ഇത് തെറ്റാ. വിറ്റമിൻ സി എൻറിച്ച്ഡ് ബോട്ടിൽ ഗാർഡാ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ബിറ്റർ ഗാർഡ് ആണ് വേണ്ടത്. ബത്തുവ, മസ്റ്റാർഡ്, ടൊമാറ്റോ, പക്ഷെ ബോട്ടിൽ ഗാർഡ് ഉള്ളതുകൊണ്ട് അതും പറ്റൂല. അയൺ ആൻഡ് കാൽസ്യം എൻറിച്ച്ഡ് ക്യാരറ്റ് ആൻഡ് ബതുവ, അല്ല സ്പൈനാച്ച് ആൻഡ് ബതുവയാണ് വേണ്ടത്. പ്രോട്ടീൻ എൻറിച്ച്ഡ് സ്പൈനാച്ച് ഇല്ല, ഫ്രഞ്ച് ബീന്, ഗാർഡൻ പീ, ഓക്കെ. അപ്പൊ ഇതിൽ ഒന്നും കറക്റ്റ് അല്ലല്ലോ. സോ നൺ ഓഫ് ദിസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി 149ലേക്ക് പോകാണ്. ദ റൂട്ട് റീജിയൻ ഈസ് അറേഞ്ച്ഡ് പ്രോക്സിമൽ ടു ഡിസ്റ്റൽ പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോക്സിമൽ ടു ഡിസ്റ്റൽ പാർട്ട് എന്ന് പറയുമ്പോൾ മച്ചുറേഷൻ, ഇലോങ്ങേഷൻ, അതുപോലെ മെരിസ്റ്റമാറ്റിക് റീജിയൻ, റൂട്ട് ക്യാപ്പ്, ആ ഒരു രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. പ്രോക്സിമൽ ടു ഡിസ്റ്റൽ എന്ന് പറയുമ്പോൾ, ഡിസ്റ്റൽ ടു പ്രോക്സിമൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടും എഴുതണം. അപ്പോൾ കറക്റ്റ് ആൻസർ നോക്കൂ. 3rd ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ വരിക. സോൺ ഓഫ് സെൽ മച്ചുറേഷൻ, സോൺ ഓഫ് സെൽ ഇലോങ്ങേഷൻ, സോൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, ഇത്രയുമാണ് ഓക്കെ ആൻസർ.
ഏത് ചാപ്റ്ററിന്റെ കാര്യമാണ് ടാക്കി ചോദിക്കുന്നത്? യെസ്, ഇത് സ്ട്രാറ്റജീസിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ 148 സ്ട്രാറ്റജീസിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ 149 ആയി. ഇനി നമ്മൾ 150ലേക്ക് പോകുകയാണ്. ഫോട്ടോസിന്തസിസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് പെർഫോംഡ് ആൻ ഇലഗന്റ് എക്സ്പെരിമെന്റ് വിത്ത് ഡാഷ് പ്ലാൻ ടു ഷോ ദാറ്റ് bright sunlight small bubble were formed around the green part while in dark they do not produce. അല്ലേ? ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ജാൻ ഇഞ്ചൻ ഹൗസ് ആണ് സൺലൈറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ് എന്നുള്ള കൺസെപ്റ്റ് കണ്ടുപിടിച്ചത്. അവർ ഏത് പ്ലാന്റിലാണ് നടന്നത്? ഒരു അക്വാട്ടിക് പ്ലാന്റിലാണ്. അക്വാട്ടിക് പ്ലാന്റിന്റെ പേര് ഹൈഡ്രില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ ജാൻ ഇഞ്ചൻ ഹൗസ് അക്വാട്ടിക് പ്ലാന്റ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. 101 മുതൽ 150ാമത്തെ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലിൻ്റെ തേർഡ് എക്സാം ആയിട്ടുള്ള തേർഡ് സീരീസ് ആണിത് അല്ലേ? തേർഡ് എക്സാം ആണിത്. അതിൽ ബോട്ടണി ഈസി ആയിരുന്നു എന്ന് കരുതുന്നു. ആർക്കൊക്കെയാണ് 50 ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ടുള്ള വന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. 50 ക്വസ്റ്റ്യൻ എല്ലാ ബോട്ടണി സെഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് ആർക്കൊക്കെയാണ് വന്നത് എന്നൊന്ന് എനിക്കിപ്പോൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതേതാ ചാപ്റ്റർ? ഇത് ഫോട്ടോസിന്തസിസ് ആണ് ചാപ്റ്റർ. ഫോട്ടോസിന്തസിന്റെ ഏർലി എക്സ്പെരിമെന്റിൽ വരുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെ എല്ലാം കറക്റ്റ് ആയിട്ട് വന്നു? അല്ലെങ്കിൽ ഇനി ഒന്ന് തെറ്റിയോ 2 തെറ്റിയോ ഒക്കെ ഒന്ന് കമന്റ് ചെയ്തേ, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. ഓക്കെ, അപ്പോൾ so we are winding this session, botany session, and this session is followed by zoology session, so everyone should wait till the zoology session is done. Okay, so good night. ഇല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യാം, വീണ്ടും അത് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും തന്നെ കുറച്ച് കുട്ടികൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 151. സുവോളജിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് 151ലാണ്. എന്താണ് ക്വസ്റ്റ്യൻ? സ്റ്റാർച്ച് സിന്തസിസ് ജീൻ ഇൻ പീ പ്ലാന്റ് ഇൻ ഹെട്രോസൈഗസ് കണ്ടീഷൻ പ്രൊഡ്യൂസ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ഓഫ് ഇന്റർമീഡിയറ്റ് സൈസ്. ദിസ് ഷോസ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് ഇയറിലെ NCERTയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ആണിത്. സ്റ്റാർച്ച് സിന്തസിസ് ജീൻ ഇൻ പീ പ്ലാന്റ് ഈസ് ഹെട്രോസൈഗസ് പ്രൊഡ്യൂസ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ഓഫ് ഇന്റർമീഡിയറ്റ് സൈസ്. ഇത് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ സാധാരണയായിട്ട് നമുക്കറിയാം ഈ ഗ്രെയിൻസ്, സ്റ്റാർച്ച് ഗ്രൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ BB എന്ന് പറയുന്ന ഇത് ഈ ഒരു ടോട്ടലി ഹോമോസൈഗസ് ഡോമിനന്റ് ആയിട്ടുള്ള ഈ ജീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ലാർജ് ഗ്രെയിൻസ് ആയിരിക്കും. അതേ സമയത്ത് ഹോമോസൈഗസ് റിസസീവ് ആയിരിക്കുന്ന ജീനുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്മോളർ ആയിരിക്കും. പക്ഷെ ഇത് എന്താണ്? റൗണ്ട് ആണെങ്കിൽ ഇത് റിങ്കിൾഡ് ആണ്, അത് സത്യമാണ്. പക്ഷേ ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആയിരിക്കുന്ന BB എന്ന് പറയുന്നില്ലേ, അതായത് ഇന്റർമീഡിയറ്റ് ആയിരിക്കുന്ന BB എന്ന് പറയുന്നത് സത്യത്തിൽ അത് റൗണ്ട് ആണെങ്കിലും നമ്മൾ എന്തിന്റെ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, അതിന്റെ സ്റ്റാർച്ച് ഗ്രെയിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് വലുതുമല്ല ചെറുതുമല്ല, ഇന്റർമീഡിയറ്റ് സൈസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കും? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആയിരിക്കും. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ ജീൻ ഇന്ററാക്ഷനിലെ സാധാരണ കംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വേണ്ട മക്കളെ. കംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ തീർത്തും അടിച്ചമർത്തുകയാണ്. വൺ ഈസ് ഡോമിനന്റ് ആൻഡ് അതർ വൺ ഈസ് റിസസീവ്. ഇവിടെയോ ഇൻകംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്ന് മറ്റൊന്നിനെ അടിച്ചമർത്താൻ പറ്റുന്നില്ല, രണ്ടിന്റെയും കൂടെ വ്യത്യസ്തമായ ഒരു സ്വഭാവമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്നാൽ കോ ഡോമിനൻസിലോ രണ്ടും കൂടെ ഒന്നിച്ച് എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ പേജ് നമ്പർ 78 എടുക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 78 നിങ്ങൾക്ക് കാണാം. ഞാനതിന്റെ ഒരു ഭാഗം കോപ്പി പേസ്റ്റ് ചെയ്ത് വിട്ടിട്ട് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം. അതായത് BB സീഡ് ഓഫ് ഇന്റർമീഡിയറ്റ് സൈസ് എന്ന് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ആൻഡ് so the starch grain size is considered as the phenotype. The alleles show incomplete dominance
എന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 78 കാണാം. സോ ദ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 151 ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. So 2 is the right answer for question number. Now question number 152. The types of gametes formed by the plant with the genotype AA, BB, CCDD എന്നാണ്. അതിൽ എന്താ നോക്കൂ, AA എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആണ്. Then BB എന്ന് പറയുന്നത് ഹെട്രോസൈഗസ് ആണ്. Then CC എന്ന് പറയുന്നത് ഹോമോസൈഗസ് തന്നെയാണ്, ഹോമോസൈഗസ് റിസസീവ് ആണ്. പിന്നെ ഇതും ഹോമോസൈഗസ് ആണ് അല്ലേ, അത് ക്യാപിറ്റൽ ആണ്, ഡോമിനന്റ് ആണ്. ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഗാമെറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് എന്നാണ്. ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഗാമെറ്റ്സ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സാധാരണയായിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ നമുക്ക് നമ്പർ ഓഫ് ഗാമറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഗാമറ്റ്? അപ്പൊ നമുക്ക് എഴുതാം നമ്പർ ഓഫ് ഗാമറ്റ് ഈസ് ഈക്വൽ ടു 2 raised to n എന്നാണ്. നമ്പർ ഓഫ് ഫിനോടൈപ്പ് ഈസ് ഈക്വൽ ടു 2 raised to n എന്നാണ്. നമ്പർ ഓഫ് ജീനോടൈപ്പ് ഈസ് ഈക്വൽ ടു 3 raised to n എന്നാണ്. അപ്പൊ നമുക്കൊരു ചോദ്യം വരാം, എന്താണ് n എന്ന് പറയുന്നത്? n എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഹെട്രോസൈഗസ് കണ്ടീഷൻ. അപ്പൊ മക്കളെ ഇവിടെ നോക്കൂ, എ ക്യാപിറ്റൽ രണ്ടും ഹോമോസൈഗസ് ആണ്. അടുത്തത് ഡി ഹോമോസൈഗസ് ആണ്, സിയും ഹോമോസൈഗസ് ആണ്. അപ്പൊ ഹെട്രോസൈഗസ് ആയത് എത്രണ്ണം മാത്രമേ ഉള്ളൂ? ഓൺലി 1, ദാറ്റ് ഈസ് BB. Only 1. അപ്പൊ എത്ര വരും? ഈസ് ഈക്വൽ ടു 2 raised to 1. 2 is the right answer. Okay. So option 3 is the right answer. Yes, very good. ഞാൻ വിചാരിച്ചു എന്തായി 3 നെട്ടിരിക്കുന്നതെന്ന്. Okay, 3 is the right answer for question number 152. അതായത് 2 gametes. ഇത് ശ്രദ്ധിക്കാൻ നിങ്ങൾ എത്ര ഹെട്രോസൈഗസ് കണ്ടീഷൻ ഉണ്ടോ 2 raised to അത്രയും n എന്ന് പറയുന്നത് ആ ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണ്. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഗാമറ്റ് ആൻഡ് ഫിനോടൈപ്പ്. ഓക്കെ, മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റിൽ ഒരുപാട് കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്നുള്ള വലിയൊരു കാര്യമാണ്. ഓക്കെ, ഐ അപ്രീഷിയേറ്റ് യു ഫോർ ദിസ്. ക്വസ്റ്റ്യൻ നമ്പർ 153 എന്താ നോക്കാം നമുക്ക്. In a dihybrid test cross, again the question is coming from principles of inheritance. No, in a dihybrid test cross, if the parental type exceed the recombination types in the resultant progeny, it is due to. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തൊക്കെയാ നോക്കൂ മക്കളെ. പ്ലിയോട്രോപ്പി എന്നുണ്ട്, ലിങ്കേജ് എന്നുണ്ട്, ക്രോസിംഗ് ഓവർ എന്നുണ്ട്, റീകോമ്പിനേഷൻ എന്നുണ്ട് അല്ലേ. എന്താണ് ഇതിന് ഉത്തരം? വാട്ട് യു മീൻ ബൈ പ്ലിയോട്രോപ്പി? എന്താ പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ? പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ജീൻ സാധാരണ എന്താ ചെയ്യുക, ഒരു ജീൻ എന്ത് ചെയ്യുന്നു, ഒരു ക്യാരക്ടറിനെയാണ് കാണിക്കുക. എന്നാൽ ഒരു ജീൻ ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിനെ കാണിക്കുന്നതിനെയാണ് നമ്മൾ പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം നിങ്ങളെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സിക്കിൾ സെൽ അനീമിയ ഉണ്ടാക്കുന്ന, അതേപോലെ ഫിനൈൽ കീറ്റോൺ യൂറിയ ഉണ്ടാക്കുന്ന ജീനുകൾ അതിന് എക്സാമ്പിൾ ആണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പോളിജനിക് ഇൻഹെറിറ്റൻസ്. മെനി ജീൻസ് കൺട്രോൾ 1 ക്യാരക്ടർ ആണ്. അതിന് ഉദാഹരണമാണ് ഹ്യൂമൻ സ്കിൻ കളർ. ആ ഒരു ഭാഗം നിങ്ങൾ പഠിക്കണം. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഇതിലെ പ്ലിയോട്രോപ്പി അല്ല. പിന്നെ ക്രോസിംഗ് ഓവർ ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 3ഉം 4ഉം എന്താ? അതായത് നോൺ പാരന്റൽ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നതാണ് റീകോമ്പിനേഷൻ. ആ റീകോമ്പിനേഷൻ നടക്കുന്ന പ്രോസസ് ആണ് ക്രോസിംഗ് ഓവർ. അപ്പൊ ഇതൊന്നും അല്ലല്ലോ. ദ ആൻസർ ഈസ് linkage. Linkage എന്താ? Linkage is the physical association of genes on the chromosome. ആ ലിങ്ക്ഡ് ജീൻസ് അതേപോലെ തന്നെ അടുത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പാരന്റൽ ക്യാരക്ടേഴ്സ് ആണ് ഉണ്ടാവുക. ലിങ്കേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പാരന്റൽ ക്യാരക്ടേഴ്സ് അല്ലെ. ലിങ്കേജ് കൂടിയാൽ പാരന്റൽ ക്യാരക്ടേഴ്സ് കൂടും. ആരാണ് ലിങ്കേജ് കണ്ടുപിടിച്ചത്? ലിങ്കേജ് എന്ന് പറയുന്നത് ലിങ്കേജ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് TH മോർഗൻ ആണ്. അദ്ദേഹത്തെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ജെനറ്റിക്സ് എന്ന് പറയുന്നത് TH മോർഗൻ ആണ്. ആ TH മോർഗൻ ആണ് ലിങ്കേജ് എന്ന വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ആണ്. ഓക്കെ, അതായത് പാരന്റൽ ക്യാരക്ടേഴ്സ്. ഒരു കാര്യം നിങ്ങൾ അതിനകത്ത് പഠിക്കണം. ലിങ്കേജ് എപ്പോഴാണ് കൂടുക? ഡിസ്റ്റൻസ് കുറയുമ്പോൾ ലിങ്കേജ് കൂടും, ഡിസ്റ്റൻസ് കൂടുമ്പോൾ റീകോമ്പിനേഷൻ കൂടും. ഓക്കെ, ലിങ്കേജും ഡിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്.
ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഒരു റെഫറൻസിന് വേണ്ടി നമ്മുടെ പേജ് നമ്പർ 83 ഒരു പോയിന്റ് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ലിങ്കേജ്, വാട്ട് ഈസ് റീകോമ്പിനേഷൻ. ഓക്കെ, നമ്മൾ മക്കളെ ഇപ്പോ എന്താ പറയാ, കൂടുതൽ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് സ്പീഡപ്പ് ചെയ്ത് പറയുന്നത്. നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് കുറച്ച് സ്ലൈഡുകൾ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേജ് നമ്പർ 83 നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ദെൻ സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് DNA റെപ്ലിക്കേഷൻ. നമ്മളെ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണല്ലോ, പേടിപ്പെടുത്തുന്ന ഒരു ചാപ്റ്റർ ആണ് മോളിക്കുലാർ ബേസിസ്. പക്ഷെ മക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മോളിക്കുലാർ ബേസിസിൽ നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഉണ്ടാവുക. കാര്യമായി നിങ്ങൾ അതിന്റെ NCERT ടെസ്റ്റ് വായിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താ? സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് DNA റെപ്ലിക്കേഷൻ ആണ്. DNA റെപ്ലിക്കേഷനിലെ ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ചോദ്യം. DNA polymerase catalyze polymerization in 3' to 5' direction. അത് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഏത് DNA polymerase ആയാലും RNA polymerase ആയാലും അത് രണ്ടും ഏത് ഡയറക്ഷനിലാണ്? 5' to 3, അതായത് 5' to 3' ഡയറക്ഷനിലാണ്. അപ്പൊ ഈ സംഭവം തെറ്റാണ് അല്ലേ? ഇനി നോക്കൂ, ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ആർ ഫോംഡ് ഇൻ 5' to 3' ഡയറക്ഷൻ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം, അത് ശരിയാണ്. ലീഡിംഗ് സ്ട്രാൻഡ് ഈസ് ഫോംഡ് ബൈ 5' to 3' ഡയറക്ഷൻ. അത് നിങ്ങൾക്ക് ഞാൻ ഡയഗ്രത്തിൽ കാണിച്ചു തരാം, ശരിയാണ്. DNA polymerase catalyze the polymerization in 5' to 3' ഡയറക്ഷൻ അല്ലേ? നിങ്ങൾക്ക് പേജ് നമ്പർ 107 ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാം. പേജ് നമ്പർ 107 റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്ന ആ ഒരു ഡയഗ്രം നിങ്ങൾക്ക് കാണാം. ഇതിൽ നിങ്ങൾ നോക്കൂ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ഏത് ഡയറക്ഷനിലാണ്. യു ക്യാൻ സീ ഹിയർ, ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്താ? ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്ന, ബ്രേക്ക് ചെയ്തിരിക്കുന്ന സ്ട്രാൻഡിനെയാണ് ഡിസ്കണ്ടിന്യൂസ് അഥവാ ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയുക. ആ ലാഗിങ് സ്ട്രാൻഡിൽ അതാണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ആ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് പിന്നീട് ലിഗേസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഗ്ലൂഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ഏതാ നോക്കൂ, 5 to 3. ഏരോ മാർക്ക് എങ്ങോട്ടാന്ന് നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ 2 ശരിയാണ്. രണ്ടാമത്തതോ ഈ കണ്ടിന്യൂസ് സ്ട്രാൻഡ്, അതാണ് ലീഡിംഗ് സ്ട്രാൻഡ്. ആ സ്ട്രാൻഡും 5 to 3' ഡയറക്ഷനിലാണ്. ബിക്കോസ് നിങ്ങൾക്കറിയാം കാരണം പുതിയ സ്ട്രാൻഡ് ഉണ്ടാകുമ്പോൾ അവിടെ എൻസൈം സപ്പോർട്ട് ചെയ്യുന്നത് 5' to 3' ഡയറക്ഷനിലാണ്. അപ്പോൾ ഏതാണ് ഇതിന് ഇത് വരുന്നത്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 154 1 ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, പക്ഷേ ഇൻകറക്റ്റ് ചോദിച്ചുകൊണ്ട് അതിലെ ക്വസ്റ്റ്യന്റെ ആൻസർ 1 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 155 RNA can easily express as a character because, അതായത് RNA easily express as its character because, എന്തുകൊണ്ടാണ് RNAക്ക് എളുപ്പത്തിൽ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു ചോദ്യം. ഇത് വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്. ഓപ്ഷൻ എ ഒന്ന് വന്നിരിക്കുന്നത്, ഇറ്റ് ഹാസ് 2 OH ഗ്രൂപ്പ് അറ്റ് എവറി ന്യൂക്ലിയോടൈഡ് ഇൻ ഇറ്റ്സ് ഡിയോക്സി റൈബോസ് ഷുഗർ എന്നാണ്. മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് RNA ആണ്. RNA എന്ന് പറയുമ്പോൾ റൈബോസ് ഷുഗർ ആണ് അല്ലേ? 2 OH ഒക്കെ ഉള്ളത് സത്യമാണ്, പക്ഷെ റൈബോസ് ഷുഗർ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് ഡിയോക്സി റൈബോസ് എന്നാണ്. അപ്പൊ അത് തെറ്റാണ്, നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഹാസ് യുറാസിൽ, RNAക്ക് യുറാസിൽ ഉണ്ട്, സത്യമാണ്. അതുപോലെ ഇറ്റ് ഈസ് സിംഗിൾ സ്ട്രാൻഡഡ്, അതും ശരിയാണ്. RNA സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. ഇതൊന്നുമല്ല യഥാർത്ഥ കാരണം. ഇറ്റ് ക്യാൻ ഡയറക്ട്ലി കോഡ് ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. RNAക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? പ്രോട്ടീൻ കോഡ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഈസിലി എക്സ്പ്രസ് ദ ക്യാരക്ടർ എന്നുള്ളതിന് ഉത്തരം. ഇതിൽ 2 എന്ന് പറയുന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, 4 എന്ന് പറയുന്നതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് 3 ആണ്. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 155 3 is the right answer. 3 is the right answer. Very good, very good, very good. Okay, still you are ഓക്കെ. നിങ്ങൾ ഇപ്പൊ തന്നെ ഈ ഇരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് മക്കളെ. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ച് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. കാരണം ഈ തെറ്റുകളൊക്കെ, ഈ നെഗറ്റീവുകളൊക്കെ നിങ്ങളുടെ മെയിൻ എക്സാമിന് പോസിറ്റീവ് ആക്കി മാറ്റണം. അതാണ് നിങ്ങളുടെ കഴിവ്.
ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 10 15 തെറ്റിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ പോസിറ്റീവ് ആക്കുക. നമ്മളെ ജൂലൈ 17 പരീക്ഷയ്ക്ക് ഇതൊക്കെ പോസിറ്റീവായി മാറുമ്പോൾ ഈ ടെൻഷനൊക്കെ മാറി സന്തോഷമായിട്ട് മാറും. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 156. Roquefort cheese employ dash for ripening. മക്കളെ, എന്താണ് റൈപ്പനിങ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ റൈപ്പനിങ്? അതായത് സാധാരണ ചീസ് ഇൻഡസ്ട്രിയിൽ മൈക്രോബിനെ നമ്മൾ ഉപയോഗിക്കുന്നത് 2 കാര്യത്തിനാണ്. ഒന്ന് സോറിങ്, അതായത് പുളിപ്പിക്കാൻ. രണ്ടാമത്തത് റൈപ്പനിങ്. റൈപ്പനിങ് എന്ന് പറഞ്ഞാൽ പഴുപ്പിക്കാനല്ല, അതായത് അതിൻ്റെ ക്വാളിറ്റി മാറ്റുക എന്നുള്ളതാണ്. അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ ടേസ്റ്റ്, സ്മെല്ല്, ഇതൊക്കെ മാറ്റുന്നതാണ് നമ്മൾ എന്ത് പറയുക, ഈ റൈപ്പനിങ് എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് സോറിങ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് റൈപ്പനിങ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോബിനെ ഉപയോഗിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റോക്ക്ഫോർട്ട് ചീസ് അത് എന്തുപയോഗിച്ചിട്ടാണ് റൈപ്പൻ ചെയ്യുന്നത്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 2 ചീസാണുള്ളത് അല്ലേ? ഒന്ന് സ്വിസ് ചീസ്, നിങ്ങളെല്ലാവരും ടോം ആൻഡ് ജെറി ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ടോം ആൻഡ് ജെറിയിലൊക്കെ നിങ്ങൾ കാണാൻ ഒരു വലിയ കട്ട നിറയെ ഹോൾസ് ഉള്ളത്, അതാണ് നമ്മുടെ സ്വിസ് ചീസ്. അത് റൈപ്പൻ ചെയ്യുന്നത് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാണി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ റോക്ക്ഫോർട്ട് ചീസ് റൈപ്പൻ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ഒരു ഫംഗസ്. വെരി ഗുഡ്, 1 is the right answer. ഫംഗസ്. ടെൽ മീ വാട്ട്സ് ദ നെയിം ഓഫ് ദീസ്? അതിന്റെ പേരാണ് പെനസിലിയം റോക്ക്ഫോർട്ടി. പെനസിലിയം റോക്ക്ഫോർട്ടി എന്ന ഫംഗസ് ഉപയോഗിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. സോ 1 is the right answer for question number 156. Okay, പേജ് നമ്പർ 181 പേജിൽ നിങ്ങൾക്ക് മൈക്രോബ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതിനെ കാണാം. പേജ് നമ്പർ 181 നോക്കൂ, നിങ്ങൾ കാണാം. Again a question coming from microbes in human welfare. എന്താ 157ാമത്തെ ക്വസ്റ്റ്യൻ? ചൂസ് ദ ഇൻകറക്റ്റ് പെയർ. ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ചൂസ് ദ ഇൻകറക്റ്റ് പെയർ. ഇൻകറക്റ്റ് ആണ് ഇത് മക്കളെ, തെറ്റിപ്പോകരുത്. കറക്റ്റ്, ഇൻകറക്റ്റ്, അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു പ്രീ ഡിറ്റർമിനേഷനിലൂടെ കാണരുത്. ലിപ്പേസ് യൂസ്ഡ് ഇൻ ഡിറ്റർജൻസ്, ശരിയാണോ? യെസ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ അലക്കുന്നത്, വാഷ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഡേർട്ട് റിമൂവ് ചെയ്യാനാണ്. എന്താണ് ഡേർട്ട്സ്? ഡേർട്ട് എന്ന് പറഞ്ഞാൽ ഓയിലിയാണ്. ഡേർട്ട് എന്ന് പറഞ്ഞാൽ ഓയിലിയാണ് അല്ലേ? അതായത് നിങ്ങൾ പണ്ട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, വസ്ത്രത്തിലെ അഴുക്കും മെഴുക്കും. മെഴുക്കെന്ന് പറഞ്ഞാൽ ഓയിൽ എന്നാണ് അർത്ഥം. അപ്പോ ഓയിലിയാണ്. ഓയിൽ എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് ആണ്. അതായത് ലിപ്പേസ് ആണ് അതിന് ഉപയോഗിക്കുന്ന എൻസൈം. ഇപ്പോൾ ഡിറ്റർജന്റുകളിൽ ഓയിൽ സ്റ്റെയിൻ ഒഴിവാക്കാൻ ലിപ്പേസ് ഉപയോഗിക്കുന്നു. ശരിയാണ്, ശരിയാണ്, ശരിയാണ്. Pectinase and proteases used in clarifying the bottle juice. Again the right answer. കാരണം നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോൾ ഈ ആപ്പിൾ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കലങ്ങിയിരിക്കും. അതേ സമയത്ത് പുറത്തുനിന്ന് വാങ്ങുന്ന ആപ്പിൾ ജ്യൂസ് നല്ല ക്ലിയർ ആയിരിക്കും. നമ്മൾ വിചാരിക്കും ഇതെന്താ, അതാണ് നല്ലത്. അല്ല, കാരണം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് ആ പ്രോട്ടീൻ പൾപ്പുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്, കലങ്ങി ടർബിഡായി നിൽക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം പ്രോട്ടിയേസ് ഉപയോഗിക്കാം. പ്രോട്ടിയേസ് ആൻഡ് പെക്റ്റിനേസ് ആർ യൂസ്ഡ് ടു ക്ലാരിഫൈ ദ ബോട്ടിൽഡ് ജ്യൂസ് എന്നുള്ളത് കറക്റ്റ് ആണ്. ഓക്കെ, ഉത്തരം വളരെ കറക്റ്റാണ് മക്കളെ. സ്റ്റാറ്റിൻ is competitively inhibit the enzyme responsible for cholesterol synthesis. Yes, statin is a blood cholesterol lowering agent produced by the fungus called Monascus purpureus. മൊണാസ്കസ് പർപ്പോറിയസ് എന്ന് പറയുന്ന ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് റെഡ് ഈസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സ്റ്റാറ്റിൻ. സ്റ്റാറ്റിൻ ഈസ് എ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്. ഹൗ ഇറ്റ് റെഡ്യൂസ് ദ ബ്ലഡ് കൊളസ്ട്രോൾ ചോദിച്ചാൽ നമുക്കറിയാം, സാധാരണ നമ്മളിൽ ഈ ഫാറ്റിൽ നിന്ന് കൊളസ്ട്രോൾ സിന്തസിസ് ഉണ്ടാവുന്ന സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട്. അതായത് HMG കോ എൻസൈം എ റിഡക്ടേസ് എന്നാണ് ആ എൻസൈമിന്റെ പേര്. HMG കോ എൻസൈം എ റിഡക്ടേസ്. ആ എൻസൈമിനെ എന്തു ചെയ്യുന്നു?
അതിന്റെ അതേ സ്ട്രക്ചറിൽ, അതാണ് കോമ്പറ്റീറ്റീവ് എന്ന് പറഞ്ഞാൽ, കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റാറ്റിൻ. അതുകൊണ്ട് അത് കൊളസ്ട്രോൾ സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. ശരിയാണ്. ദെൻ വൈ, നിങ്ങൾ എല്ലാവരും 4 കാണിച്ചിട്ടുണ്ട്. ടെൽ മീ വാട്ട് ഈസ് ദ റോങ് ഇൻ ഓപ്ഷൻ 4. Streptokinase convert fibrinogen into fibrin. Yes, 100% correct. The option 4 is the right answer here. എന്താണ് കാരണം? കാരണം വേറൊന്നുമല്ല. എന്താണ് സ്ട്രെപ്റ്റോകൈനേസ്? സ്ട്രെപ്റ്റോകൈനേസ് ഈസ് എ ക്ലോട്ട് ബസ്റ്റർ. ക്ലോട്ട് ബേസ്റ്റർ ആണ്. ക്ലോട്ടിനെ ഡിസോൾവ് ചെയ്യുന്നതാണ്, ക്ലോട്ടിനെ പൊട്ടിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഫൈബ്രിൻ ആവുമ്പോൾ എന്താ സംഭവിക്കുക? ക്ലോട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. യു റീകോൾ ദ ചാപ്റ്റർ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുന്ന പോർഷനിൽ നിങ്ങൾക്കറിയാം ഫൈബ്രിനോജൻ എന്തായിട്ട് ത്രോംബിന്റെ സഹായത്തോടെ ഫൈബ്രിനോജൻ ഫൈബ്രിനായിട്ട് മാറുന്നു. അപ്പോഴാണ് ക്ലോട്ട് ഉണ്ടാവുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇൻകറക്റ്റ് പെയർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. മക്കളെ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി നിങ്ങളെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 183 ഒരു കാര്യം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 183 ടെക്സ്റ്റ് ബുക്കിൽ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന ചാപ്റ്ററിൽ ഉള്ള ഒരു പേജിന്റെ ഒരു ഭാഗം ഞാൻ റെഫറൻസിന് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഭാഗം പഠിക്കുക മക്കളെ. ഇതിനകത്തുനിന്നൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കും എന്ന് പറയുന്നത് വിശ്വാസം മാത്രമാണ്. വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് 9 പോയിന്റുകളുണ്ട്. ഇതിനകത്ത് 9 എണ്ണം ഏതൊക്കെയാ? അത് സിട്രിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആസ്പെർജില്ലസ് നൈജർ. അസറ്റിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ അസിറ്റോബാക്ടർ അസറ്റി. ലാക്റ്റിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലാക്ടോബാസിലസ്. ദെൻ ബ്യൂട്ടൈറിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ക്ലോസ്ട്രിഡിയം ബ്യൂട്ടൈലിക്കം എന്ന് പറയുന്ന 4 ആസിഡുകൾ. പിന്നെ നിങ്ങൾ ലിപ്പേസ് യൂസ്ഡ് ടു റിമൂവ് ഓയിൽ സ്റ്റെയിൻ, pectinase and a protease used to clarify bottled juice, amylase is used to remove excess starch from laundry, that means textiles. Then ബാക്കിയുള്ള 3 എണ്ണം അത് പഠിച്ചിരിക്കണം. എന്തൊക്കെയാ? സ്ട്രെപ്റ്റോകോക്കസ്, സ്ട്രെപ്റ്റോകൈനസ്, ക്ലോട്ട് ബസ്റ്റർ. രണ്ടാമത്തത് സൈക്ലോസ്പോറിൻ എ, that is ട്രൈക്കോഡെർമ പോളിസ്പോറം, ഇമ്യൂണോസപ്രസീവ് ഏജന്റ്. സ്റ്റാറ്റിൻ, മൊണാസ്കസ് പർപ്പൂറിയസ്, that is a blood cholesterol lowering agent. ഈ ഒരു 9 പോയിന്റ് നിങ്ങൾ പഠിച്ചോ? ഓക്കെ. അതെ, വിശ്വാസം അതല്ലേ എല്ലാം. ശരിയാണ്, അങ്ങനെ തന്നെ. നമുക്ക് അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പൊ ഈ പേജ് നിങ്ങളെ ചിലപ്പോൾ സഹായിക്കുന്ന ഒരു പേജ് ആയിരിക്കാം മൈക്രോബില്. പേജ് നമ്പർ 183 ഇൻ സെക്കൻഡ് ഇയർ NCERT ബയോളജി ബുക്ക്. ഓക്കെ. Now question number 158. Again one more question coming from which part? The question is coming from microbe. അല്ലേ? In STP. What is STP? Sewage treatment plant. അല്ലേ? ആ sewage treatment പ്ലാന്റില് masses of bacteria associated with the fungal filament to form mesh-like structure called the flux. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ബാക്ടീരിയ വന്നിട്ട് അവിടെയുള്ള എന്തുമായിട്ട്, ബാക്ടീരിയ നമുക്ക് പറയാം, ബാക്ടീരിയ വന്ന് ആ ബാക്ടീരിയ അവിടെയുള്ള, അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന ബാക്ടീരിയ ആണ്, ആ ബാക്ടീരിയ വന്ന് അവിടെയുള്ള ഫംഗൽ ഫിലമെന്റുമായി കൂടിച്ചേർന്ന് മെഷ് ലൈക്ക് അപ്പിയറൻസ് ഉണ്ടാവുന്ന ആ സംഭവത്തിന് നമ്മൾ ഫ്ലോക്സ് എന്നാണ് പറയുക. ഈ ഫ്ലോക്സ് എന്ത് ചെയ്യുന്നു? ആ വെള്ളത്തിലുള്ള ഓർഗാനിക് മാറ്ററിനെ തിന്ന് BOD കുറയ്ക്കുന്നു, പൊള്യൂഷൻ കുറയ്ക്കുന്നു എന്നാണ് നമ്മളെ ചോദ്യം. ആ വരുന്ന ബാക്ടീരിയ എന്ത് ബാക്ടീരിയ ആണ്? മെത്തനോജൻ ആണോ? എയറോബിക് ബാക്ടീരിയ ആണോ? പ്രൈമറി സ്ലഡ്ജ് ആണോ? എനൈറോബിക് ബാക്ടീരിയ ആണോ? യു നോ, ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് യു ഗെറ്റ് ക്ലിയർലി മെൻഷൻ ഇറ്റ് ഈസ് എയറോബിക് ബാക്ടീരിയ. നിങ്ങളുടെ പേജ് നമ്പർ 184 വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് BOD എന്നും ആ ഫ്ലോക്കിലുള്ളത് എയറോബിക് ബാക്ടീരിയ ആണെന്നും. ഓക്കെ. സോ യു റെഫർ പേജ് നമ്പർ 184. The same question, same type of question coming from microbes, the same page 184. എന്താ നോക്കൂ, BOD refers to the amount of oxygen that would be released if all the organic matter in 1 liter of water were oxidized by bacteria. തന്നിട്ടുണ്ട്. Greater the BOD, more is its polluting power. എന്താണ് ഇതില്? ഓപ്ഷൻ 2 ശരിയാണോ?
അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണ്. യെസ്, വെരി ഗുഡ്. ഓൺലി 2 ഇസ് കറക്റ്റ്. ഗുഡ് ഗുഡ് ഗുഡ്. കാരണം ഗ്രേറ്റർ ദ BOD, നമ്മൾ പറയും BOD എത്രത്തോളം കൂടുന്നോ അത്രത്തോളം എന്ത് കൂടും? പൊല്യൂഷൻ കൂടും. അതായത് BOD എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. എടാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാ ദിവസവും നിങ്ങൾക്ക് വീട്ടുകാര് 5 ഇഡ്ഡലി വെച്ച് തരുന്നു രാവിലെ, നിങ്ങൾ ഹാപ്പിയാണ്. അപ്പൊ സപ്ലൈ ഹാപ്പിയാണ്, നിങ്ങൾ 5 മതി. ഒരു ദിവസം നിങ്ങളെ വീട്ടുകാർ നിങ്ങൾക്ക് 3 ഇഡ്ഡലിയെ തരുന്നുള്ളൂ. അപ്പോഴെന്താ നിങ്ങൾ ചോദിക്കും എവിടെ പോയി 2 എന്ന്? എന്തുകൊണ്ട് ചോദിച്ചു? സപ്ലൈ കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി. അപ്പൊ അതുപോലെ ഓക്സിജൻ സപ്ലൈ കുറയുമ്പോഴാണ് ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നത്. അപ്പൊ BOD കൂടുമ്പോ പൊല്യൂഷൻ കൂടുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്താ മക്കളെ ഒന്നാമത്തേൽ തെറ്റ് വന്നത്? BOD refers to the amount of oxygen that would be released എന്നല്ല, കൺസ്യൂംഡ് എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ ഏത് വരും? 159 ഓൺലി 2 ഇസ് കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. നിങ്ങൾക്ക് ഈ ഒരു പേജ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 159 എന്താ വരുന്നത്? 184 പേജ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 184 പേജ് ഞാനിവിടെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഫ്ലോക്കീസ് എയറോബിക് ബാക്ടീരിയ മൈക്രോബ്, കണ്ടില്ലേ? എയറോബിക് ബാക്ടീരിയ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ കൺസ്യൂംഡ് എന്ന് കാണാം BOD-യിൽ. അതാണ് ഇവിടെ വന്നത്. പിന്നെ BOD is the measure of the organic matter present in water. Greater the BOD of wastewater, more it is polluting power. So for your reference, I am giving this. Okay? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 160. ഞാൻ സ്പീഡ് മാക്സിമം കൂട്ടി തരാം മക്കളെ. പക്ഷെ ഇത് വലിയ വലിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് സ്പീഡ് കൂട്ടാൻ പറ്റാത്തത്. എനിക്കും അറിയാം ഈ ഒരു സമയത്ത് പറയാം, പക്ഷെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പരമാവധി സ്പീഡ് കൂട്ടാം. നിങ്ങൾ എന്നെ സ്പീഡ് കൂട്ടിയിട്ട് പറയരുതേ. ക്വസ്റ്റ്യൻ നമ്പർ 160 എന്താ നോക്കൂ. ഫൈൻഡ് ദ ഓഡ് വൺ. ഇതിൽ നമ്മൾ തമ്മിൽ പൊരുത്തപ്പെടാത്തത് നമ്മൾ എന്ത് ചെയ്യണം? പൊരുത്തപ്പെടാത്തത് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ പറയണം. എന്തൊക്കെയാ നോക്കൂ. കോർപ്പസ് ലൂട്ടിയം ഉണ്ട്, എൻഡോമെട്രിയം ഉണ്ട്, ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ട്, ലീഡിക് സെൽ ഉണ്ട്. മക്കളെ ഇതിൽ ഏതാണ് നമ്മൾ പൊരുത്തപ്പെടാത്തതെന്ന് പറയാവോ? കോർപ്പസ് ലൂട്ടിയം സ്ത്രീകളിൽ കാണുന്നു. എന്താണ് കോർപ്പസ് ലൂട്ടിയം? ഓവുലേഷന് ശേഷം നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട്, ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഉണ്ടാവുന്ന ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചറിന് ശേഷം ഉണ്ടാവുന്ന യെല്ലോ മാസ് ആണ് കോർപ്പസ് ലൂട്ടിയം. അത് സ്ത്രീകളിലാണ്. എൻഡോമെട്രിയം എന്ന ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ് ആണ്. ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പക്ഷെ അതിൽ തെറ്റുള്ളത് ലീഡിക് സെല്ലാണ്. ലീഡിക് സെൽ ഓർ ദ എന്താ പറയാ ഇന്റർസ്റ്റീഷ്യൽ സെൽ എന്ന് പറയുന്ന ടെസ്റ്റിസിൽ കാണുന്ന, മെയിലിൽ കാണുന്ന ഒരു സെല്ലാണ്. ഓക്കെ, ക്ലീവേജ്, പെർമിയേഷൻ, ബ്ലാസ്റ്റുലേഷൻ, ഇംപ്ലാന്റേഷൻ. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ദ റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് അല്ലെ. അതായത് സൈഗോട്ടിന്റെ റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ. അതിന്റെ ഫലമായി ഉണ്ടാവുന്ന ആദ്യത്തെ മോറുല, പിന്നെ ബ്ലാസ്റ്റുല, ഗാസ്ട്രുല. ആ ബ്ലാസ്റ്റുലേഷൻ അതുമായി ബന്ധപ്പെട്ടു. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് യൂട്രൈൻ വേലിന്റെ മേലെ അറ്റാച്ച് ചെയ്യുന്നതാണ്. ഇതൊക്കെ എന്തുമായി? പ്രഗ്നൻസിയുമായും അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ സ്പെർമിയേഷൻ എന്ന് പറയുന്നത് ദ ഡിറ്റാച്ച്മെന്റ് ഓഫ് സ്പേം ഫ്രം ദ സർട്ടോലി സെൽ അല്ലേ, അത് മെയിലിൽ നടക്കുന്നതാണ്. Then epidermis, oviduct, cervix. ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഓവിഡക്ട് എന്നും സെർവിക്സ് എന്നും യൂട്രസ് എന്നും പറയുന്നത് ഫീമെയിലിന്റെ ഭാഗങ്ങളാണ്. ബട്ട് എപ്പിഡെർമിസ് ഈസ് ദ അസസറി ഡക്ട് ഓഫ് മെയിൽ. ഓക്കെ, മൂന്നിലും കിട്ടിക്കഴിഞ്ഞു. സോ ലിഡിക് സെൽ, സ്പെർമിയേഷൻ ആൻഡ് എപ്പിഡെർമിസ് അല്ലേ. സോ ക്വസ്റ്റ്യൻ നമ്പർ 162 is the right answer. Very good, very good, very good. Question number 161. Which of the following approaches does not give the defined action of contraceptive? This is a question coming from your reproductive health. അല്ലേ, എന്താ ചോദിച്ചിരിക്കുന്നത്? Which of the following approach does not give the defined action of contraceptive? കോൺട്രാസെപ്റ്റീവ് ഗർഭനിരോധന ഉപാധികളിൽ അവർ പറയുന്ന ആക്ഷൻ ഇല്ലാത്തത് ഏതെന്നാണ്. ഓക്കെ, നോക്കൂ. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ലൈക്ക് കോപ്പർട്ടി suppress sperm motility and fertilizing capacity of sperm. Yes, 100% correct. നമുക്ക് അറിയുന്ന കാര്യമാണ് അത്. സ്പേം മോട്ടിലിറ്റി കുറയ്ക്കുന്നു, ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റി കൂട്ടുന്നു എന്നുള്ളത്. ഹോർമോൺ കോൺട്രാസെപ്റ്റീവ് ആൻഡ് ഓവുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ, അതും നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ.
ഹോർമോണൽ, അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് എയ്തർ പ്രൊജസ്ട്രോൺ ഓർ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ ഈസ് യൂസ്ഡ്, അല്ലെ ഒന്നുകിൽ പ്രൊജസ്ട്രോൺ മാത്രം അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. പ്രിവെന്റ് ഓവുലേഷൻ ആൻഡ് പ്രിവെന്റ് ഇംപ്ലാന്റേഷൻ. യെസ്. വെസക്ടമി പ്രിവെന്റ് സ്പെർമാറ്റോജനസിസ്. ഇത് ശരിയാണോ? ഇത് തെറ്റാണ് മക്കളെ. കാരണം വെസക്ടമി എന്ന് പറഞ്ഞാൽ വാസ് ഡെഫറൻസ് കട്ട് ചെയ്യുന്നു. വാസ് ഡെഫറൻസ് ടെസ്റ്റിസ് കഴിഞ്ഞ് ടെസ്റ്റിസ് വാസ എഫറൻഷ്യ എപ്പിഡിഡിമിസ് കഴിഞ്ഞിട്ടാണ് വാസ് ഡെഫറൻസ് ഇരിക്കുന്നത്. അപ്പൊ ടെസ്റ്റിസിൽ സ്പേം ഉണ്ടാവും, സ്പെർമാറ്റോജനസിസ് തടയുന്നില്ല, പക്ഷേ ഗാമറ്റ് ട്രാൻസ്ഫർ ആണ് തടയുന്നത്. ഓക്കെ, അത് തെറ്റാണ്. Then barrier method prevent fertilization. You know what is a barrier? Barrier is a device which prevent the physical association of sperm and ovum ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് ശരിയാണ്. So for question number 161, 3 is the wrong statement. This is the right answer. Okay. നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി പേജ് നമ്പർ 60 പേജ് നമ്പർ 61 കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, യൂട്ടിലൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 162, certain contraceptive is placed below the skin in female. Select the correct option regarding it. സ്കിന്നിനടിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് കോൺട്രാസെപ്റ്റീവ് ആണെന്നാണ്. കോപ്പർ ടി, IUD. കോപ്പർ ടി എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു IUD ആണ്, കോപ്പർ റിലീസിങ് IUD ആണ്. വാട്ട്സ് എ ഫുൾ നെയിം ഓഫ് IUD? ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. അത് യൂട്രസിനുള്ളിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, സ്കിന്നിനടിയിലല്ല, യൂട്രസിലാണ്. ഓക്കെ. ബാരിയർ ദാറ്റ് ഈസ് LNG20. അത് മൊത്തം തെറ്റാണ്. ബാരിയർ അല്ല LNG20. ലെവനോജെസ്റ്റൽ 20 മൈക്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഹോർമോൺ റിലീസിങ് IUD ആണ്, അതും അല്ല. പ്രൊജസ്റ്റാസേർട്ട് IUD കറക്റ്റ് ആണ്. പ്രൊജസ്റ്റാസേർട്ട് ഈസ് എ ഹോർമോൺ റിലീസിങ് IUD, പക്ഷെ അതും IUD ആണ്. പക്ഷേ ഇംപ്ലാന്റ് ദാറ്റ് ഈസ് നോട്ട് പ്ലാന്റ്. ഇംപ്ലാന്റ്സ് എന്ന് നിങ്ങൾക്ക് തൊട്ട് മുമ്പ് കാണിച്ചിരിക്കുന്ന ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാം. ദിസ് ഈസ് ദ ഡയഗ്രാം ഓഫ് ഇംപ്ലാന്റ്സ്. ഈ ഇംപ്ലാന്റ്സ് ആണ് നമ്മുടെ സ്കിന്നിനടിയിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 162, 4 is the right answer. Question number 163 നോക്കൂ മക്കളെ. Question number 163 is okay. Very good, very good. I appreciate you for this one. നല്ലോണം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അതും കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്. Question number 163, how many examples in the list given below represent homology? ഇത് നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് നമ്മുടെ എൻട്രൻസിൽ. എവല്യൂഷനിൽ ഹോമലോഗസ് ഓർഗാൻ, അനലോഗസ് ഓർഗാൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. ഓക്കെ. നമ്മുടെ പേജ് നമ്പർ 130, 131 നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കാണാം. പേജ് നമ്പർ 130, 130, 131 കാണാവുന്നതാണ്. കുറെ ചിത്രങ്ങളൊക്കെ അല്ലേ. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? 4 limb of cheetah and human. You know that is homologous. What do you mean by homologous മക്കളെ? ഹോമലോഗസ് പറഞ്ഞാൽ ഒരേ ഒറിജിൻ പക്ഷെ ഡിഫറെന്റ് ഫംഗ്ഷൻ. അനലോഗസ് പറഞ്ഞാൽ ഡിഫറെന്റ് ഒറിജിൻ സെയിം ഫംഗ്ഷൻ. അതുകൊണ്ടാണ് ഹോമലോഗസിനെ ഡൈവേർജന്റ് എന്നും അനലോഗസിനെ കൺവേർജന്റ് എന്നും നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിൽ എന്താ? 4 limbs of vertebrata പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. ചീറ്റ, മനുഷ്യൻ, അതുപോലെ ഫ്ലിപ്പർ ഓഫ് ദ വെയിൽ അല്ലെങ്കിൽ വിങ് ഓഫ് ദ ബാറ്റ്, ഇതൊക്കെ ഹോമലോഗസ് ആണ്. Thorn of bougainvillea and tendril of cucurbita is also correct. They are in your textbook. Eye of octopus and eye of mammal അല്ല. കാരണം അത് എന്തിൽ വരുന്നതാ? അത് അനലോഗസ് ആണ്. Brain of vertebrato, yes. Brain of vertebrata, heart of vertebrates are examples. Sweet potato and potato, no. അത് അനലോഗസ്. എത്രണ്ണമാണ് ശരിയുള്ളത്? 3 എണ്ണമാണ് ശരി. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 163, 2 is the right answer. ഓക്കെ. പഠിക്കുക. ഈ ഭാഗം പരീക്ഷയ്ക്ക് വന്നിരിക്കും, വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ. ഞാൻ നിങ്ങൾക്ക് ഹോമലോഗസ് ഓർഗാൻ ഏതാണ്, അനലോഗസ് ഓർഗാൻ ഏതാണ് ഒരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ സ്ലൈഡ് നിങ്ങൾ പഠിക്കുക, നഷ്ടം വരില്ല. 4 limbs of vertebrata, vertebrate heart, vertebrate brain, thorn of bougainvillea and tendril of cucurbita. ഇപ്പുറ സൈഡിലോ അനലോഗസിൽ വിങ് ഓഫ് ദ ബട്ടർഫ്ലൈ, വിങ് ഓഫ് ബേർഡ്, ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് ഐ ഓഫ് മാമൽ, ഫ്ലിപ്പർ ഓഫ് പെൻഗ്വിൻ ആൻഡ് ഫ്ലിപ്പർ ഓഫ് ഡോൾഫിൻ, സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് പൊട്ടാറ്റോ. ഓക്കെ. യൂട്ടിലൈസ് ദിസ് ടേബിൾ.
Now question number 164. Which of the following is incorrect regarding the life cycle of Plasmodium? പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിള് ഇൻകറക്റ്റ് ഏതാ മക്കളെ ഇതിനകത്ത്? ക്വസ്റ്റ്യൻ നമ്പർ 164 എന്താണ് ഇൻകറക്റ്റ്? സ്പോറോസോയിഡ്സ് ഓഫ് ദ പ്ലാസ്മോഡിയം റീച്ച് ലിവർ ത്രൂ ബ്ലഡ്. യു നോ വാട്ട് യു മീൻ ബൈ സ്പോറോസോയിഡ്സ്? സ്പോറോസോയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇൻഫെഷ്യസ് ഫോം ആണ്. ഫീമെയിൽ അനാഫലിസ് മൊസ്കിറ്റോ ഇൻജെക്ട് ചെയ്യുന്ന ഇൻഫെഷ്യസ് ഫോമിന്റെ പേരാണ് സ്പോറോസോയിറ്റ്. ആ സ്പോറോസോയിറ്റ് നമ്മളെ ബ്ലഡിലെത്തി അത് എന്തു ചെയ്യുന്നു? ലിവറിലെത്തുന്നു. സ്പോറോസോയിറ്റ്സ് ഓഫ് ദ പ്ലാസ്മോഡിയം റീച്ച് ലിവർ ത്രൂ ബ്ലഡ് കറക്റ്റ് ആണ്. പാരസൈറ്റ് റീപ്രൊഡ്യൂസ് അസെക്ഷലി ലിവർ സെൽ ആൻഡ് റിലീസ് പ്രോജനി. അല്ലേ? ലിവർ സെല്ലിൽ വെച്ചിട്ട് അത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ആ ലിവർ സെൽ ഹെപ്പറ്റോസൈറ്റ് ബേസ്റ്റ് ആവുകയും അത് ബ്ലഡിലേക്ക് വീണ്ടും വരികയും ചെയ്യുന്നു. എന്നിട്ടാണ് അത് RBC കയറുന്നത്. അവിടെ വെച്ചിട്ടാണ് അത് വീണ്ടും അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തി വീണ്ടും നമ്മുടെ RBCനെ ബേസ്റ്റ് ആക്കി അതിനകത്തു നിന്നുണ്ടാവുന്ന ഒരു കെമിക്കലാണ് ഹീമോസോയിൻ. പഠിക്കുക. വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റിക്കറന്റ് ചിൽ ആൻഡ് ഫീവർ. ഓക്കെ, അപ്പൊ അത് ശരിയാണ്. പാരസൈറ്റ് റീപ്രൊഡ്യൂസ് സെക്ഷുവലി ഇൻസൈഡ് ദ RBC റിലീസിംഗ് പ്രോജനി എന്നുള്ളത് തെറ്റല്ലേ? കാരണം അത് ഗാമെറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, then sexual stages of plasmodium develop inside the RBC is also correct. So question number 164, which is the right answer? 3 is the right answer because it is an incorrect statement. ഓക്കെ, 164 നിങ്ങൾക്ക് പേജ് നമ്പർ 148 കാണുന്ന ഒരു ഡയഗ്രാം ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഹ്യൂമൻ ഹെൽത്തിൽ പേജ് നമ്പർ 148 നിങ്ങൾക്ക് കാണുന്ന ഡയഗ്രാം ഇത് എക്സ്പ്ലെയിൻ എവരിത്തിങ്. എല്ലാ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് റെഫർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 165. മാർക്ക് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു അമീബിയാസിസ്. അഗൈൻ ദ സെയിം ചാപ്റ്റർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിലെ മറ്റൊന്ന്. എന്താണ് അമീബിയാസിസിൽ പറയുന്ന ക്വസ്റ്റ്യൻ? Discharge of stool with excess mucus and blood clot is very good, very 100% correct. നമ്മൾ പറയുന്നത് എന്താ? എൻഡമീബ ഹിസ്റ്റോലൈറ്റിക് ഉണ്ടാകുന്ന അമീബിയാസിസ്. അതിന്റെ മറ്റൊരു പേര് അമീബിക് ഡിസെൻട്രി. ഡിസെൻട്രി എന്ന് പറയുമ്പോൾ അത് ബ്ലഡ് ക്ലോട്ട്സ് ആൻഡ് മ്യൂക്കസ്. അപ്പൊ അത് ശരിയാണ്. Characterized by constipation and abdominal pain. Yes, it is there in your NCERT book. Endomoeba histolytica infect the small intestinal wall. അത് ശരിയാണോ? എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്കനെ ഉണ്ടാക്കുന്നത്, പക്ഷെ അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലല്ല ലാർജ് ഇൻറ്റസ്റ്റൈനിലാണെന്ന് NCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹൗസ് ഫ്ലൈസ് ആക്ട് ആസ് എ മെക്കാനിക്കൽ കാരിയർ. കാരണം ഇതൊരു വെക്ടർ ബോൺ ഡിസീസ് അല്ല, പക്ഷെ ഈച്ചയ്ക്ക് ഇത് പരത്താനുള്ള ഒരു കഴിവുണ്ട്. വേണമെങ്കിൽ ഈച്ചയ്ക്ക് ഇത് പരത്താം, പക്ഷെ ഈച്ച വേണം എന്ന് നിർബന്ധമില്ല. അതാണ് മെക്കാനിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതും കറക്റ്റ് ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 165, 3 is the right answer. അല്ലെ? നിങ്ങൾക്ക് പേജ് നമ്പർ 148 നമ്മൾ ഈ കാണുന്ന പേജ് നമ്പർ 148 നമ്മൾ നേരത്തെ കണ്ടത്. ഈ ഡയഗ്രാം നിങ്ങൾ കണ്ടില്ലേ പേജിലെ? ഇത് തൊട്ട് താഴെയുള്ള പാരഗ്രാഫിൽ ലാസ്റ്റ് ലൈനിൽ ഇത് പറയുന്നുണ്ട്. ലാസ്റ്റ് പാരഗ്രാഫ് ഈ ഒരു നിങ്ങളിപ്പോ കാണിച്ച ഈ ഒരു പേജിന്റെ ലാസ്റ്റിൽ ഈ പറഞ്ഞ എൻഡമീബ ഹിസ്റ്റോലൈറ്റിക് അമീബിക് ഡിസെൻട്രിയിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 166. മാച്ച് ദ കോളം 1 വിത്ത് കോളം 2. എന്താ? കോളം 1 രോഗങ്ങളാണ് കൊടുത്തത് അല്ലേ? ഇപ്പുറത്ത് വന്നിരിക്കുന്നത് രോഗാണുക്കളാണ്. പ്ലാഗ് ഉണ്ട്, കോമൺ കോൾഡ് ഉണ്ട്, റിംഗ് വോം ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് എയ്ഡ്സ് ഉണ്ട്. മക്കളെ ഒന്ന് ഉഷാറാക്കി പറയും ഒരു കുറച്ച് സമയം കൂടെ. ഏതായാലും നിങ്ങൾ ഇത്ര വരെ ഇരുന്നു, കുറച്ചുകൂടെ നമുക്കൊന്ന് നോക്കിയിട്ടൊന്ന് ഉഷാറായിട്ടൊന്ന് കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഐ അപ്രീഷിയേറ്റ് യു വൺസ് അഗൈൻ ഫോർ ദിസ് റെസ്പോൺസ്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വരട്ടെ. ഇതില് പ്ലാഗ് ആരാ ഉണ്ടാക്കുന്നത് മക്കളെ? Plague is caused by Yersinia pestis. അല്ലേ? Then common cold is caused by, അപ്പോൾ A is equal to PI, B is equal to QI. Then ringworm. Ringworm എന്താ? ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഇറ്റ് ഇസ് കോസ്ഡ് ബൈ മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റോൺ, എപ്പിഡെർമോഫൈറ്റോൺ, മൈക്രോസ്പോറം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റിംഗ് വോം, അതായത് C is equal to SI,
AIDS is caused by HIV. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം D is equal to R. So PQSR വരണം. ഏത് വരും? PQSR. അപ്പോൾ ഏതാ? 166 ഓപ്ഷൻ 3 അല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഡെഫിനറ്റ്ലി. നിങ്ങൾ ഓരോരുത്തരെയും മാർക്ക് കിട്ടാൻ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കും. കാരണം നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ പാരൻസും ടീച്ചേഴ്സും മാത്രമാണ്. ഓക്കെ, ഡോണ്ട് വറി. ക്വസ്റ്റ്യൻ നമ്പർ 167 നോക്കൂ. എന്താ ക്വസ്റ്റ്യൻ 167? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്? നമ്മൾ പല ഹോട്ട്സ്പോട്ട് കേട്ടിട്ടുണ്ട് അല്ലേ? അതായത് നമ്മുടെ മൊബൈൽ ഹോട്ട്സ്പോട്ട് ഉണ്ട്, കൊറോണ ഹോട്ട്സ്പോട്ട് ഉണ്ട്. ഈ കൊറോണയുടെ ഹോട്ട്സ്പോട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണത്? കൊറോണ കൂടുതലുള്ള സ്ഥലം. അതുപോലെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബയോഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതലുള്ള സ്ഥലം അല്ലേ? അപ്പോ ഹൈ സ്പീഷീസ് റിച്ച്നെസ്, കറക്റ്റ് അല്ലേ? അബൻഡൻസ് ഓഫ് എൻഡമിക്. ടെൽ മീ വാട്ട് ഈസ് എൻഡമിക് സ്പീഷീസ്? മക്കളെ, എന്താണ് എൻഡമിസം എന്ന് പറഞ്ഞാൽ? എൻഡമിസം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുള്ള ഒരു സ്പീഷീസ് മറ്റു സ്ഥലങ്ങളിൽ കാണുന്നില്ല. അത്യപൂർവ ഇനം എന്നൊക്കെ പറയാറില്ലേ? കൺഫൈൻഡ് ടു വൺ റീജിയൻ, നോട്ട് ഫൗണ്ട് എനിവർ ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയാം. അത്തരത്തിലുള്ളതിനെയാണ് എൻഡമിക്സ് എന്ന് പറയാം. അപ്പൊ ഹൈ എൻഡമിക് സ്പീഷീസ്, ഹൈ ലെവൽ ഉണ്ടാവണം, സ്പീഷീസ് റിച്ച്നെസ് കൂടുതലാവണം, അണ്ടർഗോ ആക്സിലറേറ്റഡ് ഹാബിറ്റാറ്റ് ലോസ്. ഇത് മൂന്നും ബയോഡൈവേഴ്സിറ്റി എന്തിന്റെയാണ്? ഹോട്ട്സ്പോട്ടിന്റെ, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിന്റെ ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനെ വരുമ്പോൾ നാലാമത്തെ അല്ലേ തെറ്റ്? നോട്ട് സബ്ജക്റ്റഡ് ടു ആക്സിലറേറ്റഡ് ഹാബിറ്റാറ്റ് ലോസ് അല്ലേ? 3 ശരിയാണെങ്കിൽ എന്തായാലും ഓപ്പോസിറ്റ് ഉള്ള 4 തെറ്റായിരിക്കില്ലേ? എങ്ങനെ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് റെഫറൻസ് തന്നിട്ടുണ്ട്. പേജ് നമ്പർ 266 സെക്കൻഡ് ഇയറിലെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം, ദെൻ മോളിൽ നിങ്ങൾക്ക് കാണാം ഹൈ ലെവൽ ഓഫ് സ്പീഷീസ് റിച്ച്നെസ്, പിന്നെ അതിന് ഏറ്റവും താഴെ ദ റീജിയൻ ഓഫ് ആക്സിലറേറ്റഡ് ഹാബിറ്റാറ്റ് ലോസ് എന്ന് കൃത്യമായിട്ട് കാണാം. അപ്പം ഓപ്ഷൻ 4 ആണ്. Then question number 168. The twin. Now we are leaving this second year. We are reaching the first year. What are the twin characteristic of growth? Growth in the twin characteristics എന്തൊക്കെയാണ്? Increase in number of individual and increase in mass ഉണ്ട്. Increase in the height and decrease in the weight ഉണ്ട്. Increase in the weight and increase in the mass ഉണ്ട്. Increase in size and decrease in mass. മക്കളെ, ഉറങ്ങിപ്പോയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, വെരി ഗുഡ്. എന്തൊക്കെയാ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ? എന്തൊക്കെയാ മക്കളെ വരുന്നത്? അതായത് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഇൻക്രീസ് ഇൻ ദ മാസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ വലിപ്പം ഉണ്ടായിരുന്നോ? ഇല്ല, നിങ്ങളിപ്പം വലുതായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മാസ് കൂടി. അതാ നിങ്ങൾ വളർന്നു എന്ന് പറയുന്നത്. എന്നാൽ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു 10 ആൾക്കാർ, മെലിഞ്ഞ ആൾക്കാർ ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. കുറെ കഴിയുമ്പോൾ അവർ തടിച്ച 10 ആൾക്കാരായെങ്കിൽ നമ്മൾ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയില്ല. അവിടെ 10 ഉള്ളത് എണ്ണം കൂടുമ്പോഴേ പറയുള്ളൂ. അപ്പം നമ്പർ ഓഫ് ഇൻഡിവിജ്വലും ഇൻക്രീസ് ഇൻ ദ മാസുമാണ് ട്വിൻ ക്യാരക്ടേഴ്സ്. ഓക്കെ, സോ ഓപ്ഷൻ 1 is the right answer for question number 168. Question number 169. Reproduction is synonymous with the growth in which of the following set of organism? ഏതൊക്കെ ഓർഗാനിസം? എനിക്കറിയാം ഞാൻ ഇത്തിരി സ്പീഡ് കൂടുതലാണ്, കാരണം നമ്മുടെ ടൈം ഈസ് സോ ലേറ്റ് അല്ലേ? എന്നാലും നിങ്ങൾ ഇതിൽ കുറേ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഹാപ്പിയാണ്. എന്നാൽ നമുക്ക് ഒത്തിരി സ്പീഡ് കൂട്ടാണ്. മക്കളെ, നിങ്ങൾ വീണ്ടും കണ്ടാൽ മതി വീഡിയോ. റീപ്രൊഡക്ഷൻ ഈസ് സിനോണിമസ് വിത്ത് ഗ്രോത്ത് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ഓർഗാനിസം. നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ പേജ് നമ്പർ നമ്മൾ 4 പേജ് നമ്പർ 4 നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലെ ഏകകോശ ജീവികളിലെ ഗ്രോത്ത് എന്ന് പറയുന്നതും റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. സെൽ ഡിവിഷൻ ആണ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് ഗ്രോ ചെയ്യുന്നത്, സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതാണ് സിനോണിമസ്. സോ യൂണിസെല്ലാർ ഓർഗാനിസത്തിൽ മാത്രമാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ടെസ്റ്റിൽ പേജ് നമ്പർ 4 പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ വരും? ബാക്ടീരിയ വരും, യൂണിസെല്ലാർ ആൽഗെ വരും, പിന്നെ എന്താ, അമീബ വരും അല്ലേ? സോ ഓപ്ഷൻ A is the right answer.
ബാക്കി നോക്കൂ, ബാക്ടീരിയ, അമീബ, സ്പോഞ്ചസ്. അത് സ്പോഞ്ചസ് പാരാസോവ, മെറ്റാസോവയിൽ വരുന്നതാണ് അല്ലേ. പാരാസോവ എന്ന് പറയുന്ന വിഭാഗം അത് മൾട്ടി സെല്ലുലാർ. പിന്നെ യൂണിസെല്ലുലാർഗെ ഹൈഡ്ര കണ്ടില്ലേ. പിന്നെ അതുപോലെ മൾട്ടി സെല്ലുലാർ ആൽഗെ. അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലായതുകൊണ്ട് നമ്മൾ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 169 1 is the right answer. Question number 170, which of the following is incorrect regarding reptiles? Again this is a question. നിങ്ങളിപ്പോൾ വിചാരിക്കണോ എന്തുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ആനിമൽ കിങ്ഡത്തിൽ നിന്ന് വന്നില്ല. അപ്പൊ ആനിമൽ കിങ്ഡത്തിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഇതാ വന്നു. എന്താണ്? which of the following is a incorrect regarding reptiles? Presence of 2 pairs of limbs. നിങ്ങൾ വീട്ടിൽ തന്നെ പല്ലിയെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പുറത്തു പോകുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും, അതായത് സ്നേക്ക് ഉണ്ട് കേട്ടോ, അത് വേറൊരു വശം. ലിംബ്ലെസ് ആയിട്ടുള്ള റെപ്റ്റൈൽസ് ഉണ്ട്, ബട്ട് മെജോറിറ്റി ഓഫ് ദ റെപ്റ്റൈൽ പൊസസ് ലിംബ്സ് അല്ലേ. പക്ഷേ രണ്ടാമത്തത്, അപ്പൊ അതും ശരിയാണ്. ക്രീപ്പിംഗ് ആൻഡ് ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ. നിങ്ങൾക്കറിയാം ഇഴ ജന്തുക്കൾ എന്നാണ് നമ്മൾ ഇവരെ പറയുന്നത്. അവർ എഴഞ്ഞിട്ടാണ്, കൈയുണ്ടെങ്കിലും കാലുണ്ടെങ്കിലും അവർ ബെല്ല് ഉപയോഗിച്ചിട്ട് എഴഞ്ഞിട്ടാണ് പോകുന്നത്. അവരുടെ സ്വഭാവമാണ്. ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിൻ നിങ്ങൾ പഠിച്ചു, അതായത് ഡ്രൈ സ്കിൻ ആണ്. സ്കെയിൽസ് ആൻഡ് സ്ക്യൂട്ട്സ് എന്ന് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, അതും ശരിയാണ്. അപ്പൊ എന്തുകൊണ്ട് 4? അപ്പൊ എന്തായിരിക്കും? 4 ആയിരിക്കും ഇതിൽ തെറ്റ്. അതായിരിക്കും നമ്മുടെ ഉത്തരം അല്ലേ. എന്താണ് അതിന് കാരണം? റെക്ടം ഓപ്പൺ ഔട്ട് ത്രൂ ഏനസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ആംഫിബിയയിലും റെപ്റ്റൈലൊക്കെ ഒരു പ്രത്യേകതയാണ് ക്ലോയക്കൽ ചേംബർ. അതായത് 3 സിസ്റ്റമാണ് ഒരൊറ്റ ചേംബറിലേക്ക് തുറക്കുന്നത് അല്ലേ. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, യൂറിനറി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം തുറക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒരു ചേംബറാണ് ക്ലോയക്കൽ ചേംബർ. അപ്പൊ അതുകൊണ്ട് അത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 170 ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 171, ഇൻ കോൺട്രാസ്റ്റ് ടു അനലിഡ പ്ലാറ്റിഹെൽമിന്റസ്. മക്കളെ തെറ്റിപ്പോവരുത്, കൃത്യമായി ശ്രദ്ധിച്ചാൽ ഉത്തരം കിട്ടും. ഇൻ കോൺട്രാസ്റ്റ് ടു അനലിഡ, അന്നലിഡയെ അപേക്ഷിച്ചിട്ട് പ്ലാറ്റിഹെൽമിന്റസിന് ഉണ്ടാവുന്ന ഒരു സ്വഭാവം എന്താണെന്നാണ് ചോദ്യം. തെറ്റിപ്പോവരുത് കേട്ടോ. ട്രിപ്ലോബ്ലാസ്റ്റി നിങ്ങൾക്കറിയാം, അനലിഡയും പ്ലാറ്റിഹെൽമിന്റസും ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, 3 ലെയേർഡ് ആണ്. ബൈലാറ്ററൽ സിമെട്രി കാണാം നിങ്ങൾക്ക്. ആനിമൽ കിങ്ഡത്തിന്റെ ഫസ്റ്റ് പേജസിൽ നിങ്ങൾക്ക് ഈ ക്രൈറ്റീരിയ ഓഫ് ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം. അത് ബൈലാറ്ററൽ സിമെട്രി, പ്ലാറ്റിഹെൽമിന്റസും അനലിഡയും ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നവരാണ്. ഇൻകംപ്ലീറ്റ് എലിമെന്ററി കനാൽ. യെസ്, ഇത് ആരുടെ മാത്രം? ഈ ട്രിപ്ലോബ്ലാസ്റ്റിയും ബൈലാറ്ററൽ സിമെട്രിയും 2 പേർക്കും ഉള്ളതാണ് അല്ലെ. ഇൻകംപ്ലീറ്റ് എലിമെന്ററി കനാൽ അത് ആരുടെ മാത്രം പ്രത്യേകതയാണ്? ഈ പ്ലാറ്റിഹെൽമിന്റസിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അത് ഉത്തരം ശരിയാണ്. അടുത്തത് നോക്കാം. ട്രൂ ബോഡി ക്യാവിറ്റി, അതായത് സീലോമിക് ആണോ സീലോമേറ്റ് ആണോ? അല്ല, അനലിഡയാണ് സീലോമേറ്റ്, പ്ലാറ്റിഹെൽമിന്റസ് ആസീലോമേറ്റ് ആണ്. അപ്പൊ ഏതാ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്, 3 is the right answer for question number 171. Question number 172 is also coming from animal kingdom അല്ലേ. 2 common characters found in honeybee, scorpion, cockroach and prawn. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹണിബി, സ്കോർപിയോൺ, കോക്രോച്ച്, പ്രോൺ, 4 പേരും ആർത്രോപോഡാണ്. ആർത്രോപോഡ് ആയതുകൊണ്ട് ആർത്രോപോഡിന്റെ പല സ്വഭാവങ്ങൾ നിങ്ങൾക്കറിയാം. പക്ഷേ യാതൊരു എക്സംഷനും ഇല്ലാത്ത 2 സ്വഭാവങ്ങൾ ആർക്കുണ്ട്? ഇപ്പൊ നിങ്ങൾ കാലിന്റെ എണ്ണൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഈ നമ്മുടെ കോക്രോച്ചിനൊക്കെ 6 കാൽ, ഇൻസെക്റ്റുകൾക്ക് 6 കാലാണ്. അതേ സമയത്ത് ഈ സ്പൈഡറിനൊക്കെ 8 കാലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് മാത്രം പറയാൻ പറ്റില്ല. എന്നാൽ യാതൊരു എക്സംഷനും ഇല്ലാത്ത 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാ? ജോയിന്റഡ് ലെഗ് ആൻഡ് കൈറ്റിനസ് എക്സോസ്കെൽട്ടൻ. കൈറ്റിൻ കൊണ്ടുള്ള ഒരു ആവരണവും ജോയിന്റഡ്, അതല്ലേ ആർത്രോപോഡയ്ക്ക് പേര്. ആർത്രോപോഡ, ആർത്രോ ജോയിന്റ്, പോഡ ലെഗ്, ജോയിന്റഡ് ലെഗ്. ഓക്കെ. So question number 172, 2 is the right answer. ഓക്കെ. നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഫൈലം ആർത്രോപോഡ് ക്യാരക്ടേഴ്സിന്റെ ഒരു ഫോട്ടോ ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. സോ ക്വസ്റ്റ്യൻ നമ്പർ 172. Now question number 173, you can take question number 173. Squamous epithelium is present in. സ്ക്വാമസ് എപ്പിത്തീലിയം എവിടേക്കാണ്? എവിടുത്തെ ക്വസ്റ്റ്യൻ ആണ്? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ കമ്മിങ് ഫ്രം
സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ അല്ലേ? സ്ട്രക്ചറൽ ഓർഗനൈസേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ക്വമസ് എപ്പിത്തീലിയം എവിടെയാണ് കാണുന്നത്? PCT ഓഫ് നെഫ്രോൺ, ലൈനിങ് ഓഫ് ദ സ്റ്റൊമക്, ഇവിടെ ഒരു ഓപ്ഷൻ ഓവർലാപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ദെൻ ആൽവിയോളൈ ഓഫ് ദ ലങ്സ്. മക്കളെ ഏതാണ് ഉത്തരം വരിക? ഏതാണ് ഉത്തരം വരിക? യെസ്, വെരി ഗുഡ്. ആൽവിയോളൈ ഓഫ് ദ ലങ്സ്. സ്ക്വമസ് എപ്പിത്തീലിയം. PCTയിൽ എന്താണ് കാണുന്നത്? ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ. പിന്നെ ലൈനിങ് ഓഫ് ദ സ്റ്റൊമക്കിൽ എന്താണ് കാണുന്നത്? ദാറ്റ് ഈസ് കൊളുംനാർ എപ്പിത്തീലിയം. അപ്പൊ ക്യൂബോയിഡൽ എപ്പിത്തീലിയം PCT കാണുന്നുണ്ട്. കൊളുംനാർ എപ്പിത്തീലിയം നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ കാണുന്നുണ്ട്. ആൽവിയോളാർ മെംബ്രെയിനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് എവിടേക്കാണ് കാണുന്നത്? ഡിഫ്യൂഷൻ മെംബ്രെയിൻ. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ഇത് വേറൊരു ചാപ്റ്ററിലുള്ളതാണ്, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ ഉള്ളതാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് തന്നത് നോക്കിക്കോളൂ. ഇത് ആൽവിയോളാർ മെംബ്രെയിൻ, സ്ക്വമസ് എപ്പിത്തീലിയം ആണ്. അതേപോലെ തന്നെ എൻഡോത്തീലിയം ഓഫ് ദ ബ്ലഡ് വെസൽ. ഇത് രണ്ടും സ്ക്വമസ് എപ്പിത്തീലിയാണ്. ഇതിനിടയ്ക്ക് കാണുന്ന പാക്കേജ് മെറ്റീരിയൽ കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഡിഫ്യൂഷൻ മെംബ്രെയിൻ എന്ന് പറയുക. സോ ഓപ്ഷൻ വിച്ച് വൺ? 4 is the right answer for question number 173. Question number 174 നോക്കൂ. The number of spiracle present in the cockroach are. കോക്രോച്ചിന്റെ സ്പൈറാക്കിൾ. ടെൽ മീ വാട്ട് ഈസ് സ്പൈറാക്കിൾ? മക്കളെ എന്താണ് സ്പൈറാക്കിൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ നോസ്ട്രിലില്ലേ, ഈ നോസ്ട്രിൽ പോലെ കാണുന്ന ഹോൾസിനെയാണ്, കോക്രോച്ചിന്റെ ശരീരത്തിൽ കാണുന്ന ഹോൾസിനെയാണ് സ്പൈറാക്കിൾ എന്ന് പറയുന്നത്. അതായത് എത്രയുണ്ട്? 10 pairs of spiracles are there അല്ലെ? 10 pairs of spiracle. അപ്പോ ഈ 13 എന്നുള്ളതും ഈ 13 എന്നുള്ളതും തെറ്റാണ്. ഓക്കെ, അത് നമുക്ക് കിട്ടി. 10 പേരാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ സ്പൈറാക്കിൾ മക്കളെ നിങ്ങൾക്ക് അറിയുന്നത് മനുഷ്യന്റെ റെസ്പിറേഷനും കോക്രോച്ച് റെസ്പിറേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യന്റെ റെസ്പിറേഷനിൽ എന്തുണ്ട്? മനുഷ്യന്റെ റെസ്പിറേഷനിൽ ബ്ലഡിന് കാര്യമായ റോൾ ഉണ്ട് റെസ്പിറേറ്ററി ഗ്യാസസിനെ ക്യാരി ചെയ്യുന്നതിൽ. ദാറ്റ് ഈസ് വൈ അവർ ബ്ലഡ് ഈസ് കളേർഡ് വിത്ത് ഹീമോഗ്ലോബിൻ. അതേ സമയത്ത് കോക്രോച്ചിന്റെ ബ്ലഡ് കളർലെസ് ആണ്, കാരണം അവരുടെ ബ്ലഡിന് യാതൊരു റോളും ഇല്ല, പിഗ്മെന്റിന്റെ ആവശ്യമില്ല. പിന്നെ എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്? ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ. കോക്രോച്ചിലെ ട്രക്കിയൽ സിസ്റ്റമാണ് റെസ്പിറേറ്ററി ഓർഗാൻ. അത് പുറംഭാഗവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് 10 pairs ഓഫ് സ്പൈറാക്കിൾ ആണ്. നമ്മുടെ ചോദ്യം 2 ആണോ 3 ആണോ എന്ന് മാത്രമേ ഉള്ളൂ. യെസ്, വെരി ഗുഡ്. 3 is the right answer. 10 pairs present on the lateral side of the body. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 174 വരുന്നത്. നിങ്ങൾക്ക് 113 പേജിൽ നിങ്ങൾക്ക് എന്ത് കാണാം? സ്ട്രക്ചർ ഓർഗനൈസേഷൻ ചാപ്റ്ററിൽ 113 പേജിൽ നിങ്ങൾക്ക് ഈ സ്പൈറാക്കിളിനെ പറ്റിയിട്ട് കാണാൻ പറ്റും. ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് കാണാം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 1. സോ ക്ലിയർ ആണല്ലോ? 174 ആൻഡ് 175 നോക്കൂ. Female reproductive system of cockroach consists of, again a question coming from reproductive system. That means structural organization cockroach. A pair of ovary, a pair of oviduct and phallic gland. Female cockroach ന്റെ കാര്യ ചോദിച്ചത്. പെയർ ഓഫ് ഓവറിയും പെയർ ഓഫ് ഓവിഡക്റ്റും ശരി തന്നെ, പക്ഷേ ഫാലിക് ഗ്ലാൻഡ് ആരിൽ കാണുന്ന ഗ്ലാൻഡ് ആണ്? മെയിലിൽ കാണുന്ന ഗ്ലാൻഡ് ആണ് അല്ലേ? പിന്നെ എ പെയർ ഓഫ് ഓവറി, പെയർ ഓഫ് ഓവിഡക്ട് ആൻഡ് സ്പെർമാത്തീക്ക എന്നുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ എ പെയർ ഓഫ് ഓവറി, മഷ്റൂം ഗ്ലാൻഡ്, സ്പെർമാത്തീക്ക. പെയർ ഓഫ് ഓവറിയും സ്പെർമാത്തീക്കയുണ്ട്, പക്ഷെ മഷ്റൂം ഗ്ലാൻഡ് മെയിലിൽ കാണുന്നതാണ്. ഫാലിക് ഗ്ലാൻഡ്, പെയർ ഓഫ് ഓവിഡക്ട്, ഇജാക്കുലേറ്ററി ഡക്ട്. ഫാലിക് ഗ്ലാൻഡ് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം മെയിലാണ്. സോ 2 is the right answer for question number 175. ഓക്കെ മക്കളെ, ക്ലിയർ ആയോ? നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി ഞാൻ ഈ ഡയഗ്രാം, നിങ്ങളുടെ കോക്രോച്ചിന്റെ ഡയഗ്രാം, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 175 ഉള്ള ഈ ഡയഗ്രാം ഞാൻ തന്നിട്ടുണ്ട്. പേജ് നമ്പർ 114 നിങ്ങൾക്ക് ഇത് കാണാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 176. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യണം. എന്താണെന്ന് നോക്കൂ. ഗോബ്ലറ്റ് സെൽ സെക്രീറ്റ് മ്യൂക്കസ് ഇൻ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. ശരിയല്ലേ? ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ മ്യൂക്കസ് സെക്രീറ്റ് സെല്ലിനെ അല്ലേ ഗോബ്ലറ്റ് സെൽ എന്ന് പറയുന്നത്? കറക്റ്റ് ആണ്. ബൈൽ സോൾട്ട് എമൾസിഫൈ ഫാറ്റ്. യെസ്, യാതൊരു ഡൈജസ്റ്റീവ് എൻസൈമും ഇല്ലാതെ ഡൈജക്ഷനെ സഹായിക്കുന്ന ഒരു ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ് ബൈൽ. വിത്ത് ഹെൽപ്പ് ഓഫ് ബൈൽ സോൾട്ട് ദേ എമൾസിഫൈ, എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ഇൻടു മിസൽസ് എന്ന് പറയുന്നു.
Then sphincter of OD surround the opening of bile duct before it join with the pancreatic duct. ഇത് തെറ്റല്ലേ? കാരണം നമ്മുടെ ഗോൾ ബ്ലാഡർ വരുന്ന ഡക്റ്റിന്റെ പേരെന്താ? സിസ്റ്റിക് ഡക്റ്റ്. ലിവറിന് വരുന്ന ഡക്റ്റിന്റെ പേരെന്താ? ഹെപ്പാറ്റിക് ഡക്റ്റ്. ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ടുള്ളത് കോമൺ ബൈൽ ഡക്റ്റ്. കോമൺ ബൈൽ ഡക്റ്റ് എന്ത് ചെയ്യുന്നു? പാൻക്രിയാറ്റിക് ഡക്റ്റുമായി കൂടിച്ചേർന്നാണ് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് വിച്ച് ഈസ് ഓപ്പൺ ഇൻ ടു ദ ഡുയോഡിനം. ആ ഭാഗത്താണ് സ്ഫിൻക്ടർ ഓഫ് ഓഡി കാണുന്നത്, അല്ലാതെ ബിഫോർ ഇറ്റ് ജോയിൻസ് എന്നുള്ളത് തെറ്റാണ്. ലിവർ സിന്തസൈസ് യൂറിയ ഫ്രം അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ശരിയല്ലേ? ഓർണിത്തൻ സൈക്കിൾ വഴി നമ്മുടെ ശരീരത്തിൽ നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിയ ആണെങ്കിലും ഫസ്റ്റ് ഫോംഡ് നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അമോണിയാണ്. അമോണിയ കമ്പൈൻ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം യൂറിയ ഇൻ ദ ലിവർ. അത് ശരിയാണ്. അതായത് നിങ്ങൾക്ക് ഈ ഡയഗ്രം നോക്കിയാൽ കാണാം. ഇത് കണ്ടോ? ഇത് ഗോൾ ബ്ലാഡർ വരുന്ന സിസ്റ്റിക് ഡക്റ്റ്. സിസ്റ്റിക് ഡക്റ്റ് ആണിത്. ഇത് എന്താ? ഹെപ്പാറ്റിക് ഡക്റ്റ് ആണ്. രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ടുള്ള ഈ ഭാഗമാണ് കോമൺ ബൈൽ ഡക്റ്റ്. ഇത് കണ്ടോ? ഇത് പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഈ ഒരു ഭാഗത്താണ് ഇത് തുറക്കുന്നത്. ഈ ഭാഗത്താണ് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിനെയാണ് ഗാർഡ് ചെയ്യുന്നത് സ്ഫിൻക്ടർ ഓഫ് ഓഡി. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 176, 3 is the incorrect statement. So 3 is the right answer. 3 is the right answer. Question number 177. Absence of endokinase will affect which of the following process? Digestion ആണ്. Absence of endokinase will affect which of the following? മക്കളെ ഉറങ്ങിയിട്ടില്ലല്ലോ? നമുക്കൊന്ന് സ്പീഡപ്പ് ചെയ്യാം. കുറച്ചുകൂടെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ, ഒരു 23 ക്വസ്റ്റ്യൻ കൂടെ വേഗം നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് പോവാം. ഓക്കെ, റെഡി ആണല്ലോ അല്ലേ? ഓക്കെ. ഓക്കെ. ഇപ്പൊ ഇത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചത്, ഞാൻ 50 ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചത്. എന്താ അതിനേക്കാൾ കൂടുതൽ വന്നത് കേട്ടതിന് സന്തോഷമാണ്. ഓക്കെ, എനിഹൗ ആബ്സെൻസ് ഓഫ് എൻഡ്രോകൈനസ് വിൽ എഫക്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് എന്നല്ല ചോദ്യം. എന്താണ് എൻഡ്രോകൈനസിന്റെ ആക്ഷൻ? നിങ്ങൾക്കറിയാം, പാൻക്രിയാറ്റിക് ജ്യൂസിൽ 3 പ്രോട്ടിയോലൈറ്റിക് എൻസൈം ഉണ്ട്. ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്. പക്ഷേ ഈ 3 എണ്ണവും ഇനാക്റ്റീവ് ഫോമിലാണ്. അപ്പൊ ഇനാക്റ്റീവ് ഫോമിലായി ഇവർ നമുക്ക് ആക്റ്റീവ് ആക്കണം. ട്രിപ്സിനോജനെ ട്രിപ്സിൻ ആക്കണം. ആ ട്രിപ്സിനോജനെ ട്രിപ്സിൻ ആക്കുന്ന ഒരു എൻസൈമിന്റെ പേരാണ് എൻഡറോകൈനേസ്. വാട്ട്സ് ദ ഫംഗ്ഷൻ ഓഫ് ട്രിപ്സിനോജൻ? ട്രിപ്സിനോജൻ കൺവേർട്ട് പ്രോട്ടീൻ ഇൻടു ഡൈപെപ്റ്റൈഡ്. സോ ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റ്യൻ നമ്പർ 177ന്റെ ഉത്തരം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ നമ്മളെ ക്വസ്റ്റ്യൻ നമ്പർ 177 എത്രയാണ്? 1 ആണ്. നിങ്ങൾ പേജ് നമ്പർ 262 നിങ്ങൾക്ക് ഈ ഡൈജഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ കാണാം. നോക്കുക, ഈ ഉത്തരം കാണാം നിങ്ങൾക്ക്. എൻഡ്രോകൈനേസ്. ഓക്കെ, യെസ്. Then question number 178, ഞാൻ സ്പീഡപ്പ് ചെയ്യുന്നു. 178, which of the following is incorrect with the reference to the functional residual capacity? നമ്മുടെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ. ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടതിൽ എന്താ ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഫസ്റ്റ് വൺ അറൌണ്ട് 2100 to 2300 ml എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി വാട്ട് ഈസ് FRC? FRC എങ്ങനെയാ നിങ്ങൾ കാണുക? അതായത് ERV പ്ലസ് RV ആണ് നമ്മൾ FRC എന്ന് പറയുന്നത്. എസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് റെസിഡ്യുവൽ വോളിയം. എസ്പിറേറ്ററി റിസർവ് വോളിയത്തിൻ്റെത് 1000 to 1100 ml. റെസിഡ്യുവൽ വോളിയം 1100 to 1200 ml. അപ്പോ ഇതെത്ര? ഇത് 1000 ആണ്. 1000, 1100, 2100, 1100, 1200, 2300. സോ ഈസ് കറക്റ്റ്. രണ്ടാമത്തതോ ഈക്വൽ ഓഫ് സം ഓഫ് റെസിഡ്യുവൽ വോളിയം. ഇതല്ലേ? ശരിയല്ലേ? ശരിയാണ്. വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ റിമൈൻ ഇൻ ദ ലങ്സ് ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. ശരിയാണ്. ഇസ് ദർ ഇൻ യുവർ NCERT ബുക്ക്. അപ്പോ ഇതാണ് തെറ്റ് അല്ലെ? നോർമൽ ഇൻസ്പിറേഷൻ അല്ല. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 178, 4 ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലെ റെസ്പിറേറ്ററി വോളിയം, റെസ്പിറേറ്ററി കപ്പാസിറ്റി പഠിക്കുക. അതിനൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. മറന്നു പോകരുത്, അത് പഠിക്കണം. ഓക്കെ, നമ്മുടെ പേജ് നമ്പർ 272 നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാം. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈഡൽ വോളിയം, IRV, ERV, അതുപോലെ RV, പിന്നെ കപ്പാസിറ്റീസ് ഓഫ് എസ്പെഷ്യലി വൈറ്റൽ കപ്പാസിറ്റി ഒന്നുകൂടെ നോക്കുക.
രണ്ടും ഹൈ എന്താണ് ഫോഴ്സ്ഫുൾ വരുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 179. വിച്ച് ഈസ് ദ കറക്റ്റ് മാച്ചിങ് ഓഫ് റെസ്പിറേറ്ററി വോളിയം? ഇതിൽ ഏതാണ് റെസ്പിറേറ്ററി വോളിയത്തില് കറക്റ്റ് മാച്ചിങ്? റെസ്പിറേറ്ററി വോളിയംസ് ആവാം അല്ലെ. ഇതിൽ ERV എത്രയാ? ഇത് ശരിയാണ് മക്കളെ. ERV എത്രയാ? ERV എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 1000 to 1100 ആണ്. അപ്പൊ ഇത് തെറ്റല്ലേ? VC എത്രയാ? വാട്ട് ഈസ് വൈറ്റൽ കപ്പാസിറ്റി? വൈറ്റൽ കപ്പാസിറ്റി TV പ്ലസ് IRV പ്ലസ് ERV ആണ്. TV എന്ന് പറഞ്ഞാൽ 500, IRV എന്ന് പറഞ്ഞാൽ 2500 3000, ERV എന്ന് പറഞ്ഞാൽ 1000 to 1100. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കൂ. 2000 3500 4500 4000 മാക്സിമം ഒരു 4800 റേറ്റിലേ ഉള്ളൂ. അപ്പൊ അത് തെറ്റാണ്. ഇത് ശരിയല്ലേ? IC എന്ന് പറഞ്ഞാൽ TV പ്ലസ് IRV ആണ്. 500 പ്ലസ് 2500 3000. അപ്പൊ 3000 പ്ലസ് 3000 ഇത് കറക്റ്റ് ആണ്. സോ 3 is the right answer for question number 179. ഈ രണ്ട് 178ഉം 179ഉം നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ഈ 179ഉം 178ഉം നിങ്ങൾക്ക് ഈ ഒരു പേജിന്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, പേജ് നമ്പർ 272 നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 180 എന്താ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 180, ഡിസോസിയേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ് ഇൻക്രീസസ് വെൻ ദർ ഈസ്. ഇത് ശ്രദ്ധിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന് ക്വസ്റ്റ്യൻ ചോദിച്ച് തെറ്റിപ്പോവരുത്. അതായത് എപ്പോഴാണ് ഓക്സിഹീമോഗ്ലോബിൻ കൂടുക, എപ്പോഴാണ് ഓക്സിഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഓക്കെ, sorry, there is a problem because I am mainly the participants are in Malayalis, no, that's why I am using Malayalam. There's a problem. Okay, sorry for this. Okay. Alveoles, you can see, no, alveoles, hemoglobin combined with oxygen to form oxyhemoglobin. എവിടെയാണ് നടക്കുന്നത് നോക്കൂ. alveol. Oxyhemoglobin dissociated into hemoglobin plus oxygen in the tissue. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക. ഒന്ന് വേണ്ടത് PO2 ആണ്, രണ്ടാമത്തത് PCO2 ആണ്, മൂന്നാമത്തത് H+ കോൺസെൻട്രേഷൻ ആണ്, നാലാമത്തത് ടെമ്പറേച്ചർ ആണ്. ഇത് 4 ഫാക്ടേഴ്സ് ആണ് വേണ്ടത്. ഇവിടെ അതുണ്ട്. PO2 സെയിം, PCO2, H+ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ അല്ലേ. പക്ഷെ എന്താ മക്കളെ, ഇവിടെ PO2 കൂടണം, ബാക്കി 3 കുറയണം. അപ്പോഴാണ് അസോസിയേഷൻ നടക്കുക. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി എന്താ, ഇത് PO2 കുറയണം, ബാക്കിയൊക്കെ കൂടണം. അപ്പോഴാണ് ഡിസോസിയേഷൻ നടക്കുക. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ഒരു ചാർട്ട് നിങ്ങൾ പഠിക്കുക. പക്ഷെ നമ്മളൊരു പ്രശ്നക്കാരുണ്ട് ഇതില്. ഓക്കെ, എന്താണെന്നറിയോ ക്വസ്റ്റ്യൻ? ഇതിനകത്ത് നമ്മൾ പ്രശ്നക്കാരുണ്ട്. pH വാല്യൂ. ഈ pH വാല്യൂ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? pH വാല്യൂവും H+ കോൺസെൻട്രേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. അപ്പോ എന്താണോ PO2 അത് തന്നെ എവിടെയും കൊടുക്കുക. ഞാൻ കളർ മാറ്റി കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഇവിടെ ലോ pH വാല്യൂ. ഇത് തെറ്റിപ്പോകരുത് കേട്ടോ. 2 രീതിയിൽ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാം. ഒന്നുകിൽ H+ന്റെ ഓപ്പോസിറ്റ് എടുക്കുക. ഇതാകണ്ട, ഇത് ലോ ആയപ്പോൾ ഹൈ ആയതുകൊണ്ട് ലോ. അല്ലെങ്കിൽ എന്താണോ ഓക്സിജൻ അതേ ലെവലിൽ എടുക്കുക. pH വാല്യൂ തന്നാൽ തെറ്റിക്കരുത് മക്കളെ. ഓക്കെ, അപ്പൊ നമ്മളെ ചോദ്യത്തിൽ എന്താ തന്നിരിക്കുന്നത് നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 180 ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. തെറ്റല്ലേ? ഇത് തെറ്റാണ്. ഇൻക്രീസ് ഇൻ pH ആൻഡ് ഡിക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോസിയേഷൻ നടക്കില്ല. പിന്നെ ഡിക്രീസ് ഇൻ pH ആൻഡ് ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം ഇവിടെ ഒരു 10-15 മിനിറ്റ് കൂടെ നിങ്ങൾ ഉറക്കൊഴിഞ്ഞിരിക്കുക. ഐ എം ഹാപ്പി വിത്ത് യു. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു 15 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സിലിരിക്കുക. ഓക്കെ, ഇതുവരെ ഇരുന്നില്ലടാ, ഒരു 10-15 മിനിറ്റ് അതിനുള്ളിൽ ഞാൻ തീർത്ത് തരും. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ നമ്പർ 180 ഓപ്ഷൻ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 181 മാച്ച് ദ കോളം 1
Match the column 1 and 2 and choose the correct option. നോക്കൂ, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആരാണ് കാണിക്കുന്നത്? is possessed by arthropoda. ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം possessed by annelida. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. 2 chambered heart ആർക്കാ? fishes. 3 chambered heart ആർക്കാ? amphibia. അതായത് A is equal to Q വരണം, B is equal to P വരണം, C is equal to R വരണം, D is equal to S വരണം. ഏത് ഓപ്ഷനാ മക്കളെ ഇതിൽ വരുന്നത്? 151 അതായത് ക്വസ്റ്റ്യൻ നമ്പർ ഓപ്ഷൻ നമ്പർ 2 അല്ലേ? QPRS. ഓക്കെ. Then question number 182. How many statements are wrong? എത്ര സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത റോങ് ആണ്? Systemic circulation take place between left ventricle and right atrium of the heart എന്നാണ്. നിങ്ങൾ ഹാർട്ടിന്റെ ഒരു ഡയഗ്രാം വരച്ചാൽ ഇതിനകത്തുനിന്ന് ഇവിടുന്ന് വരുന്ന ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് വരും. ഇതാണ് റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ആട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പോകുന്ന ഈ ട്യൂബിനെയാണ് നമ്മൾ അയോർട്ട എന്ന് പറയുക. ഈ അയോർട്ട വഴി വരുന്ന ബ്ലഡ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇംപ്യൂറായി അവസാനം അത് ഇംപ്യൂർ ബ്ലഡ് റൈറ്റ് ആട്രിയത്തിൽ എത്തുന്നതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പോൾ സിസ്റ്റമിക് സർക്കുലേഷൻ ബിറ്റ്വീൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് റൈറ്റ് ആട്രിയം എന്നുള്ളത് ശരിയാണ്. യെസ്. അഡ്രിനൽ മെഡുല്ല ഹോർമോൺസ് ക്യാൻ ഇൻക്രീസ് കാർഡിയക് ഔട്ട്പുട്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് റിസൾട്ട് അറിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടി വരുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് കൂടുന്നത്? അഡ്രിനാലിന് ഒരു എമർജൻസി ഹോർമോൺ അല്ലേ? ഹാർട്ട് ഫെയിലിയർ ഇസ് എ കണ്ടീഷൻ വിച്ച് ഹാർട്ട് സ്റ്റോപ്പ് ബീറ്റിംഗ്. തെറ്റല്ലേ? ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത് ഇത് കാർഡിയക് അറസ്റ്റ് ആണ് ഈ കാണിക്കുന്നത്. ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേണ്ടത്ര ബ്ലഡ് പമ്പ് ചെയ്യാത്ത അവസ്ഥയാണ്. അപ്പൊ അത് തെറ്റാണ്. റൈറ്റ് AV വാൾവ് ഹാസ് 2 muscular flaps. അല്ല, റൈറ്റ് സൈഡിൽ ട്രൈകസ്പിഡ് വാൽവും ലെഫ്റ്റ് സൈഡിൽ ബൈയുമാണ്. 3 വാൽവ്, ത്രിദള വാൽവ്, ദ്വിദള വാൽവ് എന്ന് മലയാളത്തിൽ പറയും. സോ 2 muscular അല്ല 3 ആണ്. അപ്പോൾ തെറ്റാണ്. സോ 2 ശരിയാണ്, 2 തെറ്റാണ്. ചോദിച്ചിരിക്കുന്നത് എത്ര റോങ് എന്നാണ്. അപ്പൊ എന്താ വരിക? 2 അല്ലേ? ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 183. PCT help in maintaining the pH in the body fluid by. ഇത് നമ്മളെ എക്സ്ക്രീഷനുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. സെലക്റ്റീവ് സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ എന്നുണ്ട്, സെലക്റ്റീവ് സെക്രീഷൻ ഓഫ് Na+ എന്നുണ്ട്, സെലക്റ്റീവ് സെക്രീഷൻ ഓഫ് പൊട്ടാസ്യം ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് സോഡിയം എന്നുണ്ട്, സെലക്റ്റീവ് സെക്രീഷൻ ഓഫ് ബൈകാർബണേറ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടത് PCTയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അല്ലേ? PCT എന്താ ചെയ്യുക? ഹൈഡ്രജൻ അയോണിനെ സെക്രീറ്റ് ചെയ്യും, പൊട്ടാസ്യം അയോണിനെ സെക്രീറ്റ് ചെയ്യും, അമോണിയയും പുറത്തേക്ക് വിടും. പക്ഷേ അതിന് പകരമായിട്ട് ബൈകാർബണേറ്റിനെ ഇങ്ങോട്ട് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടുക, അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തിരിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ സെലക്റ്റീവ് സെക്രീഷൻ ഓഫ് H+, അത് കറക്റ്റ് അല്ലേ? സെലക്റ്റീവ് സെക്രീഷൻ ഓഫ് സോഡിയം കാണുന്നുണ്ടോ? ഇല്ല. സോഡിയം പൊട്ടാസ്യം ഇല്ല. സെലക്റ്റീവ് സെക്രീഷൻ ഓഫ് ബൈകാർബണേറ്റ് അല്ലല്ലോ, അബ്സോർപ്ഷൻ അല്ലേ? അപ്പൊ അതും തെറ്റാണ്. സോ ഓപ്ഷൻ A is the right answer for question number 183 that you can see in 294 page number 294 നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഫങ്ഷൻസ് ഓഫ് ദ ട്യൂബ്യൂൾ എന്ന് പറയുന്ന ഭാഗത്ത് 294 പേജിൽ നിങ്ങൾക്ക് ഇത് കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 184. Transport of electrolytes through ascending limb of loop of LA take place through എന്നല്ലേ? അതെന്താ? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്, പാസീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്, ഡിഫ്യൂഷൻ. സോ ഓൾ ഓഫ് ദീസ് എല്ലാ തരത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്പോർട്ട് സംഭവിക്കുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 184 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 185 എന്താ നോക്കൂ. മാച്ച് ദ കോളം 1 and column 2 correct the option. ഓക്കെ മക്കളെ? Okay, we are going to finish the topic within 10 minutes maximum. 10 minutes. We are reaching the last question of the section A. Match the column 1 and column 2 is correct option. Adenine and guanine എന്താ മക്കളെ? Adenine and guanine ആരാ? നൈട്രജൻ ബേസുകളാണ് അല്ലേ? DNA RNA ന്യൂക്ലിക് ആസിഡ് ആണ്. പിന്നെയോ യൂറിഡിൻ ആൻഡ് സൈറ്റിഡിൻ, അതായത് അഡനോസിൻ, ഗുവനോസിൻ, സൈറ്റിഡിൻ, യൂറിഡിൻ, തൈമിഡിൻ, ഡിയോക്സി തൈമിഡിൻ എന്ന് പറയുന്നൊക്കെ ന്യൂക്ലിയോസൈഡുകളാണ്. പിന്നെയോ ഗുവനിലിക് ആസിഡ്,
യൂറിഡിലിക് ആസിഡ് എന്നൊക്കെ ആസിഡ് എന്ന് പറയുന്നത് അഡനിലിക് ആസിഡ്, ഗോനലിക് ആസിഡ്, സൈറ്റിഡിലിക് ആസിഡ്, യൂറിഡിലിക് ആസിഡ്, തൈമിഡിലിക് ആസിഡ് എന്നെല്ലാം പറയുന്നത് ന്യൂക്ലിയോടൈഡുകളുമാണ്. അപ്പൊ ഏത് വരും? അഡനിൻ എന്ന് പറയുന്നത് അഡനിൻ ആൻഡ് ഗ്വാൻ നൈട്രജൻ ബേസസ് അല്ലെ. യൂറിഡിൻ ആൻഡ് സൈറ്റിഡിൻ എന്ന് പറയുന്നത് ന്യൂക്ലിയോസൈഡുകൾ. ഗോനലിക് ആസിഡ്, യൂറിഡിലിക് ആസിഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡുകൾ. C=R. പിന്നെ DNA RNA എന്ന് പറയുന്നത് എന്താ? ന്യൂക്ലിക് ആസിഡ് അല്ലെ. അപ്പൊ ഏതാ ക്വസ്റ്റ്യൻ നമ്പർ 185 ഏത് ഓപ്ഷൻ വരും? A=S, B=P, R, Q. Okay. Option 4 is the right answer for question number 185. Question number 186 എടുക്കൂ. Find the incorrect option with respect to Morgan's experiment on Drosophila. ഇത് നിങ്ങളുടെ ഒരു 186 നിങ്ങൾ കാണാം. ഒരു മൊത്തത്തിലൊരു ചാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരൊറ്റ പേജ് മൊത്തം നമ്മുടെ എന്തില് ലിങ്കേജുമായി ബന്ധപ്പെട്ട ഒരു പോർഷൻ നിങ്ങളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഉണ്ട് ഇത് ഐ കളർ ജീൻ ആൻഡ് ബോഡി കളർ ജീൻ ആർ ടൈറ്റ്ലി ലിങ്ക്ഡ്. അത് നിങ്ങൾക്ക് കാണാം. ടൈറ്റ്ലി ലിങ്ക്ഡ് ആയതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അതിന് പാരന്റൽ ക്യാരക്ടർ കൂടുതലും നോൺ പാരന്റൽ ക്യാരക്ടർ കുറവാകുന്നത്. ഐ കളർ ജീൻ ആൻഡ് വിങ് സൈസ് ജീൻസ് ആർ ലൂസ്ലി ലിങ്ക്ഡ്. കറക്റ്റ് ആണ്. കാരണം അതുകൊണ്ടാണ് നോൺ പാരന്റൽ ക്യാരക്ടർ കൂടി, അതായത് റീകോമ്പിനേഷൻ കൂടുന്നത്. ദെൻ അപ്പോൾ ഇത് ഐ കളർ ജീൻ ആൻഡ് ബോഡി കളർ ജീൻ ഷോ 32.7 റീകോമ്പിനേഷൻ എന്നുള്ളത് തെറ്റല്ലേ? കാരണം 32.7 എന്ന് പറയുമ്പോൾ റീകോമ്പിനേഷൻ അളവ് കൂടുന്നല്ലേ അർത്ഥം? വളരെ കുറവ് എന്ത് മാത്രമേ ഉള്ളൂ? റീകോമ്പിനേഷനേ ഉള്ളൂ. അതായത് കൂടുതലും എന്താണ്? ലിങ്കേജ് ആണ്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ഇതിൽ തെറ്റ് വരുന്നത്. ഓക്കെ, ഇൻകറക്റ്റ് എന്ന ഓപ്ഷൻ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 187. മക്കളെ ഇത് എങ്ങനെ പറഞ്ഞാലും തിരുത്തിരി ഇങ്ങനെ പറഞ്ഞു പോകണം. ഇഫ് ദ കോഡിംഗ് സ്റ്റാൻഡ് ഹാസ് ദ സീക്വൻസ് ഓഫ് 5' to 3' ആണ്, then find the sequence of non coding strand. വളരെ സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 187 മോളിക്കുലാർ ബേസിസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം. ഇത് ആണ് കോഡിംഗ് സ്ട്രാൻഡ്. 5' to 3' ഡയറക്ഷനിൽ കോഡിംഗ് സ്ട്രാൻഡ് ആണിത്. ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് കാണാം. അതായത് 5 to 3 നിങ്ങൾക്ക് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് കാണാം. ഓക്കെ, നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? കോഡിംഗ് സ്ട്രാൻഡിന്റെ കോമ്പിനേഷൻ ചോദിച്ചിരിക്കുന്നത്. അത് എന്താ ഉള്ളതെന്നറിയോ? ഇത് അവിടെ ഉണ്ട്. ATCG ആണ്. ഇത് DNA അല്ലേ? അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ടെംപ്ലേറ്റിൽ എന്ത് വരും? ടെംപ്ലേറ്റിൽ എക്ക് പകരം എന്ത് വരും? ഇത് 3 to 5. എക്ക് പകരം T വരണം, ടിക്ക് പകരം A വരണം അല്ലേ? പിന്നെ സിക്ക് പകരം G വരണം, ജിക്ക് പകരം C വരണം. അതുപോലെ TAGC എന്ന് പറയും. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 187. മക്കളൊരു കാര്യം നിങ്ങൾ ഇതിൽ മനസ്സിലാക്കണം, തെറ്റിപ്പോവരുത്. ഈ ടെംപ്ലേറ്റ് എന്ന് ചോദിച്ചിട്ട് RNA ചോദിച്ചാൽ ഇതിന്റെ കോംപ്ലിമെന്റ് എടുക്കണം. അത് കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് എടുക്കണം. മാത്രമല്ല ടിയുടെ സ്ഥാനത്ത് U കൊടുക്കണം. എന്നാൽ കോഡിംഗ് ആണെങ്കിൽ അത് അതേപോലെ കോപ്പി ചെയ്യുക. എന്നിട്ട് എവിടെയൊക്കെ ടി ഉണ്ടോ അവിടെ U ആക്കുക. കോംപ്ലിമെന്ററി എടുക്കരുത്. ഇതിന്ന് എടുക്കുമ്പോൾ കോംപ്ലിമെന്ററി എടുക്കരുത്. ഡയറക്റ്റ് ആയിട്ട് ഇത് തന്നെ കോപ്പി ചെയ്ത് എടുക്കുക. ഇതിന്നാണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് എടുക്കുക. ടി മാറ്റണം, U ആക്കണം. ഇവിടെ ടി മാത്രം മാറ്റി U ആക്കിയാൽ മതി. ശ്രദ്ധിക്കുക, വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 188. മാച്ച് ദ ഫോളോയിങ് കോളം. പ്രൊമോട്ടർ, ടെർമിനേറ്റർ, അഡീഷണൽ റെഗുലേറ്ററി സീക്വൻസസ് അല്ലേ? ഇത് നമ്മളെ എന്തിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്? മോളിക്കുലാർ ബേസിസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് മക്കളെ അല്ലേ? എന്താണ് ഈ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ എവിടെ കാണുക? നിങ്ങൾ നേരത്തെ പഠിച്ചു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. അതിൽ ഇത് പ്രൊമോട്ടർ ആണ്, ഇത് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ്, സ്ട്രക്ചറൽ ജീൻ ആണ്, ഇത് ടെർമിനേറ്റർ ആണ്. അപ്പോ പ്രൊമോട്ടർ എന്ന് പറയുന്നത് എവിടെയാ? ഇത് 5 to 3 അല്ലേ? ഇവിടെ അല്ലേ 5 to 3 എന്നല്ലേ വരിക? ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനകത്ത് എന്താ? പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ 5' എൻഡ് ഓഫ് ദ സ്ട്രക്ചറൽ ജീൻ. സ്ട്രക്ചറൽ ജീനിന്റെ 5' എൻഡില് ശരിയാണ്. ടെർമിനേറ്റർ എന്ന് പറയുന്നത് എന്താ വരിക? 3' എൻഡ് ഓഫ് ദ കോഡിംഗ് സ്ട്രാൻഡ്. ടെർമിനേറ്റർ 3' എൻഡ്. കോഡിംഗ് സ്ട്രാൻഡും ഈ കാണുന്നതാണ് കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്.
അപ്പൊ അഡീഷണൽ റെഗുലേറ്ററി സീക്വൻസ് ഇതായിരിക്കുമല്ലോ, അപ്സ്ട്രീം ഓർ ഡൗൺ സ്ട്രീം ടു എ പ്രൊമോട്ടർ. ഓക്കെ, സോ എന്താ വരിക? എ ഈസ് ഈക്വൽ ടു പി വരുന്നു, ബി ഈസ് ഈക്വൽ ടു ആർ വരുന്നു, സി ഈസ് ഈക്വൽ ടു ക്യൂ വരുന്നു. ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ 3 വരും, പി ആർ ക്യൂ. ഓക്കെ, question number 189. Which of the following statement is true? Sperms are not motile until they pass through the epidermis. Sperms require capacitation of male reproductive tract. Secondary oocyte complete meiotic division, tertiary follicle. In spermatogenesis, meiosis 1 start during embryonic stage. ഇതിൽ ഏതാണ് ട്രൂ ആയ സ്റ്റേറ്റ്മെന്റ്? ഫോർ ദിസ് വാട്ട് ഈസ് ദ ട്രൂ? സ്പേംസ് ആർ ഓപ്ഷൻ എ അല്ലേ മക്കളെ? 189 എ ആണ്, ഒന്നാണ്. അതായത് സ്പേംസ് ആർ നോട്ട് മൊട്ടൈൽ അണ്ടിൽ ദേ പാസ് ത്രൂ എപ്പിഡെർമിസ്. അതായത് പുരുഷ ശരീരത്തിൽ നിന്ന് പുറത്ത് വരുന്നത് വരെ സത്യം പറഞ്ഞാൽ സ്പേം ഒന്നുകിൽ വളരെ ഒരു നോൺ മോട്ടൈൽ സ്ലഗിഷ് എന്നൊക്കെ പറയാം, മടിയനാണ്. എന്നാൽ അത് പുറത്ത് വരുമ്പോഴാണ് എന്താവുന്നത്? ആദ്യമായിട്ട് സ്ത്രീ ശരീരത്തിൽ വെച്ചാണ് കപ്പാസിറ്റേഷൻ എന്ന് പറയും. ആ കപ്പാസിറ്റേഷൻ നടക്കുമ്പോഴാണ് അത് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ എപ്പിഡെർമിസ് വരെ എന്തായാലും അത് നോട്ട് മോട്ടൈൽ എന്നുള്ളത് ശരിയാണ്. സ്പേം റിക്വയർ കപ്പാസിറ്റേഷൻ മെയിൽ അല്ല, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ആണ്. സെക്കൻഡറി ഊസൈറ്റ് കംപ്ലീറ്റ് മിയോട്ടിക് ഡിവിഷൻ ഇൻ ടെർഷ്യറി ഫോളിക്കൽ തെറ്റാണ്. സ്പെർമാറ്റോജനസിസ് എംബ്രിയോണിക് സ്റ്റേജിൽ അല്ല, പ്യൂബർട്ടിയിലാണ് തുടങ്ങുന്നത്. എംബ്രിയോണിക് സ്റ്റേജിൽ തുടങ്ങുന്നത് ഊജനസിസ് ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 189, what is the right answer? Question number 190. Select the wrong statement about women having normal and regular menstrual cycle. നോർമൽ മെൻസ്ട്രുവൽ സൈക്കിൾ ഉള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്? നോക്കൂ, ഒവേറിയൻ സൈക്കിൾ ആൻഡ് യൂട്രൈൻ സൈക്കിൾ ആർ ദ സെയിം ഡ്യൂറേഷൻ. Ovarian cycle and uterine cycle are synchronized. Uterine cycle is dependent on ovarian cycle. കാരണം ovarian cycle is dependent on uterine cycle അല്ല. എന്താണെന്നറിയാവോ? ഈസ്ട്രോജൻ ഒവേറിയൻ സൈക്കിളില് ഈസ്ട്രോജൻ അല്ലേ, ആ ഈസ്ട്രോജന്റെ പ്രവർത്തന ഫലമായിട്ടാണ് പ്രോലിഫറേഷൻ ഓഫ് ദ എൻഡോമെട്രിയം നടക്കുന്നത്. അപ്പോ ഒവേറിയൻ സൈക്കിൾ ആണ് എന്ത് ചെയ്യുന്നത്? ആരെ സഹായിക്കുന്നത്? യൂട്രൈൻ സൈക്കിൾ. ഒവേറിയൻ സൈക്കിൾ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ യൂട്രൈൻ സൈക്കിൾ എന്നുള്ളത് ഒവേറിയൻ സൈക്കിൾ യൂട്രൈൻ സൈക്കിൾ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം യൂട്രൈൻ സൈക്കിളിന് ആര് വേണം? അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈസ്ട്രോജൻ വേണം. അപ്പൊ ഈസ്ട്രോജൻ ഉണ്ടാവണമെങ്കിൽ ഒവേറിയൻ. അപ്പോ ഇതാണ് ശരി. ഈ 3 എന്ന് പറയുന്നത് തെറ്റാണ്, നേരെ തിരിച്ചിട്ടാണ്. 4 ആണ് കറക്റ്റ്. സോ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 190 ഈസ് ഓപ്ഷൻ 3. Question number 191. For a pregnancy of 20 weeks, what is true according to the Medical Termination of Pregnancy Amendment Act 2017? എന്താണ് MTP എന്ന് പറഞ്ഞാൽ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് അബോർഷൻ. ഇത് നിങ്ങളുടെ അമെൻമെന്റ് നിങ്ങൾക്കറിയാം, 1971 MTP ലീഗലൈസ് ചെയ്തത് ഇന്ത്യയിൽ. പക്ഷേ ഈ അമെൻമെന്റ് വന്നത് ഈ 2017 അമെൻമെന്റ് പ്രകാരം പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾക്കറിയാം എപ്പോ വരെയാണ് MTP സേഫ്? MTP സേഫ് അപ് ടു 12 വീക്സ് ഓഫ് പ്രഗ്നൻസി, 3 മാസം ആദ്യത്തെ. അതിനുശേഷം 3 മാസം കഴിഞ്ഞിട്ട് 6 മാസം വരെ നമുക്ക് MTP ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഒപ്പീനിയൻ ഓഫ് 2 രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ റിക്വയർഡ് ഫോർ MTP എന്നുള്ളതാണ് ഇതിലെ ഈ അമെൻമെന്റിലുള്ള ഒരു കാര്യം. അതുവരെ ഒരാൾ മതി. പക്ഷേ അതിനുശേഷം വരികയാണെങ്കിൽ 12 വീക്സിന് ശേഷം എന്ത് ചെയ്യണം? 2 ആര് വരണം? രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ എന്ത് വേണം? ഒപ്പീനിയൻ വേണം എന്നാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 3 is the option 3 is the right answer for question number 191. 192. Carl Ernst von Baer noted that. മക്കളെ, എവല്യൂഷൻ ഉള്ള ചാപ്റ്ററില് 192 പേജ് നമ്പർ 129 നിങ്ങൾക്ക് കാണാം. പേജ് നമ്പർ 129 നിങ്ങൾക്ക് എംബ്രിയോളജിക്കൽ എവിഡൻസ് എന്ന ഭാഗത്ത് കാണുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാവോ? അത് ഏൺസ്റ്റ് ഹാക്കൽ എന്ന് പറയുന്ന ആള് റീകാപ്പിറ്റുലേഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തു. റീകാപ്പിറ്റുലേഷൻ തിയറി, അതാണ് ഓണ്ടോജനി, റീകാപ്പിറ്റുലേഷൻ ഫൈലോജനി എന്ന് പറയുന്നത്. അപ്പൊ ഏൺസ്റ്റ് ഹാക്കൽ പറയുന്നത് എന്താ? അതായത് അഡൽട്ട് ക്യാരക്ടേഴ്സ്,
ചില ജീവികളുടെ അഡൽട്ട് ക്യാരക്ടേഴ്സ് എംബ്രിയോണിസ്റ്റ് എല്ലാ ജീവികളും അവരുടെ എംബ്രിയോണിക് സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ്. പല ജീവികളുടെയും അഡൽട്ട് സ്റ്റേജിന്റെ ആ ഒരു അവസ്ഥ എംബ്രിയോണിക് സ്റ്റേജിൽ ഉണ്ടെന്നാണ്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഈ ഫരീഞ്ചിയൽ ഗ്ലിസ്ലിറ്റ്സ് ആണ്. വെർട്ടിബ്രേറ്റ്സിന് എല്ലാം ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അത് കാണുന്നത് അഡൽട്ടിൽ ആരിൽ മാത്രം? ഫിഷിൽ മാത്രം. അപ്പോ എല്ലാത്തിലും ഉണ്ടെങ്കിലും അഡൽട്ടിൽ എത്തുമ്പോൾ ആ ക്യാരക്ടേഴ്സ് കാണുന്നില്ല പലതിലും. അതാണ് ഓണ്ടോജനി, റീകാപ്പിറ്റുലേഷൻ, ഫൈലോജനി എന്ന് പറയുന്ന എന്താ പറയാ റീകാപ്പിറ്റുലേഷൻ ദി ബയോജനറ്റിക് ലോ. അത് ഏൺസ്റ്റ് എക്കലിന്റെ ലോ ആണ്. അത് തെറ്റാന്ന് തെളിയിച്ചതാണ് ഏൺസ്റ്റ് വോൺ ബെയർ. അയാൾ പറഞ്ഞ എന്താ? എംബ്രിയോ നെവർ പാസ് ത്രൂ ദ അഡൽട്ട് സ്റ്റേജ് ഓഫ് അതർ ആനിമൽ. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 192. Okay. Question number 193. Water and micronutrients pass through which of the following membrane in sequence to form glomerular filtrate in the capsular space of Bowman's capsule? മക്കളെ നിങ്ങൾക്കറിയാം ബൊമാൻസ് ക്യാപ്സ്യൂളില് എങ്ങനെയാണ് ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിലെ ആ ഒരു വോളിലൂടെ ഗ്ലോമറുലസിൽ നിന്ന് എങ്ങനെയാണ് ആ ഫിൽട്രേഷൻ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ, എൻഡോത്തീലിയം ഓഫ് ദ ഗ്ലോമറുലാർ ബ്ലഡ് വെസൽ, ഗ്ലോമറുലാർ ബ്ലഡ് വെസലിലെ എൻഡോത്തീലിയം. പിന്നെ രണ്ടാമത്തത് എപ്പിത്തീലിയം ഓഫ് ദ ബൊമാൻസ് ക്യാപ്സ്യൂൾ, അവിടെയാണ് നിങ്ങൾ ഈ പോഡോസൈറ്റ് ഒക്കെ കാണുന്നത്, എപ്പിത്തീലിയം. പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള ബേസ്മെന്റ് മെംബ്രെയിൻ. അപ്പൊ ഇതാണ് ഓർഡർ: എൻഡോത്തീലിയം ഓഫ് ദ ഗ്ലോമറുലാർ ബ്ലഡ് വെസൽ, ബേസ്മെന്റ് മെംബ്രെയിൻ ആൻഡ് എപ്പിത്തീലിയം ഓഫ് ദ ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ മക്കളെ, 3 is the right answer for question number 193. 7 more question. ഒരു 5 മിനിറ്റ് കൂടെ. Which of the following biomolecules is correctly categorized? ഇതിൽ ഏതാണ് correctly categorize ചെയ്തിരിക്കുന്നത്? Palmitic acid, saturated fatty acid with 16 carbon ആണ്. You know what is the structure of palmitic acid? അതായത് C15H31COOH എന്നാണ്. അപ്പൊ നോക്കൂ, 15ഉം 1ഉം 16 കാർബൺ. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. പിന്നെ 15 കാർബണിന്റെ ഇരട്ടി 30, അതിനേക്കാൾ 1. അപ്പൊ ഇത് CnH2n+2 എന്ന് പറയുന്ന ആൽക്കൈൻ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെ വരുമ്പം അത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. ശരിയാണ്. ലെസിത്തിൻ ഈസ് എ ഫോസ്ഫോലിപ്പിഡ് ഫൗണ്ട് ഇൻ സെൽ മെംബ്രെയിൻ എന്നുള്ളത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അരാക്കിഡോണിക് ആസിഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വിത്ത് 20 കാർബൺ എന്ന് പറയുന്നുണ്ട് അല്ലെ? വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് അരാക്കിഡോണിക് ആസിഡ്? അതായത് C19H31COOH ആണ് അല്ലെ? C19H31COOH. അങ്ങനെ വരുമ്പോ 19 1ഉം 20 കാർബൺ. ശരിയാണ്. പക്ഷേ 19ന്റെ ഇരട്ടി എത്രയാ? 38. അതിനേക്കാൾ കുറവ് ഹൈഡ്രജൻ അല്ലേ? അപ്പൊ അത് ഡബിൾ ബോണ്ട് എണ്ണം കൂടി അൺസാച്ചുറേറ്റഡ് ആണ്. അതും ശരിയാ. അപ്പൊ എന്തുകൊണ്ട് 4 തെറ്റി? ട്രൈഗ്ലിസറൈഡ്, glycerol and fatty acid linked through glycosidic bond. You know very well you know triglyceride എന്ന് പറയുന്നത് glycerol plus fatty acid ആണ് നിങ്ങൾക്കറിയാം. പക്ഷേ linked by glycosidic bond അല്ല. Glycosidic bond is the bond present in carbohydrate. This is ester bond. Okay. മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 195 എടുക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 195 എന്താ? നിങ്ങളുടെ പേജ് നമ്പർ 146 കാണാം. ടേബിൾ 9.3 ടേബിൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുക അല്ലെ? പേജ് നമ്പർ 146 കാണാം നിങ്ങൾക്കത്. ബയോമോളിക്യൂൾസിൽ എന്താ പിഗ്മെന്റ്? ഇതിൽ ഏതാ മക്കളെ? പിഗ്മെന്റ് എന്ന് പറയുമ്പോ ആന്തോസയാനിൻ അല്ലെ? പിന്നെ ആൽക്കലോയിഡ് എന്ന് പറയുമ്പോ കൊഡീൻ, ടെർപ്പിനോയിഡ് എന്ന് പറയുമ്പോൾ ഡൈടെർപ്പിൻ, എസൻഷ്യൽ ഓയിൽ ലെമൺ ഗ്രാസ് ഓയിൽ. നിങ്ങൾക്ക് അറിയുന്നതാണിത്. എ ഈസ് ഈക്വൽ ടു എന്ത് വരും? എ ഈസ് ഈക്വൽ ടു ആർ വരും, ബി ഈസ് ഈക്വൽ ടു എസ് വരും, സി ഈസ് ഈക്വൽ ടു ക്യൂ വരും, ഡി ഈസ് ഈക്വൽ ടു പി വരും. ഏതാണ് ഓപ്ഷൻ? RSQP. RSQP. 3 is the right answer for question number 195. Okay, very good. Question number 196. 5 more question. Okay, very good. Which of the following is the correct sequence of evolution? ഇതിലെ
ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതാണ്ടോ പെലിക്കോസോർസ് തെറാപ്സിഡ ബേർഡ്സ് എന്നുണ്ട്, തീക്കോഡോൺ ഡൈനോസോസ് ക്രൊക്കഡൈലിനുണ്ട്, സിനാപ്സിഡ തീക്കോഡോൺ ഡൈനോസോസ് എന്നുണ്ട്, പിന്നെയോ പെലിക്കോസോസ് തെറാപ്സിഡ മാമൽ എന്നുണ്ട്. ഓക്കെ, 190 പേജ് നമ്പർ 139 നിങ്ങൾക്ക് ഒരു ചിത്രം കാണാം എവല്യൂഷനിൽ. ആ ചിത്രത്തിൽ നോക്കൂ നിങ്ങൾ, ഇതുണ്ടോ പെലിക്കോസ്, ഞാൻ ആരോ മാർക്ക് ഇട്ട് വന്നിട്ടുണ്ട്, പെലിക്കോസോർ തെറാപ്സിഡ്സ് ആൻഡ് മാമൽസ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാ? ഇതാണ് ശരി. മാമൽ അല്ല, മാമൽ ലൈക്ക് റെപ്റ്റൈൽസ് എന്നാണ്, പക്ഷെ അത് ശരിയാണ്. ഇനി എന്തുകൊണ്ട് ഇത് വരൂല? പെലിക്കോസോർ തെറാപ്സിഡ മാമൽ ശരിയാണെങ്കിൽ ബേർഡ്സ് തെറ്റല്ലേ? ഇവിടെ വേണ്ടത് മാമൽ എന്നല്ലേ, മാമൽസ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ്. തീക്കോഡോൺ ഡൈനോസോസ് ക്രൊക്കോഡൈൽ ആണോ? ഇത് നോക്കൂ, തീക്കോഡോൺ, ഇതാ കണ്ടില്ലേ നിങ്ങള്, തീക്കോഡോണ്ട് ഡൈനോസോസ് ആൻഡ് ബേർഡ്സ് എന്നാണ് വേണ്ടത്. ഇവിടെ ചോന്ന നേരോ നോക്കിയാം, തീക്കോഡോണ്ട് ഡൈനോസോസ് ബേർഡ്സ് കാണാം. അപ്പോ ഇത് തെറ്റാണ്. ഇവിടെ ക്രൊക്കോഡൈൽ എന്നല്ല ബേർഡ്സ് എന്നാണ് വേണ്ടത്. ഓക്കെ, അതും തെറ്റാണ്. പിന്നെ സൈനാപ്സിഡ തീക്കോഡോൺ ഡൈനോസർ നോക്കൂ, അല്ല, ഇതെന്താ സോറോപ്സിഡ് ആണ്, സോറോപ്സിഡ് ദെൻ തീക്കോഡോൺ ഡൈനോസർ. അപ്പൊ ഇത് തെറ്റാണ്, ഇവിടെയും തെറ്റാണ്. അപ്പൊ ഏതാ ശരി? ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 196 4 is the right answer. ഓക്കെ മക്കളെ, ഓക്കെ. സോ ഇത് എവിടെയാണ് നിങ്ങൾ കാണുന്നത്? പേജ് നമ്പർ 139 ഒന്നുകൂടെ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 197, ഇൻ സാർക്കോമിയർ ഓഫ് മയോഫൈബ്രിൽ ഐ ബാൻഡ് ഫോംഡ് ഓഫ് മയോസിൻ ഫിലമെന്റ് തെറ്റല്ലേ? ഐ ബാൻഡ് ഇസ് ദ ലൈറ്റ് ബാൻഡ് മെയ്ഡ് അപ്പ് ഓഫ് ആക്ടിൻ എന്നാണ്. എ ബാൻഡ് ഇസ് ഫോംഡ് ഓഫ് ആക്ടിൻ അല്ലല്ലോ, എ ബാൻഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മയോസിൻ ആണ്. ഓക്കെ, then Z line is the fibrous membrane that firmly hold myosin filament എന്നുള്ളത് തെറ്റല്ലേ? അപ്പോ എന്താ ക്വസ്റ്റ്യൻ നമ്പർ 197 എന്താ വന്നിരിക്കുന്നത്? ബോത്ത് എൻഡ് ഓഫ് ദ എയർ ബാൻഡ് ആർ ഡാർക്കർ ഡ്യൂ ടു ഓവർലാപ്പിംഗ് ഓഫ് മയോസിൻ ഫിലമെന്റ് ബൈ ആക്ടിൻ ഫിലമെന്റ്. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 197 4 is the right answer that you can see in page number 305. 305 പേജിൽ ഈ ഒരു ഡയഗ്രാം, ഈ ഡയഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 198, ഇത് വളരെ സിമ്പിൾ അല്ലേ? നോക്കൂ, DNA ഡിപെൻഡന്റ് DNA പോളിമറൈസ് അറിയാം, DNA ടു DNA ഡിപെൻഡന്റ് DNA പോളിമറൈസ് എന്ത് വരും? ആവറേജ് റേറ്റ് ഓഫ് പോളിമറൈസേഷൻ 2000 ബേസ് പെയർ പെർ സെക്കൻഡ്. DNA polymerase 3. Then deoxyribonucleoside triphosphate. This is the high energy phosphate. അപ്പോൾ നമ്മുടെ എന്ത് വരണം? A is equal to Q വരണം, B is equal to R വരണം. ഇനി എന്താ ഉള്ളത് നോക്കൂ, പൊളാരിറ്റി ഇൻ ദ 3' to 5' ഡയറക്ഷൻ ഇൻ ദ പാരന്റൽ സ്ട്രാൻഡ്. നിങ്ങൾ നേരത്തെ പഠിച്ച റെപ്ലിക്കേഷൻ ഫോർക്ക് ഞാൻ കാണിച്ചു തന്നിരുന്നു, സാധനം കാണിച്ചു തന്നിരുന്നു. ഇതിൽ നമ്മൾ രണ്ടാമത് വരുന്നത് ഇങ്ങനെയല്ലേ, ദാ ഒന്ന് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സും. ഇതിൽ പൊളാരിറ്റി 3' to 5' വരുന്നത് കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആണ്. ഇതാ നോക്കൂ മക്കളെ, 3' to 5' വരുന്നത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ റെപ്ലിക്കേഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് പറയും സി. പിന്നെയോ പൊളാരിറ്റി 5 to 3' 5 to 3' ഡിസ്കണ്ടിന്യൂസ് ആണ്, റെപ്ലിക്കേഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. അപ്പൊ എസ് QRPS വരണം, QRPS. So option 2 is the right answer for question number 198. Then question number 199. We are going to wind up the section with the 2 more questions. 199. Read the following statements. Inhibin is a hormone secreted by granulosa cells of the ovary. ഓവറിയുടെ ഗ്രാനുലോസ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഇൻഹിബിൻ എന്ന് പറയുന്നത്. ദ സെയിം ഹോർമോൺ സെക്രീറ്റഡ് ബൈ ആരും കൂടെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെർട്ടോലി സെൽസ് ഓഫ് ദ മെയിൽ ഓൾസോ. ഇൻഹിബിൻ കോസ് ദ ഇൻഹിബിഷൻ ഓഫ് LH അല്ല, FSH നെയാണ്. ബിഗിനിങ് ഓഫ് ദ, ഇത് തെറ്റാണ്. പിന്നെ ബിഗിനിങ് ഓഫ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് കോൾഡ് മെനാർക്ക്. ബിഗിനിങ് ഓഫ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ എന്താ പറയാ? മെനാർക്ക് എന്ന് പറയുന്നു, ശരിയാണ്. സോണ പെലിസിഡ ഇസ് എ സെല്ലുലാർ ലെയർ, തെറ്റാണ്. നോൺ സെല്ലുലാർ, എ സെല്ലുലാർ ലെയർ ആണ്. സോണ പെലിസിഡ ഹാസ് റിസപ്റ്റേഴ്സ് ഫോർ സ്പേം ബൈൻഡിങ്, ശരിയാണ്. ഇതിൽ എത്ര സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര സ്റ്റേറ്റ്മെന്റ് ആ ശരിയുള്ളത്? 3 ശരിയുള്ളത്. അതുകൊണ്ട് ഉത്തരം എന്താ? 3 is the right answer for question number 199.
Now we are reaching the last question of the section. I appreciate to every one of you that you are reaching, you are giving lot of information, communication with me up to this late time around 1:20. Okay, I appreciate you for this. Last question, which of the following is a incorrect pairing? Incorrect pairing regarding anatomy of the internal ear is a question coming from your neural control. Yeah, otolith, macula, utriculus and sacculus. അത് അറിയാം നിങ്ങൾക്ക്. വെസ്റ്റിബുലാർ അപ്പാരറ്റസിലെ യൂട്രിക്കിൾ സാക്കുലർ എന്ന വെസ്റ്റിബിൾ, അതാണ് ഓട്ടോലിത്ത് പറയുന്നത്. ക്രിസ്റ്റേ ആംബ്യുലാരിസ്, ആംബ്യുല ഓഫ് ദ സെമി സർക്കുലർ കനാൽ. ശരിയാണ്, നിങ്ങൾക്കറിയാം സെമി സർക്കുലർ കനാലിന്റെ അറ്റത്ത് കാണുന്ന ബൾക്കി പോർഷനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ആംബ്യുല എന്ന് പറയുന്നത്. അതിൽ സെൻസറി റിഡ്ജിന്റെ പേരാണ് ക്രിസ്റ്റേ എന്നാണ് നമ്മൾ എന്താ പറയാ? ക്രിസ്റ്റേ ആംബ്യുലാരിസ്. ഓക്കെ. സ്കേല വെസ്റ്റിബ്യൂളി കറസ്പോണ്ട് ടു റൗണ്ട് വിൻഡോ. ഇത് തെറ്റാണ് മക്കളെ. കാരണം എന്താ? സ്കേല വെസ്റ്റിബ്യൂളി എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഓവൽ വിൻഡോ ആണ്. ടിംപനിയാണ് ഇപ്പുറത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ റൗണ്ട് വിൻഡോ എന്നുള്ളത് തെറ്റാണ്. ഓഡിറ്ററി റിസപ്റ്റർ സെൽ കണ്ടെയ്ൻ സ്റ്റീരോസീലിയ അറ്റ് ദെയർ അപ്പിക്കൽ പാർട്ട്. ശരിയാണ്. സോ for question number 200, 3 is the incorrect statement. So 3 is the right answer for question number 200. Okay. Now we are going to wind up the section. Once again, I appreciate you for this communication with me now, the late time. Okay. Anyhow, good night ആണോ ഗുഡ് മോർണിംഗ് ആണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് അവസാനം താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. Okay.